So friends, നമ്മൾ സാലറി ചാപ്റ്ററിൽ അവസാനം പറഞ്ഞു നിർത്തിയത് കോമ്പണന്റ് ഓഫ് സാലറി വാസ് വോളണ്ടറി റിട്ടയർമെന്റ് റെസിപ്റ്റ്. അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, എങ്ങനെയാണ് അതിന് എക്സംഷൻ കിട്ടുക എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. And now today we are about to discuss another topic which is called as perquisites. സാലറിയുടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് പെർക്വിസിറ്റ്സ്. ശരിക്കും പെർക്വിസിറ്റ്സ് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ഒരു 95% കഴിഞ്ഞു നമുക്ക് പറയാം. ബിക്കോസ് അത്രയ്ക്കും വോളിമിനസ് ആണ് പെർക്വിസിറ്റ്സ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഹെഡിങ്ങിന്റെ അടിയിൽ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം പെർക്വിസിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ടോക്സ് അബൌട്ട് പെർക്വിസിറ്റ്സ്. സോ എന്താണ് പെർക്വിസിറ്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു അലവൻസും പെർക്വിസിറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഹൗസ് റെന്റ് അലവൻസ്, HRA. എന്താ HRA? അതായത് നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ ആ വാടക എന്ന് പറയുന്ന ആക്ച്വൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ എല്ലാ മാസവും സാലറിയുടെ കൂടെ ഒരു ചെറിയ ഫിക്സഡ് സം തരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹൗസ് റെന്റ് അലവൻസ്, HRA. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാ എംപ്ലോയർ നിങ്ങൾക്ക് ആ വീട് പ്രൊവൈഡ് ചെയ്യാണെന്ന് വിചാരിക്കുക. എന്താ വീട് പ്രൊവൈഡ് ചെയ്യുക? എംപ്ലോയർക്ക് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നിങ്ങളോട് ആ ഗസ്റ്റ് ഹൗസിൽ ഫ്രീ ആയിട്ട് താമസിച്ചോളം പറയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്താ ബെനിഫിറ്റ്? പുറത്ത് താമസിക്കുകയായിരുന്നെങ്കിൽ വാടക കൊടുക്കണമായിരുന്നു. ഇതിപ്പോ എംപ്ലോയറിന്റെ സ്വന്തം വീടായതുകൊണ്ട് നമ്മൾ വാടക കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ബെനിഫിറ്റിനെ നിങ്ങൾ വാല്യൂ ചെയ്ത് അത് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്ത് അതിന് കൂടെ നിങ്ങൾ എന്തടക്കണം? ഇൻകം ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പെർക്വിസിറ്റ്സ്. സോ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നോൺ മോണിറ്ററി ആണെന്ന് വിചാരിക്കരുത്, അത് മോണിറ്ററി ആവാം. അതെങ്ങനെ മോണിറ്ററി ആവുന്നേ? നിങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്, ആ വീടിന്റെ വാടക മൊത്തത്തിൽ എംപ്ലോയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതും എന്താണ്? പെർക്വിസിറ്റ്സ് ആണ്. അപ്പൊ എന്താ പെർക്വിസിറ്റ്സും അലവൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അലവൻസ് ഒരു ഫിക്സഡ് മന്ത്ലി സം ആയിരിക്കും. അലവൻസ് നിങ്ങളുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചറും തമ്മിൽ വലിയൊരു നെക്സസ് ഉണ്ടാവില്ല. എന്നാൽ പെർക്വിസിറ്റ് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ഇൻകർ ചെയ്യുന്ന ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരുന്നത്? റീബേഴ്സ് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാതിരിക്കാൻ എംപ്ലോയർ ആ ഫെസിലിറ്റി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആസ് ഇറ്റ് ഇസ് പ്രൊവൈഡ് ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. സോ അലവൻസസ് ഡസ് നോട്ട് ഹാവ് ആൻ ആക്ച്വൽ നെക്സസ് വിത്ത് യുവർ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ, ബട്ട് പെർക്വിസിറ്റ്സ് ഡു ഹാവ്. അതൊന്നിലെ ബെനിഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മോണിറ്ററി ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് തരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പെർക്വിസിറ്റ്സിനെ പറ്റിയാണ്. അപ്പൊ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് ഒന്നിലെ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് തരിക? ആക്ച്വൽ നിങ്ങൾ ഇൻകർ ചെയ്യേണ്ട എക്സ്പെൻഡിച്ചർ ആയിരിക്കും നിങ്ങളുടെ എംപ്ലോയർ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ടി ഇൻകർ ചെയ്യുക. ഓർത്തിരിക്കുക. ഇനി എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഈ അലവൻസും പെർക്വിസിറ്റും തമ്മിൽ മാറിപ്പോകരുത്. അലവൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു ഫിക്സഡ് മന്ത്ലി സം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. നൗ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് 3 തരം പെർക്വിസിറ്റ്സ് ഉണ്ട് എന്നാണ് പൊതുവെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക. ടൈപ്സ് ഓഫ് പെർക്വിസിറ്റ്സ്. പെർക്വിസിറ്റ് indicates some extra benefit in addition to the salary, and there are 3 types of perquisites. 3 ടൈപ്പ് ഓഫ് എന്തുണ്ട്? പെർക്വിസിറ്റ്സ് ഉണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തൊക്കെയാ 3 ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ്സ്? വായിച്ചേ. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും ഒരുപോലെ ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ് ആണ് നമ്പർ 1. നമ്പർ 2, പെർക്വിസിറ്റ്സ് exempted from tax in the case of all employees. എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും ടാക്സബിൾ അല്ലാത്ത അല്ലെങ്കിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പെർക്വിസിറ്റ്സ് ആണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. ആൻഡ് നമ്പർ 3, പെർക്വിസിറ്റ്സ് ടാക്സബിൾ only in the hands of specified employees. അപ്പൊ 3 തരം പെർക്വിസിറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ 3 തരം പെർക്വിസിറ്റ്സ്? നമ്പർ 1 ഒന്നുകൂടെ വായിച്ചേ. ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ്. 2, exempted in the hands of all employees. 3, ടാക്സബിൾ only in the hands of സ്പെസിഫൈഡ് എംപ്ലോയീസ്. സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ മാത്രം ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പൊ സ്പെസിഫൈഡ് എംപ്ലോയി എന്നുള്ള വാക്ക് ഇപ്പൊ ആരും ഓർത്ത് കൺഫ്യൂഷൻ അടിക്കണ്ട. നമുക്കത് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ട് പഠിക്കാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഓൾറൈറ്റ്. അപ്പൊ 3 തരം പെർക്വിസിറ്റ്സ് ഉണ്ട്. ഓരോന്നിന്റെ ട്രീറ്റ്മെന്റും ഓരോ പെർക്വിസിറ്റ്സിനെയാണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. പലതരം പെർക്വിസിറ്റ്സിന് ഓരോന്നിനെ നമ്മൾ എടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ എല്ലാ പെർമിറ്റേഷൻ കോമ്പിനേഷനും നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഫസ്റ്റ് ഹെഡിങ്? ക്യാൻ യു റീഡ് ദ ഫസ്റ്റ് ഹെഡിങ്? ഫോളോവിങ് പെർക്വിസിറ്റ്സ് ആർ exempted in the hands of all employees. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ഏതാ? എല്ലാവരുടെയും കയ്യില് എക്സംഷൻ കിട്ടുന്ന എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും എക്സംഷൻ എടുക്കാവുന്ന ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ് ഏതാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോ നമ്മളിനി പഠിക്കാൻ പോകുന്ന പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയീസിന്റെയും കയ്യിൽ എക്സംഷൻ കിട്ടുന്ന
ടൈപ്പ് ഓഫ് പെർക്വസിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ, ഇതിൽ ഒട്ടുമിക്ക പെർക്വസിറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ എന്താ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്താ കാറ്റഗറി? എക്സംപ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും എക്സംപ്ഷൻ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പെർക്വസിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്പർ 1 എന്താ വായിച്ചേ? എനി amount of any contribution to an approved superannuation fund by the employer. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. നിങ്ങളൊരു അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയർ ചില ലിമിറ്റുകൾക്ക് മുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ, അത് ചില ലിമിറ്റുകൾ വരെയുള്ള എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും എന്തായിരിക്കും, എക്സംപ്റ്റഡ് ആയിരിക്കും. എന്താണ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്, എന്താണ് കോൺട്രിബ്യൂഷൻ, എത്രയാണ് ലിമിറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ എന്റെ ഒന്നുകൂടെ ഒന്ന് വായിച്ചത്, എമൗണ്ട് ഓഫ് എനി കോൺട്രിബ്യൂഷൻ ടു ആൻ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ബൈ ദ എംപ്ലോയർ. രണ്ടാമത് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, അത്രേ ഉള്ളൂ പഠിക്കാൻ. ടെലിഫോൺ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ടു ആൻ എംപ്ലോയി അറ്റ് ഹിസ് റെസിഡൻസ്. എന്താ അതിന്റെ അർത്ഥം? ഒരു എംപ്ലോയിയുടെ വീട്ടിൽ ടെലിഫോൺ പ്രൊവൈഡ് ചെയ്യണം, മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാൻഡ് ഫോണോ അല്ലെങ്കിൽ കോഡ്ലെസ് ഫോണോ വാട്ട് എവർ ദ ഫോൺ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ബില്ല് മുഴുവൻ അടയ്ക്കുന്ന ആരാ? എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് ഒരു പേഴ്സണൽ ബെനിഫിറ്റ് ചിലപ്പോൾ കിട്ടാം. കാരണം ചിലപ്പോൾ എംപ്ലോയി എൻ്റെ അകത്ത് പേഴ്സണൽ കോൾസും ചെയ്യുന്നുണ്ടാകാം, അല്ലേ? ബട്ട് നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വസിറ്റ്സ്. ഒരിക്കലും വീട്ടില് ഫോൺ വെക്കുന്നതിന് നിങ്ങൾ പെർക്ക് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഓഫീസിൽ ഫോൺ വെക്കുന്നത് പെർക്കായിട്ട് വാല്യൂ ചെയ്യണോ? ഓഫീസിൽ ഫോൺ പ്രൊവൈഡ് ചെയ്യുകയാണ്, അതിന്റെ ബിൽസ് എല്ലാം എംപ്ലോയർ ആണ് അടയ്ക്കുന്നതെങ്കിൽ അത് പെർക്കായിട്ട് വാല്യൂ ചെയ്യണോ? വേണ്ട. കാരണം എംപ്ലോയിക്ക് എന്ത് കിട്ടുന്നില്ല? പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലല്ലോ. ഓഫീസിൽ ഫോൺ വെക്കുന്നത് ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ, അല്ലേ? അപ്പൊ അവിടെ അവനൊരു പേഴ്സണൽ ബെനിഫിറ്റ് അല്ല അതിന്റെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓഫീസിൽ ഫോൺ വെച്ചാലും വീട്ടിൽ ഫോൺ വെച്ചാലും കുഴപ്പമില്ല, അതൊരിക്കലും എംപ്ലോയിയുടെ കയ്യിൽ പെർക്കായിട്ട് നിങ്ങൾ വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതിന്റെ ബില്ല് അടയ്ക്കുന്നത് ആരാണെങ്കിലും, എംപ്ലോയർ ആണെങ്കിലും അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. മൂന്നാമത്തെ പോയിന്റ് എന്താ? ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ engaged in the business of carrying of passengers or goods to his employees either free of charge or at concessional rate. എന്താ? ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ engaged in business of carrying of passengers or goods to his employees either free of charge or at concessional rate subject to conditions. ഇതിനും കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സാധനങ്ങൾക്ക് ഞാനൊരു ഹാഷ്ടാഗ് ഇടാം. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. അടുത്ത എന്താ? പ്രിവിലേജ് പാസസ് ആൻഡ് പ്രിവിലേജ് ടിക്കറ്റ് ഓർഡേഴ്സ് ഗ്രാന്റഡ് ബൈ ഇന്ത്യൻ റെയിൽവേ ടു ഇറ്റ്സ് എംപ്ലോയീസ്. ഇന്ത്യൻ റെയിൽവേ എംപ്ലോയീസിന് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചില കൺസെഷൻസ് കൊടുക്കും, റിസർവേഷൻസും കൺസെഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലേ? ഇപ്പൊ എംപ്ലോയിയുടെ വീട്ടുകാരും കൂടെ ഒരു ലോങ് ജേർണി പോവുകയാണെങ്കിൽ അയാൾ തന്നെ വർക്ക് ചെയ്യുന്ന ആ റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ കൊടുക്കുന്നതിനേക്കാളും വളരെ നോമിനൽ എമൗണ്ട് കൊടുത്താൽ പോരെ ആൾക്കാർ യാത്ര ചെയ്യാൻ. സോ ഡെഫിനറ്റ്ലി യെസ്, ഹി ഈസ് ഗെറ്റിംഗ് എ ബെനിഫിറ്റ് ബട്ട് നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വസിറ്റ്. ഇന്ത്യൻ റെയിൽവേ അവരുടെ എംപ്ലോയീസിന് ഈ ഫ്രീ ടിക്കറ്റ്സോ കൺസെഷൻ ടിക്കറ്റ്സോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതും നിങ്ങൾ എന്ത് ചെയ്യണ്ട? പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ട. നെക്സ്റ്റ് വൺ, അതിന് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ, അത് അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ എന്താ? പെർക്വസിറ്റ്സ് അലൗഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ ഗവൺമെന്റ് to a citizen of India for rendering services outside India. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ സിറ്റിസൺ ഹു ആർ പ്രൊവൈഡിംഗ് സർവീസസ് അബ്രോഡ് അവർക്ക് എന്ത് കൊടുത്താൽ, അലവൻസസോ പെർക്വസിറ്റ്സോ കൊടുത്താൽ, അലവൻസസും പെർക്വസിറ്റ്സും രണ്ടും ആ എംപ്ലോയീസിന്റെ കയ്യിൽ എക്സംപ്റ്റഡ് ആണെന്ന് പഠിച്ചല്ലേ, അല്ലേ? സെയിം പോയിന്റ്. അതിന്റെ പെർക്വസിറ്റ് എലമെന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനും ഇനി ഡീറ്റെയിൽ ആയിട്ട് പോയിന്റുകൾ ഒന്നും തന്നെ ഇല്ല. So the point is very simple. Perquisites allowed outside India by government to citizen of India for rendering services outside India shall be fully exempted. Next one, employers contribution to staff group insurance scheme. എന്താ? ഈ എംപ്ലോയറെ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്താ ഗ്രൂപ്പ് ഇൻഷുറൻസ്? എല്ലാ എംപ്ലോയീസിനും കൂടെ വേണ്ടി ഒറ്റയടിക്ക് ഒരു ലംസം പ്രീമിയം അടച്ച് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലേ എല്ലാ എംപ്ലോയീസിനും ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലേ? ഇല്ലേ? അവർക്ക് വല്ല ആക്സിഡൻസോ ഹെൽത്ത് ഇഷ്യൂസോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ എന്ത് കിട്ടും? ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവർക്കൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടുന്നില്ലേ? സോ ബേസിക്കലി ആ പ്രീമിയം അടയ്ക്കുന്നത് ഒരു പെർക്കായിട്ട് നിങ്ങൾ വാല്യൂ ചെയ്യണ്ട. ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രീമിയം അടയ്ക്കുന്ന ഒരിക്കലും നിങ്ങൾ ഒരു പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ശരിക്കും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അത് പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട എക്സംപ്റ്റഡ് ക്രൈറ്റീരിയയാണ്, കാറ്റഗറിയാണ്. അതിനും ഫർദർ ഡിസ്കഷന്റെ ഒന്നും ആവശ്യം ഇല്ല. ഏഴാമത്തെ പോയിന്റ് എന്താ? Payment of annual premium by the employer on personal accident policy
ഇഫക്റ്റഡ് ബൈ ഹിം ഓൺ ലൈഫ് ഓഫ് എംപ്ലോയി. ഈ കൂടുതൽ ട്രാവലിംഗ് ഒക്കെ ഉള്ള എംപ്ലോയി, ഇപ്പോൾ ട്രാൻസ്പോർട്ട് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് പേഴ്സണൽ ആക്സിഡന്റ് പോളിസി എടുത്തിട്ടുണ്ടാവും എംപ്ലോയർ. എന്താ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി? ഇപ്പൊ എയർലൈൻ കമ്പനിയിലെ പൈലറ്റ്സിനും ഈ ഫ്ലൈറ്റ് സ്റ്റുവർഡ്സിനും എയർ ഹോസ്റ്റസ്മാർക്കും ഒക്കെ എന്തെടുത്തിട്ടുണ്ടാവും? ആക്സിഡന്റ് പോളിസീസ് എടുത്തിട്ടുണ്ടാവും. എയർ ഇൻഷുറൻസ് എന്നൊക്കെ നമ്മൾ പറയും. അതെന്തിനു വേണ്ടിയിട്ടാ? ഇൻ കേസ് ഫ്ലൈറ്റ് ഒരു അപകടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി എംപ്ലോയർ എന്തടച്ചിട്ടുണ്ടാവും? പ്രീമിയം അടയ്ക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ദേ വിൽ ബി ഗെറ്റിംഗ് എ ഹ്യൂജ് സം. അത് അവർക്കൊരു പേഴ്സണൽ ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും ആ പ്രീമിയം അടയ്ക്കുന്ന പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യണ്ട. അതിന് ഫർദർ ഡിസ്കഷന്റെ ആവശ്യം ഇല്ല. എട്ടാമത്തെ പോയിന്റ് എന്താ? റിഫ്രഷ്മെന്റ് പ്രൊവൈഡഡ് ടു ഓൾ എംപ്ലോയീസ് ഡ്യൂറിംഗ് വർക്കിംഗ് അവേഴ്സ് ഇൻ ഓഫീസ് പ്രൊമൈസസ്. അതെന്താ? അത് ഈ ജോലിയുടെ ഇടയ്ക്ക് ചായ, ജ്യൂസ്, സ്നാക്സ് ഒക്കെ എംപ്ലോയർ കൊടുക്കുകയാണ്. അത് എംപ്ലോയിക്കുള്ള ഒരു പേഴ്സണൽ ബെനിഫിറ്റ് ആണോ? ഓഫ് കോഴ്സ് ആണ്. എംപ്ലോയിയുടെ വിശപ്പല്ലേ മാറുന്നത്, അല്ലാതെ എംപ്ലോയറുടെ വിശപ്പാണോ മാറുന്നത്? അല്ലല്ലോ. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ പേഴ്സണൽ ബെനിഫിറ്റ്, ബട്ട് നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വിസിറ്റ്. ലൈറ്റ് റിഫ്രഷ്മെന്റ് കേട്ടോ. എന്താ ലൈറ്റ് റിഫ്രഷ്മെന്റ്? ആ ചായ കടികൾ, ബിരിയാണി, ചിക്കൻ ഫ്രൈ, ചപ്പാത്തി ഒക്കെ കൊടുത്താൽ അത് മാറും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. സോ ലൈറ്റ് റിഫ്രഷ്മെന്റ്, ഇതിന് ഫർദർ ഡിസ്കഷൻ ഉണ്ട്. ദെൻ അടുത്തെന്താ? സബ്സിഡൈസ്ഡ് ലഞ്ച് ഓർ ഡിന്നർ പ്രൊവൈഡഡ് ടു ആൻ എംപ്ലോയി പ്രൊവൈഡഡ് ദ വാല്യൂ ഓഫ് സച്ച് മീൽ ഇസ് അപ് ടു 50. അതായത് നിങ്ങൾ ഓഫീസ് അവേഴ്സിൽ ലൈറ്റുള്ള റിഫ്രഷ്മെന്റ് അല്ല, നിങ്ങൾ പ്രോപ്പർ മീൽ കൊടുക്കുകയാണ്. 50 രൂപ വരെയുള്ള മീലാണ് കൊടുക്കുന്നതെങ്കിൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ. നമ്മൾ ഈ സ്വന്തം ക്യാൻറ്റീൻ ഒക്കെ ഉള്ള എംപ്ലോയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കുകയാണ്? ഫുഡ് കൊടുക്കുകയാണ്. ഏതാണ്ട് കൊടുക്കുന്ന ഫുഡിന്റെ വാല്യൂ ഒരു 50 രൂപ അതിലെ താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വിസിറ്റ്. ആർ യു ഓൾ വിത്ത് മീ? ഇതിനും നമുക്ക് ഫർദർ ഡിസ്കഷൻ ഉണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സബ്സിഡൈസ് ലഞ്ച് കൊടുക്കുന്നതിനെ പറ്റിയാണ്. നമുക്ക് ഫർദർ അതിന് ഡിസ്കഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, നോൺ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അത് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ ഹാഷ്ടാഗ് ഇട്ടിരിക്കുന്ന ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അടുത്തെന്താ? റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് ക്ലബ് ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ടു എംപ്ലോയീസ് ഇൻ ജനറൽ, നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ഫ്യൂ സെലക്ടഡ് എംപ്ലോയീസ്. ഇപ്പൊ നമ്മൾ പറയല്ലേ റിക്രിയേഷണൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ക്യാരം ബോർഡോ നമ്മളെ ബേസിക് ആയിട്ടുള്ള ജിം എക്യുപ്മെന്റ്സോ ഒക്കെ കോമൺ ആയിട്ട് എംപ്ലോയറിന്റെ പ്രിമൈസസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു എംപ്ലോയിക്കും അത് വന്നിട്ട് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ചില കമ്പനികളിൽ കാണുമ്പോൾ റിക്രിയേഷണൽ ഫെസിലിറ്റി, സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ക്യാരം ബോർഡോ ചെസ് ബോർഡോ ബേസിക് ആയിട്ടുള്ള ജിം ഫെസിലിറ്റി, ഡംബൽസോ പുള്ളപ്പ് ബാസോ ഒക്കെ ബേസിക്കലി അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു ജിമ്മിൽ പോയാൽ മന്ത്ലി ഫീസ് കൊടുക്കണം. ഇതാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡംബൽസും കാര്യങ്ങളൊക്കെ തൂക്കിയും പറക്കിയും അവിടെ എന്ത് കളയാം? സമയം കളയാം. ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇൻ എസെൻസ് ഉണ്ടെന്ന് പറയാം, ബട്ട് നോ പ്രോബ്ലം, നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വിസിറ്റ്. നമുക്ക് ഫർദർ ഡിസ്കഷൻ ഉള്ള പോയിന്റ് ആണ് അത്. ദെൻ അടുത്തെന്താ? 11 amount spent by employer on training of employees or amount paid for refresher management course including expenses on boarding and lodging. അതായത് എംപ്ലോയീസിനെ ട്രെയിനിങ്ങിന് വിടുകയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞ ടെക്കീസ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സാപ്പ് പഠിപ്പിക്കാനായിട്ട് വിടുകയാണ്, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും AI ബേസ്ഡ് സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കാനായിട്ട് ട്രെയിനിങ്ങിന് വിടുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്ന ആർക്കായിരിക്കും? എംപ്ലോയർക്ക് തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ട്രെയിനിങ്ങിന് കിട്ടുന്നുണ്ടെങ്കിൽ എംപ്ലോയിക്കും ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഹീസ് ഗെറ്റിംഗ് നോളജ് അല്ലേ? ഹിസ് സ്കിൽ ഇസ് ഗെറ്റിംഗ് എൻഹാൻസ്ഡ് വിത്തൗട്ട് എനി പേയ്മെന്റ്, ബട്ട് നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വിസിറ്റ്സ്. ഇതുപോലെ റിഫ്രഷർ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കോ മാനേജ്മെന്റ് കോഴ്സുകൾക്കോ ഒക്കെ എംപ്ലോയർ സ്പോൺസർ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയർ ആയിരിക്കും ചിലപ്പോൾ അവന്റെ ഫുഡും സ്റ്റേയും അതിന്റെ ഫീസും എല്ലാം എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. നത്തിങ് ഷാൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയീസ്. അത് നിങ്ങൾ ഒരിക്കലും പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട. ദെൻ 12ാമത്തെ പോയിന്റ് എന്താ? ലീവ് ട്രാവൽ കൺസെഷൻ സബ്ജക്ട് ടു കണ്ടീഷൻസ് അണ്ടർ ചാർട്ട് 2. നമുക്ക് ഫർദർ ഡിസ്കഷൻ ഉണ്ട്. ലീവ് ട്രാവൽ കൺസെഷൻ എന്താണെന്നും അതിന്റെ ചാർട്ട് എന്താണെന്നും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം ലീവ് ട്രാവൽ കൺസെഷൻ. ദെൻ 13ാമത്തെ പോയിന്റ് എന്താ? മെഡിക്കൽ ഫെസിലിറ്റീസ് സബ്ജക്ട് ടു കണ്ടീഷൻസ് ഗിവൺ ഇൻ ചാർട്ട് 3. മെഡിക്കൽ ഫെസിലിറ്റീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ദെൻ നെക്സ്റ്റ് വൺ, rent free official residence provided to a judge of high court or supreme court. ഈ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഫ്രീ വീട് പ്രൊവൈഡ് ചെയ്യും. ഒഫീഷ്യൽ റെസിഡൻസ് എന്ന് പറയും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് വാടക കൊടുക്കാതെയല്ലേ വീട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ വളരെ ഒരു നോമിനൽ വാടക കൊടുത്തിട്ടായിരിക്കും അവർ നിൽക്കുക. അവർക്കൊരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. They don't have to pay any rent. They have been provided with the accommodation without paying any rent.
ബേസിക്കലി ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഒരിക്കലും അവരുടെ കയ്യിൽ പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട, വാല്യൂ ചെയ്യേണ്ട. ഫർദർ ഡിസ്കഷൻ ഉണ്ട് അതിന്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് വൺ, rent free furnished residence including maintenance provided to an office of parliament, union minister, leader of opposition in parliament. നമ്മുടെ MP, മിനിസ്റ്റേഴ്സ്, MLA മാർക്കൊക്കെ എന്ത് കൊടുക്കും? ഔദ്യോഗിക വസതികൾ കിട്ടും. MP-ക്കും മിനിസ്റ്റേഴ്സിനും ഒക്കെ ഒപ്പോസിഷൻ ലീഡർക്കും ഒക്കെ ഔദ്യോഗിക വസതികൾ. ഇപ്പൊ മന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാലേ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആർക്കൊക്കെയാ? പ്രൊവൈഡഡ് ടു ഓഫീസ് ഓഫ് പാർലമെന്റ് ഓർ യൂണിയൻ മിനിസ്റ്റർ ഓർ ഒപ്പോസിഷൻ ലീഡർ ഇൻ ദ പാർലമെന്റ്. ഇവർക്ക് കൊടുത്തിട്ടുള്ള റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഒന്നും അവരുടെ കയ്യിൽ പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട, വാല്യൂ ചെയ്യേണ്ട. അതിന് ഫർദർ ഡിസ്കഷൻ ഇല്ലാട്ടോ, അത്ര ഉള്ള പോയിന്റ്. ദെൻ 16ാമത്തെ പോയിന്റ് എന്താ? കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ദ ഹൈക്കോർട്ട് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ആക്ട് 1954 ഓർ സുപ്രീം കോർട്ട് ജഡ്ജസ്. നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോഴേ, എസ്പെഷ്യലി നിങ്ങൾ എറണാകുളത്തോടൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോർട്ട് ജഡ്ജ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുള്ള, ചുമന്ന ബോർഡ് വെച്ചിട്ടുള്ള വണ്ടികൾ കാണാം അല്ലേ? അത് അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കൺവെയൻസ് ആണ്. എന്താ കൺവെയൻസ്? വണ്ടി, യാത്ര ചെയ്യാനുള്ള വണ്ടി. അപ്പോൾ ആ വണ്ടി അവർക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നതെങ്കിലും അതൊരു പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവര് വേറൊരു ടാക്സി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ യൂസ് ദാറ്റ് പെർട്ടിക്കുലർ കാർ ഫോർ ദെയർ ഒഫീഷ്യൽ ആൻഡ് അതർ തിങ്സ്. സോ അതും നിങ്ങൾ ഒരിക്കലും പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട, വാല്യൂ ചെയ്യേണ്ട. നമ്മൾ കാറിന്റെ പെർക്വിസിറ്റ് വാല്യുവേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്നാലും ഓർത്ത് വെക്കുക. അപ്പൊ ഏതാണ്ട് 16ഓളം ഐറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ എത്ര ഐറ്റംസിന് ഫർദർ ഡിസ്കഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിൽ ഏതാണ്ട് പകുതിയോളം ഐറ്റത്തിന് നമ്മൾ ഫർദർ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും പറയുന്നത്? ഉണ്ടോ? അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്ന ഏത് കാറ്റഗറി ഓഫ് പെർക്വിസിറ്റ്സ് ഫ്രണ്ട്സ്? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത് പെർക്വിസിറ്റ്സ് വിച്ച് ആർ exempted in the hands of all employees subject to certain conditions and other things. അപ്പൊ നമുക്ക് നോക്കാം, ഇതിൽ ഓരോരോ ഐറ്റത്തിനെ നമുക്ക് ഡീൽ ചെയ്യാം. ആ ഫസ്റ്റ് ഫർദർ ഡിസ്കഷൻ ഉണ്ടെന്ന് പറഞ്ഞ ഐറ്റം ഇല്ലേ, അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ആ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. എന്താ അത്? ട്രീറ്റ്മെന്റ് ഓഫ് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ചാർട്ട് നമ്പർ 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. Employer contribution is exempted from tax in the hands of employee up to 7,50,000 per employee per annum. അപ്പോൾ നമുക്ക് നോക്കാം, employer contribution is exempted from tax in the hands of employee up to 7,50,000 per employee per annum. Employees contribution qualifies for deduction under ATC and interest on accumulated balance is exempted subject to limits and conditions. അതായത് ഒന്ന് ശ്രദ്ധിച്ചേ, എന്ത് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്? ജസ്റ്റ് ലൈക്ക് എനി അതർ റിട്ടയർമെന്റ് ഫണ്ട്. നമ്മൾ ഇന്നലെ പല ടൈപ്പ് ഓഫ് റിട്ടയർമെന്റ് ഫണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാ? പ്രൊവിഡന്റ് ഫണ്ട് പറഞ്ഞു, ദെൻ എന്താണ് പെൻഷൻ പറഞ്ഞു, ദെൻ ഗ്രാറ്റുവിറ്റി പറഞ്ഞു. ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും റിട്ടയർമെന്റ് ഫണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? സൂപ്പർ ആനുവേഷൻ ഫണ്ട്സ് എന്ന് വിളിക്കാം. Are you with me? It's also another retirement benefit given by the employer to the employee. അപ്പോ ശ്രദ്ധിച്ചേ, പ്രൊവിഡന്റ് ഫണ്ട് പോലെ തന്നെ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കും എംപ്ലോയറിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൊവിഡന്റ് ഫണ്ട് പോലെ തന്നെ towards superannuation fund there will be employer contribution as well as employee contribution. അപ്പോ ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എംപ്ലോയർ ഈ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക്, SAF എന്ന് വിളിക്കാം, സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയി. അല്ലേ? എംപ്ലോയിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ ഇയാളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നേ? അല്ലേ പിള്ളേരെ? ആണെങ്കിലും നിങ്ങളത് ഒരിക്കലും എംപ്ലോയിയുടെ കയ്യിൽ ഒരു പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യണ്ട. പക്ഷെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും എത്ര രൂപ കടന്നു പോകാൻ പാടില്ല? 7.5 ലക്ഷം രൂപ കടന്നു പോകാൻ പാടില്ല. കടന്നു പോയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ 7.5 കടന്നു പോയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് പഠിക്കും. അപ്പൊ തൽക്കാലത്തേക്ക് ഓർക്കുക, ഒരു വർഷം ഒരു എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടി എംപ്ലോയർ 7.5 ലക്ഷം രൂപ വരെയുള്ള സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷന് എംപ്ലോയിയുടെ കയ്യിൽ ഒരിക്കലും നിങ്ങളത് പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യണ്ട. ഇനി എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യല്ലേ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക്? പ്രൊവിഡന്റ് ഫണ്ട് പോലെ തന്നെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. എംപ്ലോയർ ആസ് വെൽ ആസ് എംപ്ലോയി വിൽ കോൺട്രിബ്യൂട്ട് ടു സൂപ്പർ ആനുവേഷൻ ഫണ്ട്.
ഈ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ATCയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി ഇതിന് മുകളിൽ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റിന് ചില എക്സംഷൻസ് ഒക്കെ കിട്ടും, ബട്ട് സബ്ജക്ട് ടു സർട്ടൻ ലിമിറ്റ്സ് ആൻഡ് കണ്ടീഷൻസ്. കുറച്ച് ലിമിറ്റ്സും കണ്ടീഷൻസും അത് നമുക്ക് പഠിക്കാൻ ഉണ്ട്. അതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൊനസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നൗ ഇവിടെ ഒരു നോട്ട് കിടപ്പുണ്ട്. ആ നോട്ട് ഒന്ന് നമുക്ക് വായിക്കാം. എൻ്റെ ഒപ്പം ഒന്ന് വായിച്ചു. എന്താ നോട്ട്? എനി പേയ്മെന്റ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഫ്രം ആൻ approved superannuation fund shall be exempted under section 10(13) provided such payment is due. നമ്മളെ കഴിഞ്ഞ ദിവസം പഠിച്ചു ഓർക്കുന്നുണ്ടോ? പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, എന്നിട്ട് അറ്റ് ദ ടൈം ഓഫ് വിഡ്രോവലും ചില ബെനിഫിറ്റുകൾ കിട്ടുന്നു പഠിച്ചു ഓർക്കുന്നുണ്ടോ? ലൈക്ക്വൈസ് വെൻ യു കോൺട്രിബ്യൂട്ട് സംതിങ് ടു സൂപ്പർ ആനുവേഷൻ ഫണ്ട്, നിങ്ങൾ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 7.5 വരെയാണെങ്കിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ATCയിൽ എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റിനും എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ ചില എന്തുണ്ട്? സീലിംഗ് ലിമിറ്റുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ഇനി അടുത്ത് എന്താ പറയുന്നത്? വെൻ യു വിഡ്രോ ദ മണി, റിട്ടയർമെന്റിന്റെ സമയത്തോ അല്ലെങ്കിലോ നിങ്ങൾ ആ എമൗണ്ട് വിഡ്രോ ചെയ്യില്ലേ? വെൻ യു വിഡ്രോ ദ മണി, ആ താഴെ പറയുന്ന സർക്കംസ്റ്റാൻസസിലെല്ലാം അത് ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ഏതൊക്കെ സർക്കംസ്റ്റാൻസസ്? നമ്പർ 1, ഓൺ ഡെത്ത് ഓഫ് ബെനിഫിഷ്യറി. എന്താ ഡെത്ത് ഓഫ് ബെനിഫിഷ്യറി? എംപ്ലോയി മരിച്ചു, എംപ്ലോയിയുടെ മരണം കാരണമാണ് നിങ്ങൾ ആ എമൗണ്ട് എന്ത് ചെയ്യുന്നത്? വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ. ഒന്നും നിങ്ങൾ ആരും ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓർ ഹിസ് റിട്ടയർമെന്റ് ഓർ ആഫ്റ്റർ എ സ്പെസിഫൈഡ് ഏജ് ഓർ ഹിസ് ബിക്കമിങ് ഇൻകപ്പാസിറ്റേറ്റഡ് പ്രയർ ടു സച്ച് റിട്ടയർമെന്റ്. നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? 10(13) എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ റിട്ടയർമെന്റ് ഏജിന് മുന്നെയാണ് റിട്ടയർ ചെയ്യുന്നത്, പക്ഷേ ഇൻകപ്പാസിറ്റേഷൻ കൊണ്ടാണ് അങ്ങനെ റിട്ടയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്താ ഇൻകപ്പാസിറ്റേഷൻ? അംഗവൈകല്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മെന്റൽ സ്റ്റെബിലിറ്റിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അൾഷിമേഴ്സ് പോലുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടായി എന്ന് വിചാരിക്കുക. യു ആർ നോട്ട് സ്റ്റേബിൾ ടു കണ്ടിന്യൂ യുവർ ജോബ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ റിട്ടയർ ചെയ്തതെങ്കിൽ അവിടെയും വിഡ്രോ ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അടുത്ത എന്താ? ബൈ വേ ഓഫ് റീഫണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഓൺ ഡെത്ത് ഓഫ് ബെനിഫിഷ്യറി. എന്താ റീഫണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ? നിങ്ങൾ അടച്ചു തുടങ്ങിയുള്ളത് മെച്യൂർ ആയിട്ടില്ല, അടച്ചു തുടങ്ങിയുള്ളൂ, നിങ്ങൾ തുടക്കകാലത്ത് തന്നെ എന്തായി പോയി? ഡെത്തായി പോയി. അപ്പോൾ യു ആർ ഗെറ്റിംഗ് എ റീഫണ്ട്. അതിനും നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല, എക്സംപ്റ്റഡ് ആണ്. ഓർ ബൈ വേ ഓഫ് ട്രാൻസ്ഫർ ടു ആൻ അക്കൗണ്ട് ഓഫ് ദി എംപ്ലോയി അണ്ടർ പെൻഷൻ സ്കീം വിച്ച് ഇസ് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. നിങ്ങൾ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലെ ബാലൻസ് നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ATCCD നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ഫറും അതിനും നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പൈസയായിട്ട് വിഡ്രോ ചെയ്യുന്നതിന് പകരം സൂപ്പർ ആനുവേഷൻ ഫണ്ടിലെ എമൗണ്ട് നിങ്ങൾ പെൻഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് ടാക്സബിൾ. അപ്പൊ എത്ര സർക്കംസ്റ്റാൻസ് ഉണ്ട് എക്സംഷന്? 4 എന്റെ ഒപ്പം വായിച്ച ഏതൊക്കെയാണ്? നമ്പർ 1, ഡെത്ത് ഓഫ് ബെനിഫിഷ്യറി, എംപ്ലോയി മരിച്ചത് കൊണ്ടാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നോ പ്രോബ്ലം. 2, റിട്ടയർമെന്റ് അറ്റ് ഓർ ആഫ്റ്റർ എ സ്പെസിഫൈഡ് ഏജ്. നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജിൽ നിങ്ങൾ റിട്ടയർ ചെയ്തിട്ടാണ് കറക്റ്റ് ആയിട്ടാണ് ഫണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിലും നത്തിങ് ഷാൽ ബി ടാക്സബിൾ. ഓർ ഹിസ് ബിക്കമിങ് ഇൻകപ്പാസിറ്റേറ്റഡ് പ്രയർ ടു സച്ച് റിട്ടയർമെന്റ് ഡേറ്റ്. റിട്ടയർമെന്റ് ഡേറ്റിന് മുന്നേ നിങ്ങൾ പേപ്പർ ഇട്ടു ഡ്യൂ ടു യുവർ ഇൻകപ്പാസിറ്റേഷൻ ആൻഡ് യു വിഡ്രോൺ എമൗണ്ട് ഫ്രം SIF, നോ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് 1, റീഫണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഡ്യൂ ടു ഡെത്ത്. നിങ്ങൾ അടച്ചു തുടങ്ങിയുള്ളൂ, മെച്യൂർ ആയിട്ടില്ല, നിങ്ങൾ അടച്ചത് മുഴുവൻ നിങ്ങൾ റീഫണ്ട് എടുക്കുകയാണ്. കാരണം നിങ്ങളുടെ മരണമാണ്, നിങ്ങളുടെ ലീഗൽ ഹയർ ആയിരിക്കും റീഫണ്ട് എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനും ലീഗൽ ഹയർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഫൈനലി നിങ്ങൾ നേരത്തെ പേപ്പർ ഇട്ടു, റിട്ടയർമെന്റ് ഏജിന് മുന്നേ തന്നെ പേപ്പർ ഇട്ടു, ബട്ട് യു ഹാവൻ വിഡ്രോൺ ദ മണി, യു ട്രാൻസ്ഫർ ദ എൻറ്റയർ മണി ടു പെൻഷൻ അക്കൗണ്ട്. ദാറ്റ് ഇസ് ഓൾസോ നോട്ട് സബ്ജക്ട് ടു എനി ടാക്സസ്. അപ്പൊ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണത്താലാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആ വിഡ്രോവൽ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. അപ്പൊ അതാണ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല കൊനസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എക്സീഡിങ് സർട്ടൻ ലിമിറ്റ്സ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് 7.5 ലക്ഷം രൂപ വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. 7.5-ൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്താലേ കുഴപ്പമുള്ളൂ എന്ന് ഇപ്പൊ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതിന്റെ ഫർദർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാൻ ഉണ്ട്. നമുക്കിത് എന്താണെന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എക്സീഡിങ് സർട്ടൻ ലിമിറ്റ്സ് വിച്ച് ഇസ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2. നോക്കാം എന്താണ് 17 സബ്സെക്ഷൻ 2 എന്ന്. എൻ്റെ ഒപ്പം എല്ലാവരും ഇത് വായിക്കണം. കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ എംപ്ലോയർ എക്സീഡിങ് 7,50,000 ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയി ഷാൽ ബി ടാക്സബിൾ പെർക്വിസിറ്റ് ഇഫ് ഇറ്റ് ഇസ് ടുവേർഡ്സ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, നാഷണൽ പെൻഷൻ സ്കീം ഓർ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു എംപ്ലോയർ
ഒരു വർഷം RPF-ലേക്കോ പെൻഷൻ സ്കീമിലേക്കോ അല്ലെങ്കിൽ SAF-ലേക്കോ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കോ മൂന്നും കൂടെ ചേർത്ത് ഒരു വർഷം 7.5 ലക്ഷം രൂപയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ എക്സസ് എംപ്ലോയിയുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ പെർക്വിസിറ്റായി മാറും. Are you with me? ഒരു എക്സാമ്പിൾ തരാം. അതായത് ശ്രദ്ധിക്കേ, 3 ഫണ്ടുകൾ അവന്മാർ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയായിരുന്നു 3 ഫണ്ട്? 1 സൂപ്പർ ആനുവേഷൻ ഫണ്ട്, 2 റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, 3 നാഷണൽ പെൻഷൻ സ്കീം. അപ്പോൾ ഒരു എംപ്ലോയർ ഉണ്ട്, ഇയാൾ ഒരു വർഷം സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് ഒരു 3 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടി. ഇതൊക്കെ ഒരു വർഷമാണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഒരു 4 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ഒരു 2 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു വർഷത്തെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയായി? ഒരു വർഷത്തെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര രൂപയാണ് എന്നാണ് എൻ്റെ ചോദ്യം. 3 ഫണ്ടുകളിലേക്കും കൂടെ കൂട്ടി ഒരു വർഷത്തെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാ ഫ്രണ്ട്സ്? കൂട്ടി പറഞ്ഞ എത്ര വരും? 9 ലക്ഷം രൂപ വരും അല്ലേ? നമുക്ക് റൗണ്ട് ഫിഗർ പിടിക്കാം. ഇതൊരു 3 ആണെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ എത്ര വരും? 10 ലക്ഷം രൂപ വരും അല്ലേ? ആക്ട് പറയുന്നത് എന്താ? ഇത് ആരുടെ ബെനിഫിറ്റിന് വേണ്ടി? ഇത് ഒരു എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ട് പറയുന്നു ഈ 3ഉം കൂടെ കൂട്ടിയുള്ള എമൗണ്ട് എത്രയിൽ കൂടുതലാണെങ്കിൽ 7.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ എക്സസ് പിടിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? പെർക്വിസിറ്റ് ആയിട്ട് എംപ്ലോയിയുടെ കയ്യിൽ ആ വർഷം തന്നെ ഞങ്ങൾ പിടിച്ച് ടാക്സ് ചെയ്യും. അതായത് ഇപ്പൊ ഈ എക്സാമ്പിൾ പ്രകാരം ഈ വർഷം 2.5 ലക്ഷം രൂപ എന്തായി മാറും? ടാക്സബിൾ പെർക്വിസിറ്റായി മാറും. പെർക്വിസിറ്റായി മാറും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. Are you with me? അപ്പൊ നിങ്ങൾ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തോ, പക്ഷെ ഒരുപാട് എമൗണ്ട് ചാടി കയറി ബ്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. 3ഉം കൂടെ കൂട്ടി ഒരു വർഷം 7.5 ലക്ഷം രൂപ എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. Are you with me? 7.5 എക്സീഡ് ചെയ്ത് പോയാൽ എന്തായി മാറും? ആ എക്സസ് ഒരു ടാക്സബിൾ പെർക്കായി മാറും ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ഈ പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അല്ലേ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്താ കൊനഷ്ടെന്ന്. വരുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് എക്സസ് എംപ്ലോയിയുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിളായി മാറും. കഴിഞ്ഞിട്ടില്ല, അവരൊരു നോട്ടൂടെ അതിന്റെ അടിയിൽ പറയുന്നുണ്ട്. എന്താ നോട്ട്? ആനുവൽ അക്രീഷൻ, അതായത് ഇൻട്രസ്റ്റ് ടു ദ ബാലൻസ് അറ്റ് ദ ക്രെഡിറ്റ് ഓഫ് RPF, NPS or superannuation fund which relates to the employer's contribution included in the total income on account of same having exceeded 7,50,000 also shall be taxable perquisite. അതായത് അവർ പറഞ്ഞേക്കാണ് ഇപ്പോ ഈ വർഷം നിങ്ങൾ 10 അല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്തേ അല്ലേ? 7.5യുടെ മുകളിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രയാ? 2.5 lakhs. ആ 2.5 lakhsന് മുകളിലുള്ള ഇൻട്രസ്റ്റും ഞങ്ങൾ എന്താക്കി മാറ്റും? ടാക്സബിൾ പെർക്വിസിറ്റ് ആക്കി മാറ്റും. ഇൻട്രസ്റ്റും എന്തായി മാറും? ടാക്സബിൾ പെർക്വിസിറ്റായി മാറും. അതായത് ഈ 7.5യുടെ മുകളിലുള്ള ഇൻട്രസ്റ്റിന് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. പക്ഷെ 7.5യുടെ മുകളിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ഓരോ വർഷവും എത്രയാണോ ആ എക്സസ് കോൺട്രിബ്യൂഷന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ അത് ആ കോൺട്രിബ്യൂട്ട് ചെയ്ത വർഷം തന്നെ നിങ്ങളുടെ കയ്യിൽ എന്താക്കി മാറ്റും? ഞങ്ങൾ ടാക്സബിൾ പെർക്വിസിറ്റ് ആക്കി മാറ്റുമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. Are you with me? ഈ ഫണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടിയല്ലോ എല്ലാ വർഷവും ഇല്ലേ? ഇൻട്രസ്റ്റ് അക്രൂഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നില്ല, പക്ഷെ ഇൻട്രസ്റ്റ് എന്താവുന്നുണ്ട്? അക്രൂഡ് ആവുന്നുണ്ട്. ഓരോ വർഷവും നിങ്ങൾ 10 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 7.5യുടെ മുകളിലുള്ള കോൺട്രിബ്യൂഷൻ 2.5 അല്ലേ? ആ 2.5യുടെ മുകളില് ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാ വർഷവും ഇൻട്രസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ പെർക്വിസിറ്റ് ആക്കി മാറ്റും. അതായത് ചുരുക്കം പറഞ്ഞ് വാട്ട് ഇസ് ദ ഐഡിയൽ കോൺട്രിബ്യൂഷൻ? 3ഉം കൂടെ കൂട്ടി 7.5 എന്ത് ചെയ്യാൻ പാടുള്ളൂ? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ 7.5 കോൺട്രിബ്യൂട്ട് ചെയ്താൽ nothing shall be taxable in the hands of employee as perquisites and interest on the entire 7.5 also not taxable in the hands of employees. അല്ലേ? അപ്പൊ ഇത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണ് ഈ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട്? ഇതൊരു അക്യൂമുലേറ്റഡ് ഫണ്ട് അല്ലേ? എന്ത് അക്യൂമുലേറ്റഡ് ഫണ്ട്? ഇയർ 1ൽ നമ്മൾ 10 കോൺട്രിബ്യൂട്ട് ചെയ്തു. ആ 2.5 കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇയർ 1ൽ എംപ്ലോയിയുടെ കയ്യിൽ എന്തായി മാറി? ടാക്സബിൾ പെർക്കായി മാറി. തന്നെയല്ല ഇയർ 1ൽ ആ 2.5യുടെ മുകളിലുള്ള ഇൻട്രസ്റ്റും എന്തായി മാറി? ടാക്സബിൾ പെർക്കായി മാറി. ഇയർ 2ലും 10 കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇയർ 2ൽ 10 കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഇയർ 1ൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു മൊത്തം 10 ഇയർ 2ന്റെ ഓപ്പണിംഗ് ബാലൻസിലും കാണുകയല്ലേ? ഇല്ലേ? ഇയർ 2ലും നിങ്ങൾ 10 കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഇയർ 1ൽ കോൺട്രിബ്യൂട്ട് ചെയ്ത 7.5യുടെ മുകളിലോട്ടുള്ള അല്ലെങ്കിൽ ഇയർ 1ൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത മൊത്തം 10 ആ ബാലൻസിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഇയർ 2ൽ കാണില്ലേ? ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇയർ 2ൽ ഉള്ള എക്സസ് കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റും
ഇയർ 1 നിങ്ങൾ ചെയ്ത എക്സസ് കോൺട്രിബ്യൂഷന് മുകളിലുള്ള ഇൻട്രസ്റ്റ് മുഴുവൻ ഇയർ 2 എന്തായി മാറും? വീണ്ടും ടാക്സബിൾ ആയി മാറും. കാരണം അതിന്റെ ഒക്കെ മുകളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ്. ഒരു ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇത് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ കോംപ്ലിക്കേഷൻ അവസാനിപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഈ എക്സസ് കോൺട്രിബ്യൂഷനും അതിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഓരോരോ വർഷം എന്ത് ചെയ്യാം? കമ്പ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താണ് ഈ പരിപാടി എന്നുള്ളതെന്ന് നോക്കാം. ശ്രദ്ധിച്ച എല്ലാവരും. കമ്പ്യൂട്ടേഷൻ ഓഫ് സച്ച് ആനുവൽ അക്രീഷൻ ഫോർ എ പ്രീവിയസ് ഇയർ. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒന്നിലെ ഇക്വേഷൻ നിങ്ങൾ മഗപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ലോജിക്കൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ലോജിക്കും ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. വലിയ എക്സാമ്പിൾ ആയിരിക്കും തരാൻ പോകുന്നത്. നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണം. എക്സാമ്പിൾ മൾട്ടിപ്പിൾ ടൈം റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം അത്ര വലിയ എക്സാമ്പിൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന എക്സാമ്പിൾ എന്താണെന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞ ഒരു 99% പേർക്കും എക്സാമ്പിൾ മനസ്സിലാവും. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്ത് ചെയ്യുക? മഗപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഓൺലി വേ. ബട്ട് ഐ വിൽ ടെൽ യു ദ എൻറ്റയർ ലോജിക് ഓഫ് ദിസ് സം. ഈ മാത്തിന്റെ മൊത്തം ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് വിത്ത് എക്സാമ്പിൾ വിത്ത് ഫിഗേഴ്സ് പറഞ്ഞു തരാം. ബട്ട് സ്റ്റിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിപ്പോ നമ്മളിപ്പോ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മൾ ആ എക്സസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുലയാണ് അവന്മാർ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താ ഫോർമുല? പി സി, എന്റെ ഒപ്പം വായിക്കേ, PC/2 ഇൻറ്റു ആർ പ്ലസ് PC1 പ്ലസ് TP1 ഇൻറ്റു ആർ. നമുക്ക് ഈ ഫോർമുല രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് ഫോക്കസ് ഓൺ ദിസ് PC/2 ഇൻറ്റു ആർ. ഈ ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റി മറന്നു കളഞ്ഞേര്. ഈ ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റി നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യേണ്ട? ആലോചിക്കേണ്ട. അത് എക്സാമ്പിൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം PC/2 ഇൻറ്റു ആർ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്താ PC? വായിച്ചേ. വാട്ട് ഇസ് PC? വായിക്കേ. Aggregate the amount of the employer's contribution in excess of 7.5 lakhs towards RPF, SF. SF means superannuation fund and NPS. എന്താ ഇതിന്റെ അർത്ഥം? സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എന്താ? വായിച്ചിട്ട് പറഞ്ഞേ. ഒരു വർഷം 7.5 ലക്ഷം രൂപയുടെ മുകളിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്ര രൂപയാണോ അതല്ലേ PC അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ 10 അല്ലേ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തേ? അപ്പൊ PC എത്രയാവും? 2.5, 2.5 lakhs അല്ലേ? ശരി. ദെൻ വാട്ട് ഇസ് ആർ? എന്താ ആറ്? ഇൻകം ബൈ ഫണ്ട് ആവറേജ്. എന്ത് ഇൻകം? ആ ഫണ്ടിൽ ഉണ്ടാവുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ എന്ത് ഇൻകം? ആ ഫണ്ടിൽ ഉണ്ടാവുന്നത് ഇൻട്രസ്റ്റ് ഇൻകം അല്ലേ? സോ ഇൻട്രസ്റ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഫണ്ടിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ കിട്ടുക? സിമ്പിൾ. നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. ഇൻകം ഇസ് 1 ലക്ഷം ഡിവൈഡഡ് ബൈ ഫണ്ടിന്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പൊ കിട്ടുന്നത് എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അയ്യോ അല്ലേ? അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആർ എന്താണെന്നാണ്. എന്താ ആറ്? ഇൻകം ഡിവൈഡഡ് ബൈ ഫണ്ടിന്റെ ആവറേജ്. ദാറ്റ് സിംപ്ലി മീൻസ് ആർ ഇസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് നമുക്ക് വിളിക്കാം. ഇനി എന്താ ഇൻകം? Income means aggregate the amount of income accrued during the current previous year in RPF, NPS, SF. നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കാം. ഇൻട്രസ്റ്റ് ഇൻകം. ഇൻകം മീൻസ് ഇൻട്രസ്റ്റ് ഇൻകം. വാട്ട് ഇസ് ഫണ്ട് ആവറേജ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ ഫണ്ട് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ പ്ലസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദ ഫണ്ട് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ ഡിവൈഡഡ് ബൈ 2. ആ ഫണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എടുക്കുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദ ഫണ്ട് ആവറേജ്. ആർ യു ഓൾ വിത്ത് മീ? അപ്പൊ ഫസ്റ്റ് പാർട്ടിലെ എല്ലാ പോയിന്റുകൾക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. എന്താ? PC/2 ഇൻറ്റു ആർ. വാട്ട് ഇസ് PC? വാട്ട് ഇസ് PC? എക്സസ് കോൺട്രിബ്യൂഷൻ എത്രയാണോ ദാറ്റ് ഇസ് സെറ്റ് ടു ബി PC. വാട്ട് ഇസ് ബൈ 2 എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ബൈ 2 എന്താണെന്നുള്ളത് പിന്നെ പറയാം. ഇൻറ്റു ആർ. വാട്ട് ഇസ് ആർ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇൻകം ബൈ ഫണ്ട് ആവറേജ്. ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻകം, ഫണ്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഓഫ് ദാറ്റ് ഫണ്ട് ഡിവൈഡഡ് ബൈ 2. ആർ യു ഓൾ വിത്ത് മീ? ഇനി കേക്ക്. ഇനി ഞാനൊരു എക്സാമ്പിൾ തരാം. ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ എക്സാമ്പിൾ മനസ്സിലാവുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാണ്. മിസ്റ്റർ JK ആണ് ഞാൻ 1st April 2024 ഒരു കമ്പനി ഞാൻ ജോയിൻ ചെയ്യാണ്. തൊട്ട് പുറകിലത്തെ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് അങ്ങനെ തുടങ്ങാം. എക്സാമ്പിൾ 1st April 2024 ഞാനൊരു കമ്പനിയിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. എൻ്റെ എംപ്ലോയർ ഉണ്ട്. എൻ്റെ എംപ്ലോയർ എല്ലാ മാസവും 1 ലക്ഷം രൂപ പെർ മന്ത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യാണ്? കോൺട്രിബ്യൂട്ട് ചെയ്യാണ്.
റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, നാഷണൽ പെൻഷൻ സ്കീമോ അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ ഫണ്ടോ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പിടിക്കാം. എല്ലാം കൂടെ പറഞ്ഞ് വൃത്തികേടാക്കുന്നതിന് വരെ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് പറയാം. സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് ഓരോ മാസവും പുള്ളി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓരോ ലക്ഷം രൂപയാണ് പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആ വർഷത്തെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഫോർ ദാറ്റ് ഇയർ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഫോർ ദാറ്റ് ഇയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ലക്ഷമായിരിക്കും അല്ലേ? 12 ലക്ഷമായിരിക്കില്ലേ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് ഇയർ അല്ലേ? ശരി, ഇവിടെ നമുക്ക് എക്സാമ്പിൾ ഒന്ന് എളുപ്പമാക്കാനായിട്ട് ഈ ഫണ്ടിൽ നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് ഞാനങ്ങ് തരാം. ഈ ഫണ്ടിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന 10% വിചാരിക്കുക. 10% ഇസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ഇൻകം ഡിവൈഡഡ് ബൈ ഫണ്ട് ആവറേജ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% വിചാരിക്കുക. ആർ യു വിത്ത് മീ? അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ആ വർഷം അയാൾ ചെയ്ത എക്സസ് കോൺട്രിബ്യൂഷൻ എത്രയാ? നമ്മുടെ PC. ഹൗ മച്ച് ഇസ് ദ എക്സസ് കോൺട്രിബ്യൂഷൻ ഓവർ ആൻഡ് അബവ്? 7,50,000. എത്ര എമൗണ്ട്? എത്ര വരിക? 4,50,000 അല്ലേ ഏഴരയുടെ മോഡിലോട്ടുള്ള എക്സസ് കോൺട്രിബ്യൂഷൻ അല്ലേ? സോ PC is 4,50,000. ഇതൊരു ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ഇതൊരു ടാക്സബിൾ എന്താണ്? പെർക്വിസിറ്റ് ആണ്. ഇതിന് മുകളിലുള്ള ഇൻട്രസ്റ്റും ടാക്സബിൾ പെർക്വിസിറ്റ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്? അതിന് മുകളിലുള്ള ഇൻട്രസ്റ്റും ടാക്സബിൾ പെർക്വിസിറ്റ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ നിങ്ങൾ പറയും, എന്നാ പിന്നെ ഈ 4.5യുടെ മുകളിൽ നേരെ 10% ഇട്ട് നിങ്ങൾ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾ ആലോചിക്കും. അങ്ങനെയല്ല. ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ? ഈ 4.5 ലക്ഷം രൂപയെ ഇയറിന്റെ ബിഗിനിങ് തൊട്ട് എക്സസ് ഫണ്ടായിട്ട് അവിടെ ഉണ്ടോ? ഇല്ല. ഏപ്രിൽ 1 ലക്ഷം, മെയ്യിൽ 1 ലക്ഷം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇങ്ങനെ 12 മാസമായിട്ടല്ലേ ഓരോ ലക്ഷം വീതം വന്ന് വീഴുന്നത് അല്ലേ? അപ്പൊ ഏതാണ്ട് ഒരു 8ാം മാസമല്ലേ ഇത് 7.5യുടെ മുകളിലേക്ക് കയറി കിടക്കുന്നത് അല്ലെ? ഏപ്രിൽ 1 ലക്ഷം, മെയ് ആവുമ്പോ 2 ആവുള്ളൂ, ജൂൺ 3, 4, 5, 6, 7, 8, 8ാം മാസമല്ലേ ഏതാണ്ട് എത്രയിലേക്ക് കയറുള്ളൂ? ഒരു 7.5യുടെ മുകളിലേക്ക് ഇത് ക്രോസ് ചെയ്ത് കയറുള്ളൂ അല്ലേ? ആ, ശ്രദ്ധിച്ചേ. അപ്പോ 8ാം മാസം ഇത് 7.5യുടെ മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോകുള്ളൂ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ 4.5 ഏപ്രിൽ തൊട്ട് എക്സസ് ആയിട്ട് ആ ഫണ്ടിലുണ്ടോ എന്നുണ്ടെങ്കിൽ ശരിയാ, നമുക്ക് നേരെ 10 × 4.5 അടിച്ചാൽ മതി അല്ലേ? പക്ഷെ ഇത് 7.5 കിടക്കുന്ന മൊമെന്റ് എപ്പോഴാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞേക്കുക, നിങ്ങൾ എന്ത് ചെയ്യേ? നിങ്ങൾ ഇത് ആവറേജ് ചെയ്യും. എങ്ങനെ ആവറേജ് ചെയ്യുന്നേ? ഓപ്പണിംഗ് ബാലൻസിലെ എക്സസ് കോൺട്രിബ്യൂഷൻ ഓവർ ആൻഡ് അബവ് 7,50,000 എത്രയാ? ഹൗ മച്ച് ഇസ് ദ എക്സസ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഓപ്പണിംഗ് ബാലൻസ്? 0 ആണ്. അതെന്തുകൊണ്ടാ 0? ഇയറിന്റെ ബിഗിനിങ്ങിൽ എക്സസ് കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇല്ല. സോ എക്സസ് കോൺട്രിബ്യൂഷൻ ദി ഇയർ ബിഗിനിങ് ഇസ് 0. ഇയർ എൻഡിൽ എക്സസ് കോൺട്രിബ്യൂഷൻ എത്രയാ? ഇയർ എൻഡ് വരുമ്പോൾ എക്സസ് കോൺട്രിബ്യൂഷൻ 4.5 അല്ലേ? ഇതിന് ആവറേജ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഡിവൈഡഡ് ബൈ 2. ഇത് പറയുന്നതിന് പകരമാണ് അവന്മാർ PC/2 എന്ന് പറഞ്ഞേക്കുന്നത്. സോ PC/2 ഇസ് ടെക്നിക്കലി ദ ആവറേജ് ഓഫ് ദ എക്സസ് കോൺട്രിബ്യൂഷൻ. ആ ഫണ്ടിലെ എക്സസ് കോൺട്രിബ്യൂഷന്റെ ആവറേജിനെ അവർ പറഞ്ഞിരിക്കുന്ന പേരാണ് PC/2. 0 + PC/2 എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നേരെ PC/2. സോ 0 മീൻസ് ദ എക്സസ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഓപ്പണിംഗ് ബാലൻസ്, ദാറ്റ് ഇസ് 0. അതിന്റെ അകത്ത് എക്സസ് ഇല്ല, ഓപ്പണിംഗ് ബാലൻസിൽ എക്സസ് വരില്ല. ആൻഡ് വാട്ട് ഇസ് എക്സസ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ക്ലോസിംഗ് ബാലൻസ്? ദാറ്റ് ഇസ് 4,50,000. സോ 0 + 4,50,2 എന്ന് പറയുന്നതിന് വരെ അവർ നേരെ പറഞ്ഞേക്കാണ് 4,50,2. ദാറ്റ് ഇസ് PC/2 ഇൻടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. ഓരോ വർഷത്തെ എക്സസ് കോൺട്രിബ്യൂഷന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫോർമുല എന്ന് പറയുന്നത് അതാണ് PC/2 ഇൻടു R. PC is the excess contribution, by 2 is the averaging, R is the rate of interest. And how do you compute the rate of interest? Interest income divided by fund average. And what is fund average? Opening balance of the fund plus closing balance of the fund divided by 2. ആ വർഷം നിങ്ങൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണോ ദാറ്റ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഫണ്ട് ആവറേജ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കിട്ടും. ആ റേറ്റ് ഇൻടു PC/2 ചെയ്താൽ നിങ്ങൾക്ക് ആ കറസ്പോണ്ടിങ് ഇയറിൽ എന്ത് കിട്ടും? എക്സസ് കോൺട്രിബ്യൂഷൻ കിട്ടും. ആർ യു ഓൾ വിത്ത് മീ? ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫോർമുലയുടെ ലോജിക് എന്താണെന്ന് മനസ്സിലായോ?
ഇതിന്റെ ലോജിക് അറിയാമെങ്കിൽ ഈ ഫോർമുല പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്ക് അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അതൊന്ന്. ഇനി ഈ ഫോർമുല കഴിഞ്ഞിട്ടില്ല, ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഇല്ലേ, പാർട്ട് 2 ഇല്ലേ? ഇല്ലേ പിള്ളേരെ? എന്താ പാർട്ട് 2? PC1 പ്ലസ് TP1 ഇൻറ്റു R എന്നല്ലേ പാർട്ട് 2 അല്ലേ? ഞാനൊരു അസംഷൻ പറയാണ്, ഇയർ 1 എപ്പോഴും ഈ പാർട്ട് 2 0 ആയിരിക്കും. ഇയർ 1 എപ്പോഴും പാർട്ട് 2 എന്തായിരിക്കും, 0 ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം. അതെന്തുകൊണ്ടാണ് ഇയർ 1 എപ്പോഴും പാർട്ട് 2 0 ആവുന്നതെന്നുള്ളതിന്റെ കാരണം ഞാൻ പിന്നെ പറയാം. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ ലെറ്റ് ഇറ്റ് ബി ദെയർ. അപ്പൊ ഇയർ 1 നമുക്ക് ഫോർമുല എത്രയേ ഉള്ളൂ, 4,50,000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു R. R ഇസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എത്ര വരും അപ്പൊ എമൗണ്ട്? 4,50,000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര വരും? ഇയർ 1 പെർക്വിസിറ്റ് വാല്യുവേഷൻ ഫിഗർ പറഞ്ഞേ, 22,500. അപ്പോ ദിസ് ഇസ് ദ ഇൻട്രസ്റ്റ് on excess portion. This is the interest on excess portion and 4,50,000 is the excess portion that is also taxable perquisite. ഇത് രണ്ടും ടെക്നിക്കലി എന്താണ്, ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? ആണോ? എക്സസ് കോൺട്രിബ്യൂഷനും ടാക്സബിൾ പെർക്വിസിറ്റ്, എക്സസ് കോൺട്രിബ്യൂഷൻ മുകളിലുള്ള ഇൻട്രസ്റ്റും എന്തായി മാറും, ടാക്സബിൾ പെർക്വിസിറ്റ് ആയി മാറും. അപ്പൊ ഇയർ 2 പോവാം. നൗ വി വിൽ തിങ്ക് അബൌട്ട് ഇയർ 2. ഇയർ 2 ആണ് കൊനിഷ്ട് കേട്ടോ. ഇയർ 2 നമ്മുടെ എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ഇയർ 2 എംപ്ലോയർ നേരെ ഇരട്ടിയാക്കി എന്ന് വിചാരിക്കുക കോൺട്രിബ്യൂഷൻ. ഇയർ 2 എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഹാവ് ബിക്കം 2 lakhs per month. 2 lakhs per month ആക്കി എന്ന് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര വരും? ടോട്ടൽ കോൺട്രിബ്യൂഷൻ 24 lakhs, 24 ലക്ഷം രൂപ വരില്ലേ? ഇല്ലേ? എന്റെ ചോദ്യം, ഇയർ 2 എക്സസ് കോൺട്രിബ്യൂഷൻ എത്രയാ? ഇയർ 2 എക്സസ് കോൺട്രിബ്യൂഷൻ എത്രയാണ്? കമ്പ്യൂട്ട് ചെയ്ത് പറ. ഇയർ 2 എക്സസ് കോൺട്രിബ്യൂഷൻ 16,50,000. ഏഴരയുടെ മുകളിലുള്ള ഇയർ 2 എക്സസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 16,50,000 അല്ലേ? ഈ 16,50,000 ഒരു ടാക്സബിൾ പെർക്കല്ലേ? ഇയർ 2 ഈ 16,50,000 ഒരു ടാക്സബിൾ പെർക്വിസിറ്റ് അല്ലേ? ശരി. അപ്പോ ഇയർ 2 ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫോർമുല, ഇയർ 2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 11% വിചാരിക്കുക. റേറ്റ് എന്ന് പറയുന്നത് 11% വിചാരിക്കുക. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫോർമുല എന്താ? 16,50,000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 11%. ഇതല്ലേ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫോർമുല അല്ലേ? PC by 2 into R. PC is the excess contribution of that corresponding year. That is 16,50,000 divided by 2 into R. R is the rate of interest. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 16,50,000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 11%. നൗ ലിസൺ. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇയർ 1 നമ്മുടെ എക്സസ് കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 4 അല്ലായിരുന്നോ? അല്ലേ? ആ 4 ഇപ്പോഴും ഈ ഫണ്ടിനകത്തില്ലേ? നമ്മളിത് വിഡ്രോ ചെയ്യുന്നില്ലല്ലോ, ഇടുന്നല്ലേ ഉള്ളൂ. ഇയർ 1 4 മുകളിലും നിങ്ങൾക്ക് ഇയർ 2 ഇൻട്രസ്റ്റ് കിട്ടുകയല്ലേ? ഇയർ 1 4 മുകളിലും നിങ്ങൾക്ക് ഇയർ 2 ഇൻട്രസ്റ്റ് കിട്ടുകയല്ലേ? അടുത്ത സംശയം, ഇയർ 1 4 മുകളിൽ കിട്ടിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ? ആ ഇൻട്രസ്റ്റിന്റെ മുകളിലും ഇയർ 2 ഇൻട്രസ്റ്റ് കിട്ടുകയല്ലേ? കോമ്പൗണ്ടിങ്. ദാറ്റ് ഇസ് കോൾഡ് ആസ് വാട്ട്? കോമ്പൗണ്ടിങ്. ഇയർ 1 4 എക്സസ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ആ 4 മുകളിലും ഇയർ 2 ഇൻട്രസ്റ്റ് കിട്ടും. ഇയർ 1 4 മുകളിൽ ഇയർ 1 കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റിന്റെ മുകളിലും ഇയർ 2 എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? അപ്പൊ ഇയർ 1 4 മുകളിലുള്ള ഇൻട്രസ്റ്റും ഇയർ 1 4 മുകളിലുള്ള ഇൻട്രസ്റ്റും ഇയർ 2 എന്താക്കി മാറ്റണം? പെർക്വിസിറ്റ് ആക്കി മാറ്റണം. വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? ഇയർ 1 എക്സസ് കോൺട്രിബ്യൂഷൻ 4 അല്ലായിരുന്നോ? അല്ലേ? ഇയർ 1 എക്സസ് കോൺട്രിബ്യൂഷന് മുകളിലുള്ള ഇൻട്രസ്റ്റ് 22,500 അല്ലായിരുന്നോ? ദീസ് 2 ഇൻറ്റു R. കാരണം ഇതിനെ ഡിവൈഡ് ചെയ്യണ്ട, ആവറേജ് ചെയ്യണ്ട. അതെന്തുകൊണ്ടാ? ഇതൊക്കെ ഓപ്പണിംഗ് ബാലൻസിൽ തന്നെ കിടക്കുന്ന സാധനങ്ങളാണ് അല്ലേ? ഇയർ 1 എക്സസ് കോൺട്രിബ്യൂഷൻ ഇയർ 2 ഓപ്പണിംഗ് ബാലൻസിൽ തന്നെ കിടപ്പില്ലേ? ഇയർ 1 എക്സസ് കോൺട്രിബ്യൂഷന് മുകളിലുള്ള ഇൻട്രസ്റ്റും ഇയർ 2 ഓപ്പണിംഗ് ബാലൻസ് കിടപ്പില്ലേ? അപ്പൊ ഇതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ട ആവശ്യം ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് ദെയർ ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. സോ ഇയർ 1 എക്സസ് കോൺട്രിബ്യൂഷൻ 4,50,000 പ്ലസ് 22,500 into R is the second part of the formula. ഇതുകൊണ്ടാണ് ഇയർ 1 സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോർമുല നില്ലാണെന്ന് ഞാൻ പറയാൻ കാരണം. അതെന്തുകൊണ്ടാണ്? ഇയർ 1 അങ്ങനെ ഒരു ബാലൻസ് ഇല്ലല്ലോ, ഓപ്പണിംഗിൽ ഒന്നും ഇല്ലല്ലോ. കാരണം ഇയർ 1 ഇതിനൊക്കെ തുടക്കം
Are you with me? ഇനി ഇയർ 3ലേക്ക് പോകുമ്പോൾ വീണ്ടും കോമഡിയാണ്. ഇയർ 3ലേക്ക് പോകുമ്പോൾ ഇയർ 3ലെ എക്സസ് കോൺട്രിബ്യൂഷന് മുകളിലുള്ള റേറ്റും ഇയർ 1ലെ എക്സസ് കോൺട്രിബ്യൂഷനും ഇയർ 2ലെ എക്സസ് കോൺട്രിബ്യൂഷനും അതിന് മുകളിലുള്ള ഇൻട്രസ്റ്റും അതിന്റെ ഒക്കെ മുകളിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ ചെയ്യും. ഇതിങ്ങനെ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. Are you all here? ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് അവിടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോർമുല എന്താ? വായിച്ചു. ഇനി ആ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോർമുല വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ അത്? എന്താ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോർമുല? PC1. What is PC1 plus TP1 into R? R you know. What is R? R is the rate of interest. What is this PC1? നോക്കിയേ PC1 എന്താണെന്ന് വായിച്ചേ. Aggregate of the amount of employers contribution in excess of 7,50,000, that is towards RPF, superannuation fund or NPS for the previous year or years commencing on or after 1st April 2020. കാരണം ഈ പ്രൊവിഷൻ ഇൻകം ടാക്സ് ആക്ടിലേക്ക് വന്ന ഇയർ ആണ് 1st April 2020. അതർ ദാൻ കറന്റ് പ്രീവിയസ് ഇയർ. കറന്റ് പ്രീവിയസ് ഇയർ അല്ലാതെ പഴയ വർഷങ്ങളിലെ എക്സസ് കോൺട്രിബ്യൂഷന്റെ ടോട്ടൽ ആണ് PC1. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പ്രകാരം ഇയർ 2ല് പഴയ വർഷത്തെ എക്സസ് കോൺട്രിബ്യൂഷന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരും? 4.5 വരും. Are you all with me? Now what is TP1? എന്തായിരിക്കും TP1? നിങ്ങൾക്ക് ഊഹിക്കാം. എന്തായിരിക്കും TP1? പഴയ വർഷങ്ങളിലെ എക്സസ് കോൺട്രിബ്യൂഷന് മുകളിൽ പഴയ വർഷങ്ങളിൽ കിട്ടിയ ഇൻട്രസ്റ്റ് ആയിരിക്കും TP1. Are you all with me? നോക്കിയാണോന്ന്? Aggregate of the taxable perquisite under 17 subsection 2 clause 7a, that is the interest on excess contribution for the previous year or years commencing on or after 1st April 2020. എന്താ ഡേറ്റിന്റെ റിലവൻസ്? 1st April 2020 ആണ് ഈ പ്രൊവിഷൻ ഇൻകം ടാക്സ് ആക്ടിലേക്ക് വന്നത്. അപ്പോൾ അതിന് മുകളിൽ എന്തെങ്കിലും അതിന് മുന്നേ എന്തെങ്കിലും എക്സസ് കോൺട്രിബ്യൂഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഇപ്പൊ നിങ്ങൾ പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതർ ദാൻ ദ കറന്റ് പ്രീവിയസ് ഇയർ. എന്തുകൊണ്ട് അതർ ദാൻ കറന്റ് പ്രീവിയസ് ഇയർ? ബിക്കോസ് കറന്റ് പ്രീവിയസ് ഇയർ ഇസ് ഡെൽറ്റ് അണ്ടർ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫോർമുല. ഇത് പഴയ വർഷം അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ബാലൻസിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോർമുല. ആൻഡ് TP1 എന്ന് പറയുന്നത് പഴയ വർഷങ്ങളിലെ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പ്രകാരം PC1 will be how much? 4,50,000 and TP1 will be കഴിഞ്ഞ വർഷത്തെ എത്രയായിരുന്നു? 22,500 and the rate will be ഈ വർഷത്തെ 11% ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ ഫാക്ട്. ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ആയോ? ഇനി ഒരു നോട്ടോടെ അവന്മാർ പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു നോട്ടോടെ കഴിഞ്ഞിട്ട് ഞാനൊരു പ്രോബ്ലം തരാം, ഒരു പ്രോപ്പർ ഒരു മാത്ത് തരാം നിങ്ങൾക്ക് ചെയ്യാൻ. അത് കുറച്ച് ഒരു ലെവൽ 2 ലെവൽ 3 കൈൻഡ് ഓഫ് മാത്ത് ആണ്. കാരണം കുറച്ച് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാൽക്കുലേഷൻ ആണ്. നോ പ്രോബ്ലം, നമുക്കത് ചെയ്യാം. വേർ എമൗണ്ട് ഓർ അഗ്രിഗേറ്റഡ് എമൗണ്ട്സ് ഓഫ് TP1 ആൻഡ് PC1 exceeds amount or aggregated amounts of the balance to the credit of specified fund or scheme on the first day of the current previous year, then the amount in excess of the amount or aggregated amount of the said balance shall be ignored for the purpose of computing the amount or aggregated amounts. അതായത് നിങ്ങൾക്ക് ഈ ഫണ്ടിൽ എന്തെങ്കിലും ലോസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ലോസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യുക. ലോസുകൾ ഒരിക്കലും സാലറിയിൽ ഒരു ഡിഡക്ഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് അവന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടാക്സ് ചെയ്താൽ മതി. ലോസുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്ത് കളഞ്ഞേക്കുക? ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി കുറവെല്ലാം അങ്ങ് മാറിക്കോളും. നല്ല പക്ക ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കണം, ഡേറ്റുകൾ എഴുതി വെക്കണം, എന്നാൽ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻ വെറുതെ വായിച്ചാൽ പോരാ, യു ഹാവ് ടു നോട്ട് ഡൗൺ ദ ഡേറ്റ്സ്. അപ്പോൾ ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. Question 11, which is in page number 7. Okay, page 7, question 11. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് വായിച്ചൊരു ഐഡിയ ഞാൻ ഉണ്ടാക്കി തരാം. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. സോ ക്വസ്റ്റ്യൻ നോക്കിയേ. What are they saying? Mr. X is appointed as the CFO of ABC Limited. ABC Limited CFO ആണ് മിസ്റ്റർ എക്സ്. ഇനി എന്താണ് പ്രശ്നം? In Mumbai from 1st September 2023 2023 തൊട്ട് അവൻ ആ കമ്പനിയിലെ CEO ആണ്. His basic salary is 6 lakhs per month. He is paid 8% as DA and he contributes 10% of his pay and DA towards his recognized provident fund and the company contributes the same amount. അപ്പോൾ ഇവൻ 1st September 2023 ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അവന്റെ ബേസിക് സാലറി എത്ര? 6 lakhs per month അല്ലേ? ഇനി 8% just DA, 8% അല്ലേ DA. അപ്പോൾ അവന്റെ മന്ത്ലി ബേസിക് സാലറി പ്ലസ് DA എത്രയാ? നമുക്ക് ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. വാട്ട് ഇസ് ഹിസ് മന്ത്ലി ബേസിക് സാലറി പ്ലസ് DA? ബേസിക് 6 ലക്ഷം പെർ മന്ത് ആണ്. ആൻഡ് Dearness Allowance is 8%.
of 6 lakh. അത് എത്ര വരും? How much is 8% of 6 lakh? 48,000. So altogether per month is 6,48,000 per month. അല്ലേ? ഇനി ക്വസ്റ്റ്യൻ അവർ പറഞ്ഞേക്കാണ് ഇയാളും ഇയാളുടെ എംപ്ലോയറും 10% ഓഫ് ദിസ് അല്ലേ ബേസിക് പ്ലസ് ഡി അല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ? അതിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ പ്രശ്നം. എംപ്ലോയി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്താലും പറക്കൊന്നുമില്ല, കാരണം അവനവന്റെ സാലറി നിരത്തല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇഫ് എക്സീഡ്സ് 7,50,000 in a year, then that will become a problem. അപ്പോൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം എത്ര വരുമെന്ന്. ഈ 6,48,000 10% അല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നേ? അപ്പൊ എത്ര വരും? 64,800 വരും പെർ മന്ത് അല്ലേ? ഇനി ഇവൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് സെപ്റ്റംബർ 2023 അല്ലേ? അന്നോട്ട് ആ ഇയർ എൻഡ് എന്ന് പറഞ്ഞാൽ 31 മാർച്ച് 2024 എത്ര മാസമുണ്ട്? ഹൗ മെനി മന്ത്സ് ആർ ദെയർ? സെപ്റ്റംബർ കൂടെ കൂട്ടി 7 മാസം അല്ലേ? അപ്പോ 7 months എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എത്ര വരും? 64,800 per month into 7 months. എത്ര വരും അത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ? 4,53,600. That is not exceeding 7,50,000. അപ്പോൾ ഇയർ 1 എന്ന് പറയുന്നത് ഇവിടെ 2023-24 23-24 പെർക്വിസിറ്റ് വാല്യുവേഷൻ ഒന്നും വരുന്നില്ല. നോട്ട് എ ടാക്സബിൾ പെർക്വിസിറ്റ്. നോട്ട് എ ടാക്സബിൾ പെർക്വിസിറ്റ്. പെർക്ക് വാല്യുവേഷൻ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ഇയർലി കോൺട്രിബ്യൂഷൻ എത്ര കടന്നു പോകുന്നില്ല? 7.5 കടന്ന് പോകുന്നില്ല. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ആ കറസ്പോണ്ടിങ് ഇയറിലേക്ക് നിങ്ങൾ ഒരു പെർക്കും എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട. ദാറ്റ് ഇസ് ഓവർ. അത് നമ്മൾ ക്ലോസ് ചെയ്തു. തൊട്ടടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഏതാ അടുത്ത പ്രീവിയസ് ഇയർ? അടുത്ത പ്രീവിയസ് ഇയർ 2024-25 അല്ലേ? 24-25 കോൺട്രിബ്യൂഷന് ചേഞ്ച് ഒന്നുമില്ലല്ലോ. 64,800 തന്നെയല്ലേ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അല്ലേ? ഇൻറ്റു 12 12 മാസം എന്ന് പറയുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര വരും? Come on, compute and tell me the values. 7,77,600. 7,77,600 രൂപ വരും ആ കറസ്പോണ്ടിങ് ഇയറിലെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. എത്രയാണ് എക്സസ് ഓഫ് 7,50,000? 7,50,000 നമ്മൾ ലെസ് ചെയ്താൽ ഹൗ മച്ച് ഇസ് ദ എക്സസ് കോൺട്രിബ്യൂഷൻ? Excess contribution is how much, friends? 27,600, and this shall be taxable perquisite. ഇത് ഒരു ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഇതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റും ടാക്സബിൾ പെർക്വിസിറ്റ് അല്ലേ? സോ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ എക്സസ് is also ടാക്സബിൾ പെർക്വിസിറ്റ്. അത് നമുക്ക് നേരെ അവർ തന്നിട്ടില്ല. സോ അത് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആ ഫോർമുല യൂസ് ചെയ്യാം. എന്താണ് ഫോർമുല? PC/2 into R plus PC1 plus TP1 into R. This is the formula. അല്ലേ? PC/2 into R plus PC1 plus TP1 into R. Now listen, PC എത്രയാണ് എന്ന് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. You tell me how much is PC? PC എത്രയാ? 27,600 അല്ലേ? Now R കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ച ഫോർമുല എന്താ? ഇൻകം ഡിവൈഡഡ് ബൈ ഫണ്ട് ആവറേജ് എന്നല്ലേ നമ്മൾ പഠിച്ച ഫോർമുല അല്ലേ? നൗ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇൻകം കണ്ടുപിടിക്കാൻ അവർ ക്വസ്റ്റ്യനിൽ ഇൻകം നേരിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. അവരിനി എന്തൊക്കെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നേ നോക്കിയേ. അക്യൂമുലേറ്റഡ് ബാലൻസ് ഇൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആസ് ഓൺ 1st April 2024, 31st March 2025, 31st March 2026. 3 വർഷത്തെ ബാലൻസസ് അവർ തന്നിട്ടുണ്ട്. Then compute the perquisite value chargeable to tax in the hands of Mr. X under section 17 subsection 2 clause 7 and 17 subsection 2 clause 7A. അതായത് taxable excess contribution എത്രയാണ്? അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് എത്രയാണ്? For assessment year 25-26 and 26-27, prior to 1st September 2023, he was a consultant whose professional fees was taxable under the head PGBP. അവൻ ആദ്യമായിട്ടാണ് ജോലിക്ക് കയറുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇവിടെ ഇൻകം ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഇൻഫർമേഷനിലും എവിടെയുണ്ട്? ക്വസ്റ്റ്യനിലുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ആലോചിച്ചേ. ഇതിപ്പോ ഏത് വർഷത്തെ നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്? 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പ്യൂട്ടേഷൻ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 31 മാർച്ച് 2025 ക്ലോസിംഗ് ബാലൻസ് ഇവന്മാർ തന്നിട്ടില്ലേ? ഇല്ലേ? എത്ര ക്ലോസിംഗ് ബാലൻസ്? 31 മാർച്ച് 2025 ക്ലോസിംഗ് ബാലൻസ് എത്രയാ? 27,40,43,048 രൂപയല്ലേ ക്ലോസിംഗ് ബാലൻസ്? ശരി. ഇനി 1 ഏപ്രിൽ 2024 ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടോ? ഉണ്ടോ? എത്ര ഓപ്പണിംഗ് ബാലൻസ്? 9,81,137 അല്ലേ ഓപ്പണിംഗ് ബാലൻസ്? ഇനി ഈ ഫണ്ടിലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? 7,77,600 അല്ലേ? അല്ലേ? ഈ ഫണ്ടിലേക്കുള്ള എംപ്ലോയി കോൺട്രിബ്യൂഷന്റെ ഇൻ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര എംപ്ലോയി കോൺട്രിബ്യൂഷൻ? സെയിം ഫിഗർ തന്നെയല്ലേ? 7,77,600 തന്നെയല്ലേ എംപ്ലോയി കോൺട്രിബ്യൂഷൻ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ. ഈ ക്ലോസിംഗിനെ ഓപ്പണിംഗ് കുറയ്ക്കുക, രണ്ടുപേരുടെ കോൺട്രിബ്യൂഷനും കുറയ്ക്കുക, ബാക്കിയുള്ളത് ആ കറസ്പോണ്ടിങ് ഇയറിൽ നമുക്ക് കിട്ടിയ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓപ്പണിംഗ് പ്ലസ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പ്ലസ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ പ്ലസ് ഇൻട്രസ്റ്റ് അല്ലേ ക്ലോസിംഗ് ബാലൻസ്? അല്ലേ? അപ്പൊ അതിൽ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അറിയാം, എംപ്ലോയി കോൺട്രിബ്യൂഷൻ അറിയാം. അപ്പൊ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളത് എന്ത് ചെയ്താൽ മതി? ഇക്വിറ്റി ചെയ്താൽ പോരെ? എത്ര വരും ബാലൻസ്? ഇൻകം ഫോർ 2024-25 2,06,711. അതല്ലേ ഇൻകം. ഇനി ഫണ്ട് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫിഗേഴ്സ് എല്ലാം ക്വസ്റ്റ്യനിലുണ്ടല്ലോ. എങ്ങനെ ഫണ്ട് ആവറേജ് കണ്ടുപിടിക്കുന്നത്? ഫണ്ട് ആവറേജ് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ക്ലോസിംഗ് ബാലൻസ് ബൈ 2 അല്ലേ? എത്ര ഓപ്പണിംഗ് ബാലൻസ്? 9,81,137. എത്ര ക്ലോസിംഗ് ബാലൻസ്? 27,43,048 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? Tell me how much is the fund average? Compute and tell me the figure. 18,62,009 ആക്കാം. 18,62,093 will be the fund average അല്ലേ? അപ്പൊ ഇനി റേറ്റ് കണ്ടുപിടിക്കാൻ എന്താ പാട്? റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇൻകം ഡിവൈഡ് ബൈ ഫണ്ട് ആവറേജ് ചെയ്താൽ പോരെ? എത്ര ഇൻകം? 2,06,711 divided by fund average is 18,62,093. And tell me how much is the rate of interest coming? 11% ആണോ? I don't think 11% വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്പ്യൂട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ പറഞ്ഞേ. അപ്പോ എത്ര വരും? 11.10% ആണ് നിങ്ങൾക്ക് എന്ത് വരിക? ഇൻട്രസ്റ്റ് വരിക അല്ലേ? 0.1110 ആണോ ഇതിന്റെ കറക്റ്റ് മാത്ത് വരുന്നത്? 1110 അങ്ങനെ 1000 പോവാണ്. ഓക്കെ, 0 കുഴപ്പമില്ല. അപ്പൊ 11.1% നമുക്ക് എന്തെടുക്കാം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ആ ഫോർമുലയിൽ നേരെ ഇക്വേറ്റ് ചെയ്യാം. എന്താ? PC by 2 into R എന്ന് പറയുമ്പോൾ പ്ലസ് PC1 പ്ലസ് TP1 into R എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? PC by 2 എത്ര? PC 27,600 അല്ലേ? by 2 into R. R will be 11.10% പ്ലസ് PC1 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എക്സസ് കോൺട്രിബ്യൂഷൻ, അത് 0 ആണ്. കഴിഞ്ഞ വർഷത്തെ എക്സസ് കോൺട്രിബ്യൂഷൻ മുകളിലുള്ള ഇൻട്രസ്റ്റ് അതും 0 ആണ്. അപ്പൊ 0യെ നമ്മൾ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ് കിട്ടുക അല്ലേ? അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോർമുല വിൽ ബി ഓബ്വിയസ്ലി 0. കഴിഞ്ഞ വർഷം എക്സസ് കോൺട്രിബ്യൂഷൻ ഇല്ല, എക്സസ് കോൺട്രിബ്യൂഷൻ മുകളിൽ ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് ആ പാർട്ട് എപ്പോഴും എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ എത്ര വരും? ഫസ്റ്റ് ഇയറിലെ ഈ ടാക്സബിൾ പെർക്വിസിറ്റ് എത്ര വരിക? 27,600 ഡിവൈഡഡ് ബൈ 2 into 11.10 എത്ര വരും? 1531. ആ 0.8 നമുക്ക് 1532 എന്ന് വിളിക്കാം. 1532 റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് 1532 shall be the taxable perquisite. This shall be the taxable perquisite. That is a interest on excess contribution. Interest on excess contribution
for the previous year 24-25. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത വർഷത്തെ എക്സസ് കോൺട്രിബ്യൂഷനും അതിന്റെ മുകളിലും വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ആ ഇക്വേഷൻ വെച്ചിട്ടൊന്ന് കമ്പ്യൂട്ട് ചെയ്യാവുന്ന നോക്കിയേ. സെയിം മെത്തേഡ് തൊട്ടടുത്ത വർഷം, അതായത് ഫിനാൻഷ്യൽ ഇയർ 2025-26, പ്രീവിയസ് ഇയർ 2025-26 മാത്ത് തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഐ ക്യാൻ ഗിവ് യു 5 to 10 minutes. ഒരു 5-10 മിനിറ്റ് എടുക്കുക. അടുത്ത സെക്കൻഡ് ഇയറിലെ തന്നെ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആ സെക്കൻഡ് പാർട്ടൂടെ നോക്കാം, എന്താണ് അതിൽ വരിക എന്നുള്ളത് നോക്കാം. വി നോ ദ ഫോർമുല. വാട്ട് ഇസ് ദ ഫോർമുല? PC/2 into R plus PC1 plus TP1 into R. അപ്പോൾ ഇയർ 2 നമ്മളെല്ലാം ആസ് ഫ്രഷ് എല്ലാം കമ്പ്യൂട്ടേഷൻ ചെയ്യണം. ബിക്കോസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൾസോ വിൽ വേരി. നമ്മളെല്ലാം ചെയ്യണം. അപ്പോൾ ഇയർ 2 PC എത്രയാണെന്ന് ചോദിച്ചാൽ സെയിം കോൺട്രിബ്യൂഷനിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇയർ 2 അതേ 64,800 തന്നെ അല്ലേ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ലേ? 64,800 അല്ലായിരുന്നു കോൺട്രിബ്യൂഷൻ? യെസ്. അപ്പോൾ PC വിൽ ബി ദ സെയിം 27,600, 27,600 എന്ന് വരും. ഇനി റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ വർഷത്തെ ഇൻകം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഫണ്ട് ആവറേജ് ചെയ്യണം. ഈ വർഷത്തെ ഇൻകം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഈ വർഷത്തെ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 31 മാർച്ച് 2026 ഈ വർഷം അല്ലേ? 31 മാർച്ച് 2026 എന്ന് പറയുമ്പോൾ യു ടെൽ മീ ഹൗ മച്ച് ഇസ് ദ ക്ലോസിംഗ് ബാലൻസ് ഫോർ ദാറ്റ് ഇയർ? 46,48,555. ഇനി എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്? 27,43,048 is the opening balance. And how much is the employer contribution? Employer contribution എന്ന് പറയുന്നത് 7,77,600. Same contribution by the employee as well അല്ലേ? എംപ്ലോയിയും അതേ എമൗണ്ട് തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, 7,77,600. And can you tell me how much is the total interest in that respective fund for 25-26? 3,50,000? ഇനി എത്രയാണ് ഫണ്ട് ആവറേജ് നമുക്ക് നോക്കാം. ഹൗ മച്ച് ഇസ് ദ ഫണ്ട് ആവറേജ്? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. സോ 46,48,555 is the closing and opening is 27,43,048 by 2. And can you tell me how much is the figure coming? 36,95,802. അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് വി നോ 350,307 ഡിവൈഡഡ് ബൈ 36,95,802. and tell me how much is the rate of interest coming? 9.48%. 9.48% ആണ് നമുക്ക് എന്ത് വരിക? റേറ്റ് വരിക. അപ്പോൾ നമുക്കിനി നേരെ ഇക്വേറ്റ് ചെയ്യാം. PC/2 ദാറ്റ് ഇസ് 27,600 by 2 into 9.8 എത്രയായിരുന്നു? 48 അല്ലേ? 9.48%. 9.48% plus PC1 that is 27,600. and what is TP1? കഴിഞ്ഞ വർഷത്തെ എക്സസ് കോൺട്രിബ്യൂഷന് മുകളിലുള്ള ഇൻട്രസ്റ്റ്. അതത്ര നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നല്ലോ, 1532 അല്ലേ? 1532 into R is the same 9.48%. and can you tell me എത്ര ഈ ഇക്വേഷന്റെ ടോട്ടൽ? 5379 is the interest income on the excess contribution as well as on the excess contribution of last year and the interest on the excess contribution of last year. ഇങ്ങനെ വേണം നിങ്ങൾ ടാക്സബിൾ പെർക്വിസിറ്റ് എന്ത് ചെയ്യാൻ? വാല്യൂ ചെയ്യാൻ. ക്ലിയർ അല്ലേ ഇത്? അല്ലേ? അപ്പൊ ഫോർമുല ഓർത്ത് വെക്കുക. PC/2 എക്സസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേറ്റ് പ്ലസ് കഴിഞ്ഞ വർഷത്തെ എക്സസ് കോൺട്രിബ്യൂഷൻ, കഴിഞ്ഞ വർഷത്തെ എക്സസ് കോൺട്രിബ്യൂഷൻ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഇൻറ്റു ഈ വർഷത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഗിവ് യു ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ദിസ് ഇസ് ഹൗ യു ഹാവ് ടു കമ്പ്യൂട്ട് ഇറ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ റേറ്റ് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ചെയ്തത് കാരണം ഉണ്ടാകുന്ന വ്യത്യാസം ചിലപ്പോൾ ആൻസറിൽ റിഫ്ലക്ട് ചെയ്യും. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. എപ്പോഴും കുറച്ചുകൂടെ ആക്യുറേറ്റ് എന്ന് പറയുന്നത് എത്ര ശരിക്കും എത്ര 8% എത്ര ശരിക്കും വരണ്ടേ?
478 ആണ് വരേണ്ടത് അല്ലേ? ശരിക്കും ഇതാണ് കുറച്ചുകൂടെ, ഈ ഒരു മാത്ത് ഇട്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആൻസർ കിട്ടുക. നമ്മളത് റൗണ്ട് ഓഫ് ചെയ്ത് 9.48 എന്നാക്കിയതേ ഉള്ളൂ. 9.478 നിങ്ങൾ ഇട്ടാൽ എനിക്ക് തോന്നുന്നു ദർ വിൽ ബി സം ചേഞ്ച് ഇൻ ദ ആൻസർ. എത്രയാണ്? 9.478 ഇട്ടാൽ നിങ്ങളുടെ ആൻസറിലുള്ള ചേഞ്ച് എത്ര വരും എന്ന് ചോദിച്ചാൽ ദർ വിൽ ബി സം ചേഞ്ച്. 4000 സംതിങ് വരുമായിരിക്കും. നോട്ട് എ പ്രോബ്ലം, അതൊരു വലിയ പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും റൗണ്ട് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഡെസിമൽസ് എടുക്കുമായിരിക്കും എപ്പോഴും നല്ലത്. റൗണ്ട് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ചെയ്താലും യു വിൽ ബി ഗെറ്റിംഗ് ഫുൾ മാർക്സ് ഇൻ എക്സാം, നത്തിങ് ടു വറി. ആ റൗണ്ട് ഓഫിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കണം കേട്ടോ ആൻസറിലെ ചേഞ്ച്, അല്ലാതെ ആൻസർ ചേഞ്ച് ആയ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ആൻസർ തെറ്റാണ് അല്ലേ? ഈ മാത്ത് എത്ര വരുന്നത്? ഈ കാൽക്കുലേഷൻ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. എത്ര വരുന്ന മാത്ത്? കറക്റ്റ് പറഞ്ഞ ഫിഗർ 4069 or 70, no problem. 4069 or 70, no problem. 27,600 by 2 into 9.48. ഈ പോർഷൻ എത്ര വരുന്നത്? ഇത് മാത്രം പറഞ്ഞാൽ ആദ്യം നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാം. ഈ ഒരു പോർഷൻ മാത്രം എത്ര വരുന്നത്? 1308. ആ പോയിന്റ് അവിടെ ഡെസിമൽസ്. ഇൻകം നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും റൗണ്ട് ഓഫ് ചെയ്യണം, ഡെസിമൽസ് എടുക്കാൻ പാടില്ല. ഇൻകം ടാക്സിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡോണ്ട് ടേക്ക് ഡെസിമൽസ്. പെർസെന്റേജസ് എടുക്കുമ്പോഴേ ഡെസിമൽസ് എടുക്കാൻ പാടുള്ളൂ. ഈ മാത്ത് എത്ര വരുന്നത്? 2762 ആണോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 4070. ദാറ്റ് ഇസ് ദ ഫൈനൽ ആൻസർ. 4070 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 5300 തെറ്റാണ്, വെട്ടിയിട്ട് 4070 ആക്കണേ കറക്റ്റ് ആൻസർ. അപ്പൊ ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ അതാണ് നമ്മുടെ പെർക്കിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം. അടുത്ത പെർക്ക് ഐറ്റം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 10 സബ്സെക്ഷൻ 5 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയും. അതായത് എന്താണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇമാജിൻ നിങ്ങൾ ഒരു ടൂർ പോവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എവിടെ പോവാണ്? ഒരു ടൂർ പോവാണ്. നിങ്ങളുടെ എംപ്ലോയർ ആണ് ആ മൊത്തം ടൂറും സ്പോൺസർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും പിള്ളേരും കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നിങ്ങളുടെ പേരൻസും കൂടെ ഒരു ടൂറിന് പോവാണ്. ഈ ടൂറിന്റെ മൊത്തം കോസ്റ്റും സ്പോൺസർ ചെയ്ത് ആരാ? നിങ്ങളുടെ എംപ്ലോയർ ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ്? നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഓഫ് കോഴ്സ്. നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി പോകേണ്ട ടൂറ് എംപ്ലോയർ ആണ് സ്പോൺസർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ ആക്ട് പറയാണ് അങ്ങനെ പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും സെക്ഷൻ 10 സബ്സെക്ഷൻ 5 പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു എക്സംഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻജോയ് ചെയ്യാം. ആ എക്സംഷൻ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നിങ്ങളുടെ കയ്യിൽ എന്താവാൻ പോകുന്നുള്ളൂ? ടാക്സബിൾ ആവാൻ പോകുന്നുള്ളൂ. ആർ യു വിത്ത് മീ? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇതുപോലെ നിങ്ങൾ ഇന്ത്യക്കകത്ത് ഇതുപോലെ ചില ട്രിപ്പുകൾക്ക് പോയാൽ ആ പോകുന്ന കോസ്റ്റ് നിങ്ങളുടെ എംപ്ലോയർ ആണ് റീഇംബേഴ്സ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ 10 സബ്സെക്ഷൻ 5 പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാം. ആ എക്സംഷൻ ക്ലെയിം ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ പെർക്വിസിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരേ സമയം ആ വാല്യുവേഷനും പഠിക്കും, എക്സംഷൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നും പഠിക്കും. ദാറ്റ് ഇസ് വാട്ട് വി ആർ അബൌട്ട് ടു ഡിസ്കസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്, നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ നമുക്കൊരു സൈഡിൽ നിന്ന് വായിക്കാൻ തുടങ്ങാം. വായിച്ചേ. ഫസ്റ്റ് പോയിന്റ് എന്താ? ക്യാൻ യു റീഡ് ദിസ്? ദിസ് എക്സംഷൻ is available to an individual in respect of travel concession or assistance for himself or herself and for his or her family. നിങ്ങൾ ടൂറിന് പോയാൽ, ട്രിപ്പ് പോയാൽ ട്രാവൽ അസിസ്റ്റൻസ് എംപ്ലോയർ തരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. Now, the exemption in all cases will be subjected to the amount actually spent and limited to 2 journeys performed in a block of 4 calendar years commencing from the calendar year 1986. ഈ എക്സംഷൻ ഒരു വർഷം എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റില്ല. 4 വർഷത്തെ ഒരു ബ്ലോക്കിൽ പെർഫോം ചെയ്യുന്ന 2 ജേർണിക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 4 കലണ്ടർ ഇയറിന്റെ ഒരു ബ്ലോക്ക്, ഈ 4 വർഷത്തിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്ന 2 ജേർണിക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കലണ്ടർ ഇയർ ആണ്, ബ്ലോക്ക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ബിഗിൻസ് ഫ്രം 1986 എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ അതിന്റെ ലോജിക്ക്? അതായത്
ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും 1986 നമ്മൾ ഇത് തുടങ്ങുന്നതെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് വിൽ ബി ഓൾവേസ് 86, 89, 86, 87, 88, 89. സെക്കൻഡ് ബ്ലോക്ക് വിൽ ബി 90, 93. അതെന്താ 90, 91, 92, 93. തേർഡ് ബ്ലോക്ക് വിൽ ബി 94, 97. ഫോർത്ത് ബ്ലോക്ക് വിൽ ബി 98, 2001. 98, 99, 2000, 2001. ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയും ഫിഫ്ത്ത് ബ്ലോക്ക് 2002 to 2005 ആയിരിക്കും. 2, 3, 4, 5. നെക്സ്റ്റ് വൺ 6 to 9. നെക്സ്റ്റ് വൺ 10 to 13. നെക്സ്റ്റ് വൺ 14 to 17. നെക്സ്റ്റ് വൺ 18 to 21. നെക്സ്റ്റ് വൺ 22 to 25. നെക്സ്റ്റ് വൺ 26 to 29. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബ്ലോക്കുകൾ വരിക. ആർ യു വിത്ത് മീ? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ നോക്കിയേ, ഇങ്ങനെ ബ്ലോക്കുകൾ വരുമ്പോൾ ഉള്ള ഇതിനകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഏപ്രിൽ 2026 കമ്പനി ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കുക. നിങ്ങൾ കമ്പനി ജോയിൻ ചെയ്തത് ഫസ്റ്റ് ഏപ്രിൽ 2006 ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 4 വർഷം അല്ല ബ്ലോക്ക്. ഇൻകം ടാക്സിലെ ബ്ലോക്ക് എപ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് ബ്ലോക്കിലേക്കാണ് കയറുന്നത്? നിങ്ങൾ ഫസ്റ്റ് ഏപ്രിൽ 2026 കമ്പനി ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏത് ബ്ലോക്കിലേക്കാണ് കയറുന്നത്? 26, 29 ബ്ലോക്കിലേക്കല്ലേ നിങ്ങൾ കയറുന്നത്? അല്ലേ? 2026, 27 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഏപ്രിൽ 2026 ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 26, 27 ബ്ലോക്കിലേക്കാണ് കയറുന്നത്. ഈ 26, 27 അല്ല, 26, 29 ബ്ലോക്കിലേക്കാണ് കയറുന്നത്. ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് എത്ര ജേർണി പെർഫോം ചെയ്യാം? 2 ജേർണി വരെ പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സംഷൻ എന്ത് ചെയ്യാം? എൻജോയ് ചെയ്യാം. ആർ യു വിത്ത് മീ? ഇനി വേറൊരു സംശയം, നിങ്ങൾ ജോയിൻ ചെയ്യുന്നേ ഫസ്റ്റ് ഏപ്രിൽ 2025 ആ ഏപ്രിൽ തൊട്ട് ഈ ഡിസംബർ 2025 വരെ ഏത് ബ്ലോക്കാ? പഴയ ബ്ലോക്കാ അല്ലേ? ഫസ്റ്റ് ജാനുവരി 2026 തൊട്ട്, നോട്ട് 26, 25 ആണ്. ഫസ്റ്റ് ഏപ്രിൽ 25 തൊട്ട് 31 ഡിസംബർ 25 വരെ 22, 25 ബ്ലോക്കാണ്. ഇനി ഫസ്റ്റ് ജാനുവരി 2026 തൊട്ട് നിങ്ങളുടെ 31 മാർച്ച് 2026 പ്രീവിയസ് ഇയറിലെ ആ 3 മാസം ഏത് ബ്ലോക്കിലേക്ക് കയറും? അടുത്ത ബ്ലോക്കിലേക്ക് കയറും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് പഠിക്കുന്ന ഈ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന 2025, 26 അല്ലേ? അല്ലേ? ഈ 25, 26 2 ബ്ലോക്കിലായിട്ടാണ് കിടക്കുന്നത്. 31 ഡിസംബർ 2025 വരെ 22, 25 ബ്ലോക്കും ഫസ്റ്റ് ജാനുവരി 2026 തൊട്ട് 26, 29 ബ്ലോക്കിലുമാണ് കിടക്കുന്നത്. ആർ യു വിത്ത് മീ? ഈ ബ്ലോക്ക് ഫിക്സ്ഡ് അല്ല. നിങ്ങൾ കമ്പനി ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 4 വർഷമല്ല കൗണ്ട് ചെയ്യേണ്ടത്. ഈ ബ്ലോക്കുകൾ എപ്പോഴും എത്ര ആയിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. നോ, അപ്പൊ തിരിച്ച് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് ഒന്ന് വരാം. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഈ ബോക്സ് ഒന്നുകൂടെ ഫോക്കസ് ചെയ്തേ. എന്താ അത്? എക്സംഷൻ ഇൻ ഓൾ കേസസ് വിൽ ബി സബ്ജക്റ്റഡ് ടു ദി എമൗണ്ട് ആക്ച്വലി സ്പെൻഡ് and limited to 2 journeys performed in a block of 4 calendar years commencing from the calendar year 1986. Now കഴിഞ്ഞിട്ടില്ല. അടുത്ത എന്താ? Where such travel concession or assistance is not availed by the individual during any block of 4 calendar years, one such unavailed leave travel concession will be carried forward to the immediately succeeding block of 4 calendar years and will be eligible for exemption. ഓക്കേ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ നിങ്ങൾ 2022-25 ബ്ലോക്ക് നിങ്ങൾ ഒരു ജേർണി പോലും പെർഫോം ചെയ്തില്ല. നിങ്ങൾക്ക് ജോലി തിരക്ക് കാരണം നിങ്ങൾ ഒരു ട്രിപ്പ് പോലും പോയില്ല. എത്ര എണ്ണത്തിന് പോകായിരുന്നു? 2 എണ്ണത്തിന് പോകായിരുന്നു അല്ലേ? 2 എണ്ണത്തിന് പോകാന്നല്ല, 2 എണ്ണത്തിന് പോയി എക്സംഷൻ എടുക്കായിരുന്നു. നിങ്ങൾ ഒന്നുപോലും എന്ത് ചെയ്തില്ല? പെർഫോം ചെയ്ത് എക്സംഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ 2 എണ്ണത്തിൽ ഒരെണ്ണം നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത ബ്ലോക്കിൽ നിങ്ങൾക്ക് 3 ജേർണി വരെ പെർഫോം ചെയ്ത് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. അതായത് ഒരു ബ്ലോക്കിൽ ഒന്നുപോലും പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ആ 2 എണ്ണത്തിൽ ഒരെണ്ണം അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷം 3 ജേർണി പെർഫോം ചെയ്ത് നിങ്ങൾക്ക് എന്ത് എൻജോയ് ചെയ്യാം? എക്സംഷൻ എൻജോയ് ചെയ്യാം. ഇപ്പൊ ഒരു സംശയം, ആ 2 എണ്ണത്തിൽ ഒരെണ്ണം പെർഫോം ചെയ്തായിരുന്നു, ഒരെണ്ണേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2ഉം ബാക്കി ഉണ്ടെങ്കിൽ 2-ൽ 1 ക്യാരി ഫോർവേഡ് ചെയ്ത് തൊട്ടടുത്ത വർഷം 3 എണ്ണം എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാം. തൊട്ടടുത്ത വർഷം അപ്പൊ 3 എണ്ണം ഇല്ലേ? അത് നിങ്ങൾ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അതിലും ഒരെണ്ണമേ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്തതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അൺപെർഫോംഡ് ജേർണീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം തൊട്ടടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ആർ യു വിത്ത് മീ? നൗ കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് പോയിന്റ്സ്. അടുത്ത എന്താ പറയുന്നത് നോക്കിയേ. അടുത്ത ഫസ്റ്റ് നോട്ടാ. എന്താ നോട്ട്? സ്പൗസ്, ചിൽഡ്രൻ ഓഫ് ദി ഇൻഡിവിജ്വൽ,
parents, brothers and sisters of the individual or any of them wholly or mainly dependent on the individual. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകുന്നതിനോ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. Are you with me? ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാ? ഭാര്യയും മക്കളും എപ്പോഴും ഫാമിലി മെമ്പേഴ്സാണ്. ഇനി പേരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം ജീവിക്കുന്നത്. എന്താ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക? നിങ്ങളുടെ വരുമാനത്തിലായിരിക്കണം അവരും ജീവിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ട്രിപ്പിന് കൊണ്ടുപോയിട്ട് എന്ത് ക്ലെയിം ചെയ്യാം? അവരുടെ കോസ്റ്റിൽ നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി അടുത്തത് നോക്കിയേ, ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഈ 5ാമത്തെ നോട്ട് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. 5ാമത്തെ നോട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് നമുക്ക് 2ലേക്കും 3ലേക്കും 4ലേക്കും വരാം. എക്സംഷൻ ഇസ് അവൈലബിൾ ഓൺലി ഇഫ് ജേർണി ഈസ് പെർഫോംഡ് ഇൻ ഇന്ത്യ. ഈ എക്സംഷൻ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് എവിടെ ആയിരിക്കണം? ഇന്ത്യക്കുള്ളിലായിരിക്കണം. ഇന്ത്യയുടെ പുറത്തേക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ഫോർ എക്സംഷൻ. അവിടെ നിങ്ങളുടെ എംപ്ലോയർ റീബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഇന്റർനാഷണൽ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ഫോർ എനി എക്സംഷൻ. ഇന്ത്യക്കകത്തുള്ള ട്രിപ്പുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിന്റെ ബാക്കി എന്താ? ഇറ്റ് അപ്ലൈസ് ഓൺലി ടു ദ ട്രാവലിംഗ് കോസ്റ്റ് incurred for other expenses incurred during the travel. അതായത് ഈ എക്സംഷൻ എന്ന് പറഞ്ഞാണല്ലോ, ഒരു ട്രിപ്പ് പോകുമ്പോൾ വരുന്ന ചെലവുകൾ എന്തൊക്കെയാ? ട്രാവലിംഗ് ആണ് ഏറ്റവും വലിയ ചെലവ്. ഫുഡ് വരും, അക്കോമഡേഷൻ വരും, അല്ലേ? പിന്നെ അല്ലറ ചില്ലറ ചെലവുകളൊക്കെ വരും, അല്ലേ? അപ്പോ ഇതില് ഇപ്പൊ ഇത് മുഴുവൻ നിങ്ങളുടെ എംപ്ലോയർ റീംബേഴ്സ് ചെയ്തു വിചാരിക്കുക. ഇത് മുഴുവൻ നിങ്ങളുടെ എംപ്ലോയർ എന്ത് ചെയ്തു? റീംബേഴ്സ് ചെയ്തു. ഇതിൽ ഏത് കമ്പോണന്റിന് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ? അതിൽ ട്രാവലിംഗ് കോസ്റ്റ് റീംബേഴ്സ് ചെയ്തതിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആൻഡ് അതർ എക്സ്പെൻസസ് എംപ്ലോയർ റീംബേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. യു കനോട്ട് ക്ലെയിം എനി ബെനിഫിറ്റ് ഫോർ ദ അതർ കോസ്റ്റ്. ഓൺലി ദ ട്രാവലിംഗ് കമ്പോണന്റ് ഇസ് എലിജിബിൾ ഫോർ എക്സംഷൻ. നിങ്ങളുടെ ഹോട്ടൽ ബിൽസോ വേറെ എന്തെങ്കിലും ബിൽസോ അക്കോമഡേഷനോ ബാക്കിയുള്ള കാര്യങ്ങളോ ലോഡ്ജിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ എന്തെങ്കിലും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ എൻട്രി ഫീസോ പോലുള്ള സാധനങ്ങൾ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? റീംബേഴ്സ് ചെയ്യുന്ന ടാക്സബിൾ ആയിരിക്കും. Are you with me? Now, note 2 എന്താ പറയുന്നത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആരെയൊക്കെ ട്രിപ്പിന് കൊണ്ടുപോയിട്ട് ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ ക്ലെയിം ചെയ്യാം? നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുപോകാം, പിള്ളേരെ കൊണ്ടുപോകാം, പേരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഡിപ്പെൻഡന്റ് ആണെങ്കിൽ കൊണ്ടുപോകാം, അല്ലേ? പേരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും എന്താണെങ്കിൽ കൊണ്ടുപോകാം? ഡിപ്പെൻഡന്റ് ആണെങ്കിൽ കൊണ്ടുപോകാം എന്നല്ലേ നമ്മൾ പഠിച്ചത്? ശരി, ഇനി നോക്കിയേ. ദ എക്സംഷൻ റെഫർഡ് ടു ഷാൽ നോട്ട് ബി അവൈലബിൾ ടു മോർ ദാൻ 2 സർവൈവിംഗ് ചിൽഡ്രൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ 1 ഒക്ടോബർ 1998. അതായത് ആക്ട് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഈ കുട്ടികൾ 1 ഒക്ടോബർ 1998 ശേഷം ഉണ്ടായ പിള്ളേരാണെങ്കിൽ ആ പിള്ളേരിൽ മാക്സിമം 2 കുട്ടികളെ കൊണ്ടുപോകുന്ന ട്രാവലിംഗ് കോസ്റ്റിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ഈ 1 ഒക്ടോബർ 1998 അന്ന് തൊട്ടിട്ട് റെസ്ട്രിക്ഷൻ വന്നത്? 1 ഒക്ടോബർ 1998 ശേഷം ജനിക്കുന്ന കുട്ടികളിൽ മാക്സിമം എത്ര പിള്ളേരെ കൊണ്ടുപോകുന്ന ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ എടുക്കാം? 2 കുട്ടികളെ കൊണ്ടുപോകുന്ന ട്രാവലിംഗ് കോസ്റ്റിന് മാത്രമേ നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? എക്സംഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഉദാഹരണം തരാം, എക്സാമ്പിൾ കേക്ക്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 8 പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചേ, 8 പിള്ളേർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 5 കുട്ടികൾ 1 ഒക്ടോബർ 1998 മുന്നേ ഉണ്ടായതാണ്, ബിഫോർ ഉണ്ടായതാണ്. ഓക്കെ, 3 കുട്ടികൾ 1 ഒക്ടോബർ 1998 അതിന് ശേഷമാണ്, ഓൺ ഓർ ആഫ്റ്റർ ഉണ്ടായതാണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 കുട്ടികൾ 1 ഒക്ടോബർ 1998 മുന്നേ, 3 കുട്ടികൾ 1 ഒക്ടോബർ 1998 ശേഷം ഉണ്ടായതാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇവരെല്ലാം കൊണ്ടാണ് എന്ത് പോയത്? ട്രിപ്പിന് പോയത്. അപ്പോൾ നിങ്ങളുടെ സ്പൗസ് 8 പിള്ളേർ, ഇപ്പൊ എത്ര പേര് പോയി ട്രിപ്പിന്? 10 പേരാണ് ട്രിപ്പിന് പോയത്, അല്ലേ? ഇവരുടെ മുഴുവൻ ട്രാവലിംഗ് കോസ്റ്റ് എംപ്ലോയർ റീംബേഴ്സ് ചെയ്തു. ഇതിൽ എത്ര പേരുടെ ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ എടുക്കാമെന്നാണ് ചോദ്യം. ആദ്യത്തെ പോയിന്റ്, ഈ നിങ്ങളുടെ ട്രാവലിംഗ് കോസ്റ്റിന് തീർച്ചയായിട്ടും എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. നിങ്ങളുടെ ഭാര്യയുടെ ട്രാവലിംഗ് കോസ്റ്റിന് തീർച്ചയായിട്ടും എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം.
ഈ 8 പേരിൽ 5 കുട്ടികളുടെ ട്രാവലിംഗ് കോസ്റ്റിന് തീർച്ചയായിട്ടും എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഈ 3 കുട്ടികളിൽ 2 കുട്ടികളുടെ ട്രാവലിംഗ് കോസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. കാരണം റെസ്ട്രിക്ഷൻ പറയുന്നത് 1 October 1998 ശേഷം ഉണ്ടാകുന്ന കുട്ടികളിൽ എത്ര പേരുണ്ടോ അവരിൽ മാക്സിമം 2 പേരുടെ ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ കിട്ടുമെന്നാണ് അല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞ 10 പേര് പോയിട്ടുണ്ടെങ്കിലും 9 പേരുടെ ട്രാവലിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. Are you with me? 1 October 1998 ശേഷം ഉണ്ടായ കുട്ടികൾ എത്രയാണോ അവരിൽ മാക്സിമം 2 കുട്ടികൾക്ക് ഉള്ള ട്രാവലിംഗ് കോസ്റ്റിനെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. Are you with me? Now, moving on. അടുത്ത എന്താ? Note 3. This restrictive sub-rule shall not apply in respect of children born before 1 October 1998. അതാ ഞാൻ പറഞ്ഞത് 98 ഒക്ടോബർ 1 മുന്നേ ജനിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ ആക്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് 5 കുട്ടികൾക്കും എടുക്കാമെന്ന് ഞാൻ പറയാൻ കാരണം. Are you all here? And also in case of multiple birth after first child. അതെന്താ സാധനം? കേക്ക്. അതായത് ഇപ്പൊ ഈ 3 കുട്ടികളല്ലേ ഇവിടെ 1 October 1998 ശേഷം ഉണ്ടായത് അല്ലേ? ആ 3 കുട്ടികളില് ആദ്യത്തെ കുട്ടി ഒരു സിംഗിൾ ചൈൽഡാണ്. രണ്ടാമത്തത് ട്വിൻസ് ആയിരുന്നു. ട്വിൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് 3 പേര് വന്നത്. ഒരെണ്ണം ഒരു സിംഗിൾ ബർത്തും ഉണ്ട്, 2 കുട്ടികൾ ട്വിൻസും ആയിട്ടുണ്ടായി. അപ്പൊ ശരിക്കും 3 പേരല്ലേ? ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ 3 പേരുടെയും ട്രാവലിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇപ്പൊ ട്രിപ്ലറ്റ്സ് ഉണ്ടായാലും അങ്ങനെ തന്നെയാണ്. അതായത് 1 October 1998 ശേഷം സിംഗിൾ ബർത്തിന് ശേഷം മൾട്ടിപ്പിൾ ബർത്ത് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ആ മൾട്ടിപ്പിൾ ബർത്തിലുള്ള കുട്ടികളുടെ എല്ലാം ട്രാവലിംഗ് കോസ്റ്റും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ആദ്യത്തെ മൾട്ടിപ്പിളോ ട്രിപ്ലറ്റ്സോ ആണെങ്കിൽ ഈ ബെനിഫിറ്റ് കിട്ടില്ല. അതിൽ 2 പേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രിപ്പിന് കൊണ്ടുപോയി എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ആക്ട് വളരെ ക്ലിയർ ആണ്. 1 October 1998 ശേഷം ഉണ്ടാകുന്ന കുട്ടികളിൽ ഫസ്റ്റ് ബർത്തിന് ശേഷം ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ ആണെങ്കിൽ എല്ലാവരുടെയും ട്രാവലിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ആദ്യമേ ഉണ്ടാകുന്നത് തന്നെ ട്രിപ്ലറ്റ്സോ അല്ലെങ്കിൽ എന്താണ് ട്വിൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിൽ 2 പേരുടെ ട്രാവലിംഗ് കോസ്റ്റിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുകയുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? Now, ഇനി അടുത്തത് എന്താ? Note 4. The value of leave travel concession provided to the High Court judge or Supreme Court judge and members of his family are completely exempted without any conditions. നിങ്ങളൊരു ഹൈക്കോടതി ജഡ്ജോ സുപ്രീം കോടതി ജഡ്ജോ ആണെങ്കിൽ നിങ്ങളുടെ ലീവ് ട്രാവൽ മുഴുവൻ നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. വേറെ കണ്ടീഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യം ഇല്ല. ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി ജഡ്ജസ് ഡസ് നോട്ട് ഹാവ് എനി കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ദ എക്സംഷൻ. ദേ കൻ ബ്ലൈൻഡ്ലി ക്ലെയിം ദ എക്സംഷൻ വിത്തൗട്ട് എനി ലിമിറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് എന്നാണ് ആക്ട് പറയുന്നത്. ആർ യു വിത്ത് മീ? അപ്പൊ ചുരുക്കം പറഞ്ഞ് ഇത്രയും പഠിച്ചതിനൊന്ന് സമപ്പ് ചെയ്യാം. നിങ്ങളുടെ എംപ്ലോയറെ സ്പോൺസർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഒരു ട്രിപ്പ് പോവുകയാണ് വിത്തിൻ ഇന്ത്യക്കകത്തോടെ നിങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഇന്ത്യക്കകത്ത് പോകാനായിട്ട് നിങ്ങൾ ഇൻകർ ചെയ്യുന്ന ട്രാവലിംഗ് കോസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയാലും നിങ്ങളുടെ പിള്ളേർ പോയാലും ഭാര്യ പോയാലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് പോയാലും ഒക്കെ നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇതിൽ പിള്ളേരുടെ എണ്ണത്തിൽ മാത്രം ഒരു ചെറിയ കുഴപ്പമുണ്ട്. 1 October 1998 ശേഷം ഉണ്ടാകുന്ന കുട്ടികൾ എത്രയാണോ അതിൽ 2 പേരെ നിങ്ങൾക്ക് എന്തിനു കൊണ്ടുപോകാൻ പറ്റുള്ളൂ? ട്രിപ്പിന് പോയി എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ട്രിപ്പിന് ഉണ്ടാക്കോ, പക്ഷെ എക്സംഷൻ എല്ലാവർക്കും കിട്ടൂല, 2 കുട്ടികൾക്കേ കിട്ടുള്ളൂ. ഇതും 1 October 1998 ശേഷം ഒരു ബർത്തിന് ശേഷം ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങൾക്ക് ട്രിപ്പിന് കൊണ്ടുപോയിട്ട് അവരുടെ എല്ലാം ട്രാവലിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. പിന്നെ ആക്ട് പറയുന്ന അടുത്ത കാര്യം, ഈ എക്സംഷൻ ക്ലെയിം ചെയ്യാന്ന് പറയുന്നത് ഫിക്സഡ് ബ്ലോക്ക് എന്ന് പറയുന്ന 4 കലണ്ടർ ഇയറിന്റെ ഒരു ബ്ലോക്കിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്ന 2 ജേണിക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫിക്സഡ് 4 കലണ്ടർ ഇയറിന്റെ ബ്ലോക്കിലുള്ള 2 ജേണിയും പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ കിട്ടുമെന്നല്ലേ നമ്മൾ പഠിച്ചത്? ട്രാവലിംഗ് കോസ്റ്റ് നിങ്ങൾ എത്ര ഇൻകർ ചെയ്താലും എക്സംഷൻ കിട്ടുമോ? ഇല്ല. അതിനും ചില ലിമിറ്റ് ആക്ട് പറയുന്നുണ്ട്. ലിമിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പഠിക്കാം. നോക്കിയേ. മോണിറ്ററി ലിമിറ്റ് ഓഫ് exemption shall be based on mode of journey performed and are as follows. നോക്കാം. Alright. അപ്പൊ നോക്കിയേ, ആക്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ മോണിറ്ററി ലിമിറ്റും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ജേർണി പെർഫോംഡ് ബൈ എയർ, നിങ്ങൾ ഫ്ലൈറ്റിനാണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം കൊച്ചി, നിങ്ങൾ ഡൽഹി ആയിരുന്നു നിങ്ങളുടെ ട്രിപ്പ്. നിങ്ങൾ ഡൽഹി പോയിട്ട്
റെഡ് ഫോർട്ട് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ കൊച്ചി ഡൽഹി ആയിരുന്നു നിങ്ങളുടെ ട്രിപ്പെങ്കിൽ നിങ്ങൾ പോയത് ഫ്ലൈറ്റിനാണെങ്കിൽ എത്ര നിങ്ങളുടെ എക്സംഷൻ? എമൗണ്ട് നോട്ട് എക്സീഡിങ് ദ എയർ എക്കോണമി ഫെയർ ഓഫ് ദ നാഷണൽ കാരിയർ. ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡിഗോയോ അല്ലെങ്കിൽ എയർ ഇന്ത്യയോ ഡൊമസ്റ്റിക് എയർ കാരിയറിന്റെ നിങ്ങളുടെ എയർ എക്കോണമി ഫെയർ, അതായത് നമ്മൾ എക്കോണമി ടിക്കറ്റിന്റെ ഫെയർ എത്രയാണോ, ഡൊമസ്റ്റിക് കാരിയേഴ്സിന് ഒറ്റ ടിക്കറ്റേ ഉണ്ടാവുള്ളൂ, എന്നാലും എക്കോണമി ക്ലാസിന്റെ ഫെയർ എത്രയാണോ ദാറ്റ് ഫെയർ ബൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. എന്ത് ഈ ഷോർട്ടസ്റ്റ് റൂട്ട്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ആദ്യം ചെന്നൈക്ക് പോയി, എന്നിട്ട് ചെന്നൈയിലൊന്ന് കറങ്ങി അവിടുന്ന് ഹൈദരാബാദിലേക്ക് പോയി, ഹൈദരാബാദിലൊന്ന് കറങ്ങി ഡൽഹിക്ക് പോയി, ഡൽഹിയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വന്നു. മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യം ഫ്ലൈറ്റ് എടുത്ത് എങ്ങോട്ട് പോയി? ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ കുറച്ച് ഒരു ദിവസം കറങ്ങിയിട്ട് പിന്നെ ഹൈദരാബാദിന് പോയി, അവിടെ ഒരു ദിവസം കറങ്ങിയിട്ട് പിന്നെ ഡൽഹിക്ക് പോയി, അവിടുന്ന് തിരിച്ച് കൊച്ചിക്ക് വന്നു. അപ്പൊ നിങ്ങളുടെ ഒറിജിൻ എവിടെ? തുടങ്ങിയത് കൊച്ചിന്നല്ലേ? ഫാർത്തസ്റ്റ് പോയിന്റ് ഏതാ? ഫാർത്തസ്റ്റ് പോയിന്റ് ഡൽഹിയാണ്. ഇവിടുന്ന് നേരെ ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കോസ്റ്റ് എത്രയോ അത് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് കൊച്ചി ചെന്നൈ, ചെന്നൈ ഹൈദരാബാദ്, ഹൈദരാബാദ് ഡൽഹി, ഡൽഹി കൊച്ചി, ഇതൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടാവും. പക്ഷെ എത്ര കിട്ടുള്ളൂ? ഡയറക്റ്റ് ഫ്രം കൊച്ചി ടു ഡൽഹി, ബാക്ക് ടു ഡൽഹി ടു ബാക്ക് ഫ്രം ഡൽഹി ടു കൊച്ചി. എത്രയാണോ എക്കോണമി ടിക്കറ്റ് ഫെയർ അതാണ് നിങ്ങളുടെ മാക്സിമം എക്സംഷൻ. ആർ യു വിത്ത് മീ? ഇപ്പൊ മൾട്ടിപ്പിൾ ജേർണീസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് റൂട്ടിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള കോസ്റ്റ് എത്രയോ അത് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. നോ, അപ്പൊ നിങ്ങൾ പോയത് ട്രെയിനിനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ പോയത് എങ്ങനെയാ? ട്രെയിനിനാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ പോയത് ട്രെയിനിനാണ് എന്ന് നമുക്ക് നോക്കാം. എനി അതർ മോഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ പോയത് മറ്റേ ബൈക്കിനാണ്, നിങ്ങൾ മറ്റേ റൈഡർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടുന്ന് നേരെ ചെന്നൈക്ക് വെച്ച് പിടിച്ചു, അവിടെ നിന്നുള്ള വെയിലെല്ലാം കൊണ്ട് ഹൈദരാബാദിന് വെച്ച് പിടിച്ചു, അവിടുന്ന് നിങ്ങൾ ഡൽഹിക്ക് വെച്ച് പിടിച്ചു, ഡൽഹിയിൽ നിന്ന് നിങ്ങൾ എവിടെ എത്തി? തിരിച്ച് കൊച്ചിയിലെത്തി. അപ്പൊ അങ്ങനെ നിങ്ങളൊരു പ്രോ റൈഡറാണ്. അങ്ങനെ പോയിട്ട് നിങ്ങൾ തിരിച്ച് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ പോയത് എങ്ങനെയാ? ബുള്ളറ്റിനാണ് പോയതെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും, മോനെ നീ എങ്ങനെയാ പോയത്? ഞാൻ ബുള്ളറ്റിനാ പോയത്. നീ ബുള്ളറ്റിനാ പോയതെന്ന് അവിടെ നിൽക്കട്ടെ, നീ പോയത് എങ്ങോട്ടാ? ഡൽഹിക്ക്. ഡൽഹിക്ക് ട്രെയിൻ സർവീസ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. വേർ റെയിൽ സർവീസസ് അവൈലബിൾ. നീ പോയത് എങ്ങനെയാണോ, ഡസന്റ് മാറ്റർ, നീ പോയ സ്ഥലത്തേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടെങ്കിൽ നിനക്ക് എത്ര മാക്സിമം എക്സംഷൻ ഉള്ളൂ? എമൗണ്ട് നോട്ട് എക്സീഡിങ് ദ എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ ബൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഇവിടുന്ന് നീ ട്രെയിനിന് ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ഫസ്റ്റ് ക്ലാസ് AC ഫെയർ എത്രയാണോ അതേ നിനക്ക് മാക്സിമം എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. നീ ബുള്ളറ്റിനോ കാറിനോ നടന്നോ ലോറിക്കോ എങ്ങനെ വേണമെങ്കിലും പൊക്കോ, വി ഡോണ്ട് കെയർ. ട്രെയിൻ കണക്ഷൻ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നടന്നു പോകാൻ പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. ട്രെയിൻ കണക്ഷൻ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ഡൽഹിക്ക് ട്രെയിനിൽ പോയി ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ട്രെയിനിൽ വരാനുള്ള ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ എത്രയാണോ അതാണ് മാക്സിമം എക്സംഷൻ. ആർ യു വിത്ത് മീ? അല്ല നിങ്ങൾ മറ്റേ ബുള്ളറ്റിന് പോയ പെട്രോളിന്റെ പൈസ റീംബേഴ്സ് ചെയ്തതിന് മുഴുവൻ നിങ്ങൾക്ക് എന്ത് കിട്ടൂല? എക്സംഷൻ കിട്ടൂല. അപ്പൊ നിങ്ങളെ കൊച്ചിന്ന് വയനാട്ടിലേക്കാണ് പോയതെന്ന് വിചാരിക്കാം. വയനാട്ടിലേക്കാണ് പോയത്, എന്നിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ റെയിൽ സർവീസ് ഉണ്ടോ വയനാട്ടിലേക്ക്? റെയിൽ സർവീസ് ഇല്ല. വയനാട്ടിലും ഇടുക്കിയിലും എന്തില്ല? ട്രെയിൻ സർവീസസ് ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ശരിക്കും പോയത് ബുള്ളറ്റിനാണ്. പോയത് എങ്ങനെ? ശരിക്കും ബുള്ളറ്റിന്. അപ്പൊ ട്രെയിൻ സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ചോദ്യം, അങ്ങോട്ടേക്ക് റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കണം. എന്തുണ്ടോ എന്ന് നോക്കണം? റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതെന്താ സാധനം? KSRTCയോ നമ്മുടെ ലൈസൻസ് ഉള്ള പെർമിറ്റ് ഉള്ള ലൈൻ ബസ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുക. മറ്റേ ഊബർ ഓടുന്നുണ്ടോ എന്നല്ല കേട്ടോ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എക്സംഷൻ എത്രയായിരിക്കും? എമൗണ്ട് നോട്ട് എക്സീഡിങ് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഡീലക്സ് ക്ലാസ് ഫെയർ ഓൺ സച്ച് ട്രാൻസ്പോർട്ട് ബൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഇവിടുന്ന് ബസ്സിൽ അവിടെ പോയിട്ട് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് കോസ്റ്റ് എത്രയാണോ അതാണ് നിങ്ങളുടെ മാക്സിമം എക്സംഷൻ, നോട്ട് മോർ ദാൻ ദാറ്റ്. ഇപ്പൊ ബുള്ളറ്റിന് പോയിട്ടേ തിരിച്ചു വരുന്ന ആ പെട്രോൾ കോസ്റ്റിന് മുഴുവൻ എക്സംഷൻ കിട്ടുമോ? കിട്ടൂല. എടാ നീ KSRTC ബസ്സിൽ പോകും, എന്നിട്ട് തിരിച്ചു പോവാ, ആ ടിക്കറ്റ് കോസ്റ്റ് എത്രയാണോ അതാണ് നിന്റെ മാക്സിമം എക്സംഷൻ, നോട്ട് മോർ ദാൻ ദാറ്റ്. ആർ യു വിത്ത് മീ? ഇനി അടുത്തൊരു പ്രശ്നം, അങ്ങോട്ടേക്ക് റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലെന്ന് വിചാരിക്കാം. നിങ്ങൾ പോയ സ്ഥലത്തേക്ക് ബസ്സും ഇല്ല, ഒന്നുമില്ല. നിങ്ങളൊരു ഏതൊരു കുന്നിന്റെ മുകളിലേക്കാണ് നിങ്ങൾ ബുള്ളറ്റിന് പോയതെന്ന് വിചാരിക്കാം. ഓഫ് റോഡ് ട്രിപ്പായിരുന്നു. അപ്പൊ കുന്നിന്റെ മുകളിലേക്ക് പോയി, അങ്ങോട്ടേക്ക് എന്തില്ല? ട്രെയിൻ സിസ്റ്റം ഇല്ല, റെയിൽ സിസ്റ്റം ഇല്ല. അങ്ങനെയാണെങ്കിലോ റെയിൽ സിസ്റ്റം ഇല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല. എന്ത് ചെയ്യണം? അത് ഏറ്റവും രസം. amount equivalent to the air conditioned first class rail fare for the distance of the journey performed by the shortest route as if the journey has been performed by rail. എന്തുകൊണ്ട് എഴുതി വെച്ചേക്കുന്നു? ഒന്നുകൂടെ വായിച്ചേ. amount equivalent to the
എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ ഫോർ ദ ഡിസ്റ്റൻസ് ഓഫ് ജേർണി by the shortest route as if the journey has been performed by rail. What does that mean? ഇവിടുന്ന് നേരെ കുന്നിന്റെ മുകളിലേക്ക് ട്രെയിനിന് പോയിട്ട് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് കോസ്റ്റ് എത്രയോ അത്രയും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ബട്ട് ദർ ഇസ് എ പ്രോബ്ലം. എക്സാമിന് ടിക്കറ്റ് കോസ്റ്റ് തരും. പ്രാക്ടിക്കലി ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദാറ്റ്? അത് ഡിസ്റ്റൻസും കിലോമീറ്ററും അനുസരിച്ച് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഓരോ ട്രെയിനിനും ഓരോ കോസ്റ്റാണ്. ഇപ്പോൾ വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് റേറ്റ് അല്ല ജനശതാബ്ദിക്ക്, ജനശതാബ്ദിയുടെ ടിക്കറ്റ് റേറ്റ് അല്ല ഗരീബ് രഥിന്, ഗരീബ് രഥിന്റെ ടിക്കറ്റ് റേറ്റ് അല്ല ചെന്നൈ എക്സ്പ്രസിന്. അപ്പൊ കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ ഏതാണെന്ന് നോക്കുക. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ സ്റ്റേഷൻ ഏതാണെന്ന് നോക്കുക. അങ്ങോട്ടേക്കുള്ള ട്രെയിനിന്റെ ടിക്കറ്റ് കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാം? ഇക്വേറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണ്. തിയററ്റിക്കലി ആ റേറ്റ് എത്രയാണോ അത് നിങ്ങളുടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ അവർ തരും. നിങ്ങൾ മറ്റേ ടിക്കറ്റ് കോസ്റ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ദാറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ എക്സാമിനേഷൻ. പ്രാക്ടിക്കലി വാട്ട് വി ഡു ഇസ് നിയറസ്റ്റ് സ്റ്റേഷന്റെ അങ്ങോട്ടേക്കുള്ള ആ ഏതാണ്ട് ടൈമിങ്ങിനെ മാച്ച് ചെയ്യുന്ന ട്രെയിനിന്റെ ടിക്കറ്റ് കോസ്റ്റ് എത്രയാണോ അതായിരിക്കും നമ്മൾ എന്തായിട്ട് ഇടുക? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുക. ആർ യു വിത്ത് മീ? അപ്പോൾ പോയിന്റ് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ പോയത് ഫ്ലൈറ്റിനാണെങ്കിൽ എക്കോണമി ക്ലാസ്, ഫ്ലൈറ്റിനല്ല പോയ സ്ഥലത്തേക്ക് ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനിന്റെ ടിക്കറ്റ് കോസ്റ്റ്. ഇനി ട്രെയിൻ ഇല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ടിക്കറ്റ് കോസ്റ്റ്. ട്രെയിനും ഇല്ല പബ്ലിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ട്രെയിനിനായിരുന്നു പോയതെങ്കിൽ എത്ര ടിക്കറ്റ് കോസ്റ്റ് വരുമായിരുന്നു അതേ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റുള്ളൂ? എക്സംഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വേറെ സെക്ഷൻ 10 സബ്സെക്ഷൻ 5 ആണ്. ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ആയോ? രണ്ട് ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യാം. ചെറിയ കുട്ടി ക്വസ്റ്റ്യന് ഈ കോൺസെപ്റ്റ് ഒന്ന് തറവാക്കാനായിട്ട് രണ്ട് കുട്ടി ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കതങ്ങ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ചെറിയ ഒരു ബ്രേക്ക് എടുക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്തേ. 12 ഈസി ക്വസ്റ്റ്യൻ, ഭയങ്കര എളുപ്പമാണ് ക്വസ്റ്റ്യൻ. 12ന് 2 പാർട്ട് ഉണ്ട്. ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ അതിന്റെ താഴെ കിടപ്പുണ്ട്, അതുകൂടെ വായിച്ചിട്ട് ആൻസർ ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ചെയ്യാം. എന്താ അവര് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. മിസ്റ്റർ ഡി went on holiday on 25/12/2025 to Delhi with his wife and 3 children, one son aged 5 years and twin daughters aged 2 years. They went by flight. Flight നാണ് പോയത്. The total cost of tickets reimbursed by his employer was 60,000. Ticket cost reimburse ചെയ്ത് 60,000 ആണെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? Now 45,000 for the adults and 15,000 for 3 minor children. Compute the amount of leave travel concession exempted എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് നോക്കാം എങ്ങനെയാണ് റീഇംബേഴ്സ്മെന്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ആരൊക്കെ ട്രിപ്പിന് പോയത്? ട്രിപ്പിന് പോയത് ആരൊക്കെ? അപ്പോ മിസ്റ്റർ ഡി, അയാളുടെ സ്പൗസ്, 3 പിള്ളേരും അല്ലേ? 3 പിള്ളേരുടെ പ്രായമുണ്ട്. ഒരു മോനുണ്ട് 5 വയസ്സ്, പിന്നെ ട്വിൻസ് ആണ് 2 വയസ്സ്. അപ്പോൾ ഫസ്റ്റ് ബോൺ ആരാ? മോനല്ലേ? പിന്നെയല്ലേ ട്വിൻസ് ഉണ്ടായത്. അപ്പോ ഈ അഡൽസ് 2 പേർക്ക് കൂടെ പോകാൻ 45,000 ആണ് ടിക്കറ്റ് കോസ്റ്റ് അല്ലേ? പിള്ളേർക്ക് 3 പേർക്ക് കൂടെ പോകാൻ 15,000 ആണ് ടിക്കറ്റ് കോസ്റ്റ് ആയത്. അങ്ങനെ മൊത്തം എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? 60,000 രൂപ കോസ്റ്റ് ആയിട്ടില്ലേ? എക്സംഷൻ എത്രയ്ക്ക് കിട്ടും? ഫുൾ 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. അതെന്തുകൊണ്ടാ? 3 കുട്ടികൾ ഉണ്ടെങ്കിലും അവർ 3 പേരും 1 ഒക്ടോബർ 1998 ശേഷമാണെങ്കിലും ഫസ്റ്റ് ബോണിന് ശേഷമല്ലേ ട്വിൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 പേരുടെയും ട്രാവലിംഗ് കോസ്റ്റിന് മുഴുവൻ എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ക്ലിയർ അല്ലേ? അത് അതിന് തൊട്ടുതാഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ദി അബവ് ഇല്ലുസ്ട്രേഷൻ 10 അല്ലാട്ടോ 12 ആണ്, നമ്പറിംഗ് എറർ ഉണ്ട്, കുഴപ്പമില്ല. അബവ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ. Will there be any difference in the will there any difference in if among his 3 children twins were 5-year-old and son 3-year-old? Discuss. Twins 5-year-old ആണെങ്കിൽ ആദ്യം ഉണ്ടായത് ട്വിൻസ് അല്ലേ, പിന്നല്ലേ സൺ ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ ആൻസറിൽ വ്യത്യാസം വരുമോ? വരും. അഡൽട്ടിന് 45,000 രൂപ കുഴപ്പമില്ല. ആ പിള്ളേരുടെ മൊത്തം 15,000-ൽ എത്രയ്ക്കേ കിട്ടുള്ളൂ? 10,000-ലല്ലേ കിട്ടുള്ളൂ. ഓരോ കുട്ടിക്കും 5,000 വീതമാണ് വന്നിരിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് അതിൽ അപ്പൊ മൊത്തം എത്ര എക്സംഷൻ കിട്ടും? 55,000-ലല്ലേ എക്സംഷൻ കിട്ടുള്ളൂ അല്ലേ? 60,000-ൽ 55,000 എക്സംഷൻ കിട്ടും. ബാക്കിയുള്ള 5,000 നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ പെർക്ക് ആയിരിക്കും. ടാക്സബിൾ പെർക്വിസിറ്റ്. ക്ലിയർ ആണോ? അപ്പൊ ഓർത്ത് വെക്കണം, ആദ്യം ഉണ്ടാകുന്നത് ട്വിൻസ് ആണ്, പിന്നീടാണ് സിംഗിൾ ബർത്ത് ഉണ്ടാകുന്നതെങ്കിൽ 3 പേരെ 3ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിൽ 2 പേരുടെ ട്രാവലിംഗ് കോസ്റ്റിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. എന്നാൽ മറിച്ച് ആദ്യം ഉണ്ടായത് സിംഗിൾ ബർത്ത്, അതിനുശേഷമാണ് ട്വിൻസോ ട്രിപ്ലറ്റ്സോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് അവരെ എല്ലാം കൊണ്ടുപോയി അവരുടെ എല്ലാം ട്രാവലിംഗ് കോസ്റ്റിന് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം.
ക്ലിയർ അല്ലേ പറഞ്ഞത്? ദാറ്റ്സ് ഇറ്റ്. വേറെ വലിയ ഭീകരതയൊന്നും ഇതിൻ്റെ അകത്തില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒരു വലിയ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും കേട്ടോ ഇത്. ഇങ്ങനെ ഒരു ചെറിയ ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ ഒരിക്കലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യരുത്. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻ തരാം. ഈ പെർക്കം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈസൻസാണ്. ഒട്ടുമിക്ക എല്ലാ കമ്പോണന്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കമ്പോണന്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ക്വസ്റ്റ്യൻസ് ഞാൻ 1-2 ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചോദിക്കുക. നമ്മൾ പല പല സ്ഥലങ്ങളിലായിട്ട് ചെയ്ത ചെറിയ ചെറിയ പ്രോബ്ലം എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വരും. അങ്ങനെ ആയിരിക്കും ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ഉണ്ടായി വരുന്നത്. നമുക്കത് അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. സോ ഫ്രണ്ട്സ്, അടുത്ത ടോപ്പിക്ക് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ലീവ് ട്രാവൽ കൺസെഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഇസ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ പ്രത്യേകത. ചില എക്സംഷൻസ് ആണ് കേട്ടോ. നമ്മൾ 10 സബ്സെക്ഷൻ 5 എക്സംഷൻ അല്ലേ പഠിച്ചേ. ഇവിടെ നമ്മളൊരു എക്സംഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. താഴെ പറയുന്ന മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണ്ട, പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട. ദ മെഡിക്കൽ ഫെസിലിറ്റീസ് വിച്ച് വി ആർ അബൌട്ട് ടു ഡിസ്കസ് is not considered as taxable perquisites. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ തിരിച്ചു വരാൻ ടോപ്പിക്കിലേക്ക്. മെഡിക്കൽ ഫെസിലിറ്റീസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോളോയിങ് വിൽ നോട്ട് എമൗണ്ട് ടു പെർക്വിസിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ താഴെ പറയുന്ന ഫെസിലിറ്റീസ് ഒന്നും നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണ്ട, പെർക്കായിട്ട് ട്രീറ്റ് ചെയ്യണ്ട. ശ്രദ്ധിക്കുന്നുണ്ടോ? താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ പെർക്വിസിറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട, വാല്യൂ ചെയ്യണ്ട. ഒന്നാമത്തെ പോയിന്റ് എന്താ വായിച്ചേ? വാല്യൂ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ എനി ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ബൈ ദ എംപ്ലോയർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ എത്രയേ ഉള്ളൂ. എംപ്ലോയർക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെല്ലാം അവിടെ എന്താണ്? ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. ഒരു അസുഖം വന്ന് നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ തന്നെ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യാം? അണ്ടർഗോ ചെയ്യാം. മൈ ക്വസ്റ്റ്യൻ ഇസ്, എംപ്ലോയിക്ക് ഇവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. എന്താ അത്? പുറത്തൊരു ഹോസ്പിറ്റലിൽ പോയാൽ ബില്ല് കൊടുക്കണം. സ്വന്തം എംപ്ലോയറിന്റെ സ്വന്തം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബില്ല് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലേ? അത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ബെനിഫിറ്റ് അല്ലേ? അപ്പൊ ശരിക്കും അതൊരു പെർക്വിസിറ്റ് ആയിട്ട് വാല്യൂ ചെയ്യേണ്ടതല്ലേ? പക്ഷെ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയുന്നത്? ദ വാല്യൂ ഓഫ് എനി മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ടു an employee or any member of his family in any hospital maintained by the employer will not amount to perquisite. നിങ്ങൾ അത് താഴെ പറയുന്ന സാധനങ്ങളൊന്നും പെർക്വിസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. എംപ്ലോയറിന്റെ സ്വന്തം ഹോസ്പിറ്റലിൽ എംപ്ലോയി ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് വരുന്ന മൊത്തം ചെലവും എംപ്ലോയിയുടെ കയ്യിൽ പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈവൻ ദോ ഹി ഈസ് ഗെറ്റിംഗ് എ പേഴ്സണൽ ബെനിഫിറ്റ്, നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വിസിറ്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? ആണോ? പോയിന്റ് നമ്പർ 2, റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആക്ച്വലി ഇൻകർഡ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വന്ന ചെലവുകൾ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്താൽ, നോക്കിയാൽ അതിലെ ഫസ്റ്റ് പോയിന്റ്, ഇഫ് മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകർഡ് ബൈ ദ എംപ്ലോയി ഫോർ ഹിസ് ട്രീറ്റ്മെന്റ് or treatment of any member of his family in any hospital maintained by government or local authority or any other hospital approved by the government. അതായത് ഇപ്പോൾ എംപ്ലോയി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോയി. എംപ്ലോയി അവിടെ പോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോയി. ഒരു സർജറി വേണ്ടി വന്നു. ഒരു 20,000 rupees അവിടെ ചെലവായി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ഫുൾ ഫ്രീ ഒന്നുമല്ല. ചിലപ്പോൾ ചില ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ നിങ്ങൾ അവിടെ പേ ചെയ്യേണ്ടി വരും. ഒരു 20,000 രൂപ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയത് കാരണം സർജറിക്ക് ചെലവായി. ആ 20,000 രൂപ എംപ്ലോയർ എന്ത് ചെയ്തു? റീംബേഴ്സ് ചെയ്തു. എംപ്ലോയർ എന്ത് ചെയ്തു? 20,000 rupees റീംബേഴ്സ് ചെയ്തു. എംപ്ലോയിക്ക് പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ നത്തിങ് ഷാൽ ബി ടാക്സബിൾ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നത് കാരണം എന്തെങ്കിലും വന്ന എമൗണ്ട് എംപ്ലോയർ റീംബേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എംപ്ലോയുടെ കയ്യിൽ ഒരിക്കലും ഒരു ടാക്സബിൾ പെർക്കാക്കേണ്ട ആവശ്യം ഇല്ല. അതും നിങ്ങൾ ഒരിക്കലും എംപ്ലോയുടെ കയ്യിൽ ടാക്സ് ചെയ്യേണ്ടെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. നൗ അടുത്തെന്താ? ഇൻ റെസ്പെക്ട് ഓഫ് പ്രിസ്ക്രൈബ് ഡിസീസസ് including illness related to COVID-19 or ailments in a hospital approved by the Principal Chief Commissioner or Chief Commissioner of Income Tax. നിങ്ങളെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിനാണ് ട്രീറ്റ്മെന്റിന് പോയത്. ലൈക്ക് പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനൊരു ഷെഡ്യൂൾ തന്നെയുണ്ട്. ഒന്നും നമുക്ക് പഠിക്കാനില്ല. സേ ഫോർ എക്സാമ്പിൾ ക്യാൻസർ, ട്യൂമർ പോലുള്ള കുറെ നോട്ടിഫൈഡ് അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസിലാണ് നിങ്ങൾ ട്രീറ്റ്മെന്റിന് പോകുന്നതെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കോസ്റ്റ് മുഴുവൻ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിലും ഒന്നും പെർക്കായിട്ട് എന്ത് ചെയ്യണ്ട? ടാക്സ് ചെയ്യണ്ട. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ?
അപ്പോൾ ഓർത്ത് വെക്കണേ, രണ്ട് മെയിൻ കാര്യങ്ങളാണ് അവന്മാരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന്, ഗവൺമെന്റ് ഹോസ്പിറ്റലോ ലോക്കൽ അതോറിറ്റി ഹോസ്പിറ്റലോ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് പോകുന്നുണ്ട്, അതിനെന്തെങ്കിലും ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയർ റീംബേഴ്സ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് എംപ്ലോയിയുടെ കയ്യിൽ പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ട. രണ്ട്, പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ എന്തിനു പോവാണ്? പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിന് ട്രീറ്റ്മെന്റിന് പോവാണ്. എന്തിനാ പോകുന്നത്? പ്രിസ്ക്രൈബ് ഡിസീസസ്, നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസീസസിന് നിങ്ങൾ ആ ഹോസ്പിറ്റൽസിൽ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുള്ള ചെലവുകൾ എംപ്ലോയർ റീബേഴ്സ് ചെയ്യുന്നതും നിങ്ങൾ പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യണ്ട. ക്ലിയർ അല്ലേ പറഞ്ഞ രണ്ട് പോയിന്റും? രണ്ടും ഒന്ന് ഓർത്തിരിക്കണേ, രണ്ടും നിങ്ങൾ പെർക്കായിട്ട്, ഇത് മുഴുവൻ ഈ ലിസ്റ്റ് മുഴുവൻ അതാട്ടോ, പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ട എന്ന് പറയുന്ന ലിസ്റ്റാണ്. അടുത്ത എന്താന്ന് നോക്കിയേ, പ്രീമിയം പെയ്ഡ് ടു ദി ഇഫക്റ്റ് ആൻഡ് ഇൻഷുറൻസ് ഓൺ ദ ഹെൽത്ത് ഓഫ് എംപ്ലോയി. അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി എന്തെടുത്തു? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക. എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി എന്തെടുത്തു? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക. അതിന് പ്രീമിയം ആരാ അടിക്കുന്നത്? എംപ്ലോയർ ആണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ തന്നെ എടുക്കേണ്ട ഹെൽത്ത് ഇൻഷുറൻസ് ആരെടുത്തു? എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി എടുത്തു. അതിന് പ്രീമിയം മുഴുവൻ പേ ചെയ്യുന്നത് എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലേ? വാട്ട് ഇസ് ദാറ്റ് ബെനിഫിറ്റ്? എന്താ കിട്ടുന്ന ബെനിഫിറ്റ്? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകേണ്ട പ്രീമിയം അല്ലായിരുന്നോ അത്? അത് ആരുടെ പോക്കറ്റിൽ നിന്നാണ് പോയത്? എംപ്ലോയറിന്റെ പോക്കറ്റിൽ നിന്നല്ലേ പോയത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ദ ആൻസർ ഇസ് യെസ്. പക്ഷെ നിങ്ങൾ പെർക്വസിറ്റ് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താന്ന് നോക്കിയേ, എനി പ്രീമിയം പെയ്ഡ് ഓർ റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റിലേഷൻ ടു ആൻ എംപ്ലോയി ടു ഇഫക്റ്റ് ആൻ ഇൻഷുറൻസ് ഓൺ ദ ഹെൽത്ത് ഓഫ് എംപ്ലോയി or insurance scheme should be approved by central government or IRDA. Central government or Insurance Regulatory Development Authority or IRDA means Insurance Regulatory Development Authority. ഇൻഷുറൻസുകളെ നമ്മളിപ്പോൾ ബാങ്കുകളെ RBI എന്ന് പറയുന്ന പോലെ ഇൻഷുറൻസുകളെ മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ആരാണ്? IRDA ആണ് ഇന്ത്യയിൽ. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയും. അപ്പൊ അവരോ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസുകളായിരിക്കണം കേട്ടോ. ഇനി ഇന്ത്യയിലെ IRDA അപ്രൂവൽ ഇല്ലാതെ നമുക്ക് ഇൻഷുറൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല? റൺ ചെയ്യാൻ പറ്റില്ല. എല്ലാ ഇൻഷുറൻസ് കമ്പനിയും ഹാവ് ടു ടേക്ക് ആൻ അപ്രൂവൽ ഫ്രം IRDA. ഇനി കഷ്ടകാലത്തിന് അങ്ങനെ എക്സാമിൽ അവർ പറയാ നോട്ട് IRDA അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല, ഫുള്ള് ടാക്സബിൾ ആക്കിക്കോണം. ടെക്നിക്കലി അത് പോസിബിൾ അല്ല. IRDA അപ്രൂവൽ ഇല്ലാതെ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും ഇന്ത്യയിൽ റൺ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. ഇനി എക്സാം ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. സോ എനി പ്രീമിയം പെയ്ഡ് ഓർ റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ in relation to an employee to the effect and insurance on the health of the employee. എംപ്ലോയിയുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യോ അല്ലെങ്കിൽ ഡയറക്റ്റോ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഒരിക്കലും എംപ്ലോയിയുടെ കയ്യിൽ പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട. എൻ്റെ അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വായിച്ചേ, എൻ്റെ ഒപ്പം വായിക്കണം. എന്താ അത്? എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? നിങ്ങളെ ഇന്ത്യക്ക് പുറത്ത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അതിന് പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ യു എസിൽ ഒരു ഫേമസ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പോകുന്നതെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ യു എസിലേക്ക് നിങ്ങൾ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു അസുഖമുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇത്രയും പുറത്തേക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ആയത് കാരണം കൂടെ ആരുണ്ടാവും? ഒരു അറ്റൻഡന്റ് ഉണ്ടാവും. അറ്റൻഡന്റ് എന്ന് വെച്ചാൽ ഒരു നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും ഒരാൾ കൂടെ വരും. അപ്പൊ നിങ്ങൾ ഈ പുറത്താണ് ട്രീറ്റ്മെന്റിന് പോകുന്നതെങ്കിൽ എന്തൊക്കെ ചെലവ് വരും? എബ്രോഡാണ് നിങ്ങൾ ട്രീറ്റ്മെന്റിന് പോകുന്നതെങ്കിൽ എന്തൊക്കെ കോസ്റ്റ് വരും? ഫ്ലൈറ്റ് ടിക്കറ്റ് വരും അല്ലേ? ദെൻ മെഡിക്കൽ എക്സ്പെൻസസ് വരും, അവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലുകൾ വരും. പിന്നെ എന്ത് വരും? അക്കോമഡേഷൻ, സ്റ്റേ അബ്രോഡും വരും അല്ലേ? ഇത് മുഴുവൻ എംപ്ലോയർ എന്ത് ചെയ്തിട്ടുണ്ട്? റീബേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം, സബ്ജക്ട് ടു കണ്ടീഷൻസ്. കണ്ടീഷൻസ് നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്പർ 1 വായിച്ചേ. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ എബ്രോഡ് ഇൻകർഡ് ഫോർ എംപ്ലോയി ഓർ മെമ്പർ ഓഫ് family paid or reimbursed by the employer is exempted to the extent permitted by RBI. ഇന്ത്യക്ക് പുറത്ത് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ നിങ്ങൾ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് എന്ത് ലിമിറ്റ് ആണോ ഇടുന്നത് ആ ലിമിറ്റ് വരെയുള്ള എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മൾ LRS എന്ന് പറയും, ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം. ഫെമ ഉള്ള ടോപ്പിക്കാണ്, ലോയിലുള്ളൊരു ടോപ്പിക്കാണ്. ഇത്ര ഓർത്താൽ മതി. നിങ്ങൾ ഇന്ത്യയുടെ പുറത്തേക്ക് ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ആ ട്രീറ്റ്മെന്റിന്റെ ചെലവ് എത്രയാണോ അതിൽ എത്രയാണോ RBI പെർമിറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും എമൗണ്ടിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. എന്താണ് ഈ RBIയുടെ പെർമിറ്റ്? ദാറ്റ് ഇസ് അണ്ടർ LRS. ഫെമയിലാണ് നിങ്ങൾ പഠിക്കുക. എന്താ ഫെമ?
ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999. അതാണ് RBI ലിമിറ്റ് പറയുന്ന ഫെമ പ്രകാരമാണ്. ഇൻകം ടാക്സിൽ നമുക്കത് പഠിക്കാനില്ല. അതുകൊണ്ട് RBI ലിമിറ്റ് ചെയ്തിട്ടുള്ള അത്ര എമൗണ്ടിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം എന്ന് ഓർത്ത് വെക്കുക. ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ്? അടുത്ത പോയിന്റ് എന്താ നോക്കിയേ. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കിയേ. കോസ്റ്റ് ഓഫ് സ്റ്റേ അബ്രോഡ്. ഇന്ത്യക്ക് പുറത്തേക്കുള്ള മെഡിക്കൽ എക്സ്പെൻഡിച്ചർ മാത്രമല്ല, കോസ്റ്റ് ഓഫ് സ്റ്റേ അബ്രോഡ് ഓഫ് ദ പേഷ്യന്റ് ആൻഡ് വൺ അറ്റൻഡന്റ് exempted to the extent permitted by RBI. ഈ പുറത്തുള്ള സ്റ്റേ ഇല്ലേ, അവിടെ നിങ്ങളൊരു വീട് എടുത്തിട്ടാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കുക, അവിടെ കോസ്റ്റ് ഓഫ് സ്റ്റേ അബ്രോഡ് വരില്ലേ? അതിനുള്ള ചെലവ് റീഇംബേഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. പിന്നെ കോസ്റ്റ് ഓഫ് സ്റ്റേ അബ്രോഡ് വരുമ്പോൾ നിങ്ങളുടെ അറ്റൻഡന്റിന്റെയും കോസ്റ്റ് ഓഫ് സ്റ്റേ അബ്രോഡിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ദെൻ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്? കോസ്റ്റ് ഓഫ് ട്രാവൽ. പേഷ്യന്റിന്റെ ആ കെയർ ടേക്കറിന്റെ ട്രാവലിംഗ് കോസ്റ്റ് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ അവിടെ ഒരൊറ്റ കാര്യമുണ്ട്, ശ്രദ്ധിച്ചേ. അവിടെ ഈ എക്സംഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയായിരിക്കണം? ഡസ് നോട്ട് എക്സീഡ് 2 lakh. ഒന്നുകൂടെ വായിച്ച ആ പോയിന്റ് എന്റെ ഒപ്പം വായിക്കണം. വായിച്ചേ. കോസ്റ്റ് ഓഫ് ട്രാവൽ, ദാറ്റ് ഇസ് പേഷ്യന്റ് പ്ലസ് 1 attendant or a caretaker, whatever it is, exempted only when the gross total income of the employee excluding this, that is the cost of travel, perquisite, does not exceed 2 lakh. നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകമേ 2 ലക്ഷം രൂപയോ അതിൽ താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തിന് എക്സംഷൻ കിട്ടുള്ളൂ? കോസ്റ്റ് ഓഫ് ട്രാവൽ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തതിന് എക്സംഷൻ കിട്ടുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷം എന്ന് പറഞ്ഞാൽ അവന്റെ സാലറി വളരെ കുറവല്ലേ? അപ്പോൾ എന്താ ഗ്രോസ് ടോട്ടൽ ഇൻകം? സാലറി പ്ലസ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം പ്ലസ് PGBPയിൽ ഇൻകം പ്ലസ് ക്യാപിറ്റൽ ഗെയിനിൽ ഇൻകം പ്ലസ് IFOസിൽ ഇൻകം. 5 ഹെഡിൽ ഇൻകം കൂടെ കൂട്ടുന്ന ഫിഗറിനല്ലേ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാ, അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരുത്തന്റെ ഇൻകം 2 ലക്ഷത്തിൽ താഴെ എന്ന് പറഞ്ഞാൽ അവൻ ചുരുക്കം പറഞ്ഞ ആ കമ്പനിയിലെ വളരെ ലോ ഗ്രേഡിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, അല്ലേ? അങ്ങനെ ഒരാളെ ഫോറിൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏതെങ്കിലും എംപ്ലോയർ സ്പോൺസർ ചെയ്ത് വിടുവോ? ചാൻസസ് ആർ വെരി ലെസ്. ബട്ട് ഒരു കമ്പനിയിലെ ടോപ്പ് ലെവൽ എംപ്ലോയി ഒക്കെയാണ്, അയാൾക്ക് എന്തെങ്കിലും പറ്റിയ കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും എന്നൊക്കെ തോന്നിയാൽ ചിലപ്പോ എന്ത് ചെയ്യാം? വിട്ടേക്കാം, അല്ലേ? അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷത്തിൽ താഴെ എന്ന് പറയുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു കേസ് വരാൻ തന്നെയുള്ള ചാൻസ് വളരെ കുറവാണ്. ആർ യു ഓൾ വിത്ത് മീ? അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക. പക്ഷെ അവർ കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് യുവർ GTI ഷുഡ് നോട്ട് എക്സീഡ് 2 lakh. GTI ഒരിക്കലും 2 ലക്ഷം കടന്നു പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആർ യു വിത്ത് മീ? അപ്പോ ഏതൊക്കെ കോസ്റ്റുകൾക്ക് അവസാനത്തെ എലമെന്റിൽ എക്സംഷൻ കിട്ടും? ഏതൊക്കെ കോസ്റ്റുകൾക്ക് കിട്ടും? നമ്പർ 1 എബ്രോഡുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്. 2 സ്റ്റേ അബ്രോഡ്. സ്റ്റേ അബ്രോഡ് കിട്ടുമ്പോൾ നിങ്ങളുടെയും കിട്ടും, കൂടെ ഉള്ള വരുന്നവരുടെയും കിട്ടും. 3 ടിക്കറ്റ്. ടിക്കറ്റിന് എക്സംഷൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര കുറവായിരിക്കണം? 2 അതിൽ താഴെയോ ആയിരിക്കണം. 2 കൂടാൻ പാടില്ല. ടിക്കറ്റിന് മാത്രം കേട്ടോ. മെഡിക്കൽ എക്സ്പെൻഡിച്ചറും സ്റ്റേ അബ്രോഡും എന്തായാലും എക്സംപ്റ്റഡാ. ടിക്കറ്റിന് എക്സംഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ GTI എത്ര കുറവായിരിക്കണം? 2 അതിൽ താഴെയോ ആയിരിക്കണം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇനി നിങ്ങൾ ഇപ്പം എംപ്ലോയിക്ക് തന്നെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പർക്കോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ആരാ ഫാമിലി മെമ്പർ? സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് വരാം. പക്ഷെ അവർ എന്തായിരിക്കണം? അവര് നിങ്ങൾ ഡിപ്പെൻഡന്റ് ആയിരിക്കണം. ആർ യു ഓൾ ഹിയർ? അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച ഈ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി എന്താ? നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. വാട്ട് ഇസ് ദിസ്? താഴെ പറയുന്ന 1, 2, 3, 4 ഈ 4 കേസുകളിൽ നിങ്ങൾ എംപ്ലോയിക്ക് പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ട എന്നല്ലേ നമ്മൾ കണ്ടത്? ഏതൊക്കെ 4 എണ്ണം? നമ്പർ 1 ഫസ്റ്റ് വൺ എന്താ? എംപ്ലോയറിന്റെ സ്വന്തം ഹോസ്പിറ്റലിൽ എംപ്ലോയിക്കോ ഫാമിലി മെമ്പേഴ്സിനോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെർക്ക് വാല്യൂ ചെയ്യണ്ട. 2 ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എംപ്ലോയിക്കോ എംപ്ലോയിയുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനോ ഫാമിലി മെമ്പേഴ്സിനോ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് കോസ്റ്റ് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ട. പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിന് എവിടെ ഇൻകം ടാക്സ് കമ്മീഷണർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് ഇൻകർ ചെയ്തതിന്റെ കോസ്റ്റ് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പെർക്ക് വാല്യൂ ചെയ്യണ്ട. അടുത്തത് എംപ്ലോയിയുടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് എംപ്ലോയർ ആണെങ്കിൽ ആ പ്രീമിയവും നിങ്ങൾ ഒരിക്കലും പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ട. എംപ്ലോയിക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പർക്ക് ഇന്ത്യയുടെ പുറത്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ആ പുറത്തുള്ള മെഡിക്കൽ എക്സ്പെൻഡിച്ചർ റീഇംബേഴ്സ് ചെയ്യുന്നതും അവിടുത്തെ സ്റ്റേ അബ്രോഡും ഒരിക്കലും പെർക്കായിട്ട് നിങ്ങൾ വാല്യൂ ചെയ്യണ്ട. ഫൈനലി ടിക്കറ്റ് കോസ്റ്റിന് നിങ്ങൾക്ക് എക്സംഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിയുടെ GTI എത്രയോ താഴെ ആയിരിക്കണം? 2 lakhs അതിൽ താഴെ ആയിരിക്കണം.
പറഞ്ഞത് മനസ്സിലായോ? ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ദ എക്സംഷൻ. അതിൽ ഫാമിലി മെമ്പർ ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ആരാ ഫാമിലി മെമ്പർ? സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. ആൻഡ് ചിൽഡ്രൻ ഡിപ്പെൻഡന്റ് ആവാം, ഇൻഡിപെൻഡന്റ് ആവാം, മാരിഡ് ആവാം, അൺമാരിഡ് ആവാം. ഇനി പേരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങൾ ഡിപ്പെൻഡന്റ് ആവണം. അങ്ങനെയാണെങ്കിൽ അവരെയും ഫാമിലി ആയിട്ട് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ സിമിലർ ആയിട്ടുള്ള ഡെഫിനിഷൻ കണ്ടതാണ്. പേരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആർ കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് യുവർ ഫാമിലി only they are your dependents. ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതങ്ങ് ഇനി ക്ലിയർ ആയില്ലെങ്കിൽ സെറ്റ് ആയിക്കോളും. ക്വസ്റ്റ്യൻ 13 എടുത്ത് വായിച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അത്യാവശ്യം എല്ലാ കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒട്ടുമിക്ക കമ്പോണൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. സോ ഗോ ത്രൂ ക്വസ്റ്റ്യൻ 13 ആൻഡ് ട്രൈ ടു ഗിവ് മീ ദ ആൻസർ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ ഇവിടെ തന്നെ ചെയ്യാം. കമ്പ്യൂട്ട് ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ് റിസീവ്ഡ് ബൈ മിസ്റ്റർ ജി ഫ്രം ഹിസ് എംപ്ലോയർ ഡ്യൂറിംഗ് 25-26. നോക്കാം എന്തൊക്കെയാണെന്ന്. ഇതിൽ ഏതൊക്കെയാണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോക്കാം. ഫസ്റ്റ് വൺ, മെഡിക്കൽ പ്രീമിയം പെയ്ഡ് ഫോർ ഇൻഷുറിംഗ് ഹെൽത്ത് ഓഫ് മിസ്റ്റർ ജി. മിസ്റ്റർ ജിയുടെ ഹെൽത്ത് ഇൻഷുർ ചെയ്യാൻ വേണ്ടി എംപ്ലോയർ പ്രീമിയം അടച്ചിട്ടുണ്ട്. ടാക്സബിൾ ആണോ? നോട്ട് ടാക്സബിൾ ആണോ? ഒരു കാര്യമുണ്ട്, ഈ പ്രീമിയം അടച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി IRDA അപ്രൂവ്ഡ് ആണോ അല്ലെന്നൊന്നും പറയുന്നില്ല. IRDA അപ്രൂവ്ഡ് ആണ് ഒന്നും പറയുന്നില്ലെങ്കിൽ ഓബിയസ്ലി IRDA അപ്രൂവ്ഡ് ആണ് കേട്ടോ. അവിടെ നിങ്ങൾ വേറെ അസംഷൻ ഒന്നും എടുക്കണ്ട. അസ്യൂമിങ് ഇറ്റ് ഇസ് നോട്ട് അപ്രൂവ്ഡ് എന്നൊന്നും എടുക്കരുത്. ബേസിക്കലി ഇന്ത്യയിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും IRDA അപ്രൂവ്ഡ് ആയിരിക്കണം. അപ്പൊ അത് ടാക്സബിൾ ആണോ? എക്സംപ്റ്റഡ് ആണോ? എക്സംപ്റ്റഡ് ആണോ? ടാക്സബിൾ ആണോ? എക്സംപ്റ്റഡ്. അപ്പൊ നമ്മളത് ഒരു ടാക്സബിൾ പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ട്രീറ്റ്മെന്റ് ഓഫ് മിസ്റ്റർ ജി ബൈ ഹിസ് ഫാമിലി ഡോക്ടർ ടാക്സബിൾ ആണോ? എക്സംപ്റ്റഡ് ആണോ? ടാക്സബിൾ. ഫാമിലി ഡോക്ടർക്കൊന്നും നമുക്ക് എന്ത് കിട്ടൂല? എക്സംപ്ഷൻ കിട്ടൂല. അതിന്റെ എമൗണ്ട് എംപ്ലോയർ റീംബേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി എന്താണ്? ടാക്സബിൾ ആണ്. സോ ടാക്സബിൾ. അടുത്തത്, ട്രീറ്റ്മെന്റ് ഓഫ് മിസസ് ജി ഇൻ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ടാക്സബിൾ ആണോ? എക്സംപ്റ്റഡ് ആണോ? എക്സംപ്റ്റഡ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ അടുത്ത എന്താ? ട്രീറ്റ്മെന്റ് ഓഫ് മിസ്റ്റർ ജീസ് ഗ്രാൻഡ് ഫാദർ ഇൻ എ പ്രൈവറ്റ് ക്ലിനിക്. രണ്ട് കാരണം കൊണ്ട് അത് ടാക്സബിൾ ആണ്. ഒന്ന്, പ്രൈവറ്റ് ക്ലിനിക്കാണ്. രണ്ട്, ഗ്രാൻഡ് ഫാദർ നിങ്ങളുടെ ഡിപ്പെൻഡന്റ് ആണോ? അല്ല. ഗ്രാൻഡ് ഫാദർ ശരിക്കും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഫാമിലി ആയിട്ട് ആരൊക്കെ കാണുന്നുള്ളൂ? സ്പൗസ്, ചിൽഡ്രൻ, ബ്രദർ, സിസ്റ്റർ, parents. If they are dependent, grandfather is not a family member according to the definition. അപ്പൊ എന്തായാലും അതെന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? Then what is next? Treatment of Mr. G's mother, ജിയുടെ അമ്മ 68 ഉണ്ട്, ഡിപ്പെൻഡന്റ് ആണ്. ഫാമിലി ഡോക്ടർ ടാക്സബിൾ ആണോ? എക്സംപ്റ്റഡ് ആണോ? ടാക്സബിൾ. ഫാമിലി ഡോക്ടർക്ക് കിട്ടൂല. Then അടുത്തെന്താ? ട്രീറ്റ്മെന്റ് ഓഫ് ജി സിസ്റ്റർ ഡിപ്പെൻഡന്റ് ഇൻ നഴ്സിംഗ് ഹോം. നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ക്ലിനിക്ക്, നമുക്ക് കിടക്കാൻ സൗകര്യമുള്ള പ്രൈവറ്റ് ക്ലിനിക് എന്നാണ് അർത്ഥം. ടാക്സബിൾ ആണോ? എക്സംപ്റ്റഡ് ആണോ? ഒരു സംശയവും വേണ്ട, ടാക്സബിൾ. അടുത്തത്, ട്രീറ്റ്മെന്റ് ഓഫ് ജീസ് ബ്രദർ. ബ്രദർ ഇൻഡിപെൻഡന്റ് ആണ്. ട്രീറ്റ്മെന്റ് എവിടെയാണെന്ന് പറയുന്നില്ല. എവിടെയാണെങ്കിലും കാര്യമില്ല, ബ്രദർ എന്തല്ല? ഡിപ്പെൻഡന്റ് ആണെങ്കിൽ മാത്രമേ ഫാമിലി ആവുള്ളൂ. ബ്രദർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഒരിക്കലും എന്തല്ല? ഫാമിലി അല്ല. തീർച്ചയായിട്ടും ടാക്സബിൾ ആണ്. അടുത്തത്, ട്രീറ്റ്മെന്റ് ഓഫ് ജീസ് ഫാദർ 75 വയസ്സുണ്ട്, ഡിപ്പെൻഡന്റ് ആണ്, എബ്രോഡ് ആണ്, കുഴപ്പമില്ല. എക്സ്പെൻസസ് ഓഫ് സ്റ്റേയിങ് അബ്രോഡ് ഓഫ് ദ പേഷ്യന്റ് 30,000. മൊത്തത്തിൽ RBIയുടെ ലിമിറ്റ് എത്രയാ? 75. അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടി ശരിക്കും വരുന്നത് 80 അല്ലേ? പക്ഷെ 75 അല്ലേ RBI പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്ര ടാക്സബിൾ ആവും? 5,000 ടാക്സബിൾ ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടിയാണ് RBIയുടെ ലിമിറ്റ് വരിക കേട്ടോ. അല്ലാതെ ഓരോന്നിനും സെപ്പറേറ്റ് 70 എന്നല്ല, 75 എന്നല്ല. നിങ്ങളുടെ പുറത്തേക്കുള്ള ട്രീറ്റ്മെന്റിനും അവിടുത്തെ സ്റ്റേ അബ്രോഡിനും കൂടെ കൂട്ടി മൊത്തം ചെലവായത് 80. RBIയുടെ ലിമിറ്റ് 75 and hence out of that 80, 75 exempted, the rest of 5,000 shall be taxable. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 5,000 plus 12 plus 8 plus 3 plus 6 plus 5 plus 5 plus ഇല്ല, 5 കൂടെ കൂട്ടിയാൽ മതി. 75 is the limit. എത്ര വരും എല്ലാം കൂടെ കൂട്ടുമ്പോൾ? 39,000 shall be the taxable perquisite. 39,000 ആയിരിക്കും അവിടുത്തെ എന്തായി മാറാൻ പോകുന്നത്? ടാക്സബിൾ പെർക്കായി മാറാൻ പോകുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ അല്ലേ? അത്
സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കമ്പോണന്റ്. അടുത്ത കമ്പോണന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇനി അങ്ങോട്ട് ഇനി എക്സംഷൻസ് ഒന്നുമല്ല, ഇനി അങ്ങോട്ട് വാല്യുവേഷൻസ് ആണ്. എന്താ വാല്യുവേഷൻ? ഓരോരോ പെർക്വിസിറ്റിനെ എടുത്ത് അത് ടാക്സബിൾ ആണെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾ ടാക്സബിൾ ആക്കേണ്ടതെന്ന് പഠിക്കുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വാല്യുവേഷൻസ് ഓഫ് പെർക്വിസിറ്റ്. ഓരോ പെർക്കിനെയും ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ? ഈ സാലറി എന്ന് പറയുന്നത്, ഈ പെർക്വിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മോണിറ്ററി വാല്യൂ ആക്കണ്ടേ? ഇപ്പൊ ഒരു വീട് നമുക്ക് നമ്മുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്താൽ ആ വീടിനൊരു വാല്യൂ വേണ്ടേ? ആ വാല്യൂ അല്ലേ നമ്മൾ ടാക്സബിൾ സാലറി ആക്കി മാറ്റാൻ പോകുന്നത്. ആ വാല്യുവേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ്. നമുക്ക് നോക്കാം ഈ വാല്യുവേഷനിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്യാൻ യു റീഡ് ദാറ്റ് ഫസ്റ്റ് പോയിന്റ്? വാല്യുവേഷൻ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ. നമുക്ക് റെസിഡൻഷ്യൽ അക്കോമഡേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വാല്യൂ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, എന്താ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ? വാട്ട് ഇസ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ? നമുക്കൊരു വീട് നമ്മുടെ എംപ്ലോയർ എന്ത് ചെയ്യാണ്? താമസിക്കാൻ തരികയാണ്. അല്ലെങ്കിൽ എംപ്ലോയർ നമുക്കൊരു ക്വാർട്ടേഴ്സ് തരികയാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള വീടിന്റെ വാടക ആരാണ് കൊടുക്കുന്നത്? എംപ്ലോയർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഒക്കെ പേഴ്സണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ലേ? അത് മുഴുവൻ ടാക്സബിൾ ആണ്. എത്ര രൂപയാണ് ടാക്സബിൾ ആക്കേണ്ടതെന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷനെയാണ് നമ്മൾ ഇനി എടുത്ത് പഠിക്കാൻ പോകുന്നത്. നമുക്കതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമ്പർ 1 അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ, നമ്പർ 2 ഫർണിഷ്ഡ് അക്കോമഡേഷൻ. എന്തായിരിക്കും അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ? അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്തായിരിക്കും? ആ വീട്, ലൈറ്റ്, ഫാൻ, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫർണിച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ കട്ടില്, ബെഡ്, സേഫ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV എന്നുള്ള എല്ലാ സാധനവും ഉണ്ടാവും. അല്ലെങ്കിൽ അതിൽ ചില സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ നിങ്ങൾ ഈ അൺഫർണിഷ്ഡ് അക്കോമഡേഷനിൽ എംപ്ലോയീസിനെ രണ്ടായിട്ട് തിരിക്കുക. ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെന്റിന്റെ ക്വാർട്ടേഴ്സ് ആണ് അവർക്ക് താമസിക്കാൻ കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? വായിച്ചേ. ലൈസൻസ് ഫീസ് ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെന്റ്. വാട്ട് ഇസ് ലൈസൻസ് ഫീസ്? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ SIക്കും DGPക്കും ഒരേ വിലയുള്ള വീടായിരിക്കുമോ ക്വാർട്ടേഴ്സ് ആയിട്ട് കൊടുക്കുക? ഒരേ വിലയുള്ള വീടായിരിക്കും കൊടുക്കുക? അല്ല. SIക്ക് ഒരു ഇത്ര ഫെസിലിറ്റീസ് ഉള്ള വീടും DGPക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീടല്ലേ കൊടുക്കുള്ളൂ? അല്ലേ? ഓരോ ഡെസിഗ്നേഷനുള്ള ആൾക്കാർക്കും ഇത്ര വാല്യുവേഷൻ ഉള്ള വീട് കൊടുക്കാനായിട്ട് ഈ ഗവൺമെന്റ് ഓരോ ക്വാർട്ടേഴ്സിനും ഒരു ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. ഇതിന് ഏതാണ്ട് ഒരു വർഷം ഇത്ര മതിപ്പ് വിലയുണ്ട്, ആനുവൽ വാല്യൂ നമ്മൾ പറയും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ലൈസൻസ് ഫീസ് എന്ന് പറയാം. അതൊരു ആനുവൽ വാല്യൂ ആണ്. ഒരു വർഷം ഇത്ര വാല്യൂ ഉള്ളൊരു വീട്, ഇത്രയും മതിപ്പുള്ളൊരു വീട് വേണം ഇന്ന പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ. അവരുടെ റാങ്ക് കൂടുന്തോറും ലൈസൻസ് ഫീസ് കൂടുതലുള്ള വീടായിരിക്കും ഗവൺമെന്റ് അവർക്ക് എന്ത് ചെയ്യുക? അലോട്ട് ചെയ്യുക. അപ്പൊ ഗവൺമെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഓരോ വീടിനും എന്തുണ്ടാവും? ഒരു ലൈസൻസ് ഫീസ് ഉണ്ടാവും. ആ ലൈസൻസ് ഫീസ് എത്രയാണോ അതാണ് എംപ്ലോയിയുടെ കയ്യിൽ ഒരു വർഷത്തെ ടാക്സബിൾ പെർക്വിസിറ്റ് ആക്കി നിങ്ങൾ മാറ്റേണ്ടത്. ലൈസൻസ് ഫീസ് ഇസ് ജസ്റ്റ് ലൈക്ക് ആൻ ആനുവൽ വാല്യൂ. അല്ലാതെ ആ വീടിന്റെ മൊത്തം കൺസ്ട്രക്ഷൻ കോസ്റ്റ് അല്ലാത്ത ലൈസൻസ് ഫീസ്. ലൈസൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ ആ വീടിന് ഒരു വർഷം എന്ത് മതിപ്പ് വില, താമസിക്കാനാണെങ്കിൽ വാടകയ്ക്കാണെങ്കിൽ. നിങ്ങൾ മറ്റേ മാർക്കറ്റ് റെന്റ് എന്ന് ഓർത്താൽ മതി. എന്താ മാർക്കറ്റ് റെന്റ്? വാട്ട് വിൽ ബി മാർക്കറ്റ് റെന്റ് ഓർ ഫെയർ റെന്റ്? ഒരു വർഷം അതുപോലൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണമെങ്കിൽ എത്ര വാടക ആകും? ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ലൈസൻസ് ഫീസ്. ഒരു വർഷത്തെ ആനുവൽ വാല്യൂ. അപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഗവൺമെന്റ് ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈസൻസ് ഫീസ് എത്രയാണോ അതാണ് നിങ്ങൾ ഒരു വർഷത്തെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യമുണ്ട്. ഈ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്താ എമൗണ്ട് റിക്കവർ ചെയ്യുക? അതിപ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപ ആനുവൽ വാല്യൂ ഉള്ള ഒരു വീടാണ് ഒരു എംപ്ലോയിക്ക് കൊടുത്തത്. അവൻ അതിന് 10,000 രൂപ വാടക കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ അവന് കിട്ടിയ ബെനിഫിറ്റ് എത്രയാ? 1 ലക്ഷം രൂപ ആനുവൽ വാല്യൂ ലൈസൻസ് ഫീസ് ഉള്ളൊരു വീട് ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് അലോട്ട് ചെയ്തപ്പോൾ ആ ഗവൺമെന്റ് എംപ്ലോയി 10,000 റുപ്പീസ് ഗവൺമെന്റിന് വാടകയായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയിക്ക് കിട്ടിയ ബെനിഫിറ്റ് എത്രയാണ്? 90,000 will be the benefit enjoyed by the employee. അപ്പോൾ നോട്ട് 1 ഒന്ന് നോക്കുക. ഫ്രം ദ above perquisite valuation any amount recovered from the employee shall be always reduced. ഇപ്പൊ പോലീസിലൊക്കെ ആണെങ്കിലേ ഈ ക്വാർട്ടേഴ്സ് ഫുൾ ഫ്രീ അല്ല കേട്ടോ. ചെറിയൊരു എമൗണ്ട് അവർ എന്തായിട്ട് കൊടുക്കണം? വാടകയായിട്ട് കൊടുക്കണം.
അപ്പോൾ അതിന്റെ ലൈസൻസ് ഫീസ് മൈനസ് അവരുടെ ഇന്ന് റിക്കവർ ചെയ്തെടുത്തിട്ടുള്ള ബാലൻസ് ആയിരിക്കും അവരുടെ കയ്യിൽ എന്താവാൻ പോകുന്നത്, ടാക്സബിൾ പെർക്വിസിറ്റ് ആവാൻ പോകുന്നെന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ പറയുന്നത്? അല്ലേ? മൊത്തം ലൈസൻസ് ഫീസ് എത്രയാണോ മൈനസ് ദ റെന്റ് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി, ആ നെറ്റ് എമൗണ്ട് ആയിരിക്കും അവരുടെ കയ്യിൽ എന്താവാൻ പോകുന്നത്, ടാക്സബിൾ പെർക്വിസിറ്റ് ആവാൻ പോകുന്നത്. ഓർത്തു വെക്കുക. സോ ലൈസൻസ് ഫീസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെന്റ് ആണ് നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, പെർക്വിസിറ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലോ നമുക്ക് നോക്കാം. നോൺ ഗവൺമെന്റ് എംപ്ലോയി, നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എപ്പോഴും ചെക്ക് ചെയ്യണം, ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണോ നോക്കണം. എന്താ ഓൺഡ് ബൈ ദ എംപ്ലോയർ? ആ വീടില്ലേ, ഹൗസ്, നിങ്ങൾ താമസിക്കുന്ന വീട് എംപ്ലോയർ ഓൺ ചെയ്തിട്ടുള്ളൊരു വീടാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? ആ വീട് ഏത് സിറ്റിയിലാണോ ആ സിറ്റിയുടെ പോപ്പുലേഷൻ എത്രയാണോ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പെർക്വിസിറ്റ് എന്ത് ചെയ്യാൻ, വാല്യൂ ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ അയാളുടെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ അയാൾ താമസിക്കുന്ന വീടല്ല, നമ്മൾ പറയല്ലോ ഒഫീഷ്യൽ ഗസ്റ്റ് ഹൗസ്, എംപ്ലോയറിന് തന്നെ ഗസ്റ്റ് ഹൗസ് ആണ്, അയാൾ ഓൺ ചെയ്യുന്ന ഒരു വീടാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേരിലുള്ളൊരു വീടാണ് നിങ്ങൾക്ക് താമസിക്കാൻ തരുന്നതെങ്കിൽ നിങ്ങൾ ആ വീട് ഏത് പോപ്പുലേഷൻ, അല്ലെങ്കിൽ ആ വീട് ഏത് സിറ്റിയിലാണ്, ആ സിറ്റിയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കണം എന്ന് ആക്ട് പറയുന്നത്. നോക്കിയേ, ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി വേർ ദ ഹൗസസ് സിറ്റുവേറ്റഡ് ഇസ് മോർ ദാൻ 40 lakhs, നമ്മൾ പറഞ്ഞ പോലെ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് എന്ത് ആ വീട് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെയാ പെർക്ക് വാല്യൂ ചെയ്യേണ്ടേ? ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ആനുവൽ സാലറി എടുക്കുക, അതിന്റെ 10% ആയിരിക്കും ഒരു വർഷത്തെ പെർക്വിസിറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത്. കാരണം അവിടെ വേറെ വാല്യൂ ഒന്നും ഇടാനില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആനുവൽ സാലറി എത്രയാണോ അതിന്റെ 10% എന്തായിട്ട് ഇടുക, പെർക്വിസിറ്റ് ആയിട്ട് ഇടുക. ആർ യു വിത്ത് മീ? ശ്രദ്ധിക്കുന്നുണ്ടോ? ആനുവൽ വാല്യൂന്റെ 10% ഷാൽ ബി ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഇനി നിങ്ങളെ ആ വീടിരിക്കുന്ന സിറ്റിയുടെ പോപ്പുലേഷനെ എത്ര കൂടുതലാണ്? 15 കൂടുതലാണ്, ബട്ട് ഡസ് നോട്ട് എക്സീഡ് 40. അതായത് 40 കൂടുതലാണെങ്കിൽ 10%, 40 താഴെയാ ബട്ട് മോർ ദാൻ 15 lakhs ആണ് എന്നുണ്ടെങ്കിൽ എത്രയാ? 7.5% of the salary shall be the value of perquisite. Now, if the population of the city is less than 15 lakhs, ഏതെങ്കിലും റൂറൽ ഏരിയ 15 ലക്ഷത്തിൽ കുറവ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്താണ് ആ വീട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര വാല്യൂ? 5% of the salary shall be the value of perquisite. Are you with me? അപ്പൊ നമ്മളിപ്പോൾ പഠിച്ച ഓൾട്ടർനേറ്റ് എന്താ? The house is owned by the employer and it has been allotted to the employee. You have to check the population of the city where the house is situated. If it is more than 40 lakhs, 10% of the annual salary of the employee. This is statutory way. If the population of the city is more than 15 but does not exceed 40, then 7.5% of the annual salary of the employee. And if the population is less than 15 lakhs, then 5% of the annual salary of the employee shall be the annual value of the property. Are you with me? അപ്പോൾ ഇവിടെ ഈ സാലറിക്ക് എന്തെങ്കിലും ഡെഫിനേഷൻ ഉണ്ടോ? ഉണ്ട്. സാലറി ഡസ് ഹാവ് എ ഡെഫിനേഷൻ ഓവർ ഹിയർ. തൊട്ടടുത്ത പേജിലേക്ക് ഒന്ന് മറിച്ചേ, സാലറിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കി. ഇതാ ഈ ഗ്രീൻ ബോക്സ്, തൊട്ടടുത്ത പേജിൽ ആ ഗ്രീൻ ബോക്സിലുണ്ട് സാലറിയുടെ ഡെഫിനേഷൻ. എന്താ സാലറിയുടെ ഡെഫിനേഷൻ ഒന്ന് വായിച്ചേ. എന്താ അത്? സാലറി ഇൻക്ലൂഡ്സ് ബേസിക് സാലറി, DA forms part of the retirement benefit, taxable allowances, bonus, commission, excluding perquisites and employer contribution to provident fund. ശ്രദ്ധിച്ചേ, എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ സാലറി ആയിട്ട് എടുക്കണ്ടേ? ബേസിക് സാലറി എടുക്കണം, DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എടുക്കണം, എല്ലാ ടാക്സബിൾ അലവൻസസും എടുക്കണം. നമ്മൾ അലവൻസ് 3 കാറ്റഗറി ഉണ്ടെന്ന് നേരത്തെ പഠിച്ചില്ലായിരുന്നോ? ഏതൊക്കെയായിരുന്നു 3 കാറ്റഗറി? ഫുള്ളി എക്സംപ്റ്റഡ്, 2 പാർട്ട്ലി ടാക്സബിൾ, 3 ഫുള്ളി ടാക്സബിൾ. അതിൽ ടാക്സബിൾ ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം തന്നെ നിങ്ങൾ ഈ സാലറിക്കകത്തേക്ക് ആഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെ എടുക്കണം? ബോണസ് എടുക്കണം, കമ്മീഷൻ എടുക്കണം. ഒരിക്കലും പെർക്വിസിറ്റ്സ് എടുക്കാൻ പാടില്ല. പെർക്വിസിറ്റ്സ് എന്തെങ്കിലും ടാക്സബിൾ ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് ഇല്ലേ, ഇൻ എക്സസ് ഓഫ് 12% എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ, അതും നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഈ 2 സാധനങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്യുമ്പോൾ വരുന്ന സാലറി എത്രയോ, ദാറ്റ് സാലറി ഷാൽ ബി ദ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് വാല്യൂയിങ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ആ സാലറിയുടെ 10%, 7.5%, 5% depends upon where your house is situated, or rather we can say depends upon the population of the city in which your house is situated. Clear അല്ലേ? ശരി, തിരിച്ചു വരാം ചാർട്ടിലേക്ക്. അപ്പൊ നമ്മൾ പഠിച്ചപ്പോ എന്താ? ഓൺഡ് ബൈ ദ എംപ്ലോയർ എന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? വാട്ട് ഇഫ് ഇറ്റ് ഇസ് ടേക്കൺ ഓൺ ലീസ്? ഒരു വാടക വീട്
എംപ്ലോയർ വാടകയ്ക്ക് എടുത്താണ് നിങ്ങൾക്ക് താമസിക്കാൻ തന്നതെങ്കിൽ എങ്ങനെ പെർക്ക് വാല്യുവേഷൻ ചെയ്യണം? അതായത് എംപ്ലോയർ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് താമസിക്കാൻ തന്നു, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ വാടക എംപ്ലോയർ കൊടുക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പെർക്ക് വാല്യൂ ചെയ്യണ്ടേ? ആദ്യം ഗവൺമെന്റ് പറയുന്നു, ആദ്യം ആക്ട് പറയുന്നു, വേർ ദ അക്കോമഡേഷൻ ഇസ് പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടൽ. വാടക എന്ന് പറഞ്ഞ വീട് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഹോട്ടലാണ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്താ ഹോട്ടല്? നിങ്ങളുടെ സ്റ്റേ എവിടെ? ഹോട്ടലില്. ബില്ല് ആര് കൊടുക്കും? എംപ്ലോയർ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് വാല്യുവേഷൻ. നിങ്ങൾക്ക് ഹോട്ടലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു ആർ എ ഗവൺമെന്റ് എംപ്ലോയി ഓർ നോട്ട്, എങ്ങനെ വാല്യുവേഷൻ? ലോവർ ഓഫ് ഒന്നിലെ സാലറിയുടെ 24%, അല്ലെങ്കിൽ ആക്ച്വൽ ബിൽ വിച്ച് എവർ ഇസ് ലോവർ. ആ ഹോട്ടലില് ബില്ല് എത്രയാണോ എംപ്ലോയർ സെറ്റിൽ ചെയ്ത് അത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 24% വിച്ച് എവർ ഇസ് ലോവർ ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ആർ യു ഓൾ ഹിയർ? അപ്പൊ നിങ്ങൾക്ക് ഹോട്ടൽ അക്കോമഡേഷൻ ആണ് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ എങ്ങനെ വാല്യുവേഷൻ ചെയ്യണ്ടേ? എങ്ങനെ ചെയ്യണ്ടേ? ഒന്നിലെ ആക്ച്വൽ ഹോട്ടൽ ബില്ല്, അല്ലെങ്കിൽ 24% ഓഫ് യുവർ സാലറി. സാലറി ഡെഫിനിഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഇതിൽ ഏതാണോ ലോവർ വരുന്നത് അതായിരിക്കും നിങ്ങളുടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഓക്കെ അല്ലേ? ആൻഡ് ഫൈനലി അങ്ങനെയല്ല, ഒരു വീട് തന്നെയാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക, ഒരു പ്രോപ്പർ വാടക വീട് തന്നെയാണെങ്കിലോ ലോവർ ഓഫ് 10% ഓഫ് ദ സാലറി ഓർ റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. പ്രോപ്പർ വാടക വീടാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ വാടക എത്രയാണോ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 10% വിച്ച് എവർ ഇസ് ലോവർ. ഈസ് ദാറ്റ് ക്ലിയർ? ഇനി ഇതല്ലാതെ വേറൊരു പോസിബിലിറ്റി ഇല്ലല്ലോ. ഒന്നിലെ വീട് ഓൺഡ് ബൈ എംപ്ലോയർ ആയിരിക്കും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹോട്ടലായിരിക്കും. അല്ലാതെ വേറൊരു പോസിബിലിറ്റി അവിടെ വരാൻ ഇല്ല. ഇനി നമ്മൾ ഇങ്ങനെയാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ അകത്തെ കാര്യം. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് മുഴുവൻ എന്തിനെ പറ്റിയ? അൺഫർണിഷ്ഡ് അക്കോമഡേഷനെ പറ്റിയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? ഫർണിഷ്ഡ് അക്കോമഡേഷനിലേക്ക് പോവാം. പക്ക കോമൺ സെൻസ്. എങ്ങനെയായിരിക്കും ഫർണിഷ്ഡ് അക്കോമഡേഷനെ വാല്യൂ ചെയ്യണ്ടേ? ആദ്യം അൺഫർണിഷ്ഡ് അക്കോമഡേഷനെ വാല്യൂ ചെയ്യുക, പ്ലസ് വാല്യൂ ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്താൽ പോരെ? അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ നോക്കിയേ, ടാക്സബിൾ വാല്യൂ ഓഫ് UFA ആദ്യം കണ്ടുപിടിക്കുക. വാട്ട് ഇസ് UFA? അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണല്ലോ ഇപ്പുറത്തെ സൈഡ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അങ്ങനെ, പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ ഇങ്ങനെ, അറിയാലോ. പ്ലസ് വാല്യൂ ഓഫ് ഫർണിച്ചർ. ഇനി ഫർണിച്ചർ രണ്ട് രീതിയിൽ വരാം. ഒരു ഫർണിച്ചർ മേടിച്ച് നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് തരാം. അങ്ങനെ എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഒരു ഫർണിച്ചറാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% വേണം ഒരു വർഷത്തെ വാല്യൂ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ? ട്രീറ്റ് ചെയ്യാൻ. ഇനി എംപ്ലോയർ ഒരു ഫർണിച്ചർ വാടകയ്ക്ക് എടുത്താണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഹയർ ചാർജസ്. ഒരു വർഷത്തെ ആ ഫർണിച്ചറിന്റെ വാടക എന്താണോ അതായിരിക്കും നിങ്ങളുടെ പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. ആർ യു വിത്ത് മീ? എക്സാം ക്വസ്റ്റനിൽ രണ്ടും വരും കേട്ടോ. ചില ഫർണിച്ചർ വാടകയ്ക്ക് എടുത്തവർ തരും, ചിലത് പർച്ചേസ് ചെയ്തിട്ടും തരും. പർച്ചേസ് ചെയ്തിട്ടാണെങ്കിൽ ഒറിജിനൽ കോസ്റ്റിന്റെ 10% ഫോർ എ ഇയർ, വാടകയ്ക്ക് എടുത്താണ് തരുന്നതെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ്. പിന്നെ ഇവിടുന്ന് ഒക്കെ ഒരു സാധനം കുറയ്ക്കാം. അതെന്തായിരിക്കും? ആക്ച്വൽ റെന്റ് കളക്ടഡ് ഫ്രം ദ എംപ്ലോയി. എപ്പോഴും ഇതിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ശരിക്കും എന്തെങ്കിലും റെന്റ് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? നെറ്റ് ഓഫ് ചെയ്യാം. ആർ യു ഓൾ ഹിയർ? അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. റെന്റ് ഫ്രീ അക്കോമഡേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അൺഫർണിഷ്ഡ് അക്കോമഡേഷനെ പറ്റി ആദ്യം നമുക്ക് ആലോചിക്കാം. ആ ചാർട്ട് ഒന്ന് മനസ്സിലേക്ക് വരട്ടെ. അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആദ്യം നമുക്ക് വാല്യൂ ചെയ്യാം. അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ലൈസൻസ് ഫീസ്, ആനുവൽ ലൈസൻസ് ഫീസ് മൈനസ് എനി റെന്റ് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. ഇനിയിപ്പോൾ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലോ ആ വീട് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണോ നോക്കുക. വീട് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ വീടിരിക്കുന്ന സിറ്റിയിലെ പോപ്പുലേഷൻ നോക്കുക. മോർ ദാൻ 40 lakhs ആണെങ്കിൽ 10% ഓഫ് ദ സാലറി. ലെസ് ദാൻ 40, മോർ ദാൻ 15 ആണെന്നുണ്ടെങ്കിൽ എത്രയാ? 7.5% ഓഫ് ദ സാലറി. ഇനി ലെസ് ദാൻ 15 ആണെന്നുണ്ടെങ്കിൽ 5% ഓഫ് സാലറി. ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറീസ് ഉണ്ടെങ്കിൽ നെറ്റ് ഓഫ് ചെയ്യണം. ഇനി അടുത്ത പോസിബിലിറ്റി എന്താ? വീടിന് പകരം ഹോട്ടൽ അക്കോമഡേഷൻ ആണെങ്കിൽ 24% ഓഫ് ദ സാലറി ഓർ ഹോട്ടൽ ബിൽ വിച്ച് എവർ ഇസ് ലോവർ. ഇനി പല വീട് വാടകയ്ക്ക് എടുത്താണ് തന്നിരിക്കുന്നെങ്കിൽ 10% ഓഫ് ദ സാലറി ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഇസ് ലോവർ. ഇനിയിപ്പോ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ് തന്നിരിക്കുന്നെങ്കിൽ UFA വാല്യൂ ചെയ്തിട്ട് ഫർണിച്ചറിന്റെ വാല്യൂ അത് പർച്ചേസ് ചെയ്തിട്ടാണ് തരുന്നതെങ്കിൽ ഒറിജിനൽ കോസ്റ്റിന്റെ 10%, വാടകയ്ക്ക് എടുത്താണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ വാടക ഇവിടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? പിന്നെ
ഈ പോപ്പുലേഷൻ നോക്കുമ്പോഴേ അവസാനത്തെ സെൻസസ് 2011 കേട്ടോ നടന്നത്. അതുകൊണ്ട് 2011 സെൻസസിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് നോക്കാൻ, പോപ്പുലേഷൻ നോക്കാൻ. പിന്നെ ഇതൊരു പ്രശ്നമുണ്ട്. ഒരിക്കൽ എക്സാമിനേഷനിൽ വീട് ഹൈദരാബാദിലാണ്, ഇപ്പം നമുക്കറിയാം തരുന്നത് ഡൽഹിയോ മുംബൈയോ കൊൽക്കട്ടയോ ഒക്കെ ആണ്, ചെന്നൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെട്രോ ആണെന്ന് പറയാം. ഒരു തവണ അമ്മാരെ എക്സാമിന് ക്വസ്റ്റ്യൻ തന്ന ഹൈദരാബാദ് ആണ് വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നു. ഈ ഹൈദരാബാദിൽ ഉള്ള 2011 പോപ്പുലേഷൻ നമുക്കറിയോ? 2011 സെൻസസ് പ്രകാരമുള്ള ഹൈദരാബാദ് സിറ്റിയുടെ പോപ്പുലേഷൻ നമുക്കറിയാവോ? ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അസംഷൻ എടുക്കുക. നിങ്ങൾ കേട്ടിട്ടുള്ള നോൺ സിറ്റീസ് ആണോ അമ്മമാർ ക്വസ്റ്റിൽ തരുന്നുണ്ടെങ്കിൽ 40 lakhs മുകളിലാണെന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ പോപ്പുലേഷൻ അവർ എന്തിൽ തരണം, ക്വസ്റ്റിനിൽ തരണം. പോപ്പുലേഷൻ തരാതെ അമ്മമാർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിയുടെയും പോപ്പുലേഷൻ പഠിക്കുക എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ആണോ? അയ്യോ, ഒരിക്കലും അല്ല കേട്ടോ. അമ്മമാർ ഏത് സിറ്റിയാണ് ചോദിക്കാൻ പോകുന്നത് നമുക്കറിയാൻ പാടില്ല. ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിയുടെയും പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഒക്കെ അറിയാമെന്ന്. അതൊക്കെ ആരെങ്കിലും ഒക്കെ കാണാപ്പാടം ഇങ്ങനെ പഠിച്ചു നോക്കുമെന്ന് ചോദിച്ചാൽ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വാട്ട് വി ക്യാൻ ഡു ഇസ്, ഇതുപോലുള്ള ക്വസ്റ്റൻസ് വന്നാൽ നോൺ സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്ന സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ആപ്പിന് മുകളിലോട്ടാണെന്ന് എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസർ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ദിസ് ഇസ് ദ ഓൺലി വേ ദാറ്റ് വി ക്യാൻ സോൾവ് സച്ച് ക്വസ്റ്റ്യൻസ്. അല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ല. നോട്ട് 1 and 2 1-2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. നല്ല കിഡിലനായിട്ടുള്ള 1-2 പോയിന്റുകളാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് പറയാം. സോ അതർ പോയിന്റ്സ്, അതർ റെലവൻറ്റ് പോയിന്റ്സ്. അതർ റെലവൻറ്റ് പോയിന്റ്സിലെ ഫസ്റ്റ് ബോക്സ് ഒന്ന് വായിക്കാവോ? എന്താ അത്? വേർ an employee is transferred from one place to another. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. And he is provided with an accommodation at a new place also. Then the value of perquisite shall be taken for only one such house having lower value for the period not exceeding 90 days. Thereafter, the values of both such houses are taxable. Listen. അതായത് നിങ്ങൾ കൊച്ചിയിലാണ് നിങ്ങളുടെ ജോലി എന്ന് വിചാരിക്കുക. നിങ്ങളെ പെട്ടെന്ന് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു, ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, നാളെ തന്നെ ജോയിൻ ചെയ്യണം നിങ്ങളോട് നിങ്ങളുടെ ആര് പറയുകയാണ്, എംപ്ലോയർ പറയുകയാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന് നിങ്ങളെല്ലാം കെട്ടിപ്പറക്കി ഇനി ചെന്നൈക്ക് പോകാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറോട് പറയുകയാണ്, എനിക്ക് പെട്ടെന്ന് ചെന്നൈയിലേക്ക് ഞാൻ പോവാം, പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കൊച്ചിയിൽ നിങ്ങൾക്കൊരു വീട് ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എംപ്ലോയർ. അപ്പം നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറോട് പറയുകയാണ്, ഒരു മാസം ഞാൻ ഈ കൊച്ചിയിലെ വീട് ഒന്ന് ഉപയോഗിച്ചോട്ടെ, കാരണം എനിക്ക് സാധനമൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ എന്ത് വേണം, കുറച്ച് സമയം വേണം. എനിക്ക് ചെന്നൈയിൽ നിങ്ങളൊരു വീട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് കൊച്ചിയിലും വീട് തന്നു, ചെന്നൈയിലും വീട് തന്നു. ആർ യു വിത്ത് മീ? ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് നിങ്ങൾ കൊച്ചിയിലെ വീട് ഒരു മാസത്തേക്ക് ഒഴിഞ്ഞിട്ടില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുകയാണ്. ചെന്നൈയിൽ നിങ്ങൾക്ക് നാളെ തൊട്ട് എന്തും തന്നു, വീടും തന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ ഒരു മാസം നിങ്ങൾക്ക് 2 വീട് കിട്ടിയിട്ടില്ലേ? ഇല്ലേ? ഒരെണ്ണം കൊച്ചിയിലും ഒരെണ്ണം ചെന്നൈയിലും അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 വീടിന്റെയും വാല്യൂ ശരിക്കും പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ടതല്ലേ? അല്ലേ? ഡിപ്പാർട്ട്മെന്റ് എന്താ പറയുന്നത്? ഇതുപോലെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്ലേസിൽ നിങ്ങൾക്കൊരു വീടുണ്ട്, ആ ട്രാൻസ്ഫർ ചെയ്ത സിറ്റിയിൽ നിങ്ങൾക്കൊരു വീട് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 90 ദിവസത്തേക്ക് അതിലേതെങ്കിലും ഒരു വീടിന്റെ വാല്യൂ മാത്രം എന്താക്കി മാറ്റിയാൽ മതി, ടാക്സബിൾ പെർക്കാക്കി മാറ്റിയാൽ മതി. 90 ഡേയ്സ് വരെ ഞങ്ങൾ ആ 2 വീട്ടിനെ, ഒരു വീടിനെ മാത്രമേ പെർക്കായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. 91-ാം ദിവസം തൊട്ട് ആ 2 വീട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 വീടിന്റെയും വാല്യൂ നിങ്ങൾ എന്തായിട്ട് കാണിക്കേണ്ടി വരും, പെർക്കായിട്ട് കാണിക്കേണ്ടി വരും. ആർ യു വിത്ത് മീ? അപ്പോൾ ഒരു സംശയം, ഇതിൽ ഏത് വീടിന്റെ വാല്യൂ പെർക്കായിട്ട് കാണിക്കേണ്ടത്? 91. ഞാനൊരു 4 മാസം ഉപയോഗിച്ചു വിചാരിക്കാം. 90 ദിവസം എന്ന് പറഞ്ഞാൽ 3 മാസം ഒന്ന് കൂട്ടാം. 3 മാസം വേണ്ട, 4-ാം മാസം 2ഉം കൂടെ വാല്യൂ വേണ്ടേ? ആ 3 മാസത്തേക്ക് ഇതിൽ ഏത് വീടിന്റെ വാല്യൂ ആണ് ഞാൻ ടാക്സബിൾ ആക്കേണ്ടത്? കോമൺ സെൻസ് ഏതായിരിക്കും ആക്കണ്ടേ? 2ഉം വാല്യൂ ചെയ്തിട്ട് ഏതാണോ ലോവർ വരുന്നത് അത് ടാക്സബിൾ പെർക്കാക്കുക, മറ്റത് എന്ത് ചെയ്യുക, ആ 90 ദിവസത്തെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുക. ആർ യു വിത്ത് മീ? ഇത് 2 വീട് കിട്ടുന്ന എല്ലാവർക്കും അല്ല കേട്ടോ. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പുതിയ സിറ്റിയിൽ ഇതുപോലൊരു വീട് കിട്ടിയാൽ അപ് ടു 90 ഡേയ്സ് നിങ്ങൾ ആ 2 വീടിന്റെ വാല്യൂ കാണിക്കേണ്ട, ഏതെങ്കിലും ഒരു വീടിന്റെ വാല്യൂ മാത്രം കാണിച്ചാൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ അല്ലേ പറഞ്ഞത്? അല്ലേ? ശരി. അടുത്ത എന്താ? ഈ അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴേ വീട് തന്നെ ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഫ്ലോട്ടിംഗ് സ്ട്രക്ചർ ആയിരിക്കും. എന്താ ഫ്ലോട്ടിംഗ് സ്ട്രക്ചർ? ഹൗസ് ബോട്ട്. അങ്ങനൊന്നും ആരും അക്കോമഡേഷൻ തരില്ല, എന്നാലും ഡിപ്പാർട്ട്മെന്റ് ചാൻസ് എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഹൗസ് ബോട്ട് അക്കോമഡേഷൻ ആണ് തന്നതെന്നുണ്ടെങ്കിൽ അതിനെയും പിടിച്ച് എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം.
If the accommodation provided in houseboat also, you have to value that as well. Floating structure ആണെങ്കിലും ഫിക്സഡ് സ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഓൾസോ വാസ് ക്ലിയർ. അക്കോമഡേഷൻ ഹിയർ ഇൻക്ലൂഡ്സ് ഫിക്സഡ് ആസ് വെൽ ആസ് ഫ്ലോട്ടിംഗ് സ്ട്രക്ചേഴ്സ്. നൗ അടുത്ത വീണ്ടും ഒരു നോട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. വായിച്ചേ. In case of a hotel accommodation where employee is provided such accommodation for a period not exceeding 15 days on his transfer from one place to another, there would be no perquisite. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങളെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വർക്കിന് പോവുകയാണ്, ഒരു 15 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിന് നിങ്ങളെ കൊച്ചിയിലേക്ക് വിടുകയാണ്, നിങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് നിങ്ങളെ ഹൈദരാബാദിലേക്ക് വിടുകയാണ്. ഒരു 15 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഹോട്ടൽ അവിടെ പ്രൊവൈഡ് ചെയ്തു. 10 ദിവസത്തെ പ്രൊജക്റ്റാണ്, 10 ദിവസത്തേക്ക് ഒരു ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു. 15 ദിവസം നിങ്ങൾ തിരിച്ചു വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യേണ്ടത്? 24% ഓഫ് ദ സാലറി അല്ലെങ്കിൽ ഹോട്ടൽ ബിൽ വിച്ച് എവർ ഇസ് ലോവർ, അല്ലേ? ഒരു 15 ദിവസം വരെയുള്ള ഹോട്ടൽ അക്കോമഡേഷൻസിന് നിങ്ങൾ എന്തായിട്ട് വാല്യൂ ചെയ്യേണ്ട? പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ട. ചിലപ്പോൾ ഈ ക്വിക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പെട്ടെന്ന് പോകണം. അവിടെ ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 10-15 ദിവസം വരെ ഹോട്ടൽ തന്നു എന്ന് കരുതി അതിനൊന്നും നിങ്ങൾ പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ട. ഒരു 15 ഡേയ്സ് വരെയുള്ള ഹോട്ടൽ അക്കോമഡേഷൻ നിങ്ങൾ ഒരിക്കലും പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നോട്ട് 1 വായിച്ചേ. ഇൻ കേസ് ഓഫ് ഹോട്ടൽ അക്കോമഡേഷൻ where employee is provided such accommodation for a period not exceeding in aggregate 15 days on his transfer from one place to another, there would be no perquisite. നിങ്ങളെ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഒരു വീട് കിട്ടുന്നിടം വരെ ഒരു 10-15 ദിവസം നിങ്ങൾക്ക് എന്ത് തന്നു? നിങ്ങൾക്ക് ഒരു ഹോട്ടൽ അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ 15 ദിവസം വരെ കിട്ടിയ ഹോട്ടൽ അക്കോമഡേഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട. 15 എക്സസ് കിട്ടിയിട്ടുണ്ടെങ്കിലോ എക്സസ് തീർച്ചയായിട്ടും നിങ്ങൾ പെർക്കായിട്ട് എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. Are you with me? 30 ദിവസം തന്നിട്ടുണ്ടെങ്കിൽ 15 ദിവസം വേണ്ട. ബാക്കിയുള്ള 15 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും പെർക്കായിട്ട് വാല്യൂ ചെയ്ത് അതിന്റെ വാല്യൂ നിങ്ങളുടെ സാലറി കോമ്പണന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ എല്ലാവരും? Then നോട്ട് ടു കുറച്ച് കൊനഷ്ടാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. Where accommodation is owned or taken on lease or rent by the employer, and the same accommodation is continued to be provided to the same employee for more than one previous year, the value of perquisite as calculated above shall not exceed amount so calculated for the first previous year as multiplied by the amount which is the ratio of cost inflation index, CII എന്ന് വെച്ചാൽ cost inflation index for the previous year for which the value is calculated, and cost inflation index for the previous year in which accommodation was initially provided to the employee. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലാവില്ല. അതാണ് ഞാൻ പറഞ്ഞത് കൊനഷ്ടാണെന്ന്. എന്താ പരിപാടി എന്നുള്ളത് നോക്കാം. അതായത് ഞാനൊരു എക്സാമ്പിൾ തരാം. ഡീറ്റെയിൽ എക്സാമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരിക്കണം, എന്നാലും അത് മനസ്സിലാവുള്ളൂ. സിമ്പിളാണ്. ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഇങ്ങനെ തന്നെ ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ടോ, 2024-25 പ്രീവിയസ് ഇയറിൽ നിങ്ങളൊരു കമ്പനി ജോയിൻ ചെയ്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളൊരു കമ്പനി ജോയിൻ ചെയ്തു. ആ വർഷത്തെ നിങ്ങളുടെ സാലറി 10 ലക്ഷമായിരുന്നു. 10 ലക്ഷമായിരുന്നു നിങ്ങളുടെ സാലറി. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഹൗസ് പ്രോപ്പർട്ടി മുംബൈയിലായിരുന്നു. ഹൗസ് പ്രോപ്പർട്ടി തന്ന എവിടെയാ? മുംബൈയിലായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്ങനെ ഇപ്പോൾ വാല്യൂ ചെയ്യേണ്ടത്? പെർക്ക് വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെ? വീട് ഓൺഡ് ബൈ ദ എംപ്ലോയറാണ്. ആ വീട് നിങ്ങൾക്ക് മുംബൈയിലായിരുന്നു, അത് നിങ്ങൾക്ക് താമസിക്കാൻ തന്നു. അപ്പോൾ എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? ഫോർ ഹോൾ ഇയർ യു ഹാവ് യൂസ് ദാറ്റ് ഹൗസ്. ആ മൊത്തം 12 മാസവും നിങ്ങൾ ആ വീട് ഉപയോഗിച്ചു. ടെൽ മീ, എങ്ങനെ പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? അക്കോർഡിംഗ് ടു ദ ചാർട്ട് ദാറ്റ് വി ഹാവ് ലേൺഡ്, എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി, എംപ്ലോയറിന്റെ ഓൺഡ് ഹൗസ് നിങ്ങൾക്ക് താമസിക്കാൻ തരുന്നു. നിങ്ങളത് മുംബൈയിലാണ് ആ വീട്, നിങ്ങളത് 12 മാസം ഉപയോഗിക്കുന്നു. ടെൽ മീ, ഹൗ ഡു യു വാല്യൂ? ഇത് സാലറി ഈസ് ആനുവൽ സാലറി. ഒരു വർഷത്തെ സാലറിയാണ് 10 ലക്ഷം. എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? 10% ഓഫ് ആനുവൽ സാലറി അല്ലേ? അല്ലേ? വെരി സിമ്പിൾ. സോ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് is 10 lakhs ആണ് ആനുവൽ വാല്യൂ. അതിന്റെ 10%. ഹൗ മച്ച് ഇറ്റ് വിൽ ബി? അയ്യോ, എത്ര വരും? 1 ലക്ഷം വരും. അല്ലേ? ഇനി ആ വീട് തന്നെ നിങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയാണ്. 2025-26 തൊട്ടടുത്ത വർഷം 25-26 ആയപ്പോൾ നിങ്ങൾ ആ വീട് തന്നെ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് പക്ഷേ സാലറിയിൽ ഇൻക്രിമെന്റ് കിട്ടി.
സാലറി എത്ര കിട്ടി? ഇൻക്രിമെന്റ് കിട്ടി. സാലറി 15 ലക്ഷമാക്കി മാറ്റിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ എന്ത് കിട്ടി? 50% ഇൻക്രിമെന്റ് കിട്ടി. അതൊക്കെ എക്സെപ്ഷണൽ കേസാണ്, എന്നാലും കിട്ടിയെന്ന് വിചാരിച്ചോ, നഷ്ടമൊന്നുമില്ലല്ലോ. എത്ര കിട്ടി? 5 ലക്ഷം രൂപ ഇൻക്രിമെന്റ് കിട്ടി. Are you with me? അപ്പൊ തിയറി അനുസരിച്ച് ഈ സാലറിയുടെ 10% അല്ലേ ഇയർ 2 പെർക്ക് വാല്യൂ അല്ലേ? അപ്പൊ തിയറി അനുസരിച്ച് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ഈ 15 ലക്ഷത്തിന്റെ എത്രയാണ്? 10% അല്ലേ നിങ്ങൾ വാല്യൂ ഉണ്ട്. അതേ വീഡിയോ തന്നെ ഉപയോഗിക്കുന്നത്, മുംബൈയിലുള്ള അതേ വീഡിയോ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ വരേണ്ടതല്ലേ? അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എംപ്ലോയിയുടെ അസാമാന്യ കഴിവ് കൊണ്ട് എംപ്ലോയിക്ക് നല്ല ഹൈ സാലറി ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ പെർക്ക് വാല്യൂയും കൂടും അല്ലേ? ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എംപ്ലോയിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം കൂടുതൽ എമൗണ്ട് അവനെ എന്തായിട്ട് അടയ്ക്കേണ്ടി വരും? ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഇത് ഒഴിവാക്കാനായിട്ട് ഞങ്ങളൊരു മാർഗം പറയാം. എന്താ മാർഗം? നിങ്ങൾ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നോക്കണം. എന്താ ഇൻഫ്ലേഷൻ ഇൻഡെക്സ്? ഇൻഫ്ലേഷൻ എന്ന് കേട്ടിട്ടില്ലേ? എന്താ ഇൻഫ്ലേഷൻ? എന്താണ്? വിലക്കയറ്റം അല്ലെങ്കിൽ നാണയപ്പെരുപ്പം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും നാണയപ്പെരുപ്പം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇൻഫ്ലേഷൻ ഇൻഡെക്സസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണെന്ന് നമുക്ക് ഒന്ന് കാണാം. നിങ്ങൾ പേജ് മറിച്ച് ക്യാപിറ്റൽ ഗെയിനിലേക്ക് ഒന്ന് പോയി. ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഇൻഫ്ലേഷൻ ഇൻഡെക്സസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് വരാം. പേജ് നമ്പർ എത്രയാണെന്ന് ഞാൻ പറയാം. അപ്രോക്സിമേറ്റ്ലി ഒരു പേജ് നമ്പർ 67, 68 ഉണ്ടാവും. 67, 68 ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാവും. 67, 68 ഒക്കെ. നമ്മൾ ഈ ടേബിൾ എന്ന് പറയുന്ന പേരാണ്, ഇത് ക്യാപിറ്റൽ ഗെയിനിലാണ്. ഈ ടേബിൾ എന്ന് പറയുന്ന പേരാണ് CIIs, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സസ് എന്ന് പറയും. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സസ് എന്താ ഇതിന്റെ അർത്ഥം? സിമ്പിൾ ആയിട്ട് അർത്ഥം പറഞ്ഞു തരാം. 2001-2 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 100 എന്നല്ലേ കിടക്കുന്നത് അല്ലേ? 2024-25 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 363 എന്നല്ലേ കിടക്കുന്നത് അല്ലേ? പുതിയൊരു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൂടെ വന്നിട്ടുണ്ട്. 25-26 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 376 ആണ്. ഇതിന്റെ അർത്ഥം എന്താ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ 2001-2 ഇപ്പോൾ 1 കിലോ അരിക്ക് 100 രൂപയാണെന്ന് വിചാരിക്കുക. 2001-2 1 കിലോ അരിക്ക് എത്രയാണ്? 100 രൂപയാണെങ്കിൽ ഇപ്പൊ അരിയുടെ വില എത്രയാ? 376. അരിയുടെ വില കൂടിയെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ആ ഇൻഫ്ലേഷൻ കാരണം ഉണ്ടായ വ്യത്യാസം. അതായത് അന്നത്തെ 1 രൂപ ഇന്നത്തെ 3.76 ടൈംസ് ആണ്. ഇതാണ് അതിന്റെ അർത്ഥം. ഇതിനെ 100ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അന്നത്തെ 1 രൂപ 2001-2 1 രൂപ ഇപ്പോ 3.76 ടൈംസ് ആണ് ഇൻഫ്ലേഷൻ കാരണം വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. Are you with me? അപ്പൊ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ എക്സാമ്പിളിലേക്ക് വരാം. നമ്മുടെ എക്സാമ്പിളിലെ കഴിഞ്ഞ വർഷത്തെ ടാക്സബിൾ പെർക്വിസിറ്റ് എത്രയായിരുന്നു? 1 ലക്ഷം അല്ലായിരുന്നോ? അല്ലേ? ഈ വർഷം നിങ്ങൾ ആ 1 ലക്ഷത്തിന് എടുക്കണം. എന്നിട്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പ്രകാരം അതിനെ എന്ത് ചെയ്യണം? ഇൻഫ്ലേറ്റ് ചെയ്യണം. എങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്? 2024-25 ഇൻഡെക്സ് നമ്പർ എത്രയാ? ആ ബോക്സ് ഒന്ന് കണ്ടുപിടിച്ചേ. 24-25 ഇൻഡെക്സ് നമ്പർ 24-25 ഇൻഡെക്സ് നമ്പർ 363 അല്ലേ? 25-26 ഇൻഡെക്സ് നമ്പർ 376 അല്ലേ? അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്? 1 ലക്ഷം ഇൻറ്റു 376 ഡിവൈഡഡ് ബൈ 363. തിരിച്ചു ചെയ്യരുത്. ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ അല്ല. തിരിച്ചു ചെയ്താൽ വില കുറയും. ആ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കാരണം എത്ര വില കൂടുന്നുണ്ടെന്ന് നോക്കുക. എത്ര വരും അപ്പോൾ? 1 ലക്ഷം ഇൻറ്റു 376 ഡിവൈഡഡ് ബൈ 363. Can you tell me how much will be the value? 1 lakh 3,581. 1,03,581. നിങ്ങൾക്ക് ഈ വർഷത്തെ സാലറിയുടെ 10% 1.5 അല്ലേ? അതെടുക്കണ്ട. നിങ്ങൾ എത്ര എടുത്താൽ മതി? 1,03,581. അതായത് ഇയർ 1 നിങ്ങൾക്കൊരു വീട് കമ്പനി അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയർ 2 ആ ഇയർ 1 വാല്യൂ എത്രയാണോ അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും കൂടുതൽ ഒരിക്കലും ഇയർ 2 എന്ത് വരാൻ പാടില്ല? പെർക്വിസിറ്റ് വരാൻ പാടില്ല. ഇപ്പൊ സാലറി ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ 10% ഓഫ് ഇൻക്രിമെന്റഡ് സാലറി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ചെയ്യേണ്ട. പകരം ഇയർ 1 പെർക്ക് വാല്യൂ ചെയ്യുക. എന്നിട്ട് അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ വരുന്നോ ദാറ്റ് ഷാൽ ബി ദ മാക്സിമം വാല്യൂ ഓഫ് ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ ഇയർ 2. Are you all here? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്? അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇയർ 1-ലും 2-ലും ഒരേ വീട് തന്നെയാണെങ്കിലാണ് കേട്ടോ ഇത്. സാലറി കൂടിയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വീട് കിട്ടിയാൽ ഇയർ 2-ലും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ ചാർട്ട് പ്രകാരം തന്നെ വാല്യൂ ചെയ്യണം. അതേ വീട് തന്നെയാണ് നിങ്ങൾ ഇയർ 2-ൽ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടിയ സാലറിയുടെ 10% എന്ന് പറഞ്ഞ് ചാടി കൺക്ലൂഡ് ചെയ്യേണ്ട.
ഇയർ 1 ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വാല്യൂ വരുന്നോ ദാറ്റ് ഷാൽ ബി ദ മാക്സിമം വാല്യൂ. അപ്പോൾ ഒരു സംശയം, ഇയർ 2 ഇൻക്രിമെന്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇയർ 2 എന്ത് കിട്ടിയില്ല, ഇൻക്രിമെന്റ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇയർ 2 1 ലക്ഷം തന്നെയല്ലേ വരേണ്ടത് പെർക്ക് വാല്യൂ. അവിടെ ഇൻഫ്ലേഷൻ അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യണ്ട. അയ്യോ വിത്ത് മീ, സാലറിയിലെ ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ ആ ഇൻക്രിമെന്റ് കാരണം പെർക്കിന്റെ വാല്യൂ കണ്ടമാനം കൂടണ്ട എന്നുള്ള ആംഗിളിലാണ് അവന്മാർ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിക്കാൻ പറഞ്ഞേക്കുന്നത്. സാലറിയിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ അതേ വാല്യൂ തന്നെ നിങ്ങൾ ഇയർ 2 എന്തായിട്ട് എടുത്താൽ മതി, ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കായിട്ട് എടുത്താൽ മതി. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ പിള്ളേരെ? ഇൻഡെക്സ് നമ്പേഴ്സ് കാണാപ്പാടം പഠിക്കണ്ട, ക്വസ്റ്റ്യനിൽ തരും. എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ ഇൻഡെക്സ് നമ്പേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. ഈ മൊത്തം ടേബിൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ വിൽ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ദി ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ. ഇൻഡെക്സ് നമ്പേഴ്സ് ഇനി തന്നിട്ടില്ലെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യേണ്ട. ഒരിക്കൽ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അവന്മാർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ തന്ന് ഇൻഡെക്സ് നമ്പർ കൊടുക്കാൻ വിട്ടുപോയി. എന്ത് ചെയ്യണ്ട, ഇൻഡെക്സ് ചെയ്യണ്ട. ഇൻഡെക്സ് നമ്പേഴ്സ് ആരും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡെക്സ് ടേബിളിൻ്റെയും അതിൻ്റെയും ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. അതേ വീട് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഈ നിയമം 2023-24 തൊട്ടിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻസേർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രീവിയസ് ഇയർ മീൻസ് 23-24 ഓർ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് അക്കോമഡേഷൻ വാസ് പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി വിച്ച് എവർ ഇസ് ലേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് 23-24 തൊട്ടിട്ടാണ് ഈ ഒരു നോട്ട് അവർ ആക്ടിലേക്ക് എന്ത് ചെയ്തത്, ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ വലിയൊരു ടോപ്പിക്കല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ആ സെക്ഷൻ്റെ അകത്തുള്ള എല്ലാ അറ്റവും മൂലയും ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഓരോ പോയിന്റും ഓരോ എക്സ്പ്ലനേഷനും ഓരോ സർക്കുലറും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. ഓൾവേസ് സ്റ്റഡി എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. ആർ യു വിത്ത് മീ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സംഭവം ക്ലിയർ ആയിക്കോളും. ക്വസ്റ്റ്യൻ നമ്പർ 14, ഒന്നല്ല 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 14 പെട്ടെന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ 14. യെസ്, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചെയ്യാം. മിസ്റ്റർ സി ഇസ് എ ഫിനാൻസ് മാനേജർ ഇൻ ABC ലിമിറ്റഡ്. ദ കമ്പനി ഹാസ് പ്രൊവൈഡഡ് ഹിം വിത്ത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ഇൻ മുംബൈ. കമ്പനി ഹാസ് പ്രൊവൈഡഡ് ഹിം എന്ന് പറയുമ്പോൾ ഹൗസ് ഓൺഡ് ബൈ ഓബ്വിയസ്ലി കമ്പനി ആയിരിക്കും അല്ലെ. അവർ ആ റെന്റ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ പറയണം. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ അങ്ങനെ റെന്റ് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ കമ്പനി ഓൺഡ് ആണ് എന്ന് തന്നെ മനസ്സിലാക്കുക. അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്, മുംബൈയിലാണ്. മുംബൈ എന്ന് പറയുമ്പോൾ തന്നെ പോപ്പുലേഷൻ 40-ന് മുകളിലാണെന്ന് തലയിലേക്ക് വരണേ. ഹി ഗിവ്സ് യു ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്: സാലറി, DA, ബോണസ്. ഈവൻ ദോ കമ്പനി അലോട്ടഡ് ദ ഹൗസ് ടു ഹിം ഓൺ 1st April 25, ഹി ഒക്കുപ്പൈഡ് ദ സെയിം ഓൺലി ഫ്രം 1st November 25. അടുത്ത പ്രശ്നം, കമ്പനി ആ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കം തൊട്ടേ അവന് അലോട്ട് ചെയ്തത്. പക്ഷെ അവൻ നവംബർ തൊട്ടിട്ടല്ലേ എടുത്തേക്കുന്നേ അല്ലേ? അപ്പൊ എന്ന് തൊട്ടിട്ടാ പെർക്ക് വാല്യൂ ചെയ്യണ്ടേ? ഏപ്രിൽ തൊട്ടിട്ടാണോ നവംബർ തൊട്ടിട്ടാണോ? നവംബർ തൊട്ടിട്ട്. അവൻ അത് എന്നാണോ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് തൊട്ടാണ് അവന്റെ കയ്യിൽ അത് ടാക്സബിൾ പെർക്കാവാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? കാൽക്കുലേറ്റ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യണ്ടേ? സാലറി കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ 10% അല്ലേ നമ്മൾ എടുക്കേണ്ട ഒരു ആനുവൽ വാല്യൂ ആയിട്ട് അല്ലേ? ഇനി എത്ര മാസം ഉപയോഗിച്ചു? നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്. 5 മാസം അല്ലേ ഉപയോഗിച്ചത്. സോ 5/12 ചെയ്യണം. അല്ലെങ്കിൽ സാലറി നിങ്ങൾ 5 മാസത്തെ സാലറി എടുത്താൽ മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആനുവൽ സാലറിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 5/12 ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ? 5 മാസത്തെ സാലറി എടുത്താൽ മതി. ഇൻറ്റു 10% എടുത്താൽ മതി. ദാറ്റ് ഇസ് ഓൾസോ 5. അപ്പോൾ നമുക്ക് സാലറി, നമുക്ക് 5 മാസത്തെ സാലറി തന്നെ എടുക്കാം. അതാണ് എളുപ്പം. കാരണം മന്ത്ലി സാലറി അല്ലേ അവന്മാർ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് 5 മാസത്തെ സാലറി തന്നെ കമ്പ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് എടുക്കാം. എന്തൊക്കെയാ സാലറിക്കകത്ത് വരുന്ന ഐറ്റംസ്? ബേസിക് സാലറി വരുമോ? തീർച്ചയായിട്ടും വരും. 6,000 പെർ മന്ത്. Dearness Allowance വരുമോ? റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാകുന്നത് എത്രയാണോ അത്രയും വരും. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള DA എത്രയാണോ അത്രയും വരും. 2000 × 30% അല്ലേ അത്? അല്ലേ? എത്ര? 2000-ന്റെ 30% 600. ബോണസ് വരുമോ? വരും. ദെൻ ഈ 3 വരുള്ളൂ. അപ്പൊ ഒരു മാസത്തെ ശമ്പളം എത്ര വരും? 8,100 പെർ മന്ത് അല്ലേ? ഇൻടു 5 months ഇൻടു 10%. എത്ര വരും വാല്യൂ? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എത്ര വരും? 4,050 shall be the taxable value of perquisite, and I hope it is clear.
കഴിഞ്ഞിട്ടില്ല. യൂസിംഗ് ഡേറ്റ ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ 14, compute the value of perquisite. If ABC Limited has taken this accommodation on lease rent of 1,200 per month and Mr. C is required to pay a rent of 1,000 per month to the company for use of this accommodation. ഇത് വാടകയ്ക്ക് എടുത്തതായിരുന്നെങ്കിൽ ആൻസർ എത്ര മാറുമായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ നമ്മൾ എങ്ങനെ വാല്യൂ ഉണ്ട്? 10% of the salary or actual lease rent whichever is lower. എത്ര ലീസ് റെന്റ്? 1,200 per month അല്ലേ? ഇൻറ്റു 5 months എന്ന് പറയുമ്പോൾ എത്ര വരും? 6,000. സോ whichever is lower ഏതാ? 4,050 തന്നെയല്ലേ എവിടെയും ലോവർ അല്ലേ? അപ്പൊ നമുക്ക് അവിടെ 4,050 ലോവർ ആയിട്ട് എടുക്കാം. ഇനി ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് ഒരു 1,000 രൂപ വീതം മേടിച്ചിട്ടില്ലേ? അപ്പൊ എത്ര റെന്റ് കളക്റ്റഡ്? 1,000 into 5 എത്ര വരും? 5,000. അപ്പൊ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക് എത്രയായിരിക്കും? നെഗറ്റീവ് എഴുതരുത്, 0 എന്ന് വേണം എഴുതാൻ. അതെന്തുകൊണ്ടാ? 4,050 ആണ് അവന്റെ 5 മാസത്തെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അവൻ 5,000 രൂപ കൊടുക്കുന്നുണ്ട്. സോ ഈസ് നോട്ട് എൻജോയിങ് എനി ബെനിഫിറ്റ്. അതുകൊണ്ട് നില്ലായിരിക്കും അവിടുത്തെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ലോസ് എഴുതാൻ പാടില്ല. ബെനിഫിറ്റ് ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ദാറ്റ്സ് ഇറ്റ്. ദർ വിൽ നോട്ട് ബി എനി നെഗറ്റീവ് ബെനിഫിറ്റ്. ഒരിക്കലും അവിടെ നെഗറ്റീവ് ബെനിഫിറ്റ് വരില്ല. ഇതൊരു എക്സ്പെൻസ് അല്ല. ഒന്നിലെ ടാക്സബിൾ വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് വാട്ട് ദേ ആർ സെയിങ്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോഴേ അതിനോട് തന്നെ അനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇത് തന്നെ അതിന്റെ തന്നെ ബാക്കിയാ. ക്വസ്റ്റ്യൻ 15 ഒന്നെടുത്ത് ചെയ്തേ. ക്വസ്റ്റ്യൻ 15, ആ ക്വസ്റ്റ്യനകത്ത് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. യൂസിങ് ദ ഡേറ്റ ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ 13 എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 13 പോയി ഡേറ്റ എടുക്കരുത്, അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യനാ. യൂസിങ് ദ ഡേറ്റ ഇൻ ക്വസ്റ്റ്യൻ 14 ആണ്. യൂസിങ് ദ ഡേറ്റ ഇൻ ക്വസ്റ്റ്യൻ 14 കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്നാണ്. ക്വസ്റ്റ്യൻ 14 വാല്യൂ ഉപയോഗിച്ചിട്ട് ഈ ചേഞ്ചസ് കൂടെ നോക്കിയിട്ടൊന്ന് പെർക്ക് വാല്യൂ ചെയ്യാവുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആ ഒരു ഓൾട്ടർനേറ്റീവ് കൂടെ ആൻസർ ചെയ്യാം. യൂസിംഗ് ഡേറ്റ ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 14 കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഇഫ് ABC Limited ഹാസ് പ്രൊവൈഡഡ് എ ടെലിവിഷൻ. അപ്പോൾ ഡേറ്റ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 14 എന്ന് പറഞ്ഞാൽ 14 മെയിൻ ക്വസ്റ്റ്യൻ കേട്ടോ. 14 മെയിൻ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു, 4,050 അല്ലായിരുന്നു ആൻസർ അല്ലേ? അവിടുന്ന് വേണം നിങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ. അല്ല മറ്റേ 0 വാല്യൂ എന്ന് പിന്നെ നിങ്ങൾ ആഡ് ചെയ്യരുത്. മെയിൻ ക്വസ്റ്റ്യൻ എന്ന് വേണം നിങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ. എന്താ അവർ പറഞ്ഞേക്കുന്നത്? അവര് TV കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നേ അല്ലേ? സോ വാല്യൂ ഓഫ് ടെലിവിഷൻ എങ്ങനെ TV വാല്യൂ ചെയ്യണ്ടേ? അതിന്റെ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക 25,000 ഇൻറ്റു 10% ഫോർ എ ഇയർ. ഈ TV എത്ര നാൾ ഉപയോഗിച്ചു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അവർ എത്ര നാൾ ഉപയോഗിച്ചു നോക്കി? പ്രൊവൈഡഡ് എ TV ആൻഡ് 2 എയർ കണ്ടീഷണർ. Rent paid by the company for the air conditioner is 400 per month and the television was provided on 1st January 2026. TV പിന്നെ വെച്ച് കൊടുത്തത്. ഇപ്പൊ 3 മാസമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ ഇൻറ്റു 3/12. 5 മാസം TV ഉപയോഗിച്ചിട്ടില്ല, 3 ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പൊ എത്ര വരും വാല്യൂ? ഇഫക്റ്റീവ് വാല്യൂ 625. കഴിഞ്ഞിട്ടില്ല. AC കൊടുത്തിട്ടില്ലേ? 2 AC ഇല്ലേ? എത്രയാ ഓരോ AC വാടക? 400 per month അല്ലേ? ഇൻറ്റു എത്ര നാള് AC ഉപയോഗിച്ചിട്ടുണ്ട്? ഒന്നും പറയുന്നില്ല. അപ്പൊ വീടിന്റെ കൂടെ ആയിരിക്കും AC കൊടുത്തിട്ടുള്ളത് അല്ലേ? സോ ഇൻറ്റു 5 months എത്ര വരും? 2 ഇൻറ്റു 400 ഇൻറ്റു 5 4,000. 4,000ഓ? 400 ഇൻറ്റു 5 ഇൻറ്റു 2 4,000 ആണോ? ശരി, ആഡ് ഇതെല്ലാം കൂടെ ടോട്ടൽ വാല്യൂ ഓഫ് പെർക്ക് എത്ര വരും? ഇത് ഇത്രയും വാല്യൂ എത്ര വരും? 8,675. ഇനി അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി ഉണ്ടോ? ഉണ്ട്. മിസ്റ്റർ സി ഈസ് റിക്വയർഡ് ടു പേ 1,000 per month ടു ദ കമ്പനി ഫോർ ദ യൂസ് ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അപ്പോ 1000 ഇൻറ്റു 5 മാസം എന്ന് പറയുമ്പോൾ 5,000 രൂപ അവന്റെ കളക്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ ബാലൻസ് ഇഫക്റ്റീവ് എമൗണ്ട് 3,675 ഷാൽ ബി ദ ടാക്സബിൾ പെർക്വിസിറ്റ്. ക്ലിയർ ആണോ? 3,675 രൂപ വരും അവന്റെ ഇഫക്റ്റീവ് ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോഴേ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ ഞാൻ പെർക്വിസിറ്റിൽ 3 ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു? നമ്പർ 1, പെർക്വിസിറ്റ് എക്സംപ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ്. ദെൻ പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് all employees. And what is the last category? Perquisite taxable in the hands of specified employees only. ചില പെർക്വിസിറ്റുകൾ സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ മാത്രമാണ് എന്താവുക? ടാക്സബിൾ ആവുക.
ശ്രദ്ധിക്കുന്നുണ്ടോ? ചില പെർക്വിസിറ്റുകൾ ആരുടെ കയ്യിലാണ് ടാക്സബിൾ ആകുക? സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ മാത്രമാണ് ടാക്സബിൾ ആകുക. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ആരാണ് ഈ സ്പെസിഫൈഡ് എംപ്ലോയി? ഏതൊക്കെ പെർക്വിസിറ്റ് ആണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ മാത്രം ടാക്സബിൾ ആവുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് വാട്ട് വി ആർ അബൌട്ട് ടു അഡ്രസ് നൗ. അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയി ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ഓരോരോ പെർക്വിസിറ്റ് വരുമ്പോൾ ഏതൊക്കെയാണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ മാത്രം ടാക്സബിൾ ആവുന്നതെന്ന് പിന്നീട് പറയാം. ശ്രദ്ധിക്കുന്നുണ്ടോ? കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഹെഡിങ് എന്താ? മീനിങ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്. ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആരൊക്കെയാ? നമ്പർ 1 വായിക്കേ. എന്താ അത്? ഡയറക്ടർ എംപ്ലോയി. എന്ത് ഡയറക്ടർ എംപ്ലോയി? ഓൾ ടൈം ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ എക്സെട്ര ആർ ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ആസ് വെൽ ആസ് ദ എംപ്ലോയീസ്. അതൊരു കമ്പനിയിലെ ഡയറക്ടറുമാണ് എംപ്ലോയീസും ആണ് അല്ലേ? ഹോൾ ടൈം ഡയറക്ടേഴ്സും മാനേജിംഗ് ഡയറക്ടേഴ്സും ഒക്കെ കാര്യം ഡയറക്ടേഴ്സ് ആണെങ്കിലും അവർ ബേസിക്കലി എംപ്ലോയ്മെന്റിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു എംപ്ലോയി ഡയറക്ടറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇഫ് യു ആർ എ ഹോൾ ടൈം ഡയറക്ടർ ഓർ എ മാനേജിംഗ് ഡയറക്ടർ, then you will be considered as a specified employee. Then അടുത്ത എന്താ? an employee who has substantial interest in the company. നിങ്ങളൊരു എംപ്ലോയി ആണ്, നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ എന്തുണ്ടെങ്കിൽ? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. എന്ത് ഈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്? വാട്ട് ഡു യു മീൻ ബൈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്? ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പേജ് 1 പോവാം. ഫസ്റ്റ് പേജ്, അതായത് ബേസിക് കോൺസെപ്റ്റ്സ് പറയുന്ന ഫസ്റ്റ് പേജിലേക്ക് ഒന്ന് പോയേ. ബേസിക് കോൺസെപ്റ്റ്സ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിലേക്ക് പോയാൽ അവിടെ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് കാണാം. ദാ ഈ ഡെഫിനേഷൻ. എന്ത് ഈ ഡെഫിനേഷൻ? പേഴ്സൺ ഹാവിംഗ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ പേഴ്സൺ ഹു ഇസ് ബെനിഫിഷ്യൽ ഓണർ ഓഫ് ഷെയർസ്, not being shares entitled to fixed rate of dividend, whether with or without right to participate in profits, carrying at least 20% of the voting power. നിങ്ങൾക്കൊരു കമ്പനിയിൽ, നിങ്ങളൊരു കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആണ്. ആ കമ്പനിയിൽ നിങ്ങൾക്ക് 20% അതിൽ കൂടുതലോ വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ആരാ? ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആണ്. ആ കമ്പനിയിൽ നിങ്ങൾക്ക് എന്തുണ്ട്? 20% അതിൽ കൂടുതലോ വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് വിളിക്കുന്ന പേരെന്താണ്? യു ആർ എ പേഴ്സൺ ഹാവിംഗ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. അതായത് നിങ്ങൾ ഒരു കമ്പനിയിലെ എംപ്ലോയി ആണ്, ഷെയർ ഹോൾഡർ ആണ്. നിങ്ങൾക്ക് മിനിമം എത്ര ഷെയർസ് വേണം? 20% അതിൽ കൂടുതലോ വോട്ടിംഗ് പവറുള്ള ഷെയർസ് ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ആ കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിട്ടായിരിക്കും ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആ കമ്പനിയുടെ ഒരു എംപ്ലോയി കൂടെ ആണെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ആർ യു വിത്ത് മീ? അപ്പോൾ നമ്മൾ ഈ ഡെഫിനേഷനിൽ പറഞ്ഞ പോയിന്റ് എന്താ ഫ്രണ്ട്സ്? ഡെഫിനേഷനിലേക്ക് വന്ന എന്താ അവർ പറയുന്നത്? an employee who has substantial interest in the company. നിങ്ങളൊരു എംപ്ലോയി ആണ്, പക്ഷെ നിങ്ങൾക്ക് കമ്പനിയിൽ 20% അതിൽ കൂടുതലോ വോട്ടിംഗ് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എംപ്ലോയി ഏതാണ്? എംപ്ലോയി ഡ്രോയിങ് ഇൻ എക്സസ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ ശ്രദ്ധിക്കൂ, an employee drawing in excess of prescribed amount. What do you mean by that? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ആനുവൽ സാലറിയേക്കാളും കൂടുതലാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളും ആരാണ്? സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. പണ്ടത് 50,000 ആയിരുന്നു, ഇപ്പൊ അത് അമെൻഡ് ചെയ്ത് പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് എന്നാക്കി. ഇനി എത്ര പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട്? ദാറ്റ് ഹാവ് ടു ബി പ്രിസ്ക്രൈബ്. ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. വരും മാസങ്ങളിൽ അവർ എന്ത് ചെയ്യും? നോട്ടിഫൈ ചെയ്യും. ആർ യു വിത്ത് മീ? സോ ഓർത്ത് വെക്കുക, ഇത് എപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നോ അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ അവർ അത് മെൻഷൻ ചെയ്യും. ഇത്ര രൂപയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യും. കറന്റ്ലി ഇറ്റ് ഇസ് നോട്ട് യെറ്റ് നോട്ടിഫൈഡ്. വി ആർ awaiting ഫോർ ദ നോട്ടിഫിക്കേഷൻ ടു കം ഇൻ. അപ്പോൾ 3 കാറ്റഗറി ഓഫ് എംപ്ലോയീസ് ആണ് സ്പെസിഫൈഡ് എംപ്ലോയീസ്. ആരൊക്കെയാണ്? ഒന്ന് ഡയറക്ടർ എംപ്ലോയി. നിങ്ങളൊരു കമ്പനിയിലെ ഡയറക്ടറാണ്, ആ കമ്പനിയിലെ എംപ്ലോയി ആണ്. രണ്ടാറ് 20% അതിൽ കൂടുതലോ വോട്ടിംഗ് പവറുള്ള ഷെയർസ് ഉള്ള എംപ്ലോയീസ്, സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണ്. 3 പ്രിസ്ക്രൈബ്ഡ് സമ്മിൽ കൂടുതൽ സാലറി ഡ്രോ ചെയ്യുന്ന ഒരു എംപ്ലോയിയും എന്തായിരിക്കും? സ്പെസിഫൈഡ് എംപ്ലോയി ആയിരിക്കും. എത്ര പ്രിസ്ക്രൈബ്ഡ് സം? ദാറ്റ് ഹാവ് ടു ബി നോട്ടിഫൈഡ്. അത് ഗവൺമെന്റ് ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല, യെറ്റ് ടു നോട്ടിഫൈ ആണ്.
അവർ നോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണെന്ന് നോക്കാം. തൽക്കാലത്തേക്ക് പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എന്തിനാ ഞാൻ ഈ സ്പെസിഫൈഡ് എംപ്ലോയിയെ പറ്റി പഠിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും? വാട്ട് മൈറ്റ് ബി ദ റീസൺ? ചില പെർക്വിസിറ്റ്സ് സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ മാത്രമേ എന്താവുള്ളൂ? ടാക്സബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് അറിഞ്ഞാലല്ലേ അതിനെ പെർക്ക് നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി സ്പെസിഫൈഡ് എംപ്ലോയി ആണ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വാല്യുവേഷനിലേക്ക് പോവാം. ഇതുവരെ നമ്മൾ എത്ര വാല്യുവേഷൻ പഠിച്ചു? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെഷന്റെ ഡിസ്കഷൻ തുടങ്ങിയത് തന്നെ പെർക്വിസിറ്റ് 3 തരം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ആദ്യം നമ്മൾ പഠിച്ചത് എക്സംപ്റ്റഡ് ക്ലാസ് ഓഫ് പെർക്വിസിറ്റ്സ്. പിന്നീട് നമ്മൾ കണ്ടത് എന്താ? നമ്മൾ ആ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട്, പിന്നെ ഏതാണ് NPS-ലേക്കുള്ള 7.5 ലക്ഷം രൂപയുടെ മുകളിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ പെർക്കാക്കണം എന്നുള്ള പോയിന്റ് അല്ലേ? അവിടെ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു, ആ എക്സസിന് മുകളിലുള്ള ഇൻട്രസ്റ്റും എന്താക്കണം? പെർക്കാക്കണം നമ്മൾ പറഞ്ഞിരുന്നു. ഓർക്കുന്നില്ലേ? നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു പ്രോബ്ലം ചെയ്തതല്ലേ? പിന്നെ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? thereafter we have discussed leave travel concession LTC 10 subsection 5. അത് എക്സംഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റി കൊടുത്തതിന്റെ എക്സംഷൻ പഠിച്ചു അല്ലേ? പിന്നീട് നമ്മൾ പഠിച്ചതാണ് RFA, റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അൺഫർണിഷ്ഡും ഫർണിഷ്ഡുമായിട്ടുള്ള അക്കോമഡേഷൻസ് ആണ് പിന്നെ നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് വാല്യുവേഷൻ ഓഫ് ഡൊമസ്റ്റിക് സെർവന്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന വാല്യുവേഷൻ എന്താണ് നോക്കിയേ. എന്താ ഹെഡിങ്? വാല്യുവേഷൻ ഓഫ് ബെനിഫിറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് ഡൊമസ്റ്റിക് സെർവന്റ് എന്ന് പറയും. അതായത് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ഒരു വീട്ടു ജോലിക്കാരനെ വെച്ച് തരികയാണ്, അല്ലെങ്കിൽ വീട്ടു ജോലിക്കാരിയെ വെച്ച് തരികയാണ്. നമ്മൾ അതിന് പറയുന്ന പേരാണ് എന്ത്? ഡൊമസ്റ്റിക് സെർവന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഡൊമസ്റ്റിക് സെർവന്റിനെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? എന്താ ഡൊമസ്റ്റിക് സെർവന്റ്? ആ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്ന ഒരു ഹൗസ് മെയ്ഡ്, വീട്ടിൽ കുക്കിംഗ് ആൻഡ് ക്ലീനിങ്, ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന കുക്കർ, അല്ലെങ്കിൽ ഷെഫ്, അല്ലെങ്കിൽ എന്താണ് ഗാർഡനറെയോ അല്ലെങ്കിൽ ക്ലീനറെയോ ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ശമ്പളം നിങ്ങൾ കൊടുക്കുന്നതിന് വരെ ആര് കൊടുക്കും? നിങ്ങളുടെ എംപ്ലോയർ കൊടുക്കില്ലേ? ആൻഡ് യു ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് പേഴ്സണൽ ബെനിഫിറ്റ്സ്. അതിനെങ്ങനെ വാല്യൂ ചെയ്യണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാവരും. വാട്ട് ഇസ് ദാറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ഒന്ന് വായിച്ചേ. ഇഫ് സെർവൻസ് ആർ എൻഗേജ്ഡ് ബൈ ദ എംപ്ലോയി ആൻഡ് വേജസ് ആർ പെയ്ഡ് ഓർ റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ. വാട്ട് യു മീൻ ബൈ ദാറ്റ്? സെർവൻസ് ആർ എൻഗേജ്ഡ് ബൈ എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടു ജോലിക്കാരെ നിങ്ങൾ തന്നെ വെച്ചു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് നിങ്ങൾ തന്നെ വെച്ചു. അവരുടെ ശമ്പളം ആര് കൊടുക്കും? എംപ്ലോയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ശമ്പളം മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആസ് പെർക്വിസിറ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി പെർക്വിസിറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ്. നിങ്ങൾ തന്നെ ഒരു സെർവന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ട് എംപ്ലോയർ നിങ്ങൾ ഇന്റിമേറ്റ് ചെയ്യാണ്, ഇവന്റെ സാലറി ആര് കൊടുക്കണം? എംപ്ലോയർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കൊടുക്കുന്ന സാലറി എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും ടാക്സബിൾ ആയിട്ടുള്ള എന്തായിരിക്കും? പെർക്വിസിറ്റ് ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി നേരെ മറിച്ച് ഇഫ് ഡൊമസ്റ്റിക് സെർവൻസ് ആർ എൻഗേജ്ഡ് ബൈ ദ എംപ്ലോയർ, എംപ്ലോയർ തന്നെ ഒരു ഡൊമസ്റ്റിക് സെർവന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ദ ഫെസിലിറ്റി ഓഫ് സെർവന്റ് ഇസ് പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി, അത് എംപ്ലോയിക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്താ വ്യത്യാസം? വാട്ട്സ് ദ ഡിഫറൻസ്? ഫസ്റ്റ് കേസ് എന്തായിരുന്നു? എംപ്ലോയിക്ക് ഒരു സെർവന്റ് ഉണ്ട്, അതിന്റെ ശമ്പളം കൊടുക്കുമെന്ന് എംപ്ലോയറോട് ചോദിക്കുകയാണ്. അങ്ങനെ എംപ്ലോയർ കൊടുത്താൽ ആ എംപ്ലോയി സ്പെസിഫൈഡ് ആണെങ്കിലും നോൺ സ്പെസിഫൈഡ് ആണെങ്കിലും ഒക്കെ അത് എംപ്ലോയിയുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കേസ് എന്താ? എംപ്ലോയറിന്റെ ഒരു വേലക്കാരനെ എംപ്ലോയിക്ക് വിട്ടുകൊടുക്കുകയാണ്. എംപ്ലോയർ തന്നെ ഒരു സെർവന്റിനെ വെച്ചിട്ട് എംപ്ലോയിയുടെ വീട്ടിൽ പോയി പണിയെടുക്കാൻ പറയാണ്. അങ്ങനെയുള്ള കേസിൽ ഇറ്റ് വിൽ ബി എ പെർക്വിസിറ്റ് ഇഫ് ദ എംപ്ലോയി ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി. ആ എംപ്ലോയി സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കേസിൽ അത് എംപ്ലോയിയുടെ കയ്യിൽ എന്താവുള്ളൂ? ടാക്സബിൾ ആകുകയുള്ളൂ. ആർ യു വിത്ത് മീ? അതായത് ഇങ്ങനെ ഓർത്താൽ മതി. ആരാ സ്പെസിഫൈഡ് എംപ്ലോയി? ഡയറക്ടർ എംപ്ലോയി, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എംപ്ലോയി, അതും അല്ലെങ്കിൽ മറ്റേ പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് കൂടുതൽ സാലറി മേടിക്കുന്ന എംപ്ലോയി. പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് എത്രയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, പിന്നീട് പറയും. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് കൂടുതൽ സാലറി മേടിക്കുന്ന എംപ്ലോയീസ്, ഈ 3 എംപ്ലോയീസിന്റെ കേസിൽ ഈ സെർവന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? എംപ്ലോയർ ആണ്. എന്നിട്ട് എംപ്ലോയിയുടെ പറയാണ് നിങ്ങൾ എടുത്തോളാൻ പറയാണ് എന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ടാക്സബിൾ ആവുള്ളൂ. നേരെ മറിച്ച് എംപ്ലോയി തന്നെ ഒരുത്തനെ കണ്ടുപിടിച്ചിട്ട് ശമ്പളം കൊടുക്കുമെന്ന് ചോദിച്ചാൽ ആ എംപ്ലോയി സ്പെസിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും ആ പെർക്ക് ആ എംപ്ലോയിയുടെ കയ്യിൽ എന്തായിരിക്കും?
ടാക്സബിൾ ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെക്കണം. അതെന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ട് പോയിന്റുകൾ പഠിക്കാൻ ഉണ്ട്. ഈ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞ പോയിന്റ് ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഒരു എക്സസൈസ് ഞാൻ തരാം അത് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു നോട്ട് കൂടെ ഉണ്ടല്ലോ. ക്യാൻ യു റീഡ് ദാറ്റ് നോട്ട്? എന്താ നോട്ട്? വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഷാൽ ബി ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വേജസ് പെയ്ഡ് ഓർ പേബിൾ ബൈ ദ എംപ്ലോയർ ആൻഡ് എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയീസ് ഹാവ് ടു ബി ഡിഡക്റ്റഡ്. അതാണ് ഈ മൈനസ്. എന്താ അതിന്റെ അർത്ഥം? പെർക്ക് മൊത്തം വാല്യൂ ചെയ്യുക. പെർക്ക് മൊത്തം വാല്യൂ ചെയ്തിട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ദ നെറ്റ് എമൗണ്ട് വിൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. കോമൺ സെൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എംപ്ലോയർ എത്രയാണോ ശമ്പളം കൊടുത്തത് അതല്ലേ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കാവുന്നത് അല്ലേ? അതിൻ്റെ അകത്ത് നിന്ന് എന്ത് കുറയ്ക്കുക? എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് ഓഫ് ചെയ്യണം എന്നാണ് അവരവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ആണോ? നമുക്കിത് വെച്ചിട്ടേ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അത് പോയിന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 19, ക്വസ്റ്റ്യൻ 19 എടുത്തിട്ടൊന്ന് സോൾവ് ചെയ്തേ. ക്വസ്റ്റ്യൻ 19, ഗോ ത്രൂ ക്വസ്റ്റ്യൻ നമ്പർ 19, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയൂ. ഹാവ് എ ട്രൈ. So we'll read the question together. Mr. X and Y are working for Messrs. Gamma Limited. As per salary fixation norms, the following perquisites were offered. Salary fixation norms പ്രകാരം താഴെ പറയുന്ന കുറെ perquisites അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. For Mr. X, who engaged a domestic servant for 500 per month, his employer reimbursed the entire salary paid to the domestic servant, that is 500 per month. For Mr. Y, has provided with the domestic servant at 500 per month as a part of remuneration package. You are required to comment on the taxability of the above in the hands of Mr. X and Y, who are not specified employees. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്ന എക്സും വൈയും രണ്ടുപേരും എന്തല്ല? സ്പെസിഫൈഡ് എംപ്ലോയീസ് അല്ല. നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് എന്താണ്? നിങ്ങൾ സ്പെസിഫൈഡ് എംപ്ലോയീസ് അല്ല എന്നാണ് അവന്മാരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ? മിസ്റ്റർ എക്സ് ഹു എൻഗേജ്ഡ് എ ഡൊമസ്റ്റിക് സെർവന്റ്. അപ്പോൾ ആരാണ് ഡൊമസ്റ്റിക് സെർവന്റിനെ ഫസ്റ്റ് കേസിൽ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്? എംപ്ലോയി തന്നെയല്ലേ? അല്ലേ? മാസ ശമ്പളം എത്ര? 500 രൂപയല്ലേ? അപ്പോൾ ഒരു വർഷം എത്ര വരും? 500 × 12 വിൽ ബി 6000 rupees. ഈ പൈസയ്ക്ക് ഒരു ഡൊമസ്റ്റിക് സെർവന്റിനെ ഒരിടത്തും കിട്ടൂല. അതൊന്നും നമ്മുടെ വിഷയമല്ല. അത് ടാക്സബിൾ ആണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ 6000 rupees ആണ് മൊത്തം എംപ്ലോയറെ റീംബേഴ്സ് ചെയ്ത സാലറി. ഇത് മിസ്റ്റർ എക്സിന്റെ കയ്യിൽ ടാക്സബിൾ ആണോ അല്ലയോ? ടാക്സബിൾ ആണോ അല്ലയോ? ടാക്സബിൾ ആണ്. വൈ ടാക്സബിൾ? അയാൾ നോൺ സ്പെസിഫൈഡ് ആണോ? അല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ടാക്സബിൾ. വൈ? എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്ത ആരാ? ഡൊമസ്റ്റിക് സെർവന്റിനെ അപ്പോയിന്റ് ചെയ്ത ആരാ? എംപ്ലോയി തന്നെയാണ് അല്ലേ? സാലറി റീഇംബേഴ്സ് ചെയ്തിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന കേസുകളിൽ അത് സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിലും അത് ഫുള്ളി എംപ്ലോയീസിന്റെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? കേസ് 2, മിസ്റ്റർ വൈ has provided with the domestic servant എന്നാ പറഞ്ഞേക്കുന്നത്. എന്ത്? has provided with the domestic servant. കൊടുത്തു, വെച്ചു കൊടുത്തു. ആര്? എംപ്ലോയർ അല്ലേ? സാലറി എത്രയാ? അതും 500 തന്നെയല്ലേ? ഇനി അത് ടാക്സബിൾ ആണോ? നോട്ട് ടാക്സബിൾ. വൈ നോട്ട് ടാക്സബിൾ? ഇയാൾ ആരല്ല? എംപ്ലോയർ ആണ് സെർവന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അത് എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ള കേസുകളാണെങ്കിൽ അത് എംപ്ലോയി സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമല്ലേ എംപ്ലോയിയുടെ കയ്യിൽ ടാക്സബിൾ ആവുള്ളൂ. സ്പെസിഫൈഡ് എംപ്ലോയി ആണോ? അല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിൽ അത് എന്തുമല്ല? ടാക്സബിളും അല്ല. എല്ലാവർക്കും കൃത്യമായിട്ടത് മനസ്സിലായോ ഡിഫറൻസ്? അപ്പൊ ഓർത്താൽ മതി, എംപ്ലോയി തന്നെ അപ്പോയിന്റ് ചെയ്തിട്ട് റീഇംബേഴ്സ്മെന്റ് ചോദിക്കുന്ന കേസുകളിൽ എംപ്ലോയി എന്താണെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓൾവേസ് ടാക്സബിൾ. എംപ്ലോയർ വെച്ച് കൊടുക്കുന്ന കേസുകളാണെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? ടാക്സബിൾ ആവുള്ളൂ. Are you all here? So friends, നമ്മൾ പെർക്വിസിറ്റിൽ അടുത്ത പഠിക്കാൻ പോകുന്ന പെർക്വിസിറ്റ് എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര സാധനമാണ്. എന്താ ഹെഡിങ്? ഒന്ന് വായിച്ച ഹെഡിങ് എല്ലാവരും. വാലുവേഷൻ ഓഫ് മോട്ടോർ കാർ. എന്താണ് പരിപാടി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കണേ. അതായത് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്കൊരു കാർ തരികയാണ്. എന്ത് തരികയാണ്? കാർ തരികയാണ്. ആ കാറ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയും പേഴ്സണൽ പർപ്പസിന് വേണ്ടിയും ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. ആ കാറിന്റെ ഫ്യൂവലും മെയിൻ്റനൻസും എല്ലാം ആര് വഹിച്ചോളും?
എംപ്ലോയർ തന്നെ വഹിച്ചോളൂ എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? കമ്പനി നിങ്ങൾക്ക് ഒരു വണ്ടി തന്നു, ആ വണ്ടിയുടെ ഫ്യൂലും മെയിൻ്റനൻസും റിപ്പയറും എല്ലാം കമ്പനി നോക്കിക്കോളും. നിങ്ങൾക്ക് ആ വണ്ടി നിങ്ങളുടെ പേഴ്സണൽ പർപ്പസിന് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ മൾട്ടിപ്പിൾ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഒന്നെന്താ, കാർ മേടിക്കേണ്ട ആവശ്യം ഇല്ല. 2, പെട്രോൾ അടിക്കേണ്ട ആവശ്യം ഇല്ല. 3, മെയിൻ്റനൻസ് ചാർജസ് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ പെർക്കാവേണ്ടതല്ലേ? അല്ലേ? കാർ നിങ്ങൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വണ്ടി മേടിക്കേണ്ട ആവശ്യമില്ല, വണ്ടിക്ക് എണ്ണ അടിക്കേണ്ട ആവശ്യമില്ല, വണ്ടിക്ക് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർസ് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലേ? ഇതിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കാർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നല്ല കേട്ടോ, കാർ ഫോർ എവർ നിങ്ങളുടെ പേരിലേക്ക് തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് പല പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഉണ്ട്. നമ്മൾ എല്ലാ പെർമിറ്റേഷൻ കോമ്പിനേഷനും നിങ്ങളുടെ ബുക്കിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചാർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. 2 സെറ്റ് ഓഫ് ചാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം നോക്കാം. എൻ്റെ ഒപ്പം വേണം വായിക്കാൻ. എന്താ ഹെഡിങ്? വായിച്ചേ. വേർ ദ കാർ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയി. വണ്ടി ആരുടെയാ? എംപ്ലോയിന്റെ. ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് ചാർജസ് ആർ മെറ്റ് ബൈ ദ എംപ്ലോയി. ഞാൻ തന്നെയാണ് എന്റെ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് ചാർജസ് മീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഞാനത് ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചാലും പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചാലും ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചാലും എനിക്ക് യാതൊരു പേഴ്സണൽ ബെനിഫിറ്റും കിട്ടുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാ? വണ്ടി ആരുടെ? എന്റെ വണ്ടി. മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മീറ്റ് ചെയ്യുന്ന ആരാ? ഞാൻ. അപ്പൊ എന്തെങ്കിലും എന്റെ കയ്യിൽ ടാക്സബിൾ പെർക്കായിട്ട് വരുമോ? ഇല്ല. അതാണ് നോട്ട് പെർക്വിസിറ്റ് ആൻഡ് നോട്ട് ടാക്സബിൾ എന്ന് ഇവിടെ പറയാൻ കാരണം. എന്റെ വണ്ടി, എന്റെ ഡീസൽ, ഞാൻ സൗകര്യമുള്ള പോലെ ഉപയോഗിക്കും. ഞാനത് ടാക്സബിൾ പെർക്കായിട്ട് വാല്യൂ ചെയ്യണോ? വേണ്ട. വണ്ടി എംപ്ലോയറുടെയാണ്. അല്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണെങ്കിൽ അല്ലേ ഈ പ്രശ്നമൊക്കെ വരുള്ളൂ? അല്ലേ? സോ സിമ്പിൾ ആണ്. മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ്, കാർ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയി, മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് ആർ മെറ്റ് ബൈ ദ എംപ്ലോയി, and the car is used for official purpose, personal purpose, partly for official and partly for private. And the partly for official and partly for private, ഇടയ്ക്ക് ഞാൻ ഒഫീഷ്യൽ പർപ്പസിനും ഇടയ്ക്ക് ഞാൻ പേഴ്സണൽ പർപ്പസിനും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നു വിചാരിക്കുക. ഡസൻറ്റ് മാറ്റർ. എങ്ങനെയൊക്കെ മാറ്റി മാറ്റി ഉപയോഗിച്ചാലും യാതൊരു വ്യത്യാസവും ഇല്ല. അതെന്റെ കയ്യിൽ ഒരിക്കലും എന്താവില്ല, പെർക്വിസിറ്റ് ആകില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? സിമ്പിൾ. അടുത്ത നോക്കിയേ. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ? കാർ ഓൺഡ് ബൈ എംപ്ലോയി, മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് ചാർജസ് ആർ മെറ്റ് ബൈ ദ എംപ്ലോയർ. വണ്ടി ആരുടെ? എന്റെ വണ്ടി. ഡീസൽ ആരടിക്കുന്നു? എംപ്ലോയർ അടിക്കുന്നു. ഞാൻ ആ വണ്ടി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ പറ, am I getting any personal benefit? ഞാനത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, എന്നെ അതുകൊണ്ടാണ് എന്റെ എംപ്ലോയർ അടിക്കുന്നതെന്ന് വിചാരിക്കുക. am I getting any personal benefit? No, and hence nothing shall be taxable as perquisite. അതുകൊണ്ട് ₹1 പോലും ഞാൻ പെർക്കായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി കാർ ഞാൻ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചതെന്ന് വിചാരിക്കുക. ഒഫീഷ്യൽ അല്ല, പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. കാറിന്റെ ഡീസൽ അടിക്കുന്ന ആരാ? എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ ചാർട്ടിലേക്ക് നോക്കണ്ട, നിങ്ങൾ തന്നെ പറ, എന്തായിരിക്കും എന്റെ കയ്യിൽ ടാക്സബിൾ ആവുന്ന പെർക്ക്? എംപ്ലോയർ എനിക്ക് വേണ്ടി അടിക്കുന്ന ഡീസൽ എത്രയോ അതിന്റെ വാല്യൂ അല്ലേ എന്റെ കയ്യിൽ ടാക്സബിൾ പെർക്കാവാൻ പോകുന്നേ? അല്ലേ? കോമൺ സെൻസ് അല്ലേ? അത് തന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ is taxable in the hands of all employees. എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും എത്രയാണോ ആക്ച്വൽ എക്സ്പെൻസ് വരിക അതെല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. Are you with me? അപ്പൊ ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ പോയിന്റ്, ആ 5th നമ്പർ ഇട്ടിരിക്കുന്ന 5ാമത്തെ പോയിന്റിൽ എല്ലാവരുടെയും ഫോക്കസ് വരട്ടെ. എന്താണ് 5ാമത്തെ പോയിന്റ് പറയുന്നത്? കാർ ഓൺഡ് ബൈ ആരാ? ഞാൻ ആരാ? എംപ്ലോയി. മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മീറ്റ് ചെയ്യുന്ന ആരാ? എംപ്ലോയർ, എന്റെ മുതലാളി. വണ്ടി ഞാൻ എന്തിനാ ഉപയോഗിക്കുന്നത്? പേഴ്സണൽ പർപ്പസിന് മാത്രമാണെങ്കിൽ ഞാൻ അടിക്കേണ്ട ഡീസൽ എന്റെ എംപ്ലോയർ എനിക്ക് അടിച്ചു തരുന്നു അല്ലേ? അപ്പൊ അയാൾ എത്ര രൂപയാണോ മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസിന് വേണ്ടി മീറ്റ് ചെയ്ത് അത് മുഴുവൻ എന്റെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ പെർക്കായി മാറും. ക്ലിയർ അല്ലേ? അല്ലേ? ഇനി പ്രശ്നം വരുന്നത് എവിടെയാണെന്നറിയാവോ? ഇത് ഈ 6ാമത്തെ പോയിന്റില്ല. എന്താ 6ാമത്തെ പോയിന്റ് വായിച്ചേ? എന്റെ വണ്ടി ഡീസൽ അടിക്കുന്ന എംപ്ലോയർ, ഞാൻ ആ വണ്ടി പേഴ്സണൽ പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു. അവിടുത്തെ പ്രശ്നം എന്താ? ഈ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഉള്ള കുഴപ്പം,
ഓരോ യാത്ര തുടങ്ങുമ്പോഴും എന്ത് പർപ്പസിന് വേണ്ടിയാണ്, ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ അത്രയും, ഞാൻ എത്ര കിലോമീറ്റർ ഓടി, പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ അങ്ങനെ, ഞാൻ എത്ര കിലോമീറ്റർ ഓടി എന്ന് നോട്ട് ചെയ്ത് വെക്കല് പ്രാക്ടിക്കൽ ആണോ? പോസിബിളാ, പക്ഷെ പ്രാക്ടിക്കൽ അല്ല. എന്താ പോസിബിളാ പക്ഷെ പ്രാക്ടിക്കൽ അല്ല? വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഓരോ യാത്ര തുടങ്ങുമ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഇന്നത്തെ യാത്ര എങ്ങോട്ട്? ഓഫീസിലോട്ട്. അപ്പൊ എത്ര കിലോമീറ്റർ? പോയി വന്നതിന് ശേഷം ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ ഇന്നത്തെ യാത്ര 12 കിലോമീറ്റർ ഓഫീസിന് വേണ്ടി മാത്രം. ഇങ്ങനൊക്കെ ആരും ജീവിക്കുമോ? ഇങ്ങനെയൊക്കെ ഇത്ര മിസ്റ്റർ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒരാൾ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് നോ. ഒരിക്കലും ഇങ്ങനെ ഒരാൾ എല്ലാം കറക്റ്റ് കണക്കുകൾ എഴുതി വെച്ച് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ കാര്യം ഇവിടെ പറയണ്ട, അത് എക്സെപ്ഷണൽ കേസാണ്. അതല്ല, ഇങ്ങനെ ഒരാളെല്ലാം എഴുതി വെച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് അത് അറിയാവുന്നതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരു ഈസി വേ ഔട്ട് പറഞ്ഞേക്കാണ്. എന്താ ഈസി വേ ഔട്ട്? നിങ്ങളൊരു കാര്യം ചെയ്തു, ആ വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കണം. എന്ത് നോക്കണം? എഞ്ചിൻ കപ്പാസിറ്റി 1.6 ലിറ്റർ, അതായത് 1600 cc താഴെയുള്ള വണ്ടിയാണോ നോക്കുക. 1600 cc താഴെയുള്ള വണ്ടി സ്വിഫ്റ്റ്, മാരുതി സുസുക്കി സ്വിഫ്റ്റ്, വാഗണാർ, പിന്നെ ഏതാണ് അതുപോലുള്ള വണ്ടികൾ, നമ്മുടെ ഓൾട്ടോ അല്ലെങ്കിൽ ടാറ്റയുടെ ഓൾട്രോസ് പോലുള്ള ചെറിയ ചെറിയ വണ്ടി 1.6 ലിറ്റേഴ്സിൽ താഴെയുള്ള വണ്ടി, 1600 cc താഴെയുള്ള വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എങ്ങനെയാന്ന് നോക്കിയേ, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ ദ എംപ്ലോയർ എടുക്കുക, മൊത്തം ഡീസൽ അടിച്ചതിന്റെ എമൗണ്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എത്ര കുറയ്ക്കുക? 1800 പെർ മന്ത് കുറയ്ക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു വർഷം എത്ര നാൾ നിങ്ങൾ ഒരു 12 മാസം ആ വണ്ടി ഉപയോഗിച്ചെന്ന് വിചാരിക്കൂ. അപ്പൊ 12 മാസത്തെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് നിങ്ങൾ ആദ്യം എടുത്തെഴുതുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് കുറയ്ക്കുക? 1800 പെർ മന്ത് ഇൻറ്റു 12 നിങ്ങൾ കുറയ്ക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഇവരൊരു സ്റ്റാറ്റ്യൂട്ടറി ഇക്വേഷൻ പറഞ്ഞേക്കാണ്. നിങ്ങൾ മൊത്തം റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് എടുത്തെഴുതിയിട്ടേ ഒരു 1500 വീതം കുറച്ചു. അത് നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തു? ഒഫീഷ്യലായിട്ട് ട്രീറ്റ് ചെയ്തു. ഓരോ മാസവും 1500 രൂപ ചെലവാക്കിയത് ഒഫീഷ്യലായിട്ട് ട്രീറ്റ് ചെയ്തു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഷാൽ ബി ദ പേഴ്സണൽ പർപ്പസ്. ആ പേഴ്സണൽ പർപ്പസിന്റെ എലമെന്റ് ആയിട്ട് ബാക്കിയുള്ളത് എടുത്താൽ മതി. ഇത് ബാക്കിയുള്ളത് നിങ്ങൾ എന്തായിട്ട് കാണിച്ചാൽ മതി? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കായിട്ട് കാണിച്ചാൽ മതി. ആർ യു വിത്ത് മീ? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഇക്വേഷൻ ആണ് ഫോർ ദ കൺവീനിയൻസ്. എന്താ കൺവീനിയൻസ്? എത്ര പേഴ്സണൽ ഓടി എത്ര ഒഫീഷ്യൽ ഓടി എന്നുള്ള എഴുതി വെക്കുന്നതിലും എളുപ്പം നിങ്ങളെ മൊത്തം റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് 1800 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ എന്താക്കി മാറ്റിയാൽ മതി? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കാക്കി മാറ്റിയാൽ മതി. പിന്നെ അവിടെ ഒരു കാര്യം കൂടെ, ഡ്രൈവറും ഉണ്ടെന്ന് വിചാരിക്കുക വണ്ടിക്ക്. നിങ്ങളുടെ വണ്ടിക്ക് എംപ്ലോയർ എന്തും വെച്ച് തന്നു, ഡ്രൈവറേയും വെച്ച് തന്നു. അത് നിങ്ങൾ ഒഫീഷ്യലിനും പേഴ്സണലിനും മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ ഈ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസിനകത്ത് ഡ്രൈവർ സാലറി കൂടെ വരികയല്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് അഡീഷണലി ഒരു എത്രയും കൂടെ കുറയ്ക്കാം? 900 പെർ മന്ത് കൂടെ കുറയ്ക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ എന്താക്കി മാറ്റിയാൽ മതി? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കാക്കി മാറ്റിയാൽ മതി. അതായത് ഡ്രൈവറും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് കൂടും, ഡ്രൈവർ സാലറി കൂടെ വരും ഇതിനകത്ത്. ഇല്ലേ? അപ്പൊ കുഴപ്പമില്ല, 1800 കൂടി ഒരു 900 കൂടെ പെർ മന്ത് നിങ്ങൾ എന്ത് ചെയ്തോ? കുറച്ചു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എന്താക്കി മാറ്റിയാൽ മതി? ടാക്സബിൾ പെർക്കാക്കി മാറ്റിയാൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു ഓൾ ഹിയർ? ഇനി പ്രാക്ടിക്കലി ബാക്കിയുള്ളതായിരിക്കുമോ നിങ്ങളുടെ പെർഫെക്റ്റ് പേഴ്സണൽ എലമെന്റ്? അല്ല, അത് കാണിച്ചാൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇറ്റ് ഇസ് ഫോർ കൺവീനിയൻസ്. ആ കൺവീനിയൻസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവന്മാർ ഇത് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ആർ യു വിത്ത് മീ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി ഇത് നിങ്ങൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇത് ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഇറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ്. അപ്പൊ ഈ വണ്ടി സ്വിഫ്റ്റ് ആണെങ്കിലല്ലേ ഇങ്ങനെ? വണ്ടി ഇന്നോവ ആണെങ്കിലോ? ഇന്നോവ ആണെങ്കിൽ 2.5 ലിറ്റർ 2500 cc ആണ് വണ്ടി, അല്ലെങ്കിൽ 3 ലിറ്റർ 3000 cc ആയിരിക്കും വണ്ടി അല്ലേ? ഇന്നോവ ആണെങ്കിലേ ക്യൂബിക് കപ്പാസിറ്റി ഇസ് മോർ ദാൻ 1.6 ലിറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ 1800 പകരം നിങ്ങൾ എത്ര കുറയ്ക്കണം? 2400 നിങ്ങൾക്ക് കുറയ്ക്കണം. കാരണം റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് കൂടും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോർച്യൂണറോ സ്വിഫ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ മെഴ്സിഡസ് ബെൻസോ ആണ് തന്നതെന്ന് വിചാരിക്കുക, റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് കൂടൂലേ? ഇല്ലേ? അതുകൊണ്ടൊരു കാര്യം ചെയ്തോ, 2400 പെർ മന്ത് ഇൻറ്റു 12 മാസം എന്നുള്ളത് നിങ്ങൾ കുറച്ചു. ഡ്രൈവർ ഉണ്ടെങ്കിൽ അവിടെയും അഡീഷണൽ 900 പെർ മന്ത് നിങ്ങൾ എന്ത് ചെയ്തോ? കുറച്ചു. ബാക്കി എന്തെങ്കിലും വന്നാൽ അത് മാത്രം നിങ്ങൾ ടാക്സബിൾ പെർക്കാക്കിയാൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു ഓൾ ഹിയർ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന്? ആയോ? ഇത് മിക്കവാറും എക്സാമിന് വരും കേട്ടോ. മോസ്റ്റ് പ്രോബ്ലി ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ എക്സാമിന് ഹിറ്റാവും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ നമുക്ക് ഈ ചാർട്ട് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഈ ചാർട്ടിൽ വണ്ടി ആരുടെ ആയിരുന്നു?
എംപ്ലോയിന്റെ അല്ലേ? മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മീറ്റ് ചെയ്യുന്ന ഞാൻ തന്നെയാണെങ്കിൽ ഒരിക്കലും പെർക്ക് വരില്ല. വണ്ടി പേഴ്സണലിന് ഉപയോഗിച്ചാലും വരില്ല, ഒഫീഷ്യലിന് ഉപയോഗിച്ചാലും വരില്ല, മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും വരില്ല. ഇനി ചാർട്ടിന്റെ രണ്ടാം ഭാഗം എന്തായിരുന്നു? കാർ എന്റെ മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മീറ്റ് ചെയ്താരാ? എംപ്ലോയർ. ആ കാർ ഞാൻ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ്, നത്തിങ് ഷാൽ ബി ടാക്സബിൾ. ആ കാർ ഞാൻ എന്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എളുപ്പമുണ്ട്. ആ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് നേരെ ഫുൾ എൻ്റെ കയ്യിൽ എന്താക്കിയാൽ മതി? ടാക്സബിൾ ആക്കിയാൽ മതി. ഈ കാർ മിക്സ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. എന്താ മിക്സ്? ഒഫീഷ്യലിനും പേഴ്സണലിനും മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ മൊത്തം റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് എടുത്തെഴുതുക. എന്നിട്ട് വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കുക. 1.6 ലിറ്റേഴ്സോ അതിൽ താഴെയുള്ള ചെറിയ വണ്ടിയാണെങ്കിൽ 1800 കുറയ്ക്കുക ഒരു മാസം. ഇനി 1.6 ലിറ്റേഴ്സിൽ കൂടുതലുള്ള വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 2400 കുറയ്ക്കുക. ഡ്രൈവർ ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ എത്രയും കൂടെ കുറയ്ക്കാം? 900 നിങ്ങൾക്ക് കുറയ്ക്കാം. കാരണം നിങ്ങളുടെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് ആനുപാതികമായപ്പോൾ കൂടും. ഡ്രൈവർ സാലറിയോടെ അതിൻ്റെ അകത്ത് വന്ന് കയറും. അതുകൊണ്ട് ഒരു അഡീഷണൽ 900 നിങ്ങൾക്ക് കുറയ്ക്കാം. ദിസ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി വേ ഔട്ട്. ഓരോ യാത്ര പോകുമ്പോഴും നിങ്ങൾ കിലോമീറ്റർ നോട്ട് ചെയ്ത് വെക്കുന്നതിന് പകരം ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇക്വേഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പെർക്ക് വാല്യൂ ചെയ്താൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? അപ്പൊ ഈ ചാർട്ടിന്റെ പാർട്ട് 2 എന്താ? പാർട്ട് 2 എന്തായിരിക്കും? പാർട്ട് 2 ഹെഡിങ് വായിച്ചേ. കാർ ഓൺഡ് ബൈ ഓർ ഹയർഡ് ബൈ എംപ്ലോയർ. എന്റെ മുതലാളിയുടെ വണ്ടി. മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മെറ്റ് ബൈ മുതലാളി. ബോത്ത് ആർ ബൈ മുതലാളീസ്. അപ്പോ കാർ ഓൺഡ് ബൈ മൈ എംപ്ലോയർ, മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് ആർ മെറ്റ് ബൈ മൈ എംപ്ലോയർ. അപ്പൊ ഞാൻ വണ്ടിയും മേടിക്കണ്ട, ഡീസലും അടിക്കണ്ട, വെറുതെ ഓടിച്ചുകൊണ്ട് നടന്നാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. കാർ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ. സോ നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വിസിറ്റ്. ഞാൻ പെർക്കായിട്ട് അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതെന്തുകൊണ്ടാ? മുതലാളിയുടെ വണ്ടി, മുതലാളി ഫ്യൂൽ അടിക്കുന്നു, മുതലാളിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനത് ഓടിക്കുന്നത്. അതുകൊണ്ട് മുതലാളി തന്നെ വണ്ടി തരണം, മുതലാളി തന്നെ ഫ്യൂലും അടിക്കണം. എനിക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനത് പെർക്കായിട്ട് കാണിക്കേണ്ട ആവശ്യവുമില്ല അല്ലേ? കോമൺ സെൻസ് അല്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് നോക്കിയേ. ഞാനത് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കാം. ഞാനോ എന്റെ കുടുംബാംഗങ്ങളോ അത് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ബെനിഫിറ്റ് ഉണ്ട് എനിക്ക്. 1, വണ്ടി മേടിക്കണ്ട. 2, ഡീസൽ അടിക്കണ്ട. അല്ല, ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വാട്ടർ ഇറ്റസ് അടിക്കേണ്ട ആവശ്യം ഇല്ല. റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് മീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ എന്താ? 2 ബെനിഫിറ്റിനും പെർക്ക് വാല്യൂ ചെയ്യണ്ടേ? വേണ്ടേ? അവരെന്താ പറഞ്ഞേക്കുന്നത്? ആക്ച്വൽ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ഡ്രൈവർ സാലറി മൊത്തം എടുത്തെഴുതുക. ആ മുതലാളി മീറ്റ് ചെയ്ത മൊത്തം എക്സ്പെൻസും എടുത്തെഴുതുക. ആഡ് 10% പെർ ആനം ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ കാർ ടു ദ എംപ്ലോയർ. അതെന്താ? അത് വണ്ടിയുടെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% ഒരു വർഷത്തെ വാല്യൂ ആയിട്ട്, ഓണർഷിപ്പിന്റെ വാല്യൂ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ മറ്റേ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കൊടുത്താൽ ഒറിജിനൽ കോസ്റ്റിന്റെ 10% ഒരു വർഷത്തെ വാല്യൂ ആക്കണം എന്നല്ലേ പഠിച്ചേ? ലൈക്ക് വൈസ് കാറ് കൊടുത്താലും കാറിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% ഒരു വർഷത്തെ പെർക്ക് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇത് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിന്റെ കാര്യമാണ് കേട്ടോ. ഒരു വർഷം നിങ്ങളാണ് ആ വണ്ടി ഉപയോഗിച്ചതെങ്കിൽ 1 വർഷം വണ്ടി മേടിക്കാതെ നിങ്ങൾക്ക് ആ വണ്ടി നിങ്ങളുടെ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയില്ലേ? അപ്പൊ ആ ഓണർഷിപ്പിന്റെ പ്രപ്പോർഷൻ നിങ്ങൾ എങ്ങനെ എടുക്കണ്ടേ? കാറിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% വേണം ഒരു വർഷത്തെ പെർക്ക് വാല്യൂ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ. ആർ യു വിത്ത് മീ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ശ്രദ്ധിച്ചേ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഈ വണ്ടി ആരുടെ വണ്ടിയാ? എംപ്ലോയറിന്റെ വണ്ടി. ഇത് എനിക്ക് ഉപയോഗിക്കാൻ തന്നതല്ലേ അല്ലേ? അപ്പോ ഇത് ഞാൻ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രം എൻ്റെ കയ്യിൽ ഇത് എന്താവുള്ളൂ? ടാക്സബിൾ ആവുള്ളൂ. മറ്റേ ഡൊമസ്റ്റിക് സെർവന്റിന്റെ കേസിൽ പഠിച്ചു ഓർക്കുന്നുണ്ടോ? എംപ്ലോയർ അപ്പോയിന്റ് ചെയ്ത ഡൊമസ്റ്റിക് സെർവന്റിനെ എംപ്ലോയിക്ക് കൊടുക്കുന്ന കേസുകളാണെങ്കിൽ എംപ്ലോയി സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമല്ലേ അത് ടാക്സബിൾ ആവുള്ളൂ. ലൈക്ക് വൈസ് കാറ് മുതലാളിയുടെയാണ്, എന്നോട് എടുത്തോളാൻ പറഞ്ഞ കേസാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്താൽ മതി? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇത് പഠിക്കാനുള്ള എളുപ്പ വഴി അതാ. ഓരോ പെർക്ക് തരുമ്പോഴും അത് ആര് ഓൺ ചെയ്യുന്നതെന്ന് നോക്കുക. എംപ്ലോയർ ആണ് ഓൺ ചെയ്യുന്നതെങ്കിൽ, എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ടുള്ള കേസുകളാണെങ്കിൽ ഞാനത് സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ടാക്സബിൾ ആവുള്ളൂ. എന്നാൽ നേരെ മറിച്ച് എൻ്റെ വണ്ടിയുടെ ഡീസൽ കോസ്റ്റ് അയാൾ റീഇംബേഴ്സ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ എന്ത് തരം എംപ്ലോയി ആണെങ്കിലും അത് എന്താവും? ടാക്സബിൾ ആവും. ഡൊമസ്റ്റിക് സെർവന്റിലും അങ്ങനെയാണ്. ഞാൻ അപ്പോയിന്റ് ചെയ്ത ഡൊമസ്റ്റിക് സെർവന്റിന്റെ സാലറിയാണ് അയാൾ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാലറി ഞാൻ സ്പെസിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ടാക്സബിൾ ആവില്ലേ? ഇല്ലേ?
ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതൊക്കെ കുറേയൊക്കെ തന്നെ കോമൺ സെൻസ് ആണ്. ഇതിനകത്ത് വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആലോചിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നമുക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ ഡ്യുവൽ ബെനിഫിറ്റ് ഉണ്ട്. എന്തായിരുന്നു ഡ്യുവൽ ബെനിഫിറ്റ്? കാർ മേടിക്കണ്ട, ഡീസൽ അടിക്കണ്ട. അപ്പൊ കാർ മേടിക്കണ്ട എന്നുള്ളതിന് പ്രപ്പോർഷൻ എങ്ങനെയാ? ഒറിജിനൽ കോസ്റ്റിന് 10% ഫോർ ഇയർ. ഡീസൽ അടിക്കണ്ട എന്നുള്ളതിന് ആക്ച്വൽ ഡീസൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ. നിങ്ങൾ എന്താ ട്രീറ്റ് ചെയ്യുക? നിങ്ങളുടെ മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സംശയം കൂടെ, ഈ റെൻ്റക്കാറാണ് എനിക്ക് തന്നതെന്ന് വിചാരിക്കുക. എംപ്ലോയർ അല്ല കാർ ഓൺ ചെയ്യുന്നത്, പുള്ളി വാടകയ്ക്ക് എടുത്തിട്ടാണ് എനിക്ക് തന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എംപ്ലോയർ അടയ്ക്കുന്ന വാടകയായിരിക്കും എൻ്റെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് പ്ലസ് മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് ചാർജസ്. അല്ലേ? സൂം കാറിൽ നിന്ന് എനിക്ക് വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടാണ് എനിക്ക് എംപ്ലോയർ തന്നതെന്നുണ്ടെങ്കിൽ അയാൾ ആ സൂം കാറിന് ഒരു വർഷം കൊടുക്കുന്ന വാടകയല്ലേ എൻ്റെ കയ്യിൽ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വാല്യൂ ചെയ്യേണ്ടത്? അല്ലേ? അതാണ് നമ്മുടെ ഓർ ഹയർ ചാർജസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഉള്ളി എന്ന് പറയാൻ കാരണം. ആർ യു വിത്ത് മീ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ കാർ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമാണെങ്കിൽ there is absolutely no problem, but the problem starts where if you are using that car for official as well as personal purpose. നിങ്ങൾ ആ വണ്ടിയെ മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ മാറ്റി മാറ്റി ഉപയോഗിക്കുക? ഒഫീഷ്യലിന് ഉപയോഗിക്കുന്നു, പേഴ്സണലിന് ഉപയോഗിക്കുന്നു. അപ്പൊ ആദ്യം എന്താ ചെക്ക് ചെയ്യണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ടത്? വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി നോക്കണം. അത് 1.6 അതിൽ താഴെയാണെന്ന് നോക്കുക. ഇഫ് ദ ക്യൂബിക് കപ്പാസിറ്റി ഓഫ് ദറ്റ് കാർ ഇസ് ലെസ് ദാൻ, അതായത് എത്ര ലിറ്റർ എഞ്ചിനാണ്, 1600 cc താഴെയാണോ അല്ലെങ്കിൽ എക്സാക്ട്ലി 1600 ആണോ നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ പഠിച്ചത് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് മൊത്തം എടുത്തെഴുതിയിട്ട് 1800 കുറയ്ക്കണം എന്നല്ലേ പഠിച്ചേ? ഇവിടെ നിന്ന് അങ്ങനെയല്ല. വെറും 1800 രൂപ നിങ്ങൾ എന്തായിട്ട് എടുത്താൽ മതി? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഒന്നും കുറയ്ക്കുകയും പിടിക്കുകയും ഒന്നും ചെയ്യേണ്ട. 1800 ഷാൽ ബി ദ ഡീംഡ് ടാക്സബിൾ വാല്യൂ ഓവർ ഹിയർ. 1800 രൂപ പെർ മന്ത് നിങ്ങൾ ടാക്സബിൾ പെർക്കാക്കിയാൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു വിത്ത് മീ? പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിലോ ഒരു അഡീഷണൽ 900 രൂപ നിങ്ങൾ നിങ്ങളുടെ ടാക്സബിൾ പെർക്കായിട്ട് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. വായിച്ചേ, ഇഫ് ഷോഫർ ഇസ് പ്രൊവൈഡഡ്. എന്താ ഷോഫർ? ഷോഫർ മീൻസ് ഡ്രൈവർ. ഇപ്പൊ നമ്മൾ പറയും ഷോഫർ ഡ്രിവൺ കാർ എന്ന് പറഞ്ഞാൽ മറ്റേ റോൾസ് റോയ്സ് ഒരു ഷോഫർ ഡ്രിവൺ കാർ ആണെന്നാണ് നമ്മൾ പറയുക. അതായത് സാധാരണ മുതലാളിമാരല്ല റോൾസ് റോയ്സ് ഓടിക്കുക, അത് മുതലാളിമാരുടെ ഡ്രൈവറെ ഒപ്പിച്ചാണ് ഓടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഡ്രൈവേഴ്സ് കാർ അല്ല എന്നാണ് പറയുന്നത്. ഷോഫർ ഇസ് ഡ്രൈവർ, ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. സോ പോയിന്റ് സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചേ. കാർ ഓൺഡ് ബൈ എംപ്ലോയർ, മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മെറ്റ് ബൈ എംപ്ലോയർ. Car is used for official as well as personal purpose, and the cubic capacity of the car is less than or equal to 1600 or 1.6 liters. Then എന്ത് ചെയ്യണം? മിക്സ് ആണെന്നുണ്ടെങ്കിൽ 1800 രൂപ എന്തായിട്ട് എടുത്താൽ മതി? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കായിട്ട് എടുത്താൽ മതി. ഡ്രൈവർ ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ 900, അതായത് 1800 പ്ലസ് 900 into 12. ഇനി കഴിഞ്ഞിട്ടില്ല, വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്റേഴ്സിലും കൂടുതലാണെങ്കിലോ 2400 രൂപ വേണം നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ? നിങ്ങളുടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കായിട്ട് ട്രീറ്റ് ചെയ്യാൻ. അവിടെയും ഡ്രൈവർ ഉണ്ടെങ്കിൽ അഡീഷണൽ 900. അവിടെയും ഡ്രൈവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര എടുക്കണം? അഡീഷണൽ 900 എടുക്കണം. ആർ യു ഓൾ ഹിയർ? അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് ഒന്ന് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫസ്റ്റ് പാർട്ട് കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണ്, മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മെറ്റ് ബൈ ദ എംപ്ലോയർ ആണ്. കാർ എങ്ങനെ ഉപയോഗിച്ചോ അതനുസരിച്ച് പെർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. പറഞ്ഞത് ക്ലിയർ അല്ലേ? അല്ലേ? ഇനി എന്താ രണ്ടാമത്തെ പോസിബിലിറ്റി? എന്താ? കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ, മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് ചാർജസ് മെറ്റ് ബൈ ദ എംപ്ലോയി. മുതലാളി വണ്ടി തന്നു, എണ്ണ അടിക്കുന്ന ആരാ? ഞാനാണ്. ഡീസൽ അടിക്കുന്ന ഞാനാണ് എന്നുണ്ടെങ്കിൽ, കാർ ഒഫീഷ്യൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ പെർക്വിസിറ്റ്. 1 രൂപ പോലും ഞാൻ എൻ്റെ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് ഐ എം നോട്ട് ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ് ഓവർ ദെയർ. അല്ലേ? ഇനി വാട്ട് ഇഫ് ഐ എം യൂസിംഗ് ഇറ്റ് ഫോർ മൈ പേഴ്സണൽ പർപ്പസ് ഉള്ളി? ചാർട്ട് നോക്കാതെ തന്നെ പറയാലോ. കാർ ഓൺഡ് ബൈ എംപ്ലോയർ, മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മെറ്റ് ബൈ എംപ്ലോയി. ഞാനത് പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വാട്ട് ഇസ് ദ ബെനിഫിറ്റ്? കാർ മേടിക്കണ്ട. അപ്പൊ എങ്ങനെ വാല്യൂ ചെയ്യണ്ടേ? ഒറിജിനൽ കോസ്റ്റിന്റെ 10% ഫോർ എ ഇയർ. അല്ലേ? അതിനകത്തേക്ക് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അങ്ങനെയാണോ? നോക്കിയാൽ എന്താ പറഞ്ഞേക്കുന്നത്? 10% per annum ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ കാർ ടു ദ എംപ്ലോയർ. ഇനി വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ ഹയർ ചാർജസ്, ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഉള്ളി. അപ്പൊ അത് സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ മാത്രമേ എന്താവുള്ളൂ? ടാക്സബിൾ ആവുള്ളൂ. ആർ യു ഓൾ ലിസണിങ്? ഇനി ഇവിടെയും പ്രശ്നം എന്താ?
കാർ ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസിന് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി നോക്കണം. 1.6 ലിറ്റേഴ്സോ അതിൽ താഴെയോ ആണെങ്കിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത്? 1800 2400 ഒന്നും വേണ്ട, വെറും 600 രൂപ മാത്രം നിങ്ങൾ എന്താക്കി മാറ്റിയാൽ മതി? ടാക്സബിൾ പെർക്കാക്കി മാറ്റിയാൽ മതി. ഇനി ഡ്രൈവർ ഉണ്ടെങ്കിൽ അഡീഷണൽ 900. ആർ യു വിത്ത് മീ? ശ്രദ്ധിക്കുന്നുണ്ടോ? വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്റേഴ്സിൽ കൂടുതലാണെങ്കിലോ 600 പകരം 900 ആയിരിക്കും. ഡ്രൈവർ ഉണ്ടെങ്കിൽ അഡീഷണൽ 900. 900 പ്ലസ് 900 into 12 ഡ്രൈവറോട് ഉണ്ടെങ്കിൽ അങ്ങനെ വേണം നിങ്ങൾ പെർക്ക് എന്ത് ചെയ്യാൻ? വാല്യൂ ചെയ്യാൻ. ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി മെത്തേഡ് ആണ് കേട്ടോ. എന്താ സ്റ്റാറ്റ്യൂട്ടറി മെത്തേഡ്? ചടങ്ങ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞേക്കാണ്. മറ്റത് ഭയങ്കര തലവേദനയാണ്. നിങ്ങൾ ഓരോ യാത്രയ്ക്ക് പോകുമ്പോഴും കിലോമീറ്റർ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇറ്റ്സ് ഈസി വേ ഔട്ട്. ഇങ്ങനെ ചെയ്താൽ മതി. ഇത് നിങ്ങൾ പെർക്കാക്കി മാറ്റിയാൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു ഓൾ ഹിയർ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് മൊത്തത്തിലുള്ള ചാർട്ട് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ചാർട്ട് എന്ന് പറഞ്ഞാൽ കാർ ഓൺഡ് ബൈ ദ എംപ്ലോയി, മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മെറ്റ് ബൈ ദ എംപ്ലോയി, നത്തിങ് ടാക്സബിൾ. കാർ ഓൺഡ് ബൈ ദ എംപ്ലോയി, മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മെറ്റ് ബൈ ദ എംപ്ലോയർ, ഒഫീഷ്യൽ പർപ്പസ് നത്തിങ് ടാക്സബിൾ. പേഴ്സണൽ പർപ്പസ് maintenance running charges taxable. Then official as well as personal purpose, you note down the maintenance running charges, you deduct 1800 per month if the car's cubic capacity is less than or equal to 1.6 cc. More than 1.6 cc, you deduct 2400 per month. If driver is also there, you deduct an additional 900 per month. The balance shall be the taxable value of perquisite. ഇതല്ലേ ആദ്യം പഠിച്ചേ? അല്ലേ? രണ്ടാമത്തെ ചാർട്ട് എന്താ? കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ, മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മെറ്റ് ബൈ ദ എംപ്ലോയർ, ഒഫീഷ്യൽ പർപ്പസ് നത്തിങ് ടാക്സബിൾ, പേഴ്സണൽ പർപ്പസ് ഡ്യുവൽ ബെനിഫിറ്റ്, റണ്ണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് പ്ലസ് ഓണർഷിപ്പിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10%, ഹയർ ആണെങ്കിൽ ഹയർ ചാർജസ്. ഇനി അടുത്തത് മിക്സ് ആണെങ്കിൽ ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസിന് മിക്സ് ആണെങ്കിൽ 1800 പെർ മന്ത്, ക്യൂബിക് കപ്പാസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.6 ആണെങ്കിൽ, ക്യൂബിക് കപ്പാസിറ്റി മോർ ദാൻ 1.6 ആണെങ്കിൽ 2400 പെർ മന്ത്. അവിടെ ഡ്രൈവർ ഉണ്ടെങ്കിൽ പ്ലസ് 900 അഡീഷണൽ. ഓക്കെ അല്ലേ? ശരി. ഇനി കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ, മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മെറ്റ് ബൈ ദ എംപ്ലോയി, അങ്ങനെയാണെങ്കിലോ ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? നത്തിങ് ടാക്സബിൾ. പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ, മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജ് ഞാനാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ? ഓണർഷിപ്പിന് മാത്രം ഒറിജിനൽ കോസ്റ്റിന്റെ 10%. ആൻഡ് വാട്ട് ഇഫ് ഇറ്റ് ഇസ് ഫോർ മിക്സ്? ഇൻസ്റ്റെഡ് ഓഫ് 1800 യു ആഡ് ഓൺലി 600. ഡ്രൈവർ ഉണ്ടെങ്കിൽ അഡീഷണൽ 900. 1.6ൽ താഴെയാണെങ്കിൽ. മോർ ദാൻ 1.6 ആണെങ്കിലോ 900 പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ അഡീഷണൽ 900 into 12. ആർ യു ഓൾ ഹിയർ? പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ശ്രദ്ധിച്ചേ, ഈ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റിൽ നിന്ന് അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. പക്ഷേ ഈ സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളില്ലേ, 1800, 600, 2400, 900 ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളില്ലേ, അവിടെ മാത്രം എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള റിക്കവറി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. വായിച്ചേ നോട്ട് നമ്പർ 1. വൈൽ വാല്യൂവിംഗ് ടാക്സബിൾ പെർക്വിസിറ്റ്, any amount recovered from employee shall be reduced except when statutory figures are used for valuation. സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ഒഴികെ ബാക്കി എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം? നെറ്റ് ഓഫ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താ സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സ് ഉപയോഗിക്കുന്ന സർക്കംസ്റ്റാൻസസിൽ ഒഴികെ എന്ന് പറയാൻ കാരണം? സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സിൽ വെറിയൊരു ചെറിയ എമൗണ്ട് അല്ലേ ടാക്സ് ചെയ്യാൻ പറയുന്നുള്ളൂ അല്ലേ? അതിനകത്ത് നിന്ന് നിങ്ങളൊന്നും കുറയ്ക്കാൻ പാടില്ല. മൊത്തം ഞങ്ങൾ പറയുന്നില്ല. 1800, 2400 പെർ മന്ത് എന്നൊക്കെ പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറിയ എമൗണ്ടാണ്. അതിനകത്ത് നിന്ന് വേറൊരു എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള റിക്കവറീസ് നിങ്ങൾ എന്ത് ചെയ്യരുത്? നെറ്റ് ഓഫ് ചെയ്യരുത്. ബാക്കി ഈ ആക്ച്വൽ റണ്ണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിക്കവറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഓഫ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആർ യു ഓൾ ഹിയർ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഇനി ഇവിടെ വേറൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചേ. ഈ ഒരു വലിയ നോട്ടാണെങ്കിലും ഭയങ്കര എളുപ്പമുള്ളൊരു നോട്ടാണ്. എന്ത് ഈ നോട്ട് ഒന്ന് വായിച്ചേ. വേർ ദ എംപ്ലോയർ or employee claims that motor car is used for wholly and exclusively in performance of official duty, or that the actual expenses on running and maintenance of the motor car owned by the employee for official purpose is more than the amount deductible as per the above mentioned flow chart, then he can claim a higher amount attributable to such official use provided the following conditions are fulfilled. അതായത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ചാർട്ടിൽ
where the employer or the employee claims that motor car is used wholly and exclusively in performance of official duty, or that the actual expenses on running and maintenance of the motor car owned by the employee for official purposes more than the amount deductible as per the above mentioned flow chart. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളെ തൊട്ട് മുന്നേ പഠിച്ച ഫസ്റ്റ് ചാർട്ടിൽ നമ്മൾ ആക്ച്വൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് 1800 ലെസ് ചെയ്യണമെന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? അവിടെ എന്തായിരുന്നു ഓൾട്ടർനേറ്റീവ്? എന്തായിരുന്നു? കാർ ഓൺഡ് ബൈ ആരായിരുന്നു? കാർ ഓൺഡ് ബൈ എംപ്ലോയി, എൻ്റെ വണ്ടി. മെയിൻ്റനൻസ് റണ്ണിങ് ചാർജസ് മീറ്റ് ചെയ്യുന്ന ആരാ? എംപ്ലോയർ അല്ലേ? ഇനി കാർ ഉപയോഗിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസിനല്ലേ ഉപയോഗിച്ചേ? ഒഫീഷ്യൽ ആസ് വെൽ പേഴ്സണൽ പർപ്പസിന് മിക്സ് ചെയ്തിട്ടല്ലേ ഉപയോഗിച്ചേ? ശരി, ഇനി കേക്ക്, ആ വണ്ടിയുടെ മൊത്തം അപ്പൊ എങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യണ്ടേ? മൊത്തം റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് എഴുതിയിട്ട് 1800 പെർ മന്ത് കുറയ്ക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞ ടോട്ടൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഒരു 1 ലക്ഷം രൂപയാണ് വന്നതെന്ന് വിചാരിക്കുക. ഒരു വർഷത്തെ ഡീസൽ അടിച്ചതിന്റെ മൊത്തം ചെലവ് 1 ലക്ഷം രൂപ പ്ലസ് സർവീസസ് 1 ലക്ഷം രൂപയാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വർഷം മൊത്തം ഉപയോഗിച്ചതുകൊണ്ട് 1800 into 12 months എത്ര വരും? 1800 into 12 months. Take your calculator and tell me how much is 1800 into 12 months. എത്ര വരുന്നേ? 21,600. ലെസ് ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചത്? ലെസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും? ടാക്സബിൾ പെർക്വസിറ്റ് ബാക്കി എത്ര വരും? 78,400 വരും അല്ലേ? ഇതല്ലേ നിങ്ങളുടെ കയ്യിലുള്ള ടാക്സബിൾ പെർക്വസിറ്റ് അല്ലേ? ഇനി കേട്ടോ, ഈ എംപ്ലോയർ പ്രോപ്പറായിട്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഓരോ യാത്രയ്ക്ക് പോകുമ്പോഴും ഇപ്പൊ ചില ഫാക്ടറികളിലൊക്കെ അങ്ങനെയുണ്ട്. ഫാക്ടറി ഗേറ്റിൽ സെക്യൂരിറ്റി നിങ്ങളോട് ചോദിക്കും പർപ്പസ് എന്താണെന്ന് ചോദിക്കും. വണ്ടിയായിട്ട് പോകുമ്പോൾ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യും, പർപ്പസ് ഒഫീഷ്യലിനെ നോട്ട് ചെയ്യും, വണ്ടിയുടെ കിലോമീറ്റർ നോക്കും. തിരിച്ച് ഗേറ്റിനകത്ത് കയറുമ്പോൾ കിലോമീറ്റർ എത്രയെന്ന് നോക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി പേഴ്സണൽ പർപ്പസിനാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഗേറ്റിൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ മതി. അവർ പേഴ്സണൽ നോട്ട് ചെയ്യും, തിരിച്ച് ഗേറ്റിൽ വരുമ്പോൾ വണ്ടിയുടെ കിലോമീറ്റർ എത്രയാണെന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ചില കമ്പനികളിൽ ഇതിന് കൃത്യമായി എന്തുണ്ടാവും? റെക്കോർഡ് ഉണ്ടാവും. പേഴ്സണലിനാണോ ഓടിയത്, ഒഫീഷ്യലിനാണോ ഓടിയെന്നുള്ള കൃത്യമായി എന്തുണ്ടാവും? കണക്കുണ്ടാവും. ആർ യു ഓൾ വിത്ത് മീ? ഇപ്പം നമ്മൾ ചില കമ്പനികൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ടാവും. ആ ഗേറ്റ് കീപ്പേഴ്സ് ആ വണ്ടിയുടെ ആ കാറ് ഒഫീഷ്യൽ കാർ വരുമ്പോൾ ആരാണ് ഡ്രൈവർ എന്നുള്ളത് എഴുതും, പർപ്പസ് എന്താണെന്നുള്ളത് എഴുതും, അപ്പോൾ ഉള്ള ഓഡോമീറ്ററിലെ കിലോമീറ്റർ എത്രയാണെന്ന് എഴുതും. വണ്ടി തിരിച്ച് വരുമ്പോഴും കിലോമീറ്റർ എത്രയാണെന്ന് നോട്ട് ചെയ്യും. അപ്പൊ എത്ര കിലോമീറ്റർ പേഴ്സണൽ ഓടി, എത്ര കിലോമീറ്റർ ഒഫീഷ്യൽ ഓടി എന്നുള്ള ഇയർ എൻഡിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കണ്ട് പിടിക്കാം. ആർ യു വിത്ത് മീ? അങ്ങനെ കണക്കനുസരിച്ച് ശരിക്കും ഈ 1 ലക്ഷം രൂപയില് ഒഫീഷ്യൽ ട്രിപ്പ് 60,000 രൂപയായിരുന്നു ഒഫീഷ്യൽ ട്രിപ്പിനുള്ള എക്സ്പെൻസ്. പേഴ്സണൽ ട്രിപ്പിനുള്ള എക്സ്പെൻസ് വെറും 40,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ എംപ്ലോയറിന്റെ കയ്യിൽ കൃത്യം കണക്കുണ്ടായിരുന്നു. ഒഫീഷ്യൽ ട്രിപ്പിനുള്ള എക്സ്പെൻസ് 60,000, പേഴ്സണൽ ട്രിപ്പിനുള്ള എക്സ്പെൻസ് 40,000 ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വാല്യൂ ചെയ്ത് വന്നപ്പോൾ 78,400 അല്ലേ ടാക്സബിൾ പെർക്ക് അല്ലേ? അതായത് ഇപ്പൊ വാല്യുവേഷൻ അനുസരിച്ച് 78,400 അല്ലേ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഓടിയത്? ശരിക്കും ആക്ച്വൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഓടിയത് എത്രയേ ഉള്ളൂ? 40,000 അല്ലേ ഉള്ളൂ അല്ലേ? ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ഇത് സർട്ടിഫൈ ചെയ്ത് മേടിക്കുക. എന്ത്? അയാളുടെ കയ്യിൽ ഇതിനെല്ലാം റെക്കോർഡ്സ് ഉണ്ട്. റെക്കോർഡ് പ്രകാരം 40,000 രൂപ മാത്രമാണ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഓടിയത്. അങ്ങനെ സർട്ടിഫൈ ചെയ്ത് മേടിച്ചാൽ എംപ്ലോയിക്ക് ആ വർഷം 40,000 രൂപ തന്നെ എന്തായിട്ട് കാണിക്കാം? ടാക്സബിൾ പെർക്കായിട്ട് കാണിക്കാം. ആർ യു വിത്ത് മീ? അതാണ് അവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദാ നോക്കിയേ, ഇവിടെ അവന്മാർ എന്താ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. നമ്മൾ മുകളിലത്തെ ചാർട്ടിൽ പെർക്ക് വാല്യൂ ചെയ്ത് വന്നപ്പോൾ the employer has maintained complete details of the journey undertaken for official purpose, which may include date of journey, destination, mileage and the amount of expenditure incurred thereon, and the employer gives a certificate to the effect that the expenditure was incurred wholly and exclusively for the performance of official duties. അതായത് എംപ്ലോയറിന്റെ കയ്യിൽ ഓരോ യാത്രയും എന്തിനാണ് എന്നുള്ള കൃത്യമായ കണക്കുകളുണ്ട്. പ്ലസ് എംപ്ലോയർ അത് എംപ്ലോയിക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട. ആക്ച്വൽ പേഴ്സണൽ പർപ്പസിന് എത്രയാണോ ഓടിയത് ആ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് കാണിക്കാം? നിങ്ങൾക്ക് പെർക്കായിട്ട് കാണിക്കാം. ആ 78,400 കാണിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഷോ ദ ആക്ച്വൽ 40,000. ആർ യു ഓൾ ഹിയർ? ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ?
Then ഒരു കാര്യം കൂടെ ഉണ്ട്. When more than one car is provided to the employee otherwise than wholly and exclusive for office purpose, then the value of perquisite. One car shall be taken as car provided partly for office and partly for private purpose, and for other cars value shall be calculated as car provided exclusively for private purpose. അതായത് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ഒരു ഇന്നോവ ആൻഡ് സ്വിഫ്റ്റ് 2 വണ്ടി തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ 2 വണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്നോവയും തന്നിട്ടുണ്ട്, സ്വിഫ്റ്റും തന്നിട്ടുണ്ട്. ഈ ഇന്നോവ നിങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക, സ്വിഫ്റ്റും നിങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. രണ്ടും നിങ്ങൾ ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസിന് മിക്സ് ചെയ്തിട്ട് തലങ്ങുമാണ് ഉപയോഗിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി മാത്രമേ മിക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ വണ്ടി മുഴുവൻ പേഴ്സണൽ പർപ്പസിനായിട്ട് ഉപയോഗിച്ചു എന്ന് ട്രീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വാല്യുവേഷൻ ചെയ്യാൻ. മോർ ദാൻ 1 കാർ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാറിന് മാത്രമേ മിക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ സ്റ്റാറ്റ്യൂട്ടറി ഇക്വേഷൻ ഉപയോഗിച്ച് വാല്യൂ ചെയ്യാൻ പാടുള്ളൂ. മറ്റേ കാറ് ആക്ച്വലി മിക്സ് ആണെങ്കിലും അത് ഡീം ടു ബി പേഴ്സണൽ യൂസ് ആണെന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അസ്യൂം ചെയ്യാൻ. ആർ യു വിത്ത് മീ? അപ്പൊ നിങ്ങൾ പറയും ഇതിൽ ഏത് കാറ് മിക്സ്, ഏത് കാറ് ഡീംഡ് പേഴ്സണൽ ആക്കണം, ഏതായിരിക്കും ബെറ്റർ? ഇന്നോവ മിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിന് കാരണം സ്റ്റാറ്റ്യൂട്ടറി വാല്യൂഷൻ ചെയ്യുമ്പോൾ കുറച്ച് വാല്യൂ വരുള്ളൂ അല്ലേ. സ്വിഫ്റ്റ് ഡീംഡ് പേഴ്സണൽ ആക്കുമായിരിക്കും ബെറ്റർ. ആർ യു വിത്ത് മീ? ഇത് CBDTയുടെ ഒരു സർക്കുലർ ആണ്. ഒന്നിൽ കൂടുതൽ വണ്ടികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു കാര്യമുണ്ട്, ഒന്നിൽ കൂടുതൽ വണ്ടിയുണ്ട്, അത് ഒരു വണ്ടി ഒഫീഷ്യലിന് മാത്രം മറ്റേ വണ്ടി പേഴ്സണലിന്റെ മാത്രമാണെങ്കിൽ പേഴ്സണലിന്റെ മാത്രമുള്ള വണ്ടി വാല്യൂ ചെയ്താൽ മതി. ഒന്നിൽ കൂടുതൽ വണ്ടിയുണ്ട്, രണ്ടും മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരെണ്ണമേ മിക്സ് ചെയ്ത് ഉപയോഗിച്ചതായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. മറ്റത് നിങ്ങൾ പേഴ്സണലിന് ഉപയോഗിച്ചതായി എന്ത് ചെയ്യണം, ഡീം ചെയ്യണം എന്നാണ് അവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആർ യു ഓൾ വിത്ത് മീ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മോട്ടോർ കാറിന്റെ വാല്യുവേഷൻ പറയുന്ന 2 ചാർട്ടുകൾ. ഇറ്റ് വാസ് എ വെരി ലെങ്തി ചാർട്ട്. കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ പഠിച്ച കാര്യങ്ങളുടെ ഒരു റിവിഷൻ ആവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഷീറ്റ് എടുക്കുക. Take your question sheet. Take your question sheet and take question number 16. Question 16 എടുത്തിട്ട് ആൻസർ ചെയ്തേ. Take your question sheet, question number 16. സോനം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്തേ. Question number 16. Sonam has been provided a car that is 1.7 liter by his employer Vikash Limited. Cost of the car to the employer was 3,50,000. Maintenance cost incurred by the employer was 30,000 per annum. Chauffeur salary paid by the employer 3,000 per month. Find value of perquisite for Sonam for assessment year 26-27 if the car is used for office purpose. And the answer nil, not taxable. Nothing shall be taxable. കാരണം personal benefit ഒന്നും കിട്ടുന്നില്ല. Personal purpose ആണെങ്കിലോ ഏത് ചാർട്ടിലാണ് ഇത് വരുന്നത്? കാർ ഓൺഡ് ബൈ എംപ്ലോയർ അല്ലേ. മെയിൻ്റനൻസ് ആൻഡ് റണ്ണിംഗ് ചാർജസ് മെറ്റ് ബൈ എംപ്ലോയർ. അപ്പൊ ഡ്യുവൽ ബെനിഫിറ്റ് അല്ലേ. കാർ ഓൺ ചെയ്യണ്ട, മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മീറ്റും ചെയ്യണ്ട. അപ്പൊ നമുക്ക് രണ്ടും വാല്യൂ ചെയ്യണം. കാറിന്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാ? ഹൗ മച്ച് ഇസ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് കാർ? 3,50,000 അല്ലേ, ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 35,000 അല്ലേ ഓണർഷിപ്പിന്റെ പ്രപ്പോർഷൻ അല്ലേ. റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് എത്രയാ? ഹൗ മച്ച് ഇസ് ദ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ്? ഡ്രൈവർ സാലറി ഇല്ലാതെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് മാത്രം എത്ര വരുന്നുണ്ട്? കൂട്ടി പറഞ്ഞേ. ദാറ്റ് ഈസ് 30,000 പെർ ആനം എന്നല്ലേ അവന്മാര് പറഞ്ഞേക്കുന്നേ. ഇനി ഡ്രൈവർ സാലറി എത്ര വരുന്നുണ്ട്? 3,000 പെർ മന്ത് ഇൻറ്റു 12 months അല്ലേ. ക്യാൻ യു ടെൽ മീ ദ ടോട്ടൽ ഹൗ മച്ച് ഇസ് 12 into 3? 36,000. അപ്പൊ എല്ലാം കൂടെ കൂട്ടി എത്ര വരുന്നുണ്ട്? 1,01,000 ആണോ? ഇനി എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് മേടിക്കുന്നുണ്ടോ? ബിയിലും സിയിലും എംപ്ലോയീസ് ബീങ് ചാർജ് 15,000 per annum for such facility എന്നല്ലേ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ റിക്കവർ ചെയ്യുന്നില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ പെർക്ക് എത്രയായിരിക്കും? 86,000 shall be the taxable value of perquisite in case B. Are you with me? ഓണർഷിപ്പിന്റെ പ്രപ്പോർഷൻ ഒറിജിനൽ കോസ്റ്റിന്റെ 10%. ദെൻ നമ്മൾ കാറിന്റെ റണ്ണിങ് ആൻഡ് ആക്ച്വൽ മെയിൻ്റനൻസ് ചാർജസ് 30,000. ഡ്രൈവർ സാലറി 3,000. അതും റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് ആട്ടോ. ഡ്രൈവർ സാലറി ഈസ് ഓൾസോ റണ്ണിങ് ആൻഡ്
മെയിൻ്റനൻസ് ചാർജസ്. കാറിന്റെ റിപ്പയർ, ഫ്യൂവൽ, ഡ്രൈവർ ചാർജ് എല്ലാം റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 15,000 റിക്കവറി നിങ്ങൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അത് ബി. ഹൗ അബൌട്ട് സി? സി എന്താ കേസ്? കാറ് മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നല്ല അവർ പറഞ്ഞേക്കുന്നത്. ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസ് എന്നല്ല പറഞ്ഞേക്കുന്നത്. വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി എത്ര? 1.7 ലിറ്റർ. അപ്പൊ എങ്ങനെ പെർക്ക് വാല്യൂ ചെയ്യണ്ടേ? 1,800 പെർ മന്ത് അല്ലേ? സോറി, 2,400 പെർ മന്ത് അല്ലേ എടുക്കണ്ടേ? അല്ലേ? ഇൻടു 12 months. ഇനി ഡ്രൈവർ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് അഡീഷണൽ 900 പെർ മന്ത് ഇൻടു 12 months. എത്ര? 2,400 ഇൻടു 12, 28,800. How about 900 into 12? 10,800. How about the total? 39,600. എനിക്കൊരു സംശയം, ഈ 15,000 ഇവിടുന്ന് ലെസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒരിക്കലും 15,000 നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ലെസ് ചെയ്യാൻ പാടില്ല. Why? Because they are using statutory figures for the valuation of perquisite. ഓർക്കുന്നുണ്ടോ നോട്ട് പറഞ്ഞത്? സ്റ്റാറ്റ്യൂട്ടറി ഫിഗർ ഉപയോഗിക്കുന്നിടം ഒഴികെ ബാക്കി എല്ലായിടത്തും റിക്കവറി ലെസ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സ് ഉപയോഗിക്കുന്നിടത്ത് ഒരിക്കലും റിക്കവറി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ? അല്ലേ? സോ ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ നമ്പർ 17 നമുക്കൊന്ന് വായിച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 17 ശ്രദ്ധിച്ചേ. മിസ്റ്റർ വിക്രം, ബീങ് എ ഗവൺമെന്റ് എംപ്ലോയി, ഹാസ് എ കാർ that is 1.7 liter used for office as well as personal purpose. During the year, he incurred 40,000 on maintenance and 20,000 on driver salary. Entire cost is reimbursed by the employer. Find taxable perquisite. വണ്ടി മിക്സിനാണ് ഉപയോഗിച്ചേക്കുന്നത് അല്ലേ? വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി 1.7 ലിറ്റർ ആണ്. ഇത് ഏത് ചാർട്ടാ വരുന്നത്? കാർ ഓൺഡ് ബൈ എംപ്ലോയി, അയാളുടെ വണ്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മെറ്റ് ബൈ ദ എംപ്ലോയർ. കാർ ഇസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസ്. ഇതല്ലേ ഓൾട്ടർനേറ്റ്? ഏത് ചാർട്ടിലാണ് ഇത് വരുന്നത്? ഫസ്റ്റ് ചാർട്ടില് റൈറ്റ് ഹാൻഡ് സൈഡിലല്ലേ വരുന്നത്? കാർ ഓൺഡ് ബൈ ദ എംപ്ലോയി, മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മെറ്റ് ബൈ ദ എംപ്ലോയർ, കാർ ഇസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസ്, ക്യൂബിക് കപ്പാസിറ്റി ഓഫ് ദ കാർ ഇസ് മോർ ദാൻ 1.7 ലിറ്റേഴ്സ്. അപ്പൊ എങ്ങനെ വാല്യൂഷൻ ചെയ്യണ്ടേ? ആക്ച്വൽ റണ്ണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് എടുത്ത് എഴുതിയിട്ട് 2,400 രൂപ പെർ മന്ത് കുറയ്ക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവറും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത് നോക്കാം. ശ്രദ്ധിച്ചേ, എത്രയാ റണ്ണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് മാത്രം? ഡ്രൈവർ സാലറി ഒഴികെയുള്ള റണ്ണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് എത്രയാ? 40 അല്ലേ? അല്ലേ? അപ്പോ അത് 40. ഡ്രൈവർ സാലറി 20 അല്ലേ? രണ്ടും കൂടെ കൂട്ടുമ്പോ 60. എത്ര കുറയ്ക്കണ്ടേ? 2,400 പെർ മന്ത് അല്ലേ? ഇൻടു 12 months പ്ലസ് ഡ്രൈവർ ഉള്ളത് കാരണം അഡീഷണൽ 900 പെർ മന്ത് ഇൻടു 12 months. ഇത് രണ്ടും കൂടെ കൂട്ടി കുറയ്ക്കണ്ടേ? എത്ര വരും ഇത് രണ്ടിനും കൂടെ ടോട്ടല്? 39,600. 60,000 എന്ന് കുറയ്ക്കുമ്പോൾ എത്ര വരും? നിങ്ങളുടെ ടാക്സബിൾ പെർക്വസിറ്റ് എത്ര വരും? 20,400. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവറീസിനെ പറ്റി ഒന്നും അവർ പറയുന്നില്ല. സോ 20,400 ഷാൽ ബി ദ ടാക്സബിൾ പെർക്വസിറ്റ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അല്ലേ? Question number 18. What are they saying? Amit is provided with 2 cars to be used official and personal work by his employer. അപ്പൊ അമിത്തിന് എംപ്ലോയർ 2 വണ്ടി കൊടുത്തു. കാർ ഓൺഡ് ബൈ. ഞാൻ നിങ്ങൾക്കൊരു വണ്ടി തരണമെങ്കിൽ ആ വണ്ടി ആരുടെ ആയിരിക്കണം? എന്റെ ആയിരിക്കണ്ടേ? എല്ലാം വണ്ടി എടുത്ത് ഞാൻ തരുമോ? ഇല്ല. നിങ്ങളുടെ വണ്ടി എടുത്ത് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ കാർ ഓൺഡ് ബൈ എംപ്ലോയർ, മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മെറ്റ് ബൈ എംപ്ലോയർ, റണ്ണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ബോൺ ബൈ ദ കമ്പനി എന്ന് പറയുന്നുണ്ട്, ഡ്രൈവർ സാലറിയും ബോൺ ബൈ ദ കമ്പനി എന്ന് പറയുന്നുണ്ട്. അപ്പൊ റണ്ണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് മീറ്റ് ചെയ്യുന്ന ആരാ? എംപ്ലോയർ തന്നെയല്ലേ? അല്ലേ? എംപ്ലോയി ആ കാർ രണ്ടും മിക്സ് ചെയ്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്? ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു പച്ച ബോക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താ അത്? ഇങ്ങനെ വരുന്ന കേസുകളിൽ അതിലേതെങ്കിലും ഒരു വണ്ടി മാത്രമേ പേഴ്സണൽ പർപ്പസ്, ഒരു വണ്ടി മാത്രമേ മിക്സ് ചെയ്ത് ഉപയോഗിച്ചതായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. മറ്റേ വണ്ടി ഫുൾ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചതായിട്ട് വേണം അസ്യൂം ചെയ്യാൻ എന്നല്ലേ പഠിച്ചത് അല്ലേ? അപ്പൊ ഇതിൽ ഏത് വണ്ടിയാ നിങ്ങൾ മിക്സ് ചെയ്തും ഏത് വണ്ടിയാ ഫുൾ പേഴ്സണലും ബ്രാക്കറ്റിൽ അവന്മാർ തന്നെ തന്നിട്ടുണ്ട്. അസ്യൂമിങ് കാർ 1 ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ബൈ അമിത്. അതിന്റെ അർത്ഥം എന്താ? കാർ 1 ഫുൾ പേഴ്സണൽ വേണ്ടി ഉപയോഗിച്ചതായി ട്രീറ്റ് ചെയ്ത്
കാർ ടു മിക്സ് ചെയ്തും ഉപയോഗിച്ചതായിട്ട് എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഓരോരോ ആൻസർ വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഒരു യൂണിഫോം ആയിട്ട് അസംഷൻ ക്വസ്റ്റിൽ തന്നെ പറഞ്ഞേക്കാണ്. Are you with me? And assume the capacity, engine capacity does not exceed 1.6. 1.6 താഴെയാണെന്ന് അസ്യൂം ചെയ്താൽ മതി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതാ ചാർട്ട്? ഫസ്റ്റ് ചാർട്ടോ സെക്കൻഡ് ചാർട്ടോ? സെക്കൻഡ് ചാർട്ട്. സെക്കൻഡ് ചാർട്ടില് എക്സ്ക്ലൂസീവ്ലി ഫോർ പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ ആ രണ്ടാമത്തെ നടുക്കത്തെ ബോക്സ് അല്ലേ വരിക? അല്ലേ? എങ്ങനെ വാല്യൂ ചെയ്യണ്ടേ? ആക്ച്വൽ റണ്ണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് ആദ്യം എടുത്ത് എഴുതണ്ടേ. 4800 പ്ലസ് 24,000 കൂടാതെ ഓണർഷിപ്പ് 6 ലക്ഷത്തിന്റെ 10% കൂടെ വരും. അല്ലേ? 6 ലക്ഷത്തിന്റെ 10% വിൽ ബി 60,000 പ്ലസ് 4800 പ്ലസ് 24,000. ടോട്ടൽ എത്ര വരും? 1,24,800. അപ്പോ കാർ 1നെ നമ്മൾ എക്സ്ക്ലൂസീവ് പേഴ്സണൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്തു? വാല്യൂ ചെയ്തു. ഓക്കെ അല്ലേ പറഞ്ഞത്? അല്ലേ? ശരി. കാർ 2ഓ മിക്സ് ചെയ്ത് ഉപയോഗിച്ചതായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചത്? അല്ലേ? മിക്സ് ചെയ്താണ് ഉപയോഗിച്ചതെങ്കിൽ ചാർട്ട് ഏതാ? സെക്കൻഡ് ചാർട്ടിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മൂന്നാമത്തെ പോയിന്റ്. മനസ്സിലായില്ല? സെക്കൻഡ് ചാർട്ട് എടുക്കണം, എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കണം, എന്നിട്ട് 1 2 അത് ഫസ്റ്റ് അല്ലേ? സാരമില്ല. 1 2 3 ഏതാ 9ാമത്തെ പോയിന്റ് വരും. അല്ലേ? അതില് ഏത് വരും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരും പോയിന്റ്. 1.6 താഴെ. അല്ലേ? 1,800 പെർ മന്ത് അല്ലേ സ്റ്റാറ്റ്യൂട്ടറി വാല്യൂ? ഡ്രൈവർ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് എൻ അഡീഷണൽ 900. അപ്പോ നമുക്ക് നോക്കാം. 1,800 into 12 plus 900 into 12 for car 2. And tell me how much is the math? എത്ര വരും മാത്ത്? എത്ര? 32,400 ആണോ? മറ്റത് എത്രയായിരുന്നു വാല്യൂ വന്നേ? 1,24,800. രണ്ടുകൂടെ ആഡ് ചെയ്തേ. 157,200 shall be the final answer. Complete here. So perquisites, ബാക്കിയുള്ള പെർക്വിസിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടെൽ മീ ഫ്രണ്ട്സ്, എന്തായിരുന്നു പെർക്വിസിറ്റ് എന്ന് പറയുന്നത്? എന്തായിരുന്നു പെർക്വിസിറ്റ്? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പില് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു പേഴ്സണൽ ബെനിഫിറ്റിനെ നമ്മൾ എന്തായിട്ട് വാല്യൂ ചെയ്യുന്നു? മോണിറ്ററി ആയിട്ട് വാല്യൂ ചെയ്യുന്നു. എന്നിട്ടത് എംപ്ലോയിയുടെ എന്താക്കി മാറ്റുന്നു? ടാക്സബിൾ സാലറിയുടെ ഒരു കോമ്പോണന്റ് ആക്കി മാറ്റുന്നു. അതാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പെർക്കും വാല്യുവേഷൻസും എല്ലാം തന്നെ നമുക്ക് ചെയ്യാം. അടുത്ത വാല്യുവേഷൻ എന്താണെന്ന് നോക്കിയാൽ വാല്യുവേഷൻ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ സപ്ലൈഡ് ബൈ ദ എംപ്ലോയർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, നിങ്ങൾ ഒരു എംപ്ലോയി ആണ്, നിങ്ങൾ എന്റെ കമ്പനിയിൽ എംപ്ലോയി ആണ്. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി, നിങ്ങളുടെ കുക്കിംഗ് ഗ്യാസ്, വാട്ടർ, ഇത് മുഴുവൻ ഞാൻ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ തരികയാണ്? ഇലക്ട്രിസിറ്റി തരികയാണ്, കുക്കിംഗ് ഗ്യാസ് തരികയാണ്, പിന്നെ എന്താണ്? വാട്ടർ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യാണ്. ഫ്രീ എന്ന് വെച്ചാൽ നിങ്ങൾ ബില്ലൊന്നും അടയ്ക്കേണ്ട, ഞാൻ തന്നെ ബില്ലെല്ലാം എന്ത് ചെയ്തോളും? ടേക്ക് കെയർ ചെയ്തോളും. എന്റെ ചോദ്യം, ആർ യു ഗെറ്റിംഗ് എനി ബെനിഫിറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്താ ബെനിഫിറ്റ്? ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണ്ട, വെള്ളം വാട്ടർ ചാർജ് കൊടുക്കണ്ട, അതുപോലെ കുക്കിംഗ് ഗ്യാസിന്റെ ചാർജസ് കൊടുക്കണ്ട. ഇതെല്ലാം എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്തോണ്ടിരിക്കുകയല്ലേ? അല്ലേ? അപ്പൊ ഈ സപ്ലൈയെ നമ്മൾ എന്തായിട്ട് മാറ്റണം? ഒരു മോണിറ്ററി വാല്യൂ ആയിട്ട് മാറ്റി ഒരു ടാക്സബിൾ കോമ്പോണന്റ് ഓഫ് സാലറി ആക്കി മാറ്റണ്ടേ? ഇതിനെയും പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ടേ? അപ്പൊ അതെങ്ങനെ വാല്യൂ ചെയ്യണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള വാല്യുവേഷൻ ആണ്. എന്താ അതിന്റെ ഫസ്റ്റ് പോയിന്റ്? ഇഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ കണക്ഷൻസ് ആർ ടേക്കൺ ബൈ ദ എംപ്ലോയി. നിങ്ങൾ തന്നെ പോയി കണക്ഷൻ എടുത്തു. നിങ്ങൾ ആരാ? എംപ്ലോയി. നിങ്ങൾ തന്നെ പോയി കണക്ഷൻ എടുത്തു. ആൻഡ് എംപ്ലോയർ പെയ്ഡ് ഓർ റീഇംബേഴ്സ് ദി എംപ്ലോയി. നിങ്ങൾ പോയി കണക്ഷൻ എടുത്തു, നിങ്ങൾക്ക് ബില്ല് വന്നു, ഞാനത് എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്തത് ഞാൻ എന്ത് ചെയ്യുന്നു? റീഇംബേഴ്സ് ചെയ്യുന്നു. എന്താ റീഇംബേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ? നിങ്ങളത് പേ ചെയ്തു, ആ എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നു. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പെർക്വസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് all employees. ഇനി നേരെ തിരിച്ച്, if gas, electricity or water connections are taken in the name of employer, എന്റെ പേരിലുള്ള കണക്ഷൻ നിങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ then it will be perquisite in the hands of specified employees only. വീണ്ടും അവിടെ നോർമൽ എംപ്ലോയി, സ്പെസിഫൈഡ് എംപ്ലോയിയുടെ ഡിഫറൻസ് വന്നു. നമ്മൾ പഠിച്ച മെയിൻ 3 പെർക്വസിറ്റുകളിലായിരുന്നു ഈ സ്പെസിഫൈഡ് എംപ്ലോയിയുടെ കടന്നുവരവ്. ഏതൊക്കെയായിരുന്നത്? ഡൊമസ്റ്റിക് സെർവന്റ്, മോട്ടോർ കാർ, ഇപ്പോ ഗ്യാസ്, ഇലക്ട്രിസിറ്റി,
വാട്ടർ. ഇവിടെ മൂന്നിടത്ത് ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്തായിരുന്നു സിമിലാരിറ്റി? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു, ഇത് മൂന്ന് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട. ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്, ഒരു നാക്ക് ഉണ്ട് പഠിക്കാൻ. എന്താണെന്ന് വെച്ചാലേ, നിങ്ങൾ ഇങ്ങനെ ഓർക്ക്. സിറ്റുവേഷൻ 1, നിങ്ങൾ തന്നെ ഡൊമസ്റ്റിക് സെർവന്റിനെ അപ്പോയിന്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഇലക്ട്രിസിറ്റി, വാട്ടർ അല്ലെങ്കിൽ ഗ്യാസിന് കണക്ഷൻ എടുത്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സാറേ ബില്ലൊന്ന് കൊടുക്കാമോ എന്ന് പറയാണ്. ഞാൻ ആ ബില്ല് നമ്മുടെ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ അങ്ങ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് എംപ്ലോയി ആണെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ എന്താവും? ടാക്സബിൾ ആവും. Are you with me? എന്നാൽ നേരെ തിരിച്ച്, ഞാനൊരു ഡൊമസ്റ്റിക് സെർവന്റിനെ അപ്പോയിന്റ് ചെയ്തു, അല്ലെങ്കിൽ എന്റെ വണ്ടി ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നു, അല്ലെങ്കിൽ എന്റെ പേരിലുള്ള വാട്ടർ കണക്ഷൻ ഞാൻ നിങ്ങളോട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഇവിടെ സാധനം എന്റെയാണ്, അത് നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾക്ക് തരുന്ന കേസുകളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? ടാക്സബിൾ ആവുള്ളൂ. അപ്പോൾ ഓർത്താൽ മതി, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് നിങ്ങൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഒരു സാധനത്തിന്റെ ബില്ല് കൊടുക്കാമെന്ന് ചോദിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന കേസാണെങ്കിൽ, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് എംപ്ലോയി ആണെങ്കിലും അത് എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. Are you with me? ഇതാണ് ആ സ്പെസിഫൈഡ് എംപ്ലോയി, നോർമൽ എംപ്ലോയി പഠിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ഓർത്താൽ മതി, എൻ്റെ സാധനം ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾ സ്പെസിഫൈഡ് ആണെങ്കിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. എന്നാൽ നിങ്ങൾ എൻ്റെ നിന്ന് ചോദിച്ച് ബെനിഫിറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയി ആണെങ്കിലും അത് എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതാ ഡൊമസ്റ്റിക് സെർവന്റിൽ നിങ്ങൾ നോക്കിയാലും കാണാം, നമ്മുടെ മോട്ടോർ കാറിന്റെ വാല്യുവേഷനിൽ നോക്കിയാലും കാണാം. ഇപ്പൊ ദാ ഗ്യാസ്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ സപ്ലൈയുടെ കേസിൽ നിങ്ങൾക്ക് നോക്കിയാലും കാണാം, ട്രീറ്റ്മെന്റ് ഇങ്ങനെ തന്നെയാണ്. ആർ യു ഓൾ ഹിയർ? ശരി, നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. ഒന്ന്, കണക്ഷൻ എൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന കേസാണെങ്കിൽ, നിങ്ങൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ഇത് ടാക്സബിൾ ആവുള്ളൂ. രണ്ടെന്താ, നിങ്ങളുടെ സ്വന്തം കണക്ഷൻ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ബില്ല് ചോദിച്ച് മേടിക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് എംപ്ലോയി ആണെങ്കിലും അത് ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ആർ യു ഓൾ ഹിയർ? ശരി, ഇനി ബാക്കിയുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് ടു ദ എംപ്ലോയി റിസൾട്ടിംഗ് ഫ്രം പ്രൊവിഷൻ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി or water supplied by the employer shall be determined as follows. താഴെ പറയുന്ന പോലെയാണ് നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യേണ്ടത്? വാല്യുവേഷൻ ചെയ്യേണ്ടത്. എങ്ങനെ വാല്യുവേഷന്റെ കാര്യം പറഞ്ഞേക്കുന്നത്? വായിച്ചേ. ഫസ്റ്റ് പോയിന്റ്, ഇഫ് സപ്ലൈ is made from resources owned by the employer, then manufacturing cost per unit incurred by the employer shall be the value of perquisite. എന്താ ഇതിന്റെ അർത്ഥം? സിമ്പിൾ എക്സാമ്പിൾ തരാം. ഇപ്പൊ എനിക്കൊരു ഇലക്ട്രിസിറ്റി മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് സ്വന്തമായിട്ടൊരു, ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ KCB ആണ് അത് ഡീൽ ചെയ്യുന്നത്. നോർത്തിലേക്കൊക്കെ പോയാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്, ഹു ആർ ദ ഇലക്ട്രിസിറ്റി ജനറേറ്റേഴ്സ്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു കമ്പനിയാണ്, ഐ എം ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. ഞാൻ എൻ്റെ എംപ്ലോയീസിനെല്ലാം ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്യാസ് ഏജൻസിയാണ്, ഞാൻ എൻ്റെ എംപ്ലോയീസിനെല്ലാം ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കുകയാണ്? ഗ്യാസ് സപ്ലൈ ചെയ്യാണ്. അല്ലെങ്കിൽ ഞാൻ ആരാണ്? ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു വാട്ടർ സപ്ലൈയിങ് യൂണിറ്റ് ആണ്. ഞാൻ എൻ്റെ എംപ്ലോയീസിന് ഫ്രീ വാട്ടർ കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങൾക്ക് കുറെ വെള്ളവും കറണ്ടും ഗ്യാസും ഒക്കെ കിട്ടുന്നില്ലേ? ആ കിട്ടുന്നതിനെ എങ്ങനെയാണ് നമ്മൾ മോണിറ്ററി വാല്യൂ ആക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ആ കിട്ടുന്നതിനെ എങ്ങനെയാണ് നമ്മൾ മോണിറ്ററി വാല്യൂ ആക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഇവിടെ കിടപ്പുണ്ട്. എന്ത് ചെയ്യുക? ആ എംപ്ലോയറുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് നോക്കുക. ദാറ്റ് ഷാൽ ബി ദ ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. അതായത് ഇത്രേ ഉള്ളൂ, ഒരു യൂണിറ്റ് കറണ്ട് മാനുഫാക്ചർ ചെയ്യാൻ എൻ്റെ കോസ്റ്റ് എത്രയാണോ, ആ 10 യൂണിറ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻടു 10 യൂണിറ്റ്സ് ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റ് നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ഒക്കെ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് വേണം നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ? പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. ആർ യു ഓൾ ഹിയർ? ഇനി രണ്ടാമത്തെ കേസ് എന്താ? ഇൻ എനി അതർ കേസ്. വാട്ട് യു മീൻ ബൈ ഇൻ എനി അതർ കേസ്? നിങ്ങൾ ഇപ്പോൾ കറണ്ട് ഉപയോഗിക്കുകയാണ്, KCB ബില്ല് വരികയാണ്, ആ ബില്ലാണ് ഞാൻ റീബേഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പെർക്ക് വാല്യൂ? കോമൺ സെൻസ്. നിങ്ങൾ KCBയുടെ കറണ്ട് ഉപയോഗിക്കുകയാണ്, നിങ്ങൾ കറണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബില്ല് വരികയാണ്, ആ ബില്ല് ഞാനാണ് എന്ത് ചെയ്യുന്നത്? റീബേഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, യു ടെൽ മീ, ഹൗ ഡു വി വാല്യൂ പെർക്വിസിറ്റ്? എത്ര എമൗണ്ട് ആണോ ഞാൻ നിങ്ങൾക്ക് റീബേഴ്സ് ചെയ്ത് തന്നത്, ദാറ്റ് ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. അല്ലേ? ഞാൻ നിങ്ങൾക്ക് എത്ര രൂപയാണോ റീബേഴ്സ് ചെയ്ത് തന്നത്, അതായിരിക്കില്ല ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. അല്ലേ? ഇത് റോക്കറ്റ് സയൻസ് ആണോ? അയ്യോ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇത്ര ഓർത്താൽ മതി, എന്റെ സ്വന്തം പ്ലാന്റിൽ നിന്നാണ് ഞാൻ ഫ്രീ ആയിട്ട് സാധനങ്ങൾ തരുന്നതെങ്കിൽ എന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നതിന്റെ ബില്ലാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ, എത്ര രൂപയാണോ ഞാൻ ബില്ലായിട്ട് കൊടുത്തത്, ദാറ്റ് ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് തീർക്കുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്.
ഈ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എങ്ങനെ ചെയ്യണം, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെർക്വിസിറ്റ് വാല്യുവേഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനി ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണേ, നമുക്കിനി ഏതാണ്ട് ഒരു 7-8 പെർക്വിസിറ്റ് പറയാനുണ്ട്. 8 കഴിഞ്ഞ് ഇനി ഒരു പ്രോബ്ലം ഉള്ളൂ. കാരണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇനിയുള്ള ക്വസ്റ്റൻസ് കിടക്കുന്നത്. നമ്മൾ ഓരോ പെർക്കിനും ഇനി, കാരണം ഇനി പറയാൻ പോകുന്ന പെർക്കുകളൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർക്കുകൾ അങ്ങനെ നമുക്ക് പറയാനില്ല. എല്ലാ ആവശ്യമുണ്ട്, നമുക്ക് ചെറിയ 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 സാധനങ്ങളാണ്. അപ്പം നമ്മൾ അതെല്ലാം പറഞ്ഞു തീർത്തിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് എന്ത് തരിക, ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ തരിക. അപ്പം ഇനി തരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത്യാവശ്യം എല്ലാ പെർക്കുകളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ശരി, അപ്പം നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അടുത്ത പെർക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താ ഫ്രണ്ട്സ് അടുത്ത പെർക്ക്? വായിച്ചേ. വാല്യുവേഷൻ ഓഫ് ഫ്രീ ഓർ കൺസെഷണൽ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിയുടെ മക്കള്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നതിന്റെ സ്കൂൾ ഫീസ് എംപ്ലോയർ എന്ത് ചെയ്യാണ്, റീംബേഴ്സ് ചെയ്യാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ എൻ്റെ എംപ്ലോയീസ്, നിങ്ങളുടെ മക്കളുടെ സ്കൂൾ ഫീസ് ഞാനാണ് കൊടുക്കുന്നത്. ഐ എം യുവർ എംപ്ലോയർ, ഞാനാണ് കൊടുക്കുന്നത്. യു ടെൽ മീ, ആർ യു ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്താ പേഴ്സണൽ ബെനിഫിറ്റ്? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ ചെലവാക്കി നിങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ വിടണം, അല്ലേ? അല്ലേ? ഇപ്പൊ ആരുടെ പോക്കറ്റിൽ നിന്നാ പൈസ പോകുന്നത്? എംപ്ലോയർ അല്ലേ നിങ്ങളുടെ പിള്ളേരുടെ സ്കൂൾ ഫീസ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കൊടുത്ത സ്കൂൾ ഫീസ് നിങ്ങളുടെ കയ്യിൽ ഒരു ടാക്സബിൾ വാല്യൂ ഓഫ് എന്തായി മാറും, പെർക്വിസിറ്റായി മാറും. ദിസ് ഇസ് വാട്ട് ദി ഡിപ്പാർട്ട്മെന്റ് സേസ്. ഇതെങ്ങനെ വാല്യൂ ചെയ്യണം, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു സൈഡ് ഒന്ന് പഠിക്കാം. ഒന്നുകൂടെ വായിക്കാം. ഹെഡിങ് വാല്യുവേഷൻ ഓഫ് ഫ്രീ ഓർ കൺസെഷണൽ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. അതിന്റെ ഫസ്റ്റ് ആ ഒരു സൈഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. If school fees of children of the employee or any member of employee's household is paid or reimbursed by the employer on employee's behalf. നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ സ്കൂളിൽ പഠിക്കുന്നതിന്റെ ഫീസ് എംപ്ലോയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി പെർക്വിസിറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ്. മറ്റേ സെയിം തിയറി ഓർത്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ ഏതോ സ്കൂളിൽ കൊണ്ട് ചേർത്തു, എന്നിട്ട് ബില്ല് എന്നോട് കൊടുക്കാവോ, സ്കൂൾ ഫീസ് എന്നോട് കൊടുക്കാവോ എന്ന് പറയുന്നു. ഞാനത് കൊടുക്കുന്നു. നിങ്ങൾ സ്പെസിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും, ഞാൻ കൊടുക്കുന്ന സ്കൂൾ ഫീസ് നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കും, അല്ലേ? ഡൊമസ്റ്റിക് സെർവന്റിലും നമ്മുടെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടറിലും മോട്ടോർ കാറിലും ഒക്കെ സിമിലർ ആയിട്ടല്ലേ നമ്മൾ കണ്ടത്, അല്ലേ? സെയിം തന്നെയാണ് ഇവിടെയും, പ്രത്യേകിച്ച് വേറെ ഒരു പ്രത്യേകതയില്ല. ഇനി രണ്ടാമത്തെ കേസ് എന്താ? ഇഫ് ദ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ഇൻ എ സ്കൂൾ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ or in any school by a reason of being employment at free of cost or concessional rate. എനിക്കൊരു സ്കൂളുണ്ട്, ആ സ്കൂളിലാണ് എൻ്റെ എംപ്ലോയീസിന്റെ മക്കൾക്ക് ഫ്രീ പഠനം എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് എന്തുണ്ട്? ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിലാണ് എൻ്റെ എംപ്ലോയീസിന്റെ പിള്ളേരെ ഞാൻ അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ കയ്യിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കാറ് ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരികയാണെങ്കിൽ അത് നിങ്ങൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമല്ലേ ടാക്സബിൾ ആവുള്ളൂ, അല്ലേ? അതുപോലെ എനിക്കൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ നിങ്ങളുടെ മക്കളോട് പഠിച്ചോളാം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് ടാക്സബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം? ടെക്നിക്കലി സ്പെസിഫൈഡ് എംപ്ലോയീസ് ആയിരിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഓർത്ത് വെക്കുക, അതാണ് അവന്മാരവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ സ്കൂള്, നിങ്ങൾ ഏതോ സ്കൂളിൽ കൊണ്ട് മക്കളെ ചേർത്തിട്ട് ബില്ല് എന്നോട് കൊടുക്കാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് എംപ്ലോയി ആണെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കും. എന്റെ സ്കൂളിലാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രം പെർക്കായിട്ട് എന്ത് ചെയ്താൽ മതി? വാല്യൂ ചെയ്താൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. പിന്നെ ഇതിൽ വാല്യുവേഷൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ട്രിക്കിയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ പഠിക്കാം. എന്താ പോയിന്റ്? വായിച്ചേ. The value of benefit to the employee resulting from provision of free or concessional educational facility shall be determined as follows. ഈ സ്കൂൾ ഫീസിന് എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് അവന്മാർ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒരു ബിൽഡപ്പ് കൊടുത്തേ ഉള്ളൂ. എന്താ അവർ പറയുന്നത്? വായിച്ചേ. ഫ്രീ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഇൻ സ്കൂൾ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ or education sponsored by the employer, then the cost of education in similar institution in the nearby locality, any amount collected from the employee shall be reduced. ഒരു എക്സാമ്പിൾ തരാം. നിങ്ങൾ FACT എന്ന് കേട്ടിട്ടുണ്ടോ? FACT നമ്മുടെ ഫാക്ട്, മറ്റേ ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ട് കേട്ടോ, അല്ല മറ്റേ ഇംഗ്ലീഷ് വേർഡ് ഫാക്ട് അല്ല. ഫെർട്ടിലൈസർ മാനുഫാക്ചർ ആയിട്ടുള്ള കൊച്ചിയിലുള്ള FACT എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയുടെ
ആ ഒരു പ്രൊമൈസസിൽ FACTയുടെ പ്രൊമൈസസിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാം ബേസിക്കലി അതിൻ്റെ അകത്തൊരു സ്കൂളുണ്ട്. അത് LP സ്കൂളാണോ UP സ്കൂളാണോ എന്ന് ഞാൻ മറന്നു, എനിക്കൊന്ന് ഹൈസ്കൂളാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾ ഇപ്പോൾ പ്രവർത്തനത്തിലൊന്നും അല്ല കേട്ടോ, പണ്ട് വളരെ ആക്റ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്കൂളാണ്. ആ FACTയിലെ എംപ്ലോയീസിൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളാണത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം FACT അത്യാവശ്യം നല്ല ലോസിലായതുകൊണ്ടായിരിക്കും എന്തായാലും സ്കൂൾ ഇപ്പോൾ ആക്റ്റീവ്ലി പ്രവർത്തിപ്പിക്കുന്നില്ല, അവിടെ അടച്ചിട്ടേക്കാം, ഷട്ട് ഡൗൺ ചെയ്തേക്കാണ് സ്കൂൾ. അപ്പം ഇങ്ങനെ FACTക്ക് ഒരു സ്കൂളുണ്ട്. ഈ സ്കൂളിൽ FACTയിലെ എംപ്ലോയീസിൻ്റെ മക്കൾ, സൺ ഓർ ഡോട്ടർ, നമുക്ക് ചിൽഡ്രൻ എന്ന് വിളിക്കാം, എളുപ്പമുണ്ട്, ചിൽഡ്രൻ ആണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? FACT എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു സ്കൂളുണ്ട്. കമ്പനി പ്രൊമൈസസിലെ ഫാക്ടറി പ്രൊമൈസസിനകത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന ആരാ? FACTയുടെ മക്കളല്ല കേട്ടോ, FACT കമ്പനിയാ, മക്കളൊന്നുമില്ല. FACTയിലെ എംപ്ലോയീസിന്റെ മക്കളാണ് ആ സ്കൂളിൽ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ പുറത്തുനിന്നുള്ള പിള്ളേരൊന്നും പഠിക്കുന്നുണ്ടാവില്ല, അവിടെ പുറത്തുനിന്നുള്ള പിള്ളേരൊന്നും പഠിക്കുന്നുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ഈ സ്കൂളൊക്കെ തുടങ്ങുള്ളൂ. ഇപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ടാറ്റ സ്റ്റീലില്ലേ, ജംഷഡ്പൂർ ടാറ്റ സ്റ്റീലിന്റെ ആ ഫാക്ടറി പോയാൽ അവിടെ അകത്തൊരു സ്കൂളുണ്ടാവും. സ്കൂളുണ്ട്, സ്പോർട്സ് അക്കാഡമി ഉണ്ട്, കോളേജസ് ഉണ്ട്. അവരുടെ പിള്ളേർ അത്രയും നമ്പർ ഓഫ് എംപ്ലോയീസ് ടാറ്റ സ്റ്റീലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ എംപ്ലോയീസിന്റെ എല്ലാം മക്കൾക്ക് പഠിക്കാൻ അവിടെ എന്തുണ്ടാവും? ആ പ്രൊമൈസസിനകത്ത് തന്നെ സ്കൂൾ ഉണ്ടാവും. പക്ഷേ വലിയൊരു കോമ്പൗണ്ടിനകത്തായിരിക്കും ഇവരുടെ വീടും സ്കൂളും ഒരു നഴ്സിംഗ് ഹോമും ഒക്കെ ഉണ്ടാവും. ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ഒന്നും ചിലപ്പോൾ പുറത്തുനിന്നുള്ള പിള്ളേർ പഠിക്കുന്നുണ്ടാവില്ല. കാരണം അതാ അത്രയധികം എംപ്ലോയീസ് ഉണ്ടാവും. ബ്ലൂ ചിപ്പ് കമ്പനി അല്ലേ ടാറ്റ സ്റ്റീൽ, അത്രയധികം എംപ്ലോയീസ് ഉണ്ടാവും. അവരുടെ ഉള്ള മക്കൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ അവിടെ മൊത്തം പഠിക്കുക. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴുള്ള പ്രശ്നം, എന്ത് എമൗണ്ട് ആണ് ഈ പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രശ്നം വരും. അപ്പൊ എന്ത് എമൗണ്ട് പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ടത്? എന്താ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞേക്കുന്നതിന്? കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ നിയർ ലൊക്കാലിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലുള്ളൊരു സ്കൂളിൽ ആ പ്രദേശത്ത് പഠിക്കാൻ എന്ത് ഫീസ് വരുമോ, നമ്മൾ പറയല്ലേ മാർക്കറ്റ് റേറ്റ് എന്നൊക്കെ പറയല്ലേ, ആ ഫീസ് വേണം നിങ്ങൾ എംപ്ലോയിയുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ, പെർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ. അതുപോലുള്ളൊരു സ്കൂളില് ആ ലൊക്കാലിറ്റിയില് പഠിക്കാൻ എന്ത് ഫീസ് വരുമോ ആ ഫീസ് വേണം നിങ്ങൾ എംപ്ലോയിയുടെ കയ്യിൽ പെർക്കായിട്ട് എന്ത് ചെയ്യാൻ, വാല്യൂ ചെയ്യാൻ. കോമൺ സെൻസ് അല്ലേ? കാരണം അവിടെ പുറത്തുനിന്നൊരു കുട്ടി പഠിക്കുന്നില്ല, അതുകൊണ്ട് എത്ര ഫീസ് വരുമെന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. കുഴപ്പമില്ല, അതുപോലുള്ളൊരു സ്കൂളിൽ പഠിക്കാൻ ആ ലൊക്കാലിറ്റിയിൽ എന്ത് ചെലവ് വരുമോ അത് നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, പെർക്കായിട്ട് ട്രീറ്റ് ചെയ്യുക. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകതയാണ് ഈ പോയിന്റിന് ഇമ്പോർട്ടന്റ് ആക്കുന്നത്. വായിച്ചേ, ഈ സ്കൂൾ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ പെർ ചൈൽഡ് is less than or equal to 1000 per month, then not taxable. ശ്രദ്ധിച്ചേ, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ, എന്താ അവര് പറയുന്നത്? സ്കൂൾ ഓൺ ചെയ്യുന്ന ആരാ ഗൈസ്? സ്കൂൾ ഓൺ ചെയ്യുന്ന ആരാ? എംപ്ലോയർ. പഠിക്കുന്ന ആരാ? എംപ്ലോയിയുടെ മക്കള്. അതുപോലുള്ളൊരു സ്കൂളിൽ പഠിക്കാൻ 1000 രൂപയോ അതിൽ കുറവേ ഒരു മാസം ചെലവ് വരുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർക്ക് എന്ത് ചെയ്യേണ്ട, വാല്യൂ ചെയ്യേണ്ട. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഓർത്തോണം. അതിനകത്ത് മൾട്ടിപ്പിൾ പോയിന്റുകളുണ്ട്. ഒന്ന്, സ്കൂൾ ആരുടെ ആയിരിക്കണം? സ്കൂൾ ആരുടെ ആയിരിക്കണം? ഓൺഡ് ബൈ എംപ്ലോയർ ആയിരിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? പഠിക്കുന്നത് ആരായിരിക്കണം? എംപ്ലോയീസിന്റെ മക്കൾ തന്നെ ആയിരിക്കണം. ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ പഠിച്ചാൽ 1000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടില്ല. ആര് തന്നെ പഠിക്കണം? മക്കൾ തന്നെ പഠിക്കണം. ചിൽഡ്രൻ ഓഫ് എംപ്ലോയി പഠിക്കാനുള്ള ഒരു മാസത്തെ ചെലവ് എത്ര ആയിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 പെർ മന്ത് ആയിരിക്കണം. ഇത് 3 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെർക്ക് വാല്യൂ ചെയ്യേണ്ട, നത്തിങ് ടാക്സബിൾ എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു വിത്ത് മീ? അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, സ്കൂൾ ഓൺഡ് ബൈ എംപ്ലോയർ, പഠിക്കുന്ന എംപ്ലോയിയുടെ മക്കളാണ്, 1200 രൂപയാണ് അതുപോലുള്ളൊരു സ്ഥലത്ത് ഒരു മാസം പഠിക്കാനുള്ള ചെലവ്. അപ്പൊ അത് ടാക്സബിൾ ആവുമോ? ആകും. എത്ര ടാക്സബിൾ ആവും? 200 ആണോ ഫുൾ 1200 ടാക്സബിൾ ആവുമോ? അതിന് ഈ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് വായിച്ചാൽ അത് ഭയങ്കര കൺഫ്യൂസിങ്. അത് വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നും 200 ടാക്സബിൾ ആവുള്ളൂ എന്ന്, ചിലപ്പോൾ നമുക്ക് തോന്നും മൊത്തം 1200 ടാക്സബിൾ ആവുന്നു. കാരണം അങ്ങനെ ആ വേർഡിങ്സ് എഴുതി പിടിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ഇതിന് ഓൾട്ടർനേറ്റ് ആൻസേഴ്സ് കൊടുക്കാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് 2 രീതിയിൽ ആൻസർ പറയാറുണ്ട്. ഫുൾ 1200 ടാക്സബിൾ ആണ്, അല്ല 200 മാത്രമേ ടാക്സബിൾ ആവുന്നുള്ളൂ. ബെറ്റർ വേ അല്ലെങ്കിൽ ബെറ്റർ ആൻസർ എന്ന് പറയുന്നത് എക്സസ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ എന്ന് പറയുന്നതാണ്. ആർ യു വിത്ത് മീ? നിങ്ങൾ മിക്കവാറും പഴയ പാസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം 2 ആൻസേഴ്സ് ഉണ്ടാവും. ഓൾട്ടർനേറ്റീവ്ലി യു ക്യാൻ ആൻസർ ലൈക്ക് ദിസ് എന്നും പറഞ്ഞുണ്ടാവും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് മടത്തരം കാണിച്ചിരിക്കുന്നൊന്നുമല്ല, അത് ആ ഇൻകം ടാക്സ് ആക്ടിൽ അതിന്റെ വേർഡിങ്സ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ആ ആക്ട് വായിച്ചാൽ നമുക്കുള്ള ക്ലാരിറ്റി കിട്ടില്ല. വാട്ട് വി നോർമലി ഡു, നമ്മളപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ട് എടുക്കുക. എന്താ നമുക്ക് ഫേവറബിൾ? 1000 രൂപയുടെ മുകളിലൊക്കെ ഉള്ളൂ എന്ത് ചെയ്താൽ മതി, ടാക്സ് ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് എംപ്ലോയിക്ക് കുറച്ചുകൂടെ ഫേവറബിൾ. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ്
ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എക്സസ് മാത്രം എന്താക്കിയാൽ മതി, ടാക്സബിൾ ആക്കിയാൽ മതി. പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ 1000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് ഓർത്തോണം. സ്കൂൾ ഓൺഡ് ബൈ എംപ്ലോയർ ആയിരിക്കണം, പഠിക്കുന്നത് എംപ്ലോയിയുടെ മക്കളായിരിക്കണം, 1000 or ലെസ് ആയിരിക്കണം പഠിക്കാനുള്ള മന്ത്ലി കോസ്റ്റ്. കോസ്റ്റ് മീൻസ് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ 1000 രൂപ അതിൽ താഴെ മാത്രം എന്ത് വരാൻ പാടുള്ളൂ, ചെലവ് വരാൻ പാടുള്ളൂ. നൗ ഇതിന്റെ രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ്, വേർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ഇൻ എനി അതർ മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ് ഇൻ എൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ ഓർ ഇൻ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എംപ്ലോയീസിന്റെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആണ് പഠിക്കുന്നതെങ്കിൽ 1000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടില്ല. അല്ലെങ്കിൽ എംപ്ലോയിയുടെ മക്കളാണ് പഠിക്കുന്നത്, പക്ഷേ ഒരു തേർഡ് പാർട്ടി, ഒരു പുറത്തുള്ള ഒരു സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ നിയർ ലൊക്കാലിറ്റി മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി ഷാൽ ബി ടാക്സബിൾ. ബെനിഫിറ്റ് ഓഫ് 1000 ഇസ് നോട്ട് അവൈലബിൾ. ബെനിഫിറ്റ് ഓഫ് 1000 കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ കണ്ടീഷൻ ഉണ്ട്. സ്കൂൾ ഓൺഡ് ബൈ ദ എംപ്ലോയർ, പഠിക്കേണ്ടത് ആരാ, ചിൽഡ്രൻ ഓഫ് എംപ്ലോയി, ആൻഡ് ദ തേർഡ് വൺ cost should be less than or equal to 1000. ട്രിപ്പിൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ആ 1000 പിക്ചറിൽ വരുള്ളൂ. അല്ലാത്ത ഒരു കേസിലും നിങ്ങൾ ആ 1000ന്റെ ബെനിഫിറ്റ് എടുക്കാൻ പാടില്ല. ആ ഫുള്ള് എമൗണ്ടും എന്താക്കി മാറ്റണം, എംപ്ലോയിയുടെ കയ്യിൽ ഒരു ടാക്സബിൾ പെർക്കാക്കി മാറ്റണം. ക്ലിയർ അല്ലേ? പ്രിറ്റി സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഞാൻ ചുമ്മാ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ അതിന്റെ വാല്യുവേഷൻ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഓർത്ത് വെക്കുക, ആ ട്രിപ്പിൾ കണ്ടീഷൻ ഉണ്ടെങ്കിലേ 1000 എന്നുള്ള സാധനം പിക്ചറിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ 1000ന്റെ ബെനിഫിറ്റ് അവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ശരി, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത എന്താ ഫ്രണ്ട്സ്, അടുത്ത പെർക്ക് വാല്യുവേഷൻ എന്താ, വായിച്ചേ, ഫ്രീ ഓർ കൺസെഷണൽ ടിക്കറ്റ്സ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ്സ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു പോയിന്റ് ആണ്. സിമ്പിൾ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ നിങ്ങൾ സേ ഫോർ എക്സാമ്പിൾ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. നിങ്ങൾ സിംഗപ്പൂരിലേക്ക് ഒരു പേഴ്സണൽ ട്രിപ്പിന് പോവുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് സ്പോൺസർ ചെയ്തത്. ഞാൻ ആരാ, നിങ്ങളുടെ എംപ്ലോയർ കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ അല്ല, ഞാൻ എംപ്ലോയറും നിങ്ങൾ എംപ്ലോയി ആയിരിക്കുമേ. ഇപ്പൊ നിങ്ങൾ സിംഗപ്പൂർക്ക് പോവുകയാണ്, ഒരു ഫാമിലി ട്രിപ്പിന് പോവുകയാണ്. ഞാനാണ് ടിക്കറ്റ് എന്ത് ചെയ്തത്, സ്പോൺസർ ചെയ്തത്. എന്റെ ചോദ്യം, ആർ യു ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്താ പേഴ്സണൽ ബെനിഫിറ്റ്? ആ സിംഗപ്പൂരിലേക്ക് പോവുകയാണെങ്കിൽ സ്വയം പൈസ മുടക്കി പോട്ടെ, ഇത് ഞാനല്ലേ സ്പോൺസർ ചെയ്തത്. സോ എംപ്ലോയർ റിലേഷൻഷിപ്പിലല്ലേ ഞാൻ സ്പോൺസർ ചെയ്തത്, അല്ലേ? സോ വാല്യൂ ഓഫ് ടിക്കറ്റ് ഷാൽ ബി ഫുള്ളി ടാക്സബിൾ ഇൻ യുവർ ഹാൻഡ്സ് ആസ് പെർക്വിസിറ്റ്. ആ ടിക്കറ്റിന്റെ വാല്യൂ നിങ്ങളുടെ കയ്യിൽ ഞാൻ എന്തായിട്ട് ടാക്സ് ചെയ്യണം, അല്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പെർക്വിസിറ്റ് ആയിട്ട് വാല്യൂ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പൊ ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കുക. നോക്കാം. ഇഫ് എംപ്ലോയർ ഈസ് എൻഗേജ്ഡ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്, ഞാനൊരു എയർലൈൻ കമ്പനി അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്, എമൗണ്ട് ചാർജ് ഫ്രം പബ്ലിക് ഫോർ സച്ച് ഫെസിലിറ്റി ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയി ഉള്ളി. അപ്പൊ തിരിച്ചു വരാം. തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രീ അല്ലെങ്കിൽ കൺസെഷണൽ ടിക്കറ്റ്സിനെ പറ്റിയാണ്. എന്താണ്? ഇഫ് എംപ്ലോയർ ഇസ് എൻഗേജ്ഡ് ഇൻ വാട്ട് ഫ്രണ്ട്സ്? ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്. ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിലുള്ള ഒരു എംപ്ലോയി ആണ്, എംപ്ലോയർ ആണ്. എംപ്ലോയിക്ക് ഇതുപോലെ ഫ്രീ ടിക്കറ്റ്സ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത്? വായിച്ചേ, എമൗണ്ട് ചാർജ് ഫ്രം പബ്ലിക് ഫോർ സച്ച് ഫെസിലിറ്റി ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയി. ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അതുപോലുള്ളൊരു ടിക്കറ്റിന് എത്ര രൂപയാണോ നിങ്ങൾ ചാർജ് ചെയ്യുന്നത്, ദാറ്റ് ഷാൽ ബി ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഇപ്പൊ എനിക്കൊരു സ്വന്തമായിട്ടൊരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ഫ്രീ യാത്രയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒക്കെ എന്ത് ചെയ്യാം, യാത്ര ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഞാൻ ആ യാത്രയ്ക്ക് എത്രയാണോ എമൗണ്ട് ചാർജ് ചെയ്യുന്നത്, ദാറ്റ് ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്, അല്ലേ? Then in any other case, എന്താ in any other case? എംപ്ലോയർക്ക് സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല, നിങ്ങൾ ഔട്ട്സൈഡ് ട്രാൻസ്പോർട്ടേഷന്റെ ബില്ല് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്ന കേസാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ എംപ്ലോയർ ഫോർ സച്ച് ഫെസിലിറ്റി ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ്. എത്രയാണോ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തത്, ദാറ്റ് ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സിംഗപ്പൂർ ടിക്കറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നിങ്ങൾ എയർ ഇന്ത്യക്കാണ് പോയതെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് കോസ്റ്റ് എത്രയാണോ ഞാൻ റീഇംബേഴ്സ് ചെയ്തത്, അതായിരിക്കും നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആവാൻ പോകുന്നത്. നൗ ഇതിന് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഇത്, അല്ലേ? സ്വന്തം ഫെസിലിറ്റിയിലാണ് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നതെങ്കിൽ ജനറൽ പബ്ലിക്കിന് ടിക്കറ്റ് എത്ര രൂപയ്ക്കാണോ കൊടുക്കുക ആ എമൗണ്ട് പെർക്കാക്കുക. ഇനി അല്ല, നിങ്ങൾ ഒരു ഔട്ട്സൈഡ് പ്രൊവൈഡറിന്റെ ടിക്കറ്റ് ആണ് എമൗണ്ട് റീഇംബേഴ്സ് ചെയ്തതെങ്കിൽ എംപ്ലോയർ ആ റീഇംബേഴ്സ് ചെയ്ത എമൗണ്ട് എന്താക്കി മാറ്റുക, ടാക്സബിൾ പെർക്കാക്കി മാറ്റുക. നോട്ട് വൺ. In case of above facilities provided to employees of railways and airlines,
നത്തിങ് ഷാൽ ബി ചാർജബിൾ ടു ടാക്സ്. അതെന്താ? അത് എയർവേസിലോ റെയിൽവേയിലോ. ഇപ്പോൾ റെയിൽവേ അവരുടെ എംപ്ലോയീസിന് ഫ്രീ ടിക്കറ്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർക്വിസിറ്റ് വാല്യുവേഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ലൈക്ക് എയർലൈൻ കമ്പനി അവരുടെ എംപ്ലോയീസിന് ഫ്രീ ടിക്കറ്റ്സ് കൊടുത്താൽ അതും നിങ്ങൾ പെർക്കാക്കി എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട. ദോസ് ടു എംപ്ലോയീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദ പെർക്ക് വാല്യുവേഷൻ. ഈ രണ്ട് സെറ്റ് ഓഫ് എംപ്ലോയീസ് പെർക്ക് വാല്യുവേഷനിൽ നിന്നും എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ആർ യു വിത്ത് മീ? സിമ്പിൾ അല്ലേ പറയുന്ന പോയിന്റുകൾ? അല്ലേ? ഇനി ഒരു കാര്യമുണ്ട്, ഈ പെർക്ക് വാല്യൂ എന്ന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് ഓഫ് ചെയ്യണം. ഒരു കാര്യം ഓർത്തോളുക, എല്ലാ പെർക്ക് വാല്യുവേഷനിലും ഈ റിക്കവറി നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് ഓഫ് ചെയ്യണം. എക്സെപ്റ്റ് വെയർ മോട്ടോർ കാർ സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സ്. മോട്ടോർ കാറിന്റെ മറ്റേ സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സ് വരുന്ന സർക്കംസ്റ്റാൻസ് ഒഴികെ ബാക്കി എല്ലാ സർക്കംസ്റ്റാൻസിലും നിങ്ങൾ എന്ത് ചെയ്തോണം? എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള റിക്കവറി നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്തോണം. എന്തുകൊണ്ടാണ് മോട്ടോർ കാറിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സ് നെറ്റ് ഓഫ് ചെയ്യരുതെന്ന് പറയാൻ കാരണം? മൊത്തമുള്ള എമൗണ്ടിന്റെ ചെറിയൊരു എമൗണ്ടല്ലേ നമ്മൾ വർക്കായിട്ട് വാല്യൂ ചെയ്യിക്കുന്നുള്ളൂ. അതിനകത്തുനിന്ന് ഇനി നിങ്ങൾ ഒരു എമൗണ്ട് പോലും എന്ത് ചെയ്യാൻ പാടില്ല? കുറയ്ക്കാൻ പാടില്ല. ദാറ്റ് ഇസ് ദ റീസൺ. മനസ്സിലാവുന്നുണ്ടോ? ഓൾ റൈറ്റ്. നൗ നോട്ട് 3 എന്താ ഫ്രണ്ട്സ് വായിച്ചേ? കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി ഫോർ ജേർണി ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് റെസിഡൻസസ് നോട്ട് ടാക്സബിൾ. എന്ത് ഓഫീസ് ആൻഡ് റെസിഡൻസ്? ഇപ്പൊ ഇൻഫോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ക്യാബ് വിട്ടുകൊടുക്കും എംപ്ലോയർ, അല്ലെങ്കിൽ എംപ്ലോയറിന്റെ സ്വന്തം വണ്ടിയിൽ പോയിട്ടായിരിക്കും അവരെ പിക്ക് ചെയ്തുകൊണ്ട് വരിക. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ അതാണ് കൺവെയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും പോകാനുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക. അതൊരിക്കലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടിയതായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. ഈ പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള കേസുകളിൽ നമ്മൾ കൊച്ചി ഇൻഫോ പാർക്കിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലോ ഒക്കെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിലെ ക്യാബ്, സ്ഥിരമായിട്ടുള്ള ഓടുന്ന ക്യാബ് ഉണ്ടാവും, പിക്കപ്പിന് വിടും. അല്ലെങ്കിൽ എംപ്ലോയറിന്റെ സ്വന്തം വണ്ടിയിൽ എംപ്ലോയീസിന് എന്ത് ചെയ്ത് കൊണ്ടുവരും? പിക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ആ ഓഫീസ് ടു റെസിഡൻസ് ആൻഡ് റെസിഡൻസ് ടു ഓഫീസിലേക്കുള്ള ആ യാത്രയുടെ വാല്യുവേഷൻ നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട. അതും നിങ്ങൾ ഒരു ടാക്സബിൾ പർപ്പസിറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അല്ലേ? സോ മൂവിങ് ഓൺ വിത്ത് നെക്സ്റ്റ് വാല്യുവേഷൻ. അപ്പൊ ഇത് സിമ്പിൾ ആണ്. ഫ്രീ ഓർ കൺസെഷണൽ ടിക്കറ്റ്സ് എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും ഇത്? അല്ലേ? അടുത്തത് നോക്കിയേ എന്താണെന്ന്. ഇതുപോലുള്ള കുട്ടി 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 വാല്യുവേഷൻസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. അടുത്ത എന്താ ഐറ്റം? ക്യാൻ യു റീഡ് ദ നെക്സ്റ്റ് ഐറ്റം? Interest free or concessional loan provided to the employee or any member of his household. നമുക്ക് നോക്കാം എന്ത് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ എന്ന് വെച്ചാൽ. നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങൾക്ക് ഒരു ലോൺ വേണം. നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ലോൺ വേണം. നിങ്ങൾ എവിടെ പോവുക? ആദ്യം ബാങ്കിൽ പോകും അല്ലേ? നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയാണ് 10% ഇൻട്രസ്റ്റ് എന്ന് പറയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? 10% ലോണിന് എന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ലോൺ വേണം, തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എംപ്ലോയർ പറഞ്ഞു, ലോൺ തരാം, നീ എന്ത് തരണ്ട? ഇൻട്രസ്റ്റ് തരണ്ട, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ തരാം. ആ കമ്പനിയിൽ അവൻ നിന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എംപ്ലോയർ എന്ത് കൊടുത്തു? ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്തു. ആർ യു ഗെറ്റിംഗ് എനി ബെനിഫിറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്താ ബെനിഫിറ്റ്? പുറത്തു പോയിട്ട് ബാങ്കിൽ പോയിട്ടാണ് ലോൺ എടുത്തതെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു. എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്തായി കിട്ടി? ഒഴിവാക്കി കിട്ടി. അപ്പൊ ഒഴിവാക്കിയ ഇൻട്രസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എന്തായി മാറണം? ടാക്സബിൾ പെർക്കായി മാറ്റണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. നിങ്ങളുടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലല്ലേ ആ ഇൻട്രസ്റ്റ് വേവിയർ കിട്ടിയത് അല്ലേ? അപ്പൊ ഇൻട്രസ്റ്റിനെ പിടിച്ച് വാല്യൂ ചെയ്ത് എംപ്ലോയീസിന്റെ കയ്യിൽ എന്താക്കി മാറ്റണം? ടാക്സബിൾ പെർക്വിസിറ്റ് ആക്കി മാറ്റണം. ആർ യു വിത്ത് മീ? അതെങ്ങനെ മാറ്റണം എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. സോ ഹെഡിങ് ഒന്ന് വായിച്ചേ. ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ provided to the employee or any member of his household. എന്താ അതിലെ ഫസ്റ്റ് പോയിന്റ്? ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ എംപ്ലോയർ ഇസ് മോർ ദാൻ SBI rates. വാട്ട് ഇസ് ദാറ്റ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 10%, എംപ്ലോയർ 12% ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ആർ യു ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ്? കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നോട്ട് ടാക്സബിൾ, നോട്ട് എ പെർക്വിസിറ്റ് എന്ന് പറയാൻ കാരണം. ആ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ SBI-ക്കാളും ലോവർ റേറ്റ് ആണ്, കത്തി റേറ്റ് ആണ് എംപ്ലോയർ മേടിക്കുന്നുണ്ടെങ്കിലേ അവിടെ ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ കത്തി റേറ്റ് ആണ് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പെർക്ക് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് യു ആർ നോട്ട് ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ്. ഇനി നേരെ തിരിച്ച് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഇസ് ലോവർ ദാൻ SBI rates. SBI റേറ്റ് 10%, എംപ്ലോയർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് 2% ആണെന്നുണ്ടെങ്കിൽ എത്ര ബെനിഫിറ്റ്? 8% അല്ലേ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് അല്ലേ? SBI-യുടെ റേറ്റ് 10%, എംപ്ലോയർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് 2% ആണെങ്കിൽ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്? ദാറ്റ് ഈസ് 8%. 8% അല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്?
സോ അതിനെ നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യേണ്ടത്? വായിച്ചേ, ഇൻട്രസ്റ്റ് അറ്റ് SBI rates on maximum outstanding balance less interest paid by the employee on that loan. SBI rate minus interest paid by the employee, that is 8% on outstanding loan balance. In the outstanding loan balance on the principal portion, ആ principal portion അല്ല outstanding loan balance പറഞ്ഞ ക്യാപിറ്റൽ, അതിന് മുകളിൽ എത്ര ബെനിഫിറ്റ് ആണോ കിട്ടിയത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? പെർക്കായിട്ട് വാല്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർ യു ഓൾ ഹിയർ? ഇനി അവിടെ രണ്ട് നോട്ടുകളുണ്ട്. എന്താ നോട്ട് നമ്പർ 1? ഇവിടെ ശ്രദ്ധിച്ചേ. വാട്ട് ഇസ് നോട്ട് നമ്പർ 1? വായിച്ചേ, എന്താ നോട്ട് 1? എനി ഇൻട്രസ്റ്റ് ചാർജ് ഫ്രം എംപ്ലോയി ഷാൽ ബി റെഡ്യൂസ് ഫ്രം ദ എബൌട്ട് ഡിറ്റർമൈൻഡ് വാല്യൂ. അതാ ഞാൻ പറഞ്ഞത്. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് 2% ഇൻട്രസ്റ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ SBIയുടെ 10 ആണെന്നുണ്ടെങ്കിൽ 10 - 2 8 നിങ്ങൾ ബെനിഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് നോട്ട് ടു above perquisite is computed on aggregate outstanding balance for each loan as on the last day of each month. ഒന്നുകൂടെ വായിച്ച പോയിന്റ്. നോട്ട് ടു above perquisite is computed on aggregate outstanding balance for each loan as on last day of each month. എന്താ ഇതിന്റെ അർത്ഥം? ഞാനൊരു എക്സാമ്പിൾ തരാം. അതായത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ, ഇതൊരു വലിയ എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഒരു ലോൺ എടുത്ത് റീപേ ചെയ്യുമ്പോൾ ആ റീപേയ്മെന്റിൽ പ്രിൻസിപ്പളും ഉണ്ടാവും ഇൻട്രസ്റ്റും ഉണ്ടാവും അല്ലേ? നമ്മൾ ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ ഈ പ്രിൻസിപ്പളിനെയും ഇൻട്രസ്റ്റിനെയും സ്പ്ലിറ്റ് ചെയ്ത് EMI അല്ലേ നമ്മൾ അടയ്ക്കുക അല്ലേ? അപ്പൊ ഈ ലോൺ എടുത്ത എമൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ലോൺ എടുക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. 1 ഏപ്രിൽ 2025 നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഉണ്ടായിരുന്നു. എന്ത് ഔട്ട്സ്റ്റാൻഡിങ് ലോൺ? ഔട്ട്സ്റ്റാൻഡിങ് ലോൺ 10 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കാനുണ്ട്, ക്യാപിറ്റലായിട്ട് അടയ്ക്കാൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ലോണിന്റെ റീപേയ്മെന്റ് എപ്പോഴും വരിക 5th of next month ആണ്. 5th of next monthലാണ് എപ്പോഴും നിങ്ങൾ കഴിഞ്ഞ മാസത്തെ ലോണിന്റെ അടവ് തിരിച്ചടയ്ക്കേണ്ടത്. തിരിച്ചടവ് വരെ എപ്പോഴും 5th അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, മാർച്ച് ഇപ്പം ഇവിടുത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരിക 5th ഏപ്രിൽ 2025 നിങ്ങളൊരു 50,000 രൂപ പ്രിൻസിപ്പളിലേക്ക് അടയ്ക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാ നിങ്ങളുടെ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് 5th ഏപ്രിൽ 2025. അപ്പൊ ഇത് ഏത് മാസത്തെ തിരിച്ചടവായിരിക്കും? ഈ 5-ാം തീയതി ഏപ്രിൽ അടയ്ക്കുന്നത് ഏത് മാസത്തെ തിരിച്ചടവായിരിക്കും? 5-ാം തീയതി ഏപ്രിൽ നിങ്ങൾ അടയ്ക്കുന്നത് മാർച്ച് 2025 മാസത്തെ തിരിച്ചടവായിരിക്കും നിങ്ങൾ ഏപ്രിൽ 5-ാം തീയതി അടയ്ക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതുപോലെ മെയ് 5, ജൂൺ 5, ജൂലൈ 5, ഓഗസ്റ്റ് 5, സെപ്റ്റംബർ 5 എല്ലാ മാസവും 5-ാം തീയതിയും തൊട്ട് കഴിഞ്ഞ മാസത്തെ പ്രിൻസിപ്പൽ പോർഷൻ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തിരിച്ചടച്ചുകൊണ്ടേ ഇരിക്കും. SBIക്ക് ഇതുപോലുള്ളൊരു ലോണിന് 10% റേറ്റ്. എംപ്ലോയർ ചാർജ് ചെയ്തത് എത്രയാണ്? ഒരു 4% ആണെന്ന് വിചാരിക്കുക. എംപ്ലോയർ ചാർജ് ചെയ്തത് 4%, SBIയുടെ റേറ്റ് എത്രയാണ്? 10%. എന്റെ ചോദ്യം, വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ദാറ്റ് യു ഗോട്ട്? 6% അല്ലേ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് അല്ലേ? 6% ഇൻട്രസ്റ്റ് അല്ലേ നിങ്ങൾ സേവ് ചെയ്ത്? ഈ 6% ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ വർഷം 12 മാസമല്ലേ ആ വർഷം? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓരോ മാസത്തെയും അവസാന ഡേറ്റിലെ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണോ അതിന്റെ മുകളിലാണ് 6% നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ മാസത്തെയും അവസാന ഡേറ്റിലെ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണോ അതിന് മുകളിലാണ് നിങ്ങൾ ആ 6% ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ 30th ഏപ്രിൽ 2025 ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാ? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്ര വരും? 9,50,000 വരും അല്ലേ? അല്ലാതെ 1st ഏപ്രിൽ 2025 10 ലക്ഷം അല്ല ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. Are you with me? 30 ഏപ്രിൽ 2025 ഔട്ട്സ്റ്റാൻഡിങ് ക്യാപിറ്റൽ ബാലൻസിന് മുകളിൽ വേണം നിങ്ങൾ ആ ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽ എന്ത് ചെയ്യാൻ? അപ്ലൈ ചെയ്യാൻ. ഇൻറ്റു 6% ഇൻറ്റു 1/12. എന്ത് 1/12? ഇവിടെ ശ്രദ്ധിക്കേ. വാട്ട് ഇസ് ദിസ് 1/12? 10% എന്ന് പറയുന്ന ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്.
4% എന്ന് പറഞ്ഞ ഒരു വർഷം എംപ്ലോയർ ചാർജ് ചെയ്ത ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 6% പെർ ആനം ആണ്. ഓരോ മാസത്തെയും ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 6% ബൈ 1/12 ചെയ്യണം. Are you with me? അപ്പൊ നിങ്ങൾക്ക് ഈ മാസത്തെ പെർക്ക് വാല്യുവേഷൻ എത്ര വരും? ഏപ്രിൽ മാസത്തെ പെർക്ക് വാല്യുവേഷൻ എന്ന് പറയുന്നത് എത്ര വരും? വാല്യൂ ചെയ്ത് പറഞ്ഞേ. ഹൗ മച്ച് വിൽ ബി ദ പെർക്ക് വാല്യൂ ഇൻ ഏപ്രിൽ? കൂട്ടി പറയൂ, ഫിഗർ പറഞ്ഞേ. എത്രയാണ്? 4,750 ആണോ? ഇനി അടുത്തത് 5th മെയിൽ അടുത്ത റീപേയ്മെന്റ് നടക്കിയല്ലേ? ഇല്ലേ? 9,50,000 നിന്നും അടുത്ത 50,000 5th മെയിൽ റീപേ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 31st മെയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്രയാ? എത്ര വരും? 9 ലക്ഷം. ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 6% ഇൻറ്റു 1/12 എത്ര വരും? അപ്പോ 4,500. ഇനി അടുത്തത് 5th മെയ് 5th ജൂൺ 5th ജൂണില് അടുത്ത 50,000 റീപേയ്മെന്റ് സംഭവിക്കും. 9 ലക്ഷത്തിൽ നിന്നും അടുത്ത 50,000 റീപേയ്മെന്റ് സംഭവിക്കുമ്പോൾ ബാക്കി എത്ര വരും? 8,50,000 വരും. ഇല്ലേ? ആ 8യുടെ മുകളില് ബേസിക്കലി വീണ്ടും 6% ഇൻറ്റു 1/12. ആൻഡ് ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് ഇസ് ദ വാല്യൂ? 4,250. അടുത്തത് ഇതുപോലെ തന്നെ ജൂലൈ 31st ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്ര ആയിരിക്കും? 8 ആയിരിക്കും അല്ലേ? ഇൻറ്റു 6% ഇൻറ്റു 1/12 എത്ര വരും? കറക്റ്റ് 4,000 വരും. ഇനി ഈ 4 വെച്ച് നോക്കിയാൽ നമുക്ക് ബാക്കിയുള്ള കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഇതിൽ ഡിഫറൻസ് എത്ര? ഇതൊരു പ്രോഗ്രഷനാണ്. എത്രയാ? 250 രൂപയുടെ വ്യത്യാസമല്ല ഇങ്ങനെ വരുന്നേ അല്ലേ? എക്സാമിനേഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. എക്സാമിനേഷൻ ഇങ്ങനെ മന്ത്ലി റീപേയ്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഓരോ മാസത്തെയും ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്ത് 12 മാസത്തെ ടോട്ടൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അല്ല മൊത്തം 10 ലക്ഷത്തിന് മുകളിൽ 6% കൊണ്ട് അപ്ലൈ അല്ല ചെയ്യേണ്ടത്. Are you with me? നമ്മൾ EMI അടയ്ക്കുമ്പോഴേ ഓരോ മാസത്തിലും പ്രിൻസിപ്പൽ റീപേയ്മെന്റ് സംഭവിക്കില്ലേ? അപ്പൊ ഓരോ മാസത്തെയും എന്ത് കുറയും? ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരും. Are you all here? അപ്പൊ നിങ്ങൾ ഓരോ മാസവും വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെയാണെങ്കിലേ ജൂലൈ 31 ഓഗസ്റ്റ് 31 ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് എത്രയായിരിക്കും? 3,750 ആയിരിക്കും അല്ലേ? സെപ്റ്റംബറിലെയോ 3,500. ഒക്ടോബറിലെയോ 3,250. നവംബറിലെയോ 3,000. ഡിസംബറിലോ 2,750. ജാനുവരിയില് 2,500. ഫെബ്രുവരിയില് 2,250. മാർച്ചില് 2,000. ഇത് മൊത്തം വാല്യൂ ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര വരും? ദാറ്റ് ഷാൽ ബി ദ ടാക്സബിൾ പെർക്വിസിറ്റ്. മൊത്തം എത്ര വരും? ടാക്സബിൾ പെർക്വിസിറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കേ. 4,750 പ്ലസ് 4,500, 4,250, 4,000, 3,750, 3,500, 3,250, 3,000, 2,750, 2,500, 2,250, 2,000 എല്ലാം കൂടെ കൂട്ടിക്കേ. 40,500 ആണോ വരുന്നേ? ആണോ? അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഈ ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽ മന്ത്ലി റീപേയ്മെന്റ് ഉണ്ടെങ്കിൽ കേട്ടോ. മന്ത്ലി റീപേയ്മെന്റ് ഇല്ലെങ്കിൽ ടെൻഷൻ ഇല്ല. നിങ്ങൾ ആ 10 ലക്ഷം രൂപയുടെ മുകളിൽ തന്നെ 6% നേരെ എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. മന്ത്ലി പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ഉണ്ടെങ്കിൽ ഓരോ മാസത്തെയും ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ബാലൻസ് മാറും. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ബാലൻസിന്റെ മുകളിൽ വേണം നിങ്ങൾ 6% ബെനിഫിറ്റ് എന്ത് ചെയ്യാൻ? വാല്യൂ ചെയ്യാൻ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ആ നോട്ട് ഒന്നുകൂടെ വായിച്ചേ. ആ സെക്കൻഡ് നോട്ട് നമ്പർ 2 എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ ഒപ്പം വായിച്ചേ. എബവ് പെർക്വിസിറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ aggregate outstanding balance for each loan as on the last day of each month. അവസാന ഡേയിലെ ഓരോ മാസത്തെയും അവസാന ഡേയിലെ ലോൺ ബാലൻസ് എത്രയാണോ അതിന്റെ മുകളിൽ വേണം നിങ്ങൾ ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽ കൊണ്ട് അപ്ലൈ ചെയ്ത പെർക്ക് എന്ത് ചെയ്യാൻ? വാല്യൂ ചെയ്യാൻ എന്നാണ് അവന്മാരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? അപ്പൊ ഓരോ മാസത്തെയും തുടക്കത്തിലേ അല്ലാട്ടോ, ഓരോ മാസത്തെ അവസാനത്തെ എമൗണ്ട് എത്രയാണോ, ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണോ അതിന് മുകളിൽ വേണം നിങ്ങൾ ആ ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽ കൊണ്ട് എന്ത് ചെയ്യാൻ? അപ്ലൈ ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്ക് ആ പെർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നൗ
ഒരു നോട്ടോട് അവർ പറയുന്നുണ്ട്, എക്സെപ്ഷൻ ടു ദ എബവ് പെർക്വിസിറ്റ് ഹവർ നോ വാല്യൂ വുഡ് ബി ചാർജ്. ഈ രണ്ട് കേസിലും നിങ്ങൾ പെർക്ക് വാല്യൂഷൻ ചെയ്യേണ്ടതെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഏതൊക്കെ രണ്ട് കേസ്? നമ്പർ 1 വായിച്ചേ. ഇഫ് സച്ച് ലോൺ ആർ മെയ്ഡ് അവൈലബിൾ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രിസ്ക്രൈബ് ഡിസീസസ്. എംപ്ലോയിക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ഡിസീസ് ഉണ്ടെന്ന് വിചാരിക്കുക, ലൈക്ക് ക്യാൻസർ, ട്യൂമർ എക്സെട്ര. പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിന് വേണ്ടി പൈസ ഇല്ലാതെ വന്നപ്പോഴാണ് എംപ്ലോയർ എന്ത് കൊടുത്തത്? ഫ്രീ ലോൺ കൊടുത്തത്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്തത്. അതൊരിക്കലും എംപ്ലോയിയുടെ കയ്യിൽ ഒരു പെർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട. നമ്മൾ പറയില്ല ബ്ലഡ് മണി എന്നൊക്കെ പറയുന്ന പോലെയോ, അതൊക്കെ പെർക്കായിട്ട് വാല്യൂ ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു ബ്ലഡ് മണിയാണ്, ഞങ്ങൾക്ക് അത് വേണ്ട എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സോ എംപ്ലോയിക്ക് പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ്, കേട്ടോ, എന്താ പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ്? ആ ലോൺ എടുത്തിട്ട് തലവേദനയാണെന്നും പറഞ്ഞാൽ അതിന്റെ ലോൺ ആണെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടൂല. പ്രിസ്ക്രൈബ് ഡിസീസസ് ആയിരിക്കണം. ക്യാൻസർ, ട്യൂമർ പോലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസീസസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർക്ക് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? വേർ എമൗണ്ട് ഓഫ് ലോൺ ആർ നോട്ട് എക്സീഡിംഗ് ഇൻ അഗ്രിഗേറ്റ് 20,000. എടുത്ത ലോൺ എമൗണ്ട് 20,000 രൂപയോ ഓർ ലെസ് ആണെന്ന് വിചാരിക്കുക. 20,000 രൂപ അതിൽ കുറവാണ് നിങ്ങൾ എടുത്ത ലോൺ എന്നുണ്ടെങ്കിലും അതിന്റെ ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യലിന് നിങ്ങൾ എന്ത് വാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല? പെർക്ക് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നോട്ട് ടാക്സബിൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, രണ്ട് കേസിൽ നിങ്ങൾ പെർക്ക് വാല്യൂ ചെയ്യേണ്ട എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ രണ്ട് കേസ്? നമ്പർ 1 എന്താണ്? ലോൺ എടുത്തത് പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിനാണ്. നമ്പർ 2, ലോൺ എമൗണ്ട് 20,000 റുപ്പീസോ അതിൽ താഴെ. രണ്ടും വേണ്ട കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണം. ഒരു ജനറൽ ലോൺ നിങ്ങൾ എടുത്തത് 20,000 രൂപയിൽ താഴെയാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ ഇൻട്രസ്റ്റ് ഫ്രീ ആണെങ്കിൽ പോലും നിങ്ങൾ പെർക്ക് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യേണ്ട. നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ, പെർക്ക് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അടുത്ത ഇൻട്രസ്റ്റ് ഫ്രീ അല്ലെങ്കിൽ കൺസെഷണൽ ആയിട്ടുള്ള പെർക്കിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഐ ഹോപ്പ് ദിസ് മച്ച് ഈസ് ക്ലിയർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഐറ്റം. അടുത്ത പെർക്ക് വാല്യുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ് വാല്യുവേഷൻ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ അത്? ട്രാവലിംഗ്, ടൂറിംഗ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് അതർ ദാൻ ലീവ് ട്രാവൽ കൺസെഷൻ. ശ്രദ്ധിക്കേ, ഞാനേ നിങ്ങളെ മൂന്നാറിൽ, നിങ്ങൾ എൻ്റെ എംപ്ലോയീസ് ആണ്, എൻ്റെ മാനേജറിയൽ ലെവലിലുള്ള എംപ്ലോയീസിനല്ല, ഞാനൊരു 5 ഡേയ്സ് വേണ്ട 3 ഡേയ്സ് മൂന്നാർ ട്രിപ്പ്, മൂന്നാർ മതി, മൂന്നാർ ട്രിപ്പ് ഞാൻ അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ മൂന്നാറിലൊരു റിസോർട്ടിൽ നിങ്ങൾക്ക് 3 ഡേയ്സ് താമസിക്കാം. ആ റിസോർട്ടിൽ അമ്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻജോയ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ട്രാവല്, അവിടുത്തെ താമസം, ഫുഡ്, എവറിത്തിങ് സ്പോൺസർഡ് ബൈ മീ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ അങ്ങനെ മൊത്തം ഒരു 1,00,000 രൂപ ചെലവായി എന്ന് വിചാരിക്കുക. ഇച്ചിരി കൂടുതൽ നടന്നാലും ഇരിക്കട്ടെ, നിങ്ങൾ 3 ദിവസം നിങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, 1,00,000 രൂപ ചെലവായി എന്ന് വിചാരിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഒന്ന് ഫുള്ളി റീഇംബേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഞാനത് മുഴുവൻ പ്രീപെയ്ഡ് ആയിരുന്നു. ആർ യു ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. കയ്യിൽ നിന്ന് പൈസ മുടക്കിയല്ലേ നിങ്ങളുടെ പേഴ്സണൽ ട്രിപ്പിന് പോകേണ്ടത്, ഫാമിലി ട്രിപ്പിന് പോകേണ്ടത്. ഇത് ഞാനല്ലേ മൊത്തം സ്പോൺസർ ചെയ്തേ. അപ്പൊ ഇവിടെ ഈ സ്പോൺസർ ചെയ്ത എമൗണ്ട് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ പെർക്കായി മാറും. പക്ഷെ ഇതിനകത്ത് ആ ട്രാവലിംഗ് കോസ്റ്റ് ഇല്ലേ, അതിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ലീവ് ട്രാവൽ കൺസെഷൻ. പഠിച്ചത് ഓർക്കുന്നുണ്ടോ? LTC സെക്ഷൻ 10 സബ്സെക്ഷൻ 5 ഉണ്ടോ? എന്തായിരുന്നത്? മൂന്നാറിലേക്ക് റെയിൽ കണക്ഷൻ ഇല്ല, പക്ഷെ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് എന്ത് ക്ലെയിം ചെയ്യണം? ആ ടിക്കറ്റ് കോസ്റ്റ് എത്രയാണോ അത് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അത് മാത്രമല്ലല്ലോ, ട്രാവലിംഗ് മാത്രമല്ലല്ലോ ചെലവ്, റിസോർട്ടിന്റെ പേയ്മെന്റ്, ഫുഡ്, അക്കോമഡേഷൻ, ബാക്കിയുള്ള എല്ലാ ചെലവുകളും വരികയല്ലേ. അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ആ ഹെഡിങ് ഒന്നുകൂടെ വായിച്ചേ. Traveling, touring and accommodation provided to the employee or any member of his household, other than leave travel concession. Leave travel concession അല്ലാതെ ബാക്കിയുള്ള ട്രാവലിംഗും അക്കോമഡേഷനും ഫുഡും ആ ചെലവുകളൊക്കെ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിന്റെ കയ്യിൽ എങ്ങനെ ടാക്സബിൾ ആക്കണം? ദാറ്റ് ഇസ് വാട്ട് വി ആർ അബൌട്ട് ടു ഡിസ്കസ്. അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് എന്താ? ഫസ്റ്റ് ബോക്സ് എന്താ? ഫ്രണ്ട്സ് ഒന്ന് വായിക്കാവോ? ബോക്സ് നമ്പർ 1, where such facility is maintained by the employer and is not available uniformly to all employees. എന്താ അത്? Where such facility is maintained by the employer and is not available uniformly to all employees. Example, Club Mahindra. കേട്ടിട്ടുണ്ടോ? ക്ലബ് മഹീന്ദ്ര. അവർക്ക് ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുണ്ട്? റിസോർട്ട്സ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചേ, ക്ലബ് മഹീന്ദ്രയ്ക്ക് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും എന്തുണ്ട്?
റിസോർട്ട്സ് ഉള്ള ഒരു 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 എൻറ്റിറ്റിയാണ് ക്ലബ് മഹീന്ദ്ര. നിങ്ങൾ ക്ലബ് മഹീന്ദ്ര, ഞാനാണ് ക്ലബ് മഹീന്ദ്രയുടെ ഓണർ, നിങ്ങൾ എൻ്റെ എംപ്ലോയീസ് ആണ്. ആർ യു വിത്ത് മീ? ഇതിലെ മാനേജറിയൽ ലെവലിലുള്ള എംപ്ലോയീസിനെ എൻ്റെ മൂന്നാറിലുള്ള പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് എന്തായിട്ട് താമസിക്കാം? ഫ്രീ ആയിട്ട് താമസിക്കാം. എല്ലാ വർഷവും ഒരു 3 ദിവസം എൻ്റെ ഓണർഷിപ്പിലുള്ള ക്ലബ് മഹീന്ദ്രയുടെ ഓണർഷിപ്പിലുള്ള എൻ്റെ മൂന്നാർ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് താമസിക്കാം. ആർ യു വിത്ത് മീ? അപ്പൊ അവിടെ എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? വായിച്ചേ. Perquisite shall be value at which such facilities are offered by other agencies to the public. ഈ മൂന്നാറിലുള്ള പ്രോപ്പർട്ടിയിൽ ജനറൽ പബ്ലിക്കും വന്ന് താമസിക്കുകയല്ലേ? ഇല്ലേ? അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണോ ഞാൻ ചാർജ് ചെയ്യുന്നത്, അതേ എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നമ്മൾ എന്ത് വാല്യൂ ആണ് ആ പ്രോപ്പർട്ടിക്ക് ചാർജ് ചെയ്യുന്നത്, അതുപോലുള്ള ഫെസിലിറ്റിക്ക് ചാർജ് ചെയ്യുന്നത്, അത് തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തായി മാറണം? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയി മാറണം. ആർ യു വിത്ത് മീ? അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു റിസോർട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ടൂർ പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ജനറൽ പബ്ലിക്കിന് ആ ടൂർ പാക്കേജ് എത്ര രൂപയ്ക്കാണോ കിട്ടുന്നത്, ദാറ്റ് ഷാൽ ബി ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ യുവർ ഹാൻഡ്സ്. കോമൺ സെൻസ് അല്ലേ അത്? അല്ലേ? ഇപ്പൊ നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിരുന്നെങ്കിൽ എന്ത് രൂപയ്ക്ക് ആ പ്ലാൻ എടുക്കുമായിരുന്നോ, അത് നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയി മാറും. അല്ലേ? അടുത്ത എന്താന്ന് നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് എന്താ? വായിച്ചേ. വേർ employee is on official tour and the expenses are incurred in respect of member of his household accompanying him. Listen. ഇപ്പോ നിങ്ങൾ എൻ്റെ എംപ്ലോയീസ് ആണ്. നിങ്ങൾ ആരാ? എൻ്റെ എംപ്ലോയീസാ. ഇപ്പോ സിംഗപ്പൂർ വെച്ചൊരു ബിസിനസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. സിംഗപ്പൂർ വെച്ച് എന്തുണ്ടായിരുന്നു? ഒരു ബിസിനസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ 3 days ബിസിനസ് കോൺഫറൻസിന് സിംഗപ്പൂരിലേക്ക് വിട്ടു. നിങ്ങളുടെ ടിക്കറ്റ്, അവിടുത്തെ അക്കോമഡേഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം എൻ്റെ ചെലവിലാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇത് എന്താ ടൂറാ? ബിസിനസ് ടൂറാ, ബിസിനസ് ട്രിപ്പാ. ബിസിനസ് കോൺഫറൻസിനല്ലേ പോയത്? അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. കേട്ടെ, നിങ്ങളൊരു ഒഫീഷ്യൽ ട്രിപ്പിന്, അതായത് ഒരു ബിസിനസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ സിംഗപ്പൂർ പോവാണ്. ആ 3 day ബിസിനസ് കോൺഫറൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്നു. യു ആർ നോട്ട് ഗെറ്റിംഗ് എനി പേഴ്സണൽ ബെനിഫിറ്റ്. പക്ഷേ ഈ ബിസിനസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഉണ്ടായിരുന്നു വിചാരിക്കുക. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. ആർ യു വിത്ത് മീ? അപ്പൊ നിങ്ങളുടെ ഭാര്യ രണ്ടുപേരും കൂടെ സിംഗപ്പൂർ പോയി. നിങ്ങൾ അവിടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയി. ഭാര്യ സിംഗപ്പൂറൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വന്നു. അപ്പൊ തിരിച്ച് നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെയും അക്കോമഡേഷനും ഫുഡും എല്ലാം ഞാൻ മാനേജ് ചെയ്തു. തിരിച്ച് നിങ്ങൾ വന്ന കൂടത്തെ ഭാര്യയുടെയും ടിക്കറ്റ് ഞാൻ എന്ത് ചെയ്തു? എടുത്തു തന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഒറ്റയ്ക്കല്ലേ പോകണ്ടേ? ഫാമിലി ആയിട്ടാണോ പോകണ്ടേ? അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്കംപനിങ് മെമ്പർ ഇല്ലേ, അക്കംപനിങ് മെമ്പർക്ക് ഞാൻ എന്ത് രൂപ ചെലവാക്കിയോ അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ പെർക്വിസിറ്റ് ആയി മാറും. നിങ്ങളുടെ ചെലവ് ഒരിക്കലും പെർക്കാവില്ല. കാരണം നിങ്ങൾ ഒഫീഷ്യൽ ടൂറിനാണ് പോയിരിക്കുന്നത്, ഒഫീഷ്യൽ ബിസിനസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനാണ് പോയിരിക്കുന്നത്. അല്ലേ? നിങ്ങളുടെ മെമ്പർ ഓഫ് ഫാമിലി കൂടെ അക്കംപനി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കംപനിങ് മെമ്പറിന്റെ ട്രാവലിംഗ് കോസ്റ്റ്, ഫുഡ്, ബോർഡിങ്, ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ എത്ര രൂപ ചെലവാക്കിയോ അത് നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ പെർക്കായി മാറും. മനസ്സിലായോ? നോക്കിയാ അവരെന്താ പറയുന്നത്? വേർ ദ എംപ്ലോയീസ് ആൻഡ് ഓൺ ഒഫീഷ്യൽ ടൂർ and the expenses are incurred in respect of any member of his household accompanying him, then the amount of expenditure so incurred for the accompanying member of his household shall be the taxable perquisite. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ ടൂറിന് പോയ ആളുടെ കൂടെ ഒരു ഫാമിലി മെമ്പർ കൂടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാമിലി മെമ്പറെ അക്കോമഡേറ്റ് ചെയ്യാൻ എന്ത് കോസ്റ്റ് ആണോ വന്നേ അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ പെർക്കായിട്ട് എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? അടുത്തെന്താ? Where official tour is extended as vacation. 2 ദിവസത്തെ ബിസിനസ് കോൺഫറൻസിനാണ് നിങ്ങൾ പോയത്. തിരിച്ച് 5 ദിവസം കഴിഞ്ഞാണ് വന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു സിംഗപ്പൂർ പോവല്ലേ, ഒന്ന് കറങ്ങി ഒന്ന് അർമാദിച്ചിട്ട് വന്നാൽ മതി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വിചാരിക്കുക. സോ ബിസിനസ് കോൺഫറൻസ് 2 ദിവസത്തേക്കായിരുന്നു. നിങ്ങളത് എന്തായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു? ഒരു വെക്കേഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. കോമൺ സെൻസാ. നിങ്ങൾ പറയാം ഇതിൻ്റെ അകത്ത് ടാക്സബിൾ പെർക്ക് എന്തായിരിക്കും? ആ 3 ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ ചെലവ് വന്നോ അത് മുഴുവനല്ലേ നിങ്ങളുടെ കയ്യിലെ ടാക്സബിൾ പെർക്കായി മാറുന്നത്? അല്ലേ? അതാ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. വേർ എനി ഒഫീഷ്യൽ ടൂർ ഇസ് എക്സ്റ്റെൻഡഡ് ആസ് വാട്ട്? വെക്കേഷൻ. Then the value will be limited to the expenses
incurred in relation to such extended period of stay or vacation. ആ extended period of stay അല്ലെങ്കിൽ വെക്കേഷന് എന്ത് വില എമൗണ്ട് ആണോ വന്നത് അത് നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ എന്താക്കി മാറ്റണം, പെർക്വിസിറ്റ് ആക്കി മാറ്റണം. ക്ലിയർ ആണോ? അപ്പോൾ ഒഫീഷ്യൽ ടൂറ് നിങ്ങൾ വെക്കേഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വെക്കേഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് എംപ്ലോയർക്ക് എന്ത് ചെലവാണോ വന്നേ അത് നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും, ടാക്സബിൾ പെർക്കായി മാറും. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ ചുമ്മാ ടൂറിന് പോയതാണ്, സിംഗപ്പൂർ ഒരു 4 ദിവസത്തേക്ക് ഞാൻ നിങ്ങളെ ടൂറിന് വിട്ടതാണ്, അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ. ഞാൻ എന്തൊക്കെ ചെലവാണോ നിങ്ങൾക്ക് വേണ്ടി വഹിച്ചത് അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും, ടാക്സബിൾ പെർക്കായി മാറും. ഒഫീഷ്യൽ അല്ല കേട്ടോ, ഒരു പക്ക ഫാമിലി ട്രിപ്പ് ടു സിംഗപ്പൂർ. Whatever cost incurred by me shall be fully taxable as perquisite in your hands. Simple അല്ലേ? അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ, ക്ലബ് മഹേന്ദ്ര അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലുള്ളൊരു സിമിലർ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഒരു ജനറൽ പബ്ലിക്കിന് എത്ര രൂപയ്ക്കാണോ പ്ലാൻ കിട്ടുക, ദാറ്റ് ഷാൽ ബി യുവർ പെർക്വിസിറ്റ്. ഒഫീഷ്യൽ ട്രിപ്പിന് പോകുന്ന ഒരിക്കലും പെർക്കല്ല, പക്ഷേ ഒഫീഷ്യൽ ട്രിപ്പിന് പോകുമ്പോൾ അക്കമ്പനി മെമ്പർ ഉണ്ടെങ്കിൽ അക്കമ്പനി മെമ്പറിന്റെ കോസ്റ്റ് നിങ്ങൾ പെർക്കായിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അടുത്തെന്താ, ഒഫീഷ്യൽ ട്രിപ്പ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് എന്താക്കി മാറ്റി, ഒരു വെക്കേഷൻ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്റ്റെൻഡഡ് വെക്കേഷന്റെ കോസ്റ്റ് എത്രയാണോ അത് നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും, പെർക്കായി മാറും. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ വെറുതെ ഒരു ഫാമിലി ട്രിപ്പിന് ഞാൻ വിട്ടതാണ്, എബ്രോഡാണ് വിട്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എമൗണ്ട് ചിലവായോ അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും, ടാക്സബിൾ പെർക്കായി മാറും. പിന്നെ ട്രിപ്പ് വിതിൻ ഇന്ത്യ ആണെങ്കിൽ LTC മറക്കരുത്. എന്താ LTC? ലീവ് ട്രാവൽ കൺസെഷൻ. മറ്റേ ട്രാവലിംഗ് കോസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം, 4 കലണ്ടർ ഇയറിന്റെ ഒരു ബ്ലോക്കിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്ന 2 ജേർണിക്ക് വരെയുള്ള ട്രാവലിംഗ് കോസ്റ്റിന് എക്സംഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ ഫുഡും അക്കോമഡേഷനും എല്ലാം എന്തായി മാറും, ടാക്സബിൾ ആയി മാറും. ക്ലിയർ അല്ലേ? ഇനി ഒരു നോട്ടുണ്ട്. എന്തായിരിക്കും നോട്ട്? ഇവിടെ എവിടെയെങ്കിലും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് നിങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ റിക്കവർ ചെയ്ത എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റിൽ നിന്നും കുറയ്ക്കണം. Are you with me? If there is any recovery from the hands of employee, you have to reduce that recovery from the taxable value of perquisite. This is what the department says. Clear അല്ലേ എല്ലാവർക്കും പറഞ്ഞ പോയിന്റുകൾ? വീണ്ടും അടുത്ത പെർക്ക് വാല്യൂ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു 3-4 കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്താ അടുത്ത പോയിന്റ്? വായിച്ചേ. ഫ്രീ ഓർ കൺസെഷണൽ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബിവറേജസ്. എന്താ അത്? ഫ്രീ ഓർ കൺസെഷണൽ ഫുഡ്. നിങ്ങളുടെ ഓഫീസ് അവേഴ്സിൽ നിങ്ങൾക്ക് ഫുഡ് തരികയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓഫീസ് അവേഴ്സിൽ നിങ്ങൾക്ക് എന്ത് തരികയാണ്? ഫുഡ് തരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് തരികയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? യെസ് ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കി അല്ലെങ്കിൽ സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കി കഴിക്കേണ്ട സാധനമല്ലേ ഫ്രീ ആയിട്ട് ഞാൻ തരുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, കുറേ എക്സംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ? വായിച്ചേ. സിമ്പിൾ ആണ്. ടീ, snacks or other non-alcoholic beverages in the form of light refreshment provided during office hours including overtime not taxable. എന്താ ഇതിന്റെ അർത്ഥം? ഈ ഓഫീസ് ടൈമിന്റെ ഇടയ്ക്ക് ചായ, നാരങ്ങ വെള്ളം, പഫ്സ്, പിന്നെ എന്താണ്, ബനാന ഫിറ്റേഴ്സ്, നമ്മുടെ പഴംപൊരി, കട്ട്ലറ്റ്, സമൂസ പോലുള്ള സാധനങ്ങൾ, സ്റ്റഫുകൾ ഞാൻ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. ചായയും കടിയൊക്കെ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ് അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഞാനത് ഫ്രീ ആയിട്ട് തരികയല്ലേ? ചെറിയ എമൗണ്ട് അല്ലേ ഉള്ളൂ. പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട, വാല്യൂ ചെയ്യേണ്ട. ചെറിയ സമോസയ്ക്കൊന്നും ഞങ്ങൾ കണക്ക് പറയാൻ വരുന്നില്ല, എത്രയാണെന്ന് വെച്ചാൽ കഴിച്ചു. പിന്നെ ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിരിക്കണം. എന്താ ലൈറ്റ് റിഫ്രഷ്മെന്റ്? 10-12 ചപ്പാത്തിയും ഒരു ബിരിയാണിയൊക്കെ കയറ്റിയിട്ട് ലൈറ്റ് റിഫ്രഷ്മെന്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. സ്നാക്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത്. സ്നാക്സ് ആൻഡ് ടീ, ലൈം ജ്യൂസ്, ഐസ്ക്രീം എക്സെട്ര, ചെറിയ ഇത് സ്നാക്കേഴ്സ് പോലുള്ള സാധനങ്ങൾ ഓഫീസ് അവേഴ്സിന്റെ ഇടയ്ക്കോ ഓവർ ടൈമിന്റെ ഇടയ്ക്കോ ഒക്കെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും നത്തിങ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വിസിറ്റ്. ഓക്കെ അല്ലേ? മിക്കവാറും ഓഫീസുകളിലൊക്കെ കോഫി മേക്കിംഗ് മെഷീൻ ഉണ്ടാവും. സ്വിച്ച് ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോഫി, ടീ കിട്ടും. എത്ര വേണേൽ കുടിച്ചോ, കുഴപ്പമൊന്നും ഇല്ല. അടുത്തെന്താ? ഫ്രീ മീൽസ് പ്രൊവൈഡഡ് ഡ്യൂറിംഗ് ഓഫീസ് അവേഴ്സ് ഇൻ റിമോട്ട് ഏരിയ. എന്താ റിമോട്ട് ഏരിയ? വാട്ട് ഇസ് റിമോട്ട് ഏരിയ? നിങ്ങൾ കൊച്ചിയിലാണ് ഓഫീസ്, ഒരു പർട്ടിക്കുലർ വർക്കിന് വേണ്ടി ഞാൻ നിങ്ങളെ എങ്ങോട്ടേക്ക് വിടുകയാണ്? ഞാൻ നിങ്ങളെ വയനാട്ടിലേക്ക് വിടുകയാണ്. അല്ലെ നിങ്ങളൊരു റിമോട്ട് ഏരിയ. മറ്റേ റൂറൽ ഏരിയ എന്ന് അർത്ഥമില്ല കേട്ടോ. ഇറ്റ് ഡസന്റ് മീൻ ഇറ്റ് ഷുഡ് ബി എ റൂറൽ ഏരിയ. റിമോട്ട് ഏരിയ എന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ ഓഫീസ് ഇരിക്കുന്ന സ്ഥലമല്ല. ഇറ്റ്സ് ആൻ ഔട്ട്സൈഡ് സിറ്റി. സം അതർ പ്ലേസിലേക്ക് ഞാൻ നിങ്ങളെ ജോലിക്ക് വേണ്ടി വിടുകയാണെന്ന് വിചാരിക്കുക. വയനാട്ടിലേക്കോ ഇടുക്കിയിലേക്കോ കട്ടപ്പനയിലേക്കോ തിരുവനന്തപുരത്തേക്കോ ഒക്കെ വിടുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ വിടുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഞാൻ നിങ്ങൾക്ക് എന്ത് തരിക? ഫുഡ് തരികയാണ്. കാരണം നിങ്ങൾ മെയിൻ ഓഫീസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തല്ലല്ലോ,
ഒരു റിമോട്ട് ഏരിയയിലല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ. ഇപ്പോൾ റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ എംപ്ലോയീസിന് ഞാൻ ഫുഡ് അവിടെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എംപ്ലോയീസിന് കയ്യിൽ ഒരു ടാക്സബിൾ പെർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വാല്യൂ ചെയ്യേണ്ട. അടുത്തെന്താ, ആൻഡ് ഓഫ് ഷോർ ഇൻസ്റ്റലേഷൻ. എന്താ ഓഫ് ഷോർ? ഓഫ് ഷോർ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുനിന്നാണ് കേട്ടോ അർത്ഥം. ഷോർ എന്ന് പറഞ്ഞാൽ കടലാണ്, ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ കടലിന്റെ മുകളിലാണെന്നൊന്നും ആലോചിക്കല്ലേ. ഔട്ട്സൈഡ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്താണ്. കടലാകാം, ഇന്റർനാഷണൽ വാട്ടർവേസ് ആവാം, കരയാകാം, ദുബായ് ആകാം, ജപ്പാൻ ആകാം, ഇറ്റ് ക്യാൻ ബി എനിവെയർ. സോ ഓഫ് ഷോർ ഇൻസ്റ്റലേഷൻ, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഓഫീസിലാണ് ഞാൻ നിങ്ങളെ ജോലിക്ക് വിട്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ നിങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്യുന്നതിന് ഒരിക്കലും പെർക്ക് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഞാൻ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വിടുമ്പോൾ ഓബിയസ്ലി ഞാൻ ഫുഡ് കൂടെ അറേഞ്ച് ചെയ്യുമായിരിക്കും അല്ലേ. പേഴ്സണൽ ബെനിഫിറ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യേണ്ട. ഒഫീഷ്യൽ ട്രിപ്പിനല്ലേ പോയത്, അപ്പോൾ അത് പേഴ്സണൽ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ മറ്റേ ലൈറ്റ് റിഫ്രഷ്മെന്റ് കുഴപ്പമില്ല. റിമോട്ട് ഏരിയയിൽ പോകുമ്പോൾ ഫുഡ് ഫുൾ കോഴ്സ് മീൽ കൊടുത്താലും കുഴപ്പമില്ല. ഓഫ് ഷോർ ഇൻസ്റ്റലേഷനിൽ പോകുമ്പോഴും ഫുൾ കോഴ്സ് മീൽ കൊടുത്താൽ കുഴപ്പമില്ല. അടുത്തെന്താ, ഇതൊന്നുമല്ല, കൊച്ചി ഓഫീസിലാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് തരുന്നത്. കൊച്ചിയാണ് എൻ്റെ മെയിൻ ഓഫീസ്, അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് തരുന്നത്, ഫുഡ് തരുന്നത്. നോക്കിയേ, ഫ്രീ മീൽസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ഡ്യൂറിംഗ് office hours at office or business premises or through paid vouchers which are not transferable and usable only at eating joints. എന്തി paid vouchers? through paid vouchers. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിലേ ഈ സൊഡക്സോ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് മീൽ പാസ് ഉണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മീൽ പാസസ് കിട്ടും. എന്താ മീൽ പാസ്? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 100 രൂപയുടെ വൗച്ചർ. നമുക്ക് ഈ ഗൂഗിൾ പേയിലൊക്കെ ഒരു വൗച്ചർ കിട്ടുകയല്ലേ. ഈ ഗൂഗിൾ പേയിലൊക്കെ നമുക്ക് ചില വൗച്ചേഴ്സ് കിട്ടുകയല്ലേ. അതുപോലെ ഫുഡ് വൗച്ചേഴ്സ് ഉണ്ട്. ഈ സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് വൗച്ചേഴ്സ് കിട്ടുകയല്ലേ. ഇല്ലേ, ആ കൂപ്പൺ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് ചില ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടുകയല്ലേ. ലൈക്ക് വൈസ് സൊഡക്സോ എന്ന് പറഞ്ഞ മീൽ പാസുകളുണ്ട്. അത് നിങ്ങൾ സൊഡക്സോ അക്സെപ്റ്റ് ചെയ്യുന്ന ഹോട്ടൽസിൽ കൊണ്ട് കൊടുത്താൽ 100 രൂപയുടെ ഫുഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാം. ബില്ല് കൊടുക്കണ്ട, പാസ് കൊടുത്താൽ മതി. പാസ് കൊടുത്ത് റെഡീം ചെയ്യാം. അയ്യോ വിത്ത് മീ, ഈ ഗൂഗിൾ പേ ഒക്കെ വന്നപ്പോണ്ട് സൊഡക്സോ മീൽ പാസസിന് അത്ര എന്തില്ല, ജനപ്രീതിയില്ല. അപ്പം ഞങ്ങളൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സൊഡക്സോ മീൽ പാസ് ഭയങ്കര ഫേമസ് ആയിരുന്നു. നമുക്കൊക്കെ മീൽ പാസുകൾ കിട്ടുമായിരുന്നു. ചില കമ്പനിയിലൊക്കെ നമ്മൾ ഓഡിറ്റിന് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ മീൽ പാസുകൾ കിട്ടുമായിരുന്നു. നമ്മൾ ആ മീൽ പാസ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ചില ഹോട്ടലിന്റെ കൗണ്ടറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മീൽ പാസ് അക്സെപ്റ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലടത്ത് നേരെ എഴുതി വെച്ചിട്ടുണ്ട് മീൽ പാസ് നോട്ട് അക്സെപ്റ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ആ പാസ് കൊണ്ട് കൊടുത്താൽ, ഇപ്പം 200 രൂപയാണ് ബില്ലെങ്കിൽ 100 രൂപയുടെ മീൽ പാസ് ഉണ്ടെങ്കിൽ 100 രൂപ കൊടുത്താൽ മതി. ആ 100 രൂപയ്ക്ക് പകരം മീൽ പാസ് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, സബ്മിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതായാലും മതി. ഒന്നിലെ എംപ്ലോയർ ഓഫീസ് പ്രൊമൈസസിൽ ഫുഡ് ക്യാൻറ്റീൻ വഴി തരുന്നു, അല്ലെങ്കിൽ മീൽ പാസുകൾ വഴി നിങ്ങൾക്ക് ഫ്രീ ഫുഡ് തരുന്നു. ഡിപ്പാർട്ട്മെന്റ് എന്താ പറയുന്നത്, എക്സ്പെൻഡിച്ചർ ഓൺ ഫ്രീ മീൽസ് ഇൻ എക്സസ് ഓഫ് 50 per meal shall be taxable perquisite to the extent of excess amount in the hands of all employee. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ഒരു ദിവസമായി 70 രൂപയുടെ മീലാണ് അല്ലെങ്കിൽ മീൽ പാസ് ആണ് എംപ്ലോയർ തരുന്നതെന്ന് വിചാരിക്കുക. എത്ര രൂപയുടെയാണ്? 70 റുപ്പീസിന്റെ മീൽ അല്ലെങ്കിൽ മീൽ പാസ് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം 70 റുപ്പീസിന്റെ മീൽ പാസ് ആണ് എംപ്ലോയർ തരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വർഷം 300 വൗച്ചേഴ്സ് തന്നു. 300 വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര തന്നു? 300 വൗച്ചേഴ്സ് തന്നു. എങ്ങനെയാ പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? തിങ്ക് ആൻഡ് ടെൽ മീ. എന്താ നമ്മൾ പഠിച്ചത്? 50 രൂപ വരെ ഉള്ളത് കുഴപ്പമില്ല, എക്സസ് ടാക്സബിൾ ആവുന്നല്ലേ പഠിച്ചത്. 70ന്റെ മെയിൽ പാസ് ആണ് തന്നതെങ്കിൽ അതിനകത്ത് 50 രൂപ വരെ കുഴപ്പമില്ല. ബാക്കി എത്ര വരും? 20 രൂപയല്ലേ ഇൻഡു എത്രണ്ണം കിട്ടി? 300 മീൽ പാസ് അല്ലേ ഒരു വർഷം കിട്ടിയത്. അപ്പൊ എത്ര ടാക്സബിൾ വാല്യൂ? 6000 രൂപയല്ലേ ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ് അല്ലേ? അതായത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു, നിങ്ങൾ ഓഫ് ഷോറിലോ അല്ലെങ്കിൽ മറ്റേ റിമോട്ട് ഏരിയയിലോ ഒന്നും അല്ല, ഒരു നോർമൽ പ്ലേസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 50 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള മീലോ മീൽ പാസുകളോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എക്സസ് ആ എംപ്ലോയുടെ കയ്യിൽ നിങ്ങൾ എന്താക്കി മാറ്റണം? ടാക്സബിൾ പെർക്കാക്കി മാറ്റണം. ഇപ്പൊ ഇവിടെ 70 രൂപയുടെ മീൽ പാസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ 50ന് മുകളിലോട്ട് എത്രയായി? 20 അല്ലേ? 20 രൂപ എത്ര വൗച്ചർ തന്നു? അങ്ങനെ 300 വൗച്ചറിൽ ഒരു വർഷം കിട്ടിയത്. 20 300 6000 രൂപ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ പെർക്കാക്കി വാല്യൂ ചെയ്യണമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? ശരി, അടുത്തെന്താ? ഇൻ എനി അതർ കേസ്, ഇതൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് വല്ല ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ടു ദ എംപ്ലോയർ, എനിക്ക് എന്താണോ ചെലവ് വന്നത് അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. എമൗണ്ട് ചാർജ് ഫ്രം ദി എംപ്ലോയി ഷാൽ ബി മൈനസ് എമൗണ്ട് ചാർജ് ഫ്രം ദി എംപ്ലോയി ഷാൽ ബി പെർക്വിസിറ്റ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും റിക്കവറി ഉണ്ടെങ്കിൽ അത് നെറ്റ് ഓഫ് ചെയ്യണം. ബാക്കി വാല്യൂ വരുന്ന എത്രയാണോ അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, സ്നാക്സിന് കുഴപ്പമില്ല, റിമോട്ട് ഏരിയയിലെ ഫുൾ മീലിന് കുഴപ്പമില്ല, ഓഫ് ഷോർ യൂണിറ്റിലെ ഫുൾ മീലിന് കുഴപ്പമില്ല,
നോർമൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ 50 രൂപ വരെയുള്ള മീലിന് കുഴപ്പമില്ല, എക്സസ് എന്തായി മാറും? ടാക്സബിളായി മാറും. ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും ഫുഡോ ആൽക്കഹോളോ ഒക്കെ ചിലപ്പോൾ തരും. ഇപ്പൊ ചില കമ്പനികളിൽ നിങ്ങൾക്ക് ആൽക്കഹോൾ കോട്ട ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ ഇത്ര രൂപയുടെ വരെ ആൽക്കഹോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൺസ്യൂം ചെയ്യാം. ഈ ടാറ്റയുടെ ഒക്കെ എസ്റ്റേറ്റ്സിലൊക്കെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ മറ്റേ ഈ നമ്മുടെ മിലിറ്ററി കോട്ട എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ചില കമ്പനികൾ ഇതുപോലെ ലിക്കർ കോട്ട ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ് കേട്ടോ. അതൊന്നും ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഒരു ബെനിഫിറ്റും എക്സംഷനും കിട്ടില്ല, ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. അതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാണോ അത് ഫുള്ളി എന്തായി മാറും? ടാക്സബിൾ ആയി മാറും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഓൾസോ വാസ് ക്ലിയർ. ക്ലിയർ അല്ലേ അത്? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രീ ഓർ കൺസെഷണൽ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബിവറേജസിനെ പറ്റി അല്ലേ പറഞ്ഞു നിർത്തിയത്? അല്ലേ? യെസ്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്? അടുത്ത പോയിന്റ് എന്താ? അടുത്ത പെർക്ക് വാല്യൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റിയാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്. എന്താ ഗിഫ്റ്റ്? ഇപ്പൊ എംപ്ലോയിയുടെ മകന്റെ 10ാമത്തെ ബർത്ത്ഡേ ആണ്. എംപ്ലോയർ മകൻ എന്ത് കൊടുക്കുകയാണ്? ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എംപ്ലോയർ മറ്റേ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചു, എംപ്ലോയർ വരുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ആ വാല്യൂ ഓഫ് ഗിഫ്റ്റും എംപ്ലോയിയുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റായി മാറും. അല്ലെങ്കിൽ എംപ്ലോയിയുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്, അല്ല 2ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. എംപ്ലോയർ വരുന്നു, എന്ത് കൊടുക്കുന്നു? ഗിഫ്റ്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ചുമ്മാ ഒരു ദിവസം എംപ്ലോയർ വീട്ടിൽ വരുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. സെറിമോണിയൽ ഒക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിലും എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റിന്റെ വാല്യൂ നിങ്ങൾ എങ്ങനെയാണ് പെർക്വിസിറ്റ് ആയിട്ട് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ശരി, നോക്കി അതിലെ ഫസ്റ്റ് പോയിന്റ്, വാല്യൂ ഓഫ് ഗിഫ്റ്റ് വൗച്ചർ ഓർ ടോക്കൺ ഇൻ ലീവ് ഓഫ് സച്ച് ഗിഫ്റ്റ്. എങ്ങനെ വാല്യുവേഷൻ? The value of any gift, voucher or token given to the employee or any member of his household on ceremonial occasion or otherwise. എന്തി ceremonial occasion or otherwise എന്ന് വെച്ചാൽ ഏതെങ്കിലും ഫംഗ്ഷന് വന്നതാണെങ്കിലും അല്ലെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ by the employer shall be taxable in the hands of all employees. ഇവിടെ ഒന്നും സ്പെസിഫൈഡ് എംപ്ലോയി ഇല്ല കേട്ടോ. എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും അതെന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. എന്തി ടോക്കൺ? വാല്യൂ ഓഫ് ഗിഫ്റ്റ്, വൗച്ചർ, ടോക്കൺ. വാട്ട് ഇസ് ടോക്കൺ? അതായത് ഇപ്പം നമുക്ക് ഈ പ്രീപെയ്ഡ് വൗച്ചേഴ്സ് ഉണ്ട്, പ്രീപെയ്ഡ് ടോക്കൺസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഡെബിറ്റ് കാർഡൊക്കെ പോലെ നമുക്ക് പ്രീപെയ്ഡ് ആയിട്ട് ബാങ്കിൽ നിന്ന് എന്തെടുക്കാം? ടോക്കൺസ് എടുക്കാം. അത് നിങ്ങൾ കാർഡായിട്ട് കൊണ്ട് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് എത്ര എമൗണ്ടിനാണ് ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ആർ യു വിത്ത് മീ? അപ്പോൾ അങ്ങനെ ഗിഫ്റ്റോ വൗച്ചറോ ടോക്കണോ എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ട്. സെറിമോണിയൽ ഒക്കേഷൻ ആവാം, അല്ലാതാവാം, ഡസൻ മാറ്റർ. അത് എല്ലാ എംപ്ലോയീസിന്റെ കയ്യിലും ഫുള്ളി എന്താണ്? ടാക്സബിൾ ആണ്. ഇനി ഒരു കാര്യമുണ്ട്, ഹൗവർ ഗിഫ്റ്റ് വൗച്ചർ ഓൺ ടോക്കൺ അപ് ടു 5,000 ഇൻ അഗ്രിഗേറ്റ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഷാൽ ബി എക്സംപ്റ്റഡ്. കൊടുക്കുന്ന ഗിഫ്റ്റ് 5000 രൂപയോ അതിൽ താഴെയുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ 7000 രൂപയാണെങ്കിൽ എക്സസ് ആണോ ടാക്സബിൾ അതോ ഫുള്ളി ടാക്സബിൾ ആണോ? വീണ്ടും ദർ ഇസ് എ കൺഫ്യൂഷൻ. ആക്ടിന്റെ വേർഡിങ്സ് അനുസരിച്ച് അത് എക്സസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ്. അതുകൊണ്ട് രണ്ട് വ്യൂ ഉണ്ട്. എക്സസും ടാക്സബിൾ ആവാം, ഫുള്ളും ടാക്സബിൾ ആവാം. ബട്ട് വിച്ച് ഇസ് ബെറ്റർ? എക്സസ് ടാക്സബിൾ വിൽ ബി ബെറ്റർ. നിങ്ങൾ എക്സസ് ടാക്സബിൾ ആവും എന്ന് പഠിച്ചാൽ മതി. സോ 2000 വിൽ ബി ടാക്സബിൾ പെർക്വിസിറ്റ്. ആർ യു വിത്ത് മീ? ശ്രദ്ധിക്കുന്നുണ്ടോ? 7000 രൂപയുടെ ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ 5000ത്തിന് മുകളിലേക്ക് എത്രയാ വരിക? 2000 അല്ലേ വരിക? അത് മാത്രം എംപ്ലോയിയുടെ കയ്യിൽ നിങ്ങൾ എന്താക്കി മാറ്റിയാൽ മതി? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കാക്കി മാറ്റിയാൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അവിടെ ഒരു നോട്ടും ഉണ്ട്. എന്താ നോട്ട്? ഇഫ് എംപ്ലോയർ ഗിഫ്റ്റ്സ് ക്യാഷ് then fully taxable, no benefit of 5,000. നേരെ പൈസയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 5000 രൂപയാണ് കൊടുത്താൽ അത് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. 5000 രൂപയുടെ ഒരു മോതിരമാണ് കൊടുക്കുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡും ആയിരിക്കും. 7000 രൂപയുടെ മോതിരമാണ് കൊടുക്കുന്നതെങ്കിൽ 2000 ആയിരിക്കും ടാക്സബിൾ. 7000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. മണിയാണ് ഡയറക്ട്ലി ഗിഫ്റ്റ് ചെയ്തതെങ്കിൽ 5000ത്തിന്റെ ബെനിഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്ലെയിം ചെയ്യാൻ പാടില്ല. ഗിഫ്റ്റ് ആയിരിക്കണം. Are you with me? പൈസയാണ് ഗിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് ദ ബെനിഫിറ്റ് ഓഫ് 5,000. ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? അപ്പോൾ പൈസ നേരിട്ട് കൊടുത്താൽ ബെനിഫിറ്റ് കിട്ടില്ല. പൈസ അല്ലാത്ത സാധനങ്ങൾ കൊടുത്താലേ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർത്ത് വെക്കുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസസ്. കിടിലൻ സാധനമാണത്. എന്താണ് ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസസ്? നമുക്ക് പറയും. നമ്മൾ എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ഇത്രയേ ഉള്ളൂ. എംപ്ലോയിക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട്.
എംപ്ലോയിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയിക്ക് അത് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കാം, മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നതിന്റെ ബില്ല് കൊടുക്കുന്നത് എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയിക്ക് ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലേ? ഇല്ലേ? ഫുഡ് കഴിക്കുക, ഷോപ്പിങ്ങിന് പോവുക, എല്ലാം ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ഫുള്ള് സെറ്റിൽ ചെയ്യുന്ന ആരാ? എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ ശരിക്കും അതൊരു വലിയൊരു പേഴ്സണൽ ബെനിഫിറ്റ് അല്ലേ എംപ്ലോയിക്ക് കിട്ടുന്നത്? അല്ലേ? എങ്ങനെയാണ് അവിടെ പെർക്ക് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് പ്രിറ്റി സിമ്പിൾ. ഭയങ്കര എളുപ്പമുള്ള പോയിന്റ് ആണ്. ഓക്കെ, വേർ ദ കാർഡ് ഇസ് യൂസ്ഡ് ഹോൺലി ആൻഡ് എക്സ്ക്ലൂസീവ് ഫോർ ഓഫീസ് പർപ്പസ്, നോട്ട് എ ടാക്സബിൾ പെർക്വിസിറ്റ്. കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു പേഴ്സണൽ ബെനിഫിറ്റും കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ പെർക്ക് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷേ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ 2 കണ്ടീഷൻ? Complete details in respect of such expenditure are maintained by the employer and the employer gives a certificate for such expenditure showing such amount has been used for the performance of official duties. ശ്രദ്ധിച്ചേ, നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിന്റെ ബില്ല് സെറ്റിൽ ചെയ്യുന്ന ആരാ? എംപ്ലോയർ ആണ്. ആ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണെങ്കിൽ പെർക്ക് വാല്യൂ ചെയ്യണോ? വേണ്ട. വൈ? പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ പെർക്ക് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എംപ്ലോയർ ഈ ഒഫീഷ്യൽ പർപ്പസിന്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എംപ്ലോയർ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റോടെ തരണം. എന്ത്? ഇത് മുഴുവൻ പേഴ്സണൽ പർപ്പസ് അല്ല, ഒഫീഷ്യൽ പർപ്പസ് തന്നെയാണെന്ന് പറഞ്ഞ് എംപ്ലോയർ സർട്ടിഫൈങ് കൂടെ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അയ്യോ വിത്ത് മീ? അപ്പോൾ 2 കാര്യങ്ങൾ ഓർത്തോണം. ഒഫീഷ്യൽ പർപ്പസ് ആണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ അത് എംപ്ലോയറോട് എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. അതിനുവേണ്ടി എംപ്ലോയർ ഹാവ് ടു മെയിൻറ്റെയിൻ ഓൾ ദ ഡീറ്റെയിൽസ് പ്ലസ് ഹി ഹാവ് ടു സർട്ടിഫൈ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ. പുള്ളി സർട്ടിഫൈ കൂടെ ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അയ്യോ വിത്ത് മീ? ഇനി അല്ലാത്ത കേസിലോ? വേർ എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ്, അതായത് പേഴ്സണൽ പർപ്പസ്. എമൗണ്ടിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണേ. AMOUNT. Amount incurred as above reduced by any amount charged from employee shall be taxable perquisite. ഇനിയിപ്പോൾ നിങ്ങൾ ഫുള്ള് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയർ എത്രയാണോ റീഇംബേഴ്സ് ചെയ്തത് അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ പെർക്കായി മാറും. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ആർ യു ഓൾ വിത്ത് മീ? അപ്പൊ ഫ്രണ്ട്സ്, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ക്രെഡിറ്റ് കാർഡ് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലോ? കുറച്ച് ഒഫീഷ്യലിനും കുറച്ച് പേഴ്സണലിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതി. ഏതൊക്കെ ഒഫീഷ്യൽ ഏതൊക്കെ പേഴ്സണൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ പേഴ്സണൽ റീഇംബേഴ്സ്മെന്റ്സ് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ പെർക്കായി മാറും. ഒഫീഷ്യൽ റീഇംബേഴ്സ്മെന്റ്സ് എംപ്ലോയർ സർട്ടിഫൈ ചെയ്താൽ മതി. വേറെ ഒരു കുഴപ്പവും ഇല്ല. മോട്ടോർ കാർ പോലൊരു പ്രശ്നം ഇവിടെ ഇല്ല. ഓരോ ബില്ലും ചെയ്യുന്നതിന് ക്രെഡിറ്റ് കാർഡ് കമ്പനി എന്ത് തരും? സ്റ്റേറ്റ്മെന്റ് തരും. അത് എന്താണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും ഇവിടെ അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം ആണ്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് അതിനൊരു ഓൾട്ടർനേറ്റീവ് ഞാൻ എഴുതാത്തത് കേട്ടോ. അല്ലെങ്കിൽ മിക്സ് എന്ന് പറഞ്ഞൊരു ഓൾട്ടർനേറ്റീവ് കൂടെ നമ്മൾ എഴുതിയാണ്. ഹിയർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എനി റെലവൻസ്. സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ ഒഫീഷ്യൽ ഏതാ പേഴ്സണൽ ഏതാണ് നമുക്ക് ബൈഫോക്കേറ്റ് ചെയ്ത് എടുക്കാം. സോ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. അതായത് അടുത്ത പെർക്ക് വാല്യുവേഷൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സ് ആണ്. ഇത്രയുള്ള സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്നാൽ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഞാൻ എൻ്റെ എംപ്ലോയി, നിങ്ങൾ എൻ്റെ എംപ്ലോയി ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ തരികയാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ തരികയാണ്? ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ തരികയാണ്. ആ ഫ്രിഡ്ജ് 1 ലക്ഷം രൂപയുടെ വലിയ ഫ്രിഡ്ജാണ്, ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. 1 ലക്ഷം രൂപ വിലയുള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ പറ, എങ്ങനെയാ പെർക്ക് വാല്യൂ ചെയ്യണ്ടേ? എംപ്ലോയറിന്റെ ഒറിജിനൽ കോസ്റ്റ് എടുത്ത് ഒരു വർഷത്തേക്ക് 10% എന്ന് പറഞ്ഞല്ലേ നമ്മൾ അതിനെ വാല്യൂ ചെയ്യണ്ടേ? അല്ലേ? ഇനി ഞാൻ ഫ്രിഡ്ജ് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നതെങ്കിൽ ഞാൻ എത്രയാണോ അതിന് ഓരോ മാസം വാടക കൊടുക്കുന്നത് അതല്ലേ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ പെർക്കാവുന്നേ? ഇത് നമ്മൾ എവിടെ പഠിച്ചേ? ആ റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ അൺഫർണിഷ്ഡ് അക്കോമഡേഷനെ ഫർണിഷ്ഡ് ആക്കുന്ന ഒരു പരിപാടി പഠിച്ചു ഓർക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞ ഈ റൂളാണത്. ഇത് നമ്മൾ അതിന്റെ കൂടെ അങ്ങ് പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഈ റൂൾ എന്താ പറയുന്നതെന്ന് നോക്കിയേ. യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സ്. എംപ്ലോയിക്ക് ഒരു അസറ്റ് ഉപയോഗിക്കാൻ കൊടുത്താൽ കൊടുക്കുന്ന അസറ്റ് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആണെങ്കിൽ, എന്താണെങ്കിൽ? ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആണെങ്കിൽ നിങ്ങൾ എന്ത് വാല്യൂ ചെയ്യേണ്ട? പെർക്ക് വാല്യൂ ചെയ്യേണ്ട. അതെന്തുകൊണ്ടാ? എംപ്ലോയർ നമ്മൾ പറയില്ല ഓഫീസ് ലാപ്പ് എംപ്ലോയിക്ക് കൊടുക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ? ഓഫീസ് ലാപ്പ് എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയി ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ചിലപ്പോൾ അതിനകത്ത് ഫിലിം കാണുന്നുണ്ടാവും.
അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ഇന്റർനെറ്റ് സർഫ് ചെയ്യുന്നുണ്ടാവും, അവനത് ചെറിയ രീതിയിൽ പേഴ്സണൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രിഡോമിനന്റ് യൂസേജ് എന്ന് പറഞ്ഞ ഓഫീസ് പർപ്പസ് തന്നെയല്ലേ? അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അവിടെ പേഴ്സണൽ ബെനിഫിറ്റ് എന്തെങ്കിലുമൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അവർക്ക് വാല്യൂ ചെയ്യേണ്ട. പ്രിഡോമിനന്റ് യൂസേജ് ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പേർക്ക് എന്ത് ചെയ്യാൻ പോകണ്ട, വാല്യൂ ചെയ്യാൻ പോകണ്ട. അതല്ലാതെ വേറെ എന്തെങ്കിലും അസറ്റ് ആണെങ്കിലോ, മൂവബിൾ അസറ്റ്സ് അതർ ദാൻ ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് അസറ്റ്സ് ഓൾറെഡി സ്പെസിഫൈഡ്. എന്താ അസറ്റ്സ് ഓൾറെഡി സ്പെസിഫൈഡ്? മോട്ടോർ കാർ എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ, ടേബിൾ പ്രകാരം വാല്യുവേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചതല്ലേ? അപ്പൊ മോട്ടോർ കാറും ലാപ്ടോപ്പും അല്ലാതെ വേറെ എന്തെങ്കിലും ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടിവിയോ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ വാല്യൂ ചെയ്യേണ്ടത്? വായിച്ചേ. 10% per annum of the actual cost of the asset or the amount of rent or charge paid payable by the employer as the case may be. ഓൺഡ് ആയിട്ടുള്ള അസറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% ഒരു വർഷത്തേക്ക്. ഇനിയിപ്പോ അങ്ങനെയല്ല, വാടകയ്ക്ക് എടുത്തിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ മാസത്തെയും വാടകയാണ് നിങ്ങൾ എന്തായിട്ട് വാല്യൂ ചെയ്യേണ്ടത്, പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാലേ, ഇവിടെ അസറ്റ് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിനെ പറ്റിയാട്ടോ പറയുന്നത്. അസറ്റ് സ്വന്തമായി കൊടുക്കുന്നതാണെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റാ. ആർ യു വിത്ത് മീ? അപ്പൊ സിമ്പിൾ പോയിന്റ് ആണ്, ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ആണ് ഉപയോഗിക്കാൻ കൊടുക്കുന്നതെങ്കിൽ പെർക്ക് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാർ ഉപയോഗിക്കാൻ നടക്കുന്ന കേസാണെങ്കിൽ ഓൾറെഡി നമ്മൾ അതിന് എന്ത് ചെയ്തതാണ്, വാല്യൂ ചെയ്തതാണ്. വാഷിംഗ് മെഷീനോ ടിവിയോ ഫ്രിഡ്ജോ VCR AC ഒക്കെയാണ് ഉപയോഗിക്കാൻ കൊടുക്കുന്നതെങ്കിൽ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിന് 10% ഫോർ എ ഇയർ, വാടകയ്ക്ക് എടുത്താണ് കൊടുക്കുന്നതെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ്. ഇനി ഇതിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാം? എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാമെന്നുമാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? ഇത് ശരിക്കും അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ നമ്മൾ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആക്കിയ പോയിന്റ് അല്ലേ ഇത്? പിന്നെ അത് ആ കൂടത്തിൽ അങ്ങ് പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. സെയിം തന്നെയാണ് ഇവിടെ, പ്രത്യേകിച്ച് വേറെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള സാധനം വരാൻ പോകുന്നത്, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ്. എന്താ ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ്? ഒരു കാറ്, എംപ്ലോയറിന്റെ കാറ് എംപ്ലോയിക്ക് ഉപയോഗിക്കാനല്ല സ്വന്തമായിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? എംപ്ലോയറിന്റെ കാറ് എംപ്ലോയിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഉപയോഗിക്കാനല്ല, ഓണർഷിപ്പ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ലാപ്ടോപ്പോ വാഷിംഗ് മെഷീനോ AC ഫ്രിഡ്ജോ ഒക്കെ എംപ്ലോയിക്ക് സ്വന്തമായിട്ട് കൊടുക്കുകയാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന യൂസേജിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഹിയർ ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഒരു കാർ മേടിച്ച് കൊടുക്കുകയാണ് എംപ്ലോയിക്ക്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് മേടിച്ച് എംപ്ലോയിക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് മേടിച്ച് കൊടുക്കുകയാണ്, എടുത്തോളാൻ പറയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വാല്യുവേഷൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂസേജ് അല്ല, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. എങ്ങനെയാ? കൊടുത്ത അസറ്റ് കമ്പ്യൂട്ടറോ ഇലക്ട്രോണിക് ഐറ്റംസോ ആണെങ്കിൽ എങ്ങനെ വാല്യൂ ചെയ്യണ്ടേ? വായിച്ചേ. ആ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക, ആക്ച്വൽ കോസ്റ്റ് എടുക്കുക, എന്നിട്ട് എന്ത് കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ അറ്റ് 50% ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ അണ്ടർ WDV മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ആ അസറ്റ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ മേടിച്ചിട്ട് എംപ്ലോയർ 3 കൊല്ലം ഉപയോഗിച്ചിട്ട് 4ാം കൊല്ലമാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓരോ കൊല്ലത്തെ യൂസേജിനും 50% വീതം വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിപ്രീഷിയേറ്റ് ചെയ്യണം റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസിൽ. എന്നിട്ട് ബാക്കിയുള്ള വാല്യൂവിൽ നിന്ന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി ഉണ്ടെങ്കിൽ അതും കുറച്ച് ദ റെസ്റ്റ് ഷാൽ ബി ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിച്ചേ. 1 ലക്ഷം രൂപയുടെ ഒരു ലാപ്ടോപ്പ് എംപ്ലോയർ ഒരു 1 ഏപ്രിൽ 2023 പർച്ചേസ് ചെയ്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? 23-24 എംപ്ലോയർ തന്നെ അത് ഉപയോഗിച്ചു. 24-25 അത് എംപ്ലോയർ ഉപയോഗിച്ചു. 25-26 അതായത് 1 ഏപ്രിൽ 2025 ഇത് ആർക്ക് കൊടുത്തു? എംപ്ലോയിക്ക് കൊടുത്തു. അവൻ്റെ എന്നൊരു 10,000 രൂപ മേടിച്ചു. എത്ര മേടിച്ചു? ഒരു 10,000 റുപ്പീസ് മേടിച്ചു. Are you with me? Are you with me? എങ്ങനെയാ പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കും? ആ ഇക്വേഷൻ ഒന്ന് വായിച്ചേ, ആ ബോക്സിനകത്ത് കിടക്കുന്ന ഇക്വേഷൻ ഒന്ന് വായിച്ചേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എടുത്തെഴുതണം. എത്ര അതിന്റെ ആക്ച്വൽ കോസ്റ്റ്? യു ടെൽ മീ ഹൗ മച്ച് ഇസ് ദ ആക്ച്വൽ കോസ്റ്റ്? 1 ലക്ഷം അല്ലേ ആക്ച്വൽ കോസ്റ്റ്? അല്ലേ? ശരി. ഇനി എത്ര നാൾ എംപ്ലോയർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കണം. എത്ര നാൾ എംപ്ലോയർ ഉപയോഗിച്ചു? 2 കംപ്ലീറ്റഡ് ഇയർ അല്ലേ എംപ്ലോയർ ഉപയോഗിച്ചത്? അല്ലേ? കംപ്ലീറ്റഡ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ അല്ല കേട്ടോ, ഫ്രം ഡേറ്റ് ടു ഡേറ്റ്. 365 എത്ര സൈക്കിൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. എത്ര സൈക്കിൾ ഉണ്ട്? 2 ഫുൾ സൈക്കിൾ അയാൾ ഉപയോഗിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 50% ഡിപ്രിസിയേഷൻ ഓരോ ഇയറിനും നിങ്ങൾ കുറയ്ക്കണം. എത്ര? 50% ഓഫ് 1 lakh 50,000 അല്ലേ? ബാലൻസ് എത്ര വരും? 50,000. ആ 50,000 വീണ്ടും എത്ര കുറയ്ക്കണം?
50% for year 2. Another 50% നിങ്ങൾ കുറയ്ക്കണം. That will be 25,000. അത് കുറച്ചാൽ ബാക്കി എത്ര വരും? 25,000. അപ്പോൾ ഇപ്പോൾ അതിന്റെ വാല്യൂ 25,000 അല്ലേ? എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്ര കളക്ട് ചെയ്തു? 10,000 അല്ലേ കളക്ട് ചെയ്ത്? അല്ലേ? You tell me how much is the balance? 15,000. So the taxable value of perquisite shall be how much, friends? 15,000. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? വാല്യൂ ചെയ്യാൻ. ഇനി ഫ്രഷ് സാധനമാണ് കൊടുക്കുന്നതെങ്കിൽ ഫുൾ വാല്യൂ എടുത്താൽ മതി. എന്താ ഫ്രഷ് സാധനം? 1,00,000 രൂപയുടെ ലാപ്ടോപ്പ് മേടിച്ച് പിറ്റേ ദിവസം ആർക്ക് കൊടുത്തു? എംപ്ലോയിക്ക് കൊടുത്തു. കംപ്ലീറ്റഡ് ഇയർ ഓഫ് യൂസേജ് എംപ്ലോയർക്ക് ഇല്ലെങ്കിൽ ആ ഫുൾ വാല്യൂ മൈനസ് റിക്കവറി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് ബാക്കിയുള്ളത് മുഴുവൻ ടാക്സബിൾ ആക്കിയാൽ മതി. Are you with me? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദിസ് ഇസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എക്സാമിന് മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ശ്രദ്ധിച്ചേ, കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ മൊത്തം ആക്ച്വൽ കോസ്റ്റ് എടുത്ത് എഴുതുക. എന്നിട്ട് ഓരോ കംപ്ലീറ്റഡ് ഇയറിനും 50% വീതം എന്ത് കുറയ്ക്കുക? ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. അത് ഏത് മെത്തേഡിലാണ് കുറയ്ക്കേണ്ടത്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് കുറയ്ക്കേണ്ടത്. ബാക്കിയുള്ള വാല്യൂ എത്രയാണോ അതിൽ നിന്നും എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള റിക്കവറിയും കൂടെ നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്യുക. ദ റിമൈനിങ് വാല്യൂ ഷാൽ ബി ദ വാല്യൂ ഓഫ് പെർക്വസിറ്റ്. അപ്പൊ കൊടുത്തത് മോട്ടോർ കാർ ആണെങ്കിലോ? കൊടുത്തത് വണ്ടി ഉപയോഗിക്കാൻ കൊടുത്തതല്ല, ഒരു വണ്ടി മേടിച്ച് ആർക്ക് കൊടുത്തു? എംപ്ലോയിക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആക്ച്വൽ കോസ്റ്റ് എടുത്ത് എഴുതുക. ലെസ് ഡിപ്രീസിയേഷൻ അറ്റ് 20% ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ അണ്ടർ WDV. ഒറ്റ വ്യത്യാസമുള്ളൂ, കമ്പ്യൂട്ടറുമായിട്ട് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ മാറി. കമ്പ്യൂട്ടർ ആണെങ്കിൽ 50%, മോട്ടോർ കാർ ആണെങ്കിൽ 20% റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ഫ്രം ദ ബാലൻസ് വാല്യൂ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. The remaining shall be the value of perquisite. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ അല്ലേ ലാപ്പും കാറും? ലാപ്പാണെങ്കിൽ 50% ഡിപ്രിസിയേഷനും കാറാണെങ്കിൽ 20. പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? മോട്ടോർ കാർ ആണെങ്കിൽ എങ്ങനെ വാല്യൂ ചെയ്യേണ്ടത്? 20% ഓരോ കംപ്ലീറ്റ് ഇയറിനും നിങ്ങൾ ഡിപ്രിഷിയേറ്റ് ചെയ്യുക. ബാക്കിയുള്ള വാല്യൂന്റെ അകത്തുനിന്ന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നെറ്റ് ഓഫ് ചെയ്യുക. ദ റിമൈനിങ് ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വസിറ്റ്. അവസാനത്തെ സാധനം എന്താ? അതർ അസറ്റ്സ്. ഒരു സംശയം, ഞാൻ എംപ്ലോയിക്ക് സ്വന്തമായി കൊടുത്തത് ഫ്രിഡ്ജ് ആണെന്ന് വിചാരിക്കുക. എന്താണ് കൊടുത്തത്? ഫ്രിഡ്ജ് ആണെന്ന് വിചാരിക്കുക. അത് ഈ കാറ്റഗറിയിൽ വരുമോ? അത് അതർ അസറ്റ്സിലാണ് വരുന്നത്? ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയുന്നില്ലേ? എന്ത് ഇലക്ട്രോണിക് ഐറ്റംസ്? അവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പെരിഫറൽസ് ആണ്. സ്കാനർ, പ്രിന്റർ പോലുള്ള സാധനങ്ങളാണ് അവിടുത്തെ ഇലക്ട്രോണിക് ഐറ്റംസ്. Electronic gadgets include computer, digital diary, printers, but excluding washing machine, microwave, ovens, mixers, hot plates, ovens, etc. ഫ്രിഡ്ജ്, മൈക്രോവേവ് പോലുള്ള സാധനങ്ങളൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും അതൊക്കെ അതർ അസറ്റ്സിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഇതിനെ എജുസ്ഡം ജനറസ് എന്നാണ് പറയുക. ഈ ഇന്റർപ്രിട്ടേഷന് എന്താ എജുസ്ഡം ജനറസ്? ഫോർ എക്സാമ്പിൾ പറഞ്ഞാലേ കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കമ്പ്യൂട്ടർ പോലെയുള്ള ആ ക്യാരക്ടറിൽ വരുന്ന ഇലക്ട്രോണിക് ഐറ്റംസ്. എജുസ്ഡം ജനറസ്. ഇഫ് a common word follows after certain specific word, that common word will take its meaning from the specific word എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാണ് ടൈഗർ, ലെപ്പേർഡ്, ജാഗ്വർ എക്സെട്ര എന്ന് പറഞ്ഞാൽ എക്സെട്രക്കകത്ത് ഒരിക്കലും നമ്മൾ കൗ പറയില്ല. വൈ? കാർണിവോറസ് ആയിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള കറ്റാലിയ ഫാമിലി നമ്മൾ പറയും ടൈഗർ, ലെപ്പേർഡ്, ജാഗ്വർ, ചീറ്റ എക്സെട്ര എന്ന് പറഞ്ഞതിൻ്റെ ഏതൊക്കെ വരും? ചീറ്റ, ദെൻ നമ്മൾ ലയൺ വേണമെങ്കിൽ പറയാം. ചീറ്റ, ലയൺ, പാന്തർ പോലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ ആ പ്യൂമ പോലുള്ള സാധനങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ എക്സെട്രയ്ക്കകത്ത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഒരിക്കലും ഡോങ്കി, മങ്കി, കൗ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല? ആഡ് ചെയ്യില്ല. ഈ ഇന്റർപ്രിട്ടേഷനെ വിളിക്കുന്ന പേരാണ് എജുസ്ഡം ജനറസ്. എക്സെട്ര കുറെ സ്പെസിഫിക് വേർഡിന് ശേഷം എക്സെട്ര സോൺ വന്നാൽ ദാറ്റ് സോണിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വേർഡിന്റെ അതേ ക്യാരക്ടറിലുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ് പറഞ്ഞാൽ കറണ്ട് കുത്തി പ്രയോഗിക്കുന്ന എല്ലാം വരില്ല. കമ്പ്യൂട്ടർ പോലെ സ്മാർട്ട് ആയിട്ടുള്ള അപ്ലയൻസസ് മാത്രമേ അതിൻ്റെ അകത്ത് വരുള്ളൂ. ലൈക്ക് ഡിജിറ്റൽ ഡയറീസ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ് എക്സെട്ര. അപ്പോൾ TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അവസാനത്തെ കാറ്റഗറിയിൽ വരും. എങ്ങനെ അവസാനത്തെ കാറ്റഗറി? ആക്ച്വൽ കോസ്റ്റ് എടുത്ത് എഴുതുക. ലെസ് ഡിപ്രീസിയേഷൻ അറ്റ് 10% ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ അണ്ടർ വിച്ച് മെത്തേഡ്? SLM. എന്താ SLM? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ബേസിസ്. അത് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് റിക്കവർഡ് ഫ്രം ദ എംപ്ലോയി കുറയ്ക്കുക. ആൻഡ് ദ ബാലൻസ് ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫ്രിഡ്ജ്, ഓക്കെ, ഒരു ഫ്രിഡ്ജ് 1,00,000 രൂപയുടെ ഒരു ഫ്രിഡ്ജ് എംപ്ലോയർ 2 വർഷം ഉപയോഗിച്ചു, 2 years യൂസ് ചെയ്തു. 3rd year അത് ആർക്ക് കൊടുത്തു? എംപ്ലോയിക്ക് കൊടുത്തു. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒരു 25,000 രൂപ
കളക്റ്റും ചെയ്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഒറിജിനൽ വാല്യൂ ഓഫ് ഫ്രിഡ്ജ് 1,00,000 അല്ലായിരുന്നോ? അല്ലേ? 2 വർഷത്തെ യൂസേജിന് എങ്ങനെ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യേണ്ടത്? എത്ര പെർസെൻറ്റേജ് എന്ന് അവർ പറഞ്ഞേക്കുന്നത്? 10% എന്ന് പറഞ്ഞാൽ 1,00,000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരും? 10,000 അല്ലേ വരിക? അല്ലേ? ഡിപ്രിസിയേഷൻ ഇൻ ഇയർ 2 എത്ര തന്നെ ആയിരിക്കും? 10,000 തന്നെ ആയിരിക്കും. WDV എന്ന് പറഞ്ഞാൽ ബാലൻസ് വാല്യൂന്റെ മുകളിലും, SLM എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ ഫിഗർ കോൺസ്റ്റന്റും ആയിരിക്കും. എല്ലാ വർഷവും ഒരേ ഫിഗർ തന്നെയാണ് നിങ്ങൾ ഡിപ്രിസിയേഷൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? നെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഇത് രണ്ടും കളയുക. ഹൗ മച്ച് ഇസ് ദ റിമൈനിങ്? 80,000. എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി എത്ര? 25 അല്ലേ? അല്ലേ? ബാലൻസ് എത്ര വരും? 55,000 shall be the taxable value of perquisite. ക്ലിയർ ആണോ പറഞ്ഞത്? ആണോ? 55,000 rupees ആയിരിക്കും നിങ്ങൾ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. ഓർത്ത് വെക്കുക. സോ അപ്പൊ 3 ടൈപ്പ് ഓഫ് അസറ്റ്സിന്റെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 3 ടൈപ്പ് ഓഫ് അസറ്റ്സ് ഫ്രണ്ട്സ്? പറയൂ. കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ്, മോട്ടോർ കാർ, അതർ അസറ്റ്സ്. കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് WDV-ലാണ്. 50% ആണ് ഫോർ എവറി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് യൂസ്. മോട്ടോർ കാർ ആണെങ്കിൽ 20% ആണ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ, ദാറ്റ് ടു ഫോർ എവറി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് യൂസ്, ദാറ്റ് ടു അണ്ടർ WDV. എന്നാൽ അതർ അസറ്റ്സ് ആണെങ്കിൽ SLM ആണ് ഫോർ എവറി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് യൂസ്, ദാറ്റ് ടു 10%. ആ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് വേണം റിക്കവറീസ് നിങ്ങൾ എന്ത് ചെയ്യാൻ? നെറ്റ് ഓഫ് ചെയ്യാൻ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഐ ഹോപ്പ് ദാറ്റ് ഓൾസോ വാസ് ക്ലിയർ. സോ ഫ്രണ്ട്സ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പെർക്ക് വാല്യുവേഷൻ. നമ്മൾ അടുത്ത പെർക്ക് വാല്യുവേഷനിലേക്ക് പോകാം. ദാറ്റ് ഇസ് ക്ലബ് എക്സ്പെൻഡിച്ചർ. ക്ലബ് എക്സ്പെൻഡിച്ചർ ആണ് അടുത്ത പെർക്ക് വാല്യുവേഷൻ. വീണ്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാനതിൻ്റെ എല്ലാ പെർമിറ്റേഷൻ കോമ്പിനേഷൻ എഴുതിയിരിക്കുന്നവരാണ് ചാർട്ട് വലുതായിട്ട് കിടക്കുന്നത്. ശരിയൊന്നുമില്ല, അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. എന്താണ് അതിലെ ഫസ്റ്റ്? ക്ലബ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കയറാം. നിങ്ങൾ ഒരു എംപ്ലോയി ആണ്, എൻ്റെ എംപ്ലോയി ആണ്. നിങ്ങളെല്ലാവരും ഒരു ക്ലബ്ബിൽ പോവുകയാണ്, ഒരു ഈവനിങ് പബ്ബിൽ പോവുകയാണ്. ആ പബ്ബിൽ നിങ്ങളുടെ എൻട്രി ഫ്രീ ആണ്, അവിടെ ഫുഡ് ഫ്രീ ആണ്, ഡ്രിങ്ക്സ് ഫ്രീ ആണ്. എല്ലാം ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത്. എല്ലാ സാധനവും ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത്. യു ടെൽ മീ, am I getting any personal benefit? Sorry, are you getting any personal benefit? കിട്ടുന്നുണ്ടോ? ഉണ്ട്. ക്ലബ്ബിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഒരു ലെഷർ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലേ, എന്റർടൈനിങ് ആക്ടിവിറ്റി അല്ലേ, ദാറ്റ് ഇസ് ഫോർ ഫ്രീ അല്ലേ? അതും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു ടാക്സബിൾ പെർക്കായിട്ട് എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. എങ്ങനെയാണ് അത് വാല്യുവേഷൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ബോക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വായിച്ചേ. വേർ സച്ച് എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഹോൾലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഉള്ളി. എന്താണത്? നിങ്ങൾ ക്ലബ്ബിൽ പോകുന്നത് ഹോൾലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണ് എന്നുണ്ടെങ്കിൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ പെർക്വിസിറ്റ്. എന്തിനാ ഈ ക്ലബ്ബിൽ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി പോകുന്നത്? അതായത് ഈ ലയൺസ് റോട്ടറി ഒക്കെ പോലുള്ള ക്ലബ്ബിൽ, BNI ഒക്കെ പോലുള്ള ക്ലബ്ബിൽ ചില കമ്പനികൾ സ്പോൺസർ ചെയ്ത് വിടും. അതിന് വേണ്ടിയിട്ടാ? ക്ലയൻസിനെ പിടിക്കാൻ. ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിംഗിലൊക്കെ ഉള്ള എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സ് അല്ലേ ഏറ്റവും വലിയ ഫാക്ടർ അല്ലേ? ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ഒരാളെ പോയി പരിചയപ്പെട്ട ഒരിക്കലും അയാളെ സാധനം മേടിക്കാൻ പോകുന്നില്ല. എന്നാൽ നേരെ മറിച്ച് കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ക്ലയൻസിനെ മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ആർ യു വിത്ത് മീ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ അവന്മാർ പറഞ്ഞിരിക്കുന്ന പോയിന്റ് അതാണ്. നിങ്ങൾ ഒഫീഷ്യൽ പർപ്പസിനാണ് ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തതെങ്കിൽ, നിങ്ങളുടെ ക്ലബ്ബിലെ മൊത്തം എക്സ്പെൻഡിച്ചർ എംപ്ലോയർ ആണ് റീഇംബേഴ്സ് ചെയ്യുന്നതെങ്കിൽ, ശരിക്കും ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് ജോലിയുടെ ഭാഗമല്ലേ? അതുകൊണ്ട് നിങ്ങൾ അവിടെ എന്ത് വാല്യൂ ചെയ്യണ്ട? പെർക്ക് വാല്യൂ ചെയ്യണ്ട. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? complete details in respect of such expenditure are maintained by the employer, and the employer gives a certificate for such expenditure showing the amount has been used for the performance of official duty. Employer complete expenditure നെ കണക്ക് വെക്കണം, അയാൾ അത് സർട്ടിഫൈ കൂടെ ചെയ്യണം. എന്താണെന്ന്? ഇത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്ലബ്ബ് എക്സ്പെൻഡിച്ചർ ആണെന്ന് എംപ്ലോയർ സർട്ടിഫൈയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ പെർക്ക് വാല്യുവേഷൻ വേണ്ട എന്ന് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുള്ളൂ. അയാൾ സർട്ടിഫൈ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെർക്ക് എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സിമ്പിളാ. നിങ്ങൾ ക്ലബ്ബിൽ പോവാണ്, നിങ്ങൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് പേഴ്സണൽ എലമെന്റ് ഇല്ല. ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി പോകുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരു പേഴ്സണൽ ബെനിഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആൻഡ് പെർക്വിസിറ്റ് വാല്യുവേഷൻ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി അടുത്തത് എന്താ? ഇത് ഹെൽത്ത് ക്ലബ്ബോ അല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് സിമിലർ ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് യൂണിഫോംലി ടു ഓൾ എംപ്ലോയീസ് ബൈ ദ എംപ്ലോയർ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമ്പനിയിൽ ഒരു ചെറിയ മിനി ജിം ഉണ്ട്, ഒരു ഹെൽത്ത് ക്ലബ്ബ്, ഒരു മിനി ജിം. എൻ്റെ എല്ലാ എംപ്ലോയീസിനും അവിടെ കയറി എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ശ്രദ്ധിക്കുന്നുണ്ടോ? അതങ്ങനെ ഇന്ന റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഏത് എംപ്ലോയിക്ക് വേണമെങ്കിലും അവിടെ കയറി എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ഇറ്റ് ഇസ് കോമൺലി അവൈലബിൾ ഫോർ ഓൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരുടെയും കയ്യിൽ പെർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അവർ പറഞ്ഞേക്കാണ് ഹെൽത്ത് ക്ലബ്ബോ സ്പോർട്സ് അല്ലെങ്കിൽ സിമിലർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് യൂണിഫോംലി ടു ഓൾ ദ എംപ്ലോയീസ് നോട്ട് ടാക്സബിൾ പെർക്വിസിറ്റ്. ഇവിടെ പ്രൊവൈഡഡ് വെട്ടിക്കോട്ടോ, അതിന് കണ്ടീഷൻ ഒന്നുമില്ല. അവിടെ ഒരു പ്രൊവൈഡഡ് എക്സ്ട്രാ കിടപ്പുണ്ട്, ആ കണ്ടീഷൻ ഒന്നുമില്ല. നോട്ട് അറ്റ് ഓൾ ടാക്സബിൾ പെർക്വിസിറ്റ്, അവിടെ വേറെ കണ്ടീഷൻ ഒന്നുമില്ല. ആ പ്രൊവൈഡഡ് നിങ്ങളുടെ ബുക്കിൽ കിടക്കുന്ന ക്രോസ് ഓഫ് ചെയ്ത് കളയാം, ദാറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. അതും നിങ്ങൾ പെർക്കായിട്ട് എന്ത് ചെയ്യേണ്ട? വാല്യൂ ചെയ്യണ്ട. ശ്രദ്ധിക്കുന്നുണ്ടോ? അടുത്ത എന്താ? വേർ എംപ്ലോയർ ഹാസ് ഒബ്റ്റെയിൻഡ് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ക്ലബ് ആൻഡ് ദ ഫെസിലിറ്റി എൻജോയ്ഡ് ബൈ ദ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്, amount incurred by the employer for such facility shall be taxable perquisite in the hands of all employees. However, initial fees paid for obtaining the corporate membership shall not be taxable perquisite. അതായത് ചില ക്ലബിൽ ജോയിനിങ് ഫീസ് ഉണ്ടാവും, or rather joining fees, എൻട്രി ഫീസ് നമുക്ക് പറയാം. എന്താ എൻട്രി ഫീസ്? ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാം, നമ്മളൊരു ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്, ഒരു IT കമ്പനിയാണ്. അപ്പോൾ ഈ IT കമ്പനിയിലുള്ള എംപ്ലോയീസിനൊക്കെ ഭയങ്കര സ്ട്രെസ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്ട്രെസ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എംപ്ലോയർ ആയിട്ടുള്ള ഞാനൊരു ഓഫർ വെച്ചേക്കാം. നമ്മുടെ കമ്പനിയുടെ തൊട്ടപ്പുറത്തൊരു പബ്ബുണ്ട്. ഈ പബ്ബിൽ നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ്. സാധാരണ ഒരു ജനറൽ പബ്ലിക്കിന് ആ പബ്ബിൽ കയറണമെങ്കിൽ 1000 rupees അഡ്മിഷൻ ഫീസ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എംപ്ലോയി കാർഡ് കാണിച്ചാൽ ഫ്രീ എൻട്രി ആണ്, ഫ്രീ ഫുഡാണ്, ഫ്രീ ഡ്രിങ്ക്സ് ആണ്. ആർ യു വിത്ത് മീ? ഇഷ്ടമുള്ളത്ര ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ളത്ര ഡ്രിങ്ക്സ് കഴിക്കാം, എൻട്രി ഫീസും ഇല്ല. ആർ യു ഓൾ വിത്ത് മീ? ഈ ഇതിന് നമ്മൾ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയും. എന്താണ് ബേസിക്കലി? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ്. ഈ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് കിട്ടാനായിട്ട് ഞാനൊരു ലംസം എമൗണ്ട് കൊടുക്കുന്നില്ലേ? ഞാൻ ആ ക്ലബ്ബുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ ക്ലബ്ബിൽ പോയി ചുമ്മാ പറഞ്ഞാൽ മതിയോ? അങ്ങനെയല്ല. ഞാനൊരു ലംസം എമൗണ്ട് കൊടുത്തല്ലേ എല്ലാവർക്കും കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ആ ലംസം എമൗണ്ട് കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുത്തു. നിങ്ങളെല്ലാം അവിടെ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഡ്രിങ്ക്സ് കഴിക്കുന്നു. ആ ബില്ല് ഞാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ബില്ല് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ടാക്സബിൾ പെർക്വിസിറ്റാ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കോർപ്പറേറ്റ് മെമ്പർഷിപ്പിന് വേണ്ടി ഒരു ലംസം എമൗണ്ട് ചെലവാക്കിയിട്ടില്ലേ? അതല്ലേ ഫ്രീ എൻട്രി കിട്ടിയത്. അത് നിങ്ങളുടെ കയ്യിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്ത് ടാക്സബിൾ പെർക്കാക്കി വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി എംപ്ലോയർ കൊടുത്ത ലംസം എമൗണ്ട് ഒരിക്കലും എംപ്ലോയറുടെ കയ്യിൽ ഒരു പെർക്കായിട്ട് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷെ നിങ്ങൾ അവിടെ പോയി കഴിച്ച ഫുഡും ഡ്രിങ്ക്സിന്റെ ഒക്കെ ബില്ല് ഞാൻ റീഇംബേഴ്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ പെർക്കായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആയോ? എന്നോട് വായിച്ചത് വേർ ദ എംപ്ലോയർ ഹാസ് ഒബ്റ്റെയിൻഡ് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ക്ലബ് ആൻഡ് ദ ഫെസിലിറ്റീസ് എൻജോയ്ഡ് ബൈ ദ എംപ്ലോയി ഓർ മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്, amount incurred by the employer for such facility shall be taxable perquisite in the hands of all employees. അതിന് താഴെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. However, initial fees paid for obtaining corporate membership shall not be taxable perquisite. ആ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഇനീഷ്യലി ഞാൻ അവിടെ ചെയ്തൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും, അതൊരിക്കലും പെർക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? ആൻഡ് വാട്ട് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്? എനി പേയ്മെന്റ് ഓർ റീഇംബേഴ്സ്മെന്റ് ബൈ ദ എംപ്ലോയർ of any other expenditure incurred in a club by the employee or any member of his household. ഇവിടെ എമൗണ്ടിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണേ. AMOUNT. amount incurred as above as reduced by amount charged from the employee shall be taxable perquisite. ഇതൊന്നും അല്ലാതെ വേറെ എന്ത് ക്ലബ് എക്സ്പെൻഡിച്ചർ എംപ്ലോയർ ഇൻകർ ചെയ്താലും അത് മുഴുവൻ എംപ്ലോയറുടെ കയ്യിൽ എന്തായി മാറും? ഒരു ടാക്സബിൾ പെർക്കായി മാറും. മൈനസ് എന്ത് കുറയ്ക്കാതിന്ന്? എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറീസ് ഉണ്ടെങ്കിൽ അത് നെറ്റ് ഓഫ് ചെയ്യാം. സിമ്പിൾ അല്ലേ ശരിക്കും പറഞ്ഞ ഈ സാധനം? അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്താ? ഒഫീഷ്യൽ പർപ്പസിനാണ് ക്ലബ്ബിൽ പോകുന്നതെങ്കിൽ നത്തിങ് ടാക്സബിൾ. രണ്ടെന്തായിരുന്നു? ഈ ഹെൽത്ത് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ് പോലുള്ള യൂണിഫോമലി എല്ലാ എംപ്ലോയീസിനും നമ്മുടെ കയറി ഇറങ്ങി പോകാവുന്ന എംപ്ലോയറിന്റെ തന്നെ ഒരു ചെറിയ സെറ്റപ്പ് ആണെങ്കിൽ വാല്യുവേഷൻ ചെയ്യണ്ട. മൂന്നെന്താ? മറ്റേ കോർപ്പറേറ്റ് മെമ്പർഷിപ്പിന് വേണ്ടി അടയ്ക്കുന്ന ഡൗൺ പേയ്മെന്റ് പ്രൊപ്പോർഷനേറ്റ് ചെയ്യണ്ട. ബാക്കിയുള്ള എല്ലാ ക്ലബ് എക്സ്പെൻഡിച്ചറും എംപ്ലോയിയുടെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കും. അതിനകത്ത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? അത്രയും അല്ലേ? അപ്പോ അടുത്തൊരു പോയിന്റ് നോക്കാം. അതർ ബെനഫിറ്റ് ഓർ അമ്യൂണിറ്റി. നമ്മളിപ്പോ കുറെ പേർക്ക് വാല്യൂ ചെയ്തില്ലേ? റെന്റ് ഫ്രീ അക്കോമഡേഷൻ, ക്ലബ്ബ്, പിന്നെ എന്താണ് മെഡിക്കൽ ഫെസിലിറ്റി, ട്രാവൽ കൺസെഷൻ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, പിന്നെ കാറ്,
യൂസ് ഓഫ് മൂവബിൾ അസറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് പെർക്കുകൾ നമ്മൾ വാല്യൂ ചെയ്തില്ലേ? ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പെർക്കുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പറയാത്ത ലിസ്റ്റിൽ വേറെ എന്തെങ്കിലും ഒരു പെർക്കുണ്ട് എന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് എനി അതർ ബെനിഫിറ്റ് ഓർ അമ്യൂണിറ്റി, സർവീസ്, റൈറ്റ്, privilege provided by the employer shall be determined on the basis of cost to the employer under arm's length transaction as reduced by the employee's contribution if any. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാത്ത വേറെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനറൽ പബ്ലിക്കിന് അത് എന്ത് വിലയിലാണോ കൊടുത്തത്, that amount shall be the taxable value of perquisite in the hands of employees. അതിന്റെ അകത്തുനിന്ന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെറ്റ് ഓഫ് ചെയ്യാം. ശ്രദ്ധിച്ചേ, എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യേണ്ടേ? ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ടു ദ എംപ്ലോയർ അണ്ടർ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ. എന്ത് ഈ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. ഒരു തേർഡ് പാർട്ടിക്ക് എംപ്ലോയർ അത് എന്ത് പ്രൈസിനാണോ ഓഫർ ചെയ്യുന്നത് ആ മൊത്തം വാല്യൂ എംപ്ലോയിക്ക് കിട്ടിയ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാം? എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നമ്മൾ ഈ പറഞ്ഞൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ചിലപ്പോൾ എംപ്ലോയിക്ക് കൊടുത്തേക്കാം. അങ്ങനെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആർ യു ഓൾ ഹിയർ? ഒറ്റ പെർക്കൂടെ ഉള്ളൂ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് വരേണ്ടതായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്, ഈ പറയാൻ പോകുന്ന പോയിന്റ് ഇപ്പൊ പറഞ്ഞതിന് മുന്നേ വരേണ്ടതായിരുന്നു. കുഴപ്പമില്ല, ഇതുകൂടെ അങ്ങ് പറഞ്ഞു തീർത്തിയാൽ നമ്മുടെ പെർക്വിസിറ്റ് മുഴുവൻ കഴിഞ്ഞു. എന്താ അവസാനത്തെ ഐറ്റം? വായിച്ചേ. വാല്യുവേഷൻ ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഓർ സ്വെറ്റ് ഈക്വിറ്റി ഷെയർ ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 17 സബ്സെക്ഷൻ 2. കേട്ടിട്ടുണ്ടോ? സ്വെറ്റ് ഈക്വിറ്റി ഷെയർ. സ്വെറ്റ് ഈക്വിറ്റി ഷെയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു കമ്പനി, ഇപ്പോ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. സുന്ദർ പിച്ചൈ കേട്ടിട്ടുണ്ടാവല്ലോ? സുന്ദർ പിച്ചൈ ആരാണ്? സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ സിഇഒ ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ സുന്ദർ പിച്ചൈ ആണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിന്റെ ഒരു ഫേസ് അല്ലെ? സുന്ദർ പിച്ചൈ വരുമ്പോഴേ നമുക്കറിയാം ഹി വിൽ ടോക്ക് സംതിങ് റിലേറ്റഡ് ടു ഗൂഗിൾ എന്ന് നമുക്കറിയാം. അപ്പൊ ഈ സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ സിഇഒ ആണ്. ഹീസ് ദ ഹെഡ്, മാസ്റ്റർ മൈൻഡ്. സുന്ദർ പിച്ചയ്ക്ക് കുറച്ചുകൾ കഴിയുമ്പോൾ തോന്നുകയാണ്, ഞാൻ എന്തിനാണ് ഈ ഗൂഗിളിന് വേണ്ടി ഇങ്ങനെ നടന്ന് പണിയെടുക്കുന്നത്? ഞാൻ തന്നെ ഒരു ടെക് കമ്പനി തുടങ്ങാം. കാരണം പുള്ളിക്ക് അറിയാലോ എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പുള്ളിക്ക് ഐഡിയ ഉണ്ടല്ലോ. ഞാൻ എന്തിനാണ് ഈ ഗൂഗിളിന് നടന്ന് ഇങ്ങനെ പണിയെടുക്കുന്നത്? ഞാൻ തന്നെ ഒരു കമ്പനി അങ്ങ് തുടങ്ങി ഞാൻ തന്നെ അത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാം എന്നൊരു തോട്ട് സുന്ദർ പിച്ചയ്ക്ക് വരില്ലേ? ഇല്ലേ? സുന്ദർ പിച്ചൈ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ബേസിക്കലി ഗൂഗിൾ എന്ത് ചെയ്യും? ആ തോട്ട് ഉണ്ടാക്കാതിരിക്കാൻ ഗൂഗിളിന്റെ കുറച്ച് ഷെയർസ് സുന്ദർ പിച്ചൈക്ക് കൊടുക്കും. ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും ചിലപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ വളരെ നോമിനൽ റേറ്റിലായിരിക്കും കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഗൂഗിൾ വാണ്ട് ടു റീറ്റെയിൻ സുന്ദർ പിച്ചൈ. ആൻഡ് സുന്ദർ പിച്ചൈക്ക് ഷെയർ കിട്ടുമ്പോൾ എന്ത് വരും? ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് വരും. എന്താ സെൻസ് ഓഫ് ഓണർഷിപ്പ്? എന്റെയും കൂടെ കമ്പനിയാണിത്, ഈ കമ്പനിക്ക് മൊത്തം ലാഭം ഉണ്ടായാൽ എന്റെ ആ ഷെയറിന്റെ വാല്യൂ എന്താവും? കൂടും. എനിക്ക് കൂടുതൽ എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് കിട്ടും. അല്ലെ? ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉണ്ടാവില്ലേ? അപ്പൊ വളരെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കമ്പനി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി എംപ്ലോയർ എന്ത് ചെയ്യും? ഒന്നിലെ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ വളരെ ഒരു നോമിനൽ വാല്യൂ ഇട്ടിട്ട് എംപ്ലോയീസിന് എന്ത് കൊടുക്കും? ഷെയർ കൊടുക്കും. ആ കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്വെറ്റ് ഈക്വിറ്റി ഷെയർസ്. സ്വെറ്റ് ഈക്വിറ്റി ഷെയർസ് എന്നാണ് നമ്മൾ ബേസിക്കലി അതിനെ പറയുക. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഗൂഗിള് ഫോറിൻ കമ്പനിയാണ്. ഇപ്പൊ ടാറ്റ അവിടുത്തെ എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുകയാണ്. ഇതുപോലെ സെൻസ് ഓഫ് ഓണർഷിപ്പ്, വളരെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് ഷെയർ കൊടുത്താൽ എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഈ ഷെയർ മേടിക്കാൻ ഒരു പൈസ ചെലവാക്കേണ്ടതല്ലേ? ആ ഷെയർ അല്ലേ ഫ്രീ ആയിട്ട് ഉമാർക്ക് കിട്ടുന്നേ? അല്ല, 1 ലക്ഷം രൂപയുടെ ഷെയർ മേടിക്കാൻ 1 ലക്ഷം രൂപ ചെലവാക്കണ്ടേ? അത് ഫ്രീ ആയിട്ട് കിട്ടിയാൽ ആ 1 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടിയതല്ലേ? അത് ഫുള്ള് നിങ്ങളുടെ കയ്യിൽ എന്താക്കി മാറ്റണം? ടാക്സബിൾ പെർക്കാക്കി മാറ്റണം. ഇതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. വാല്യുവേഷൻ ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഓർ വാട്ട് ഫ്രണ്ട്സ്? സ്വെറ്റ് ഈക്വിറ്റി ഷെയർസ്. ലെറ്റ്സ് സീ എന്താ ഇതിന്റെ കാര്യം. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്താ ഫ്രണ്ട്സ്? ക്യാൻ യു റീഡ് ദാറ്റ്? ഇഫ് ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ആണ് നിങ്ങൾക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കിട്ടിയതെങ്കിൽ എങ്ങനെയാണ് അതിനെ വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ ലിസ്റ്റഡ് കമ്പനി? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലിസ്റ്റഡ് ഷെയർസ്. ശ്രദ്ധിക്കുന്നുണ്ടോ? പർച്ചേസും സെല്ലും ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. ലൈക്ക് BSE, NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡൽഹി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നിങ്ങളുടെ ഷെയർസ് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഷെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിസ്റ്റഡ് ഷെയർ. ഫോർ എക്സാമ്പിൾ ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ ക്യാപിറ്റൽ, LIC,
ഹുണ്ടായി ഇന്ത്യ ഒക്കെ ലിസ്റ്റഡ് ആണ്, മാരുതി സുസുക്കി, നെസ്ലെ ഇന്ത്യ ഒക്കെ ലിസ്റ്റഡ് ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അപ്പോ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവരുടെ ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തായിട്ട് കൊടുക്കുന്നത്? ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചേ. ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഷാൽ ബി ആവറേജ് ഓഫ് ഓപ്പണിംഗ് പ്രൈസ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് ദ ഷെയർ ആസ് ഓൺ ഡേറ്റ് ഓഫ് എക്സസൈസിംഗ് ഓപ്ഷൻ ഓൺ ദ സെറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ശ്രദ്ധിക്കുക, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ LIC, ഞാൻ LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, നിങ്ങളെല്ലാം എൻ്റെ എംപ്ലോയീസ് ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് തരികയാണ്? LICയുടെ 10 ഷെയർ സ്വെറ്റ് ഇക്വിറ്റി ആയിട്ട് തരികയാണ് ഫോർ ഫ്രീ. 10 ഷെയർ ഞാൻ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ 10 ഷെയറിന്റെ വാല്യൂ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കില്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ, ഈ 10 ഷെയറിന്റെ വാല്യൂ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കില്ലേ? ഇല്ലേ? എങ്ങനെയാ അത് വാല്യൂ ചെയ്യണ്ടേ? വെരി സിമ്പിൾ. ഇന്ന് റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് LIC എത്ര രൂപയ്ക്കാണ് ട്രേഡഡ് ആവുന്നത് നോക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് ഒരു 100 രൂപയാണെന്ന് വിചാരിക്കുക, 1000 രൂപയാണെന്ന് വിചാരിക്കുക ഓപ്പണിംഗ് പ്രൈസ്. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 1200 രൂപയാണെന്നും വിചാരിക്കുക. എന്ത് ഓപ്പണിംഗ് പ്രൈസ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ്? രാവിലെ 9 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഉള്ള LSEയുടെ ഓപ്പണിംഗ് പ്രൈസ്, വൈകിട്ട് 3:20 അല്ലെങ്കിൽ 3:30 മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ഉള്ള ക്ലോസിംഗ് പ്രൈസ്. ഈ ഓപ്പണിംഗ് പ്രൈസിനെയും ക്ലോസിംഗ് പ്രൈസിനെ എന്തെടുക്കുക? ആവറേജ് എടുക്കുക. എങ്ങനെ ആവറേജ് എടുക്കണ്ടേ? 1000 + 1200 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 1000 + 1200 ഡിവൈഡഡ് ബൈ 2. കാൽക്കുലേറ്ററിൽ അടിച്ച് പറ എത്ര വരും? അയ്യോ, കാൽക്കുലേറ്റർ ഒന്നും അടിക്കണ്ട. 1100, 1100 രൂപയല്ലേ വരിക? അപ്പോ 10 ഷെയർ ഇൻറ്റു 1100, 11,000 റുപ്പീസ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ എന്താവാൻ പോകുന്നത്? ടാക്സബിൾ പെർക്കാവാൻ പോകുന്നത്. ആർ യു വിത്ത് മീ? ഒരു കമ്പനി ലിസ്റ്റഡ് ഷെയർ ആണ് എംപ്ലോയീസിന് പെർക്വിസിറ്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം? ആ പെർക്വിസിറ്റ് കൊടുക്കുന്ന ആ കറസ്പോണ്ടിങ് ഡേറ്റിലെ ആ ഷെയറിന്റെ ഓപ്പണിംഗ് പ്രൈസിന്റെയും ക്ലോസിംഗ് പ്രൈസിന്റെയും എന്തെടുക്കുക? ആവറേജ് എടുക്കുക. വെരി സിമ്പിൾ. ആ ആവറേജ് എത്രയാണോ ദാറ്റ് ഷാൽ ബി ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ടാക്സബിൾ ബാലൻസ് ഓഫ് എംപ്ലോയി. ഒരു സംശയം, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒരു 2000 രൂപ ആ കമ്പനി അക്വയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 11,000 നിന്ന് 2000 രൂപ കുറച്ച് ബാക്കി 9,000 എന്താക്കാൻ പാടുള്ളൂ? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കാക്കാൻ പാടുള്ളൂ. എപ്പോഴും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവറി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് ഓഫ് ചെയ്യണം. അത് എല്ലായിടത്തും ചെയ്യണം എക്സെപ്റ്റ് വെയർ മോട്ടോർ കാർ സ്റ്റാറ്റ്യൂട്ടറി ഫിഗേഴ്സ്. അത് ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള റിക്കവറി നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് ഓഫ് ചെയ്യണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എപ്പോഴും ഫ്രീ ആണെന്ന് നിർബന്ധമില്ല കേട്ടോ. നോമിനൽ വാല്യൂനും ആകാം. എന്താ നോമിനൽ വാല്യൂ? ഒരു ചെറിയ എമൗണ്ട് നീ തരണം. ഞങ്ങൾക്ക് അങ്ങനെ ഫുള്ള് ഫ്രീ ആയിട്ടും തരാൻ പറ്റില്ല, ഒരു ചെറിയ എമൗണ്ട് നീ തരണം. അങ്ങനെ ആവാം സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ചിലപ്പോൾ ഫ്രീ ആവാം, ചിലപ്പോൾ ഒരു നോമിനൽ വാല്യൂവിനായിരിക്കും ഇവർ ഷെയർ എന്ത് ചെയ്യുന്നത്? ഓഫർ ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രശ്നം, ഈ LICയുടെ ഷെയർ NSEയിലും ലിസ്റ്റഡ് ആണ്, BSEയിലും ലിസ്റ്റഡ് ആണ്. എന്താണ്? NSEയിലും ലിസ്റ്റഡ്, BSEയിലും ലിസ്റ്റഡ്. രണ്ടും 2 ലിസ്റ്റിംഗ് പ്രൈസാണ്. അപ്പൊ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓപ്പണിംഗും ക്ലോസിംഗിന്റെയും ആവറേജ് എടുക്കണ്ടേ? അതാണ് അടുത്തത്. ഇഫ് ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ മോർ ദാൻ 1 റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യണം? ഫെയർ മാർക്കറ്റ് വാല്യൂ ഷാൽ ബി ആവറേജ് ഓഫ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് ദ ഷെയർ ഓൺ ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിച്ച് റെക്കോർഡ്സ് ദ ഹയസ്റ്റ് വോളിയം ഓഫ് ട്രേഡിംഗ് ഇൻ ഷെയർ. ആ ഡേറ്റിൽ LICയുടെ ഷെയർ NSEയിലാണോ BSEയിലാണോ കൂടുതൽ ട്രേഡഡ് ആയതെന്ന് നോക്കുക. ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലാണോ കൂടുതൽ ട്രേഡിംഗ് നടന്നത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രൈസിന്റെ ആവറേജ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ. പൊതുവെ NSEയിലായിരിക്കും കൂടുതൽ ട്രേഡിംഗ് നടക്കുക. NSEയിൽ പൊതുവെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്കത് എപ്പോഴും അങ്ങനെ NSEയിലെ നടക്കുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും പൊതുവെ NSEയിലായിരിക്കും കൂടുതൽ ട്രേഡിംഗ് നടക്കുക. അപ്പൊ NSEയിൽ ഉള്ള ആ ഷെയറിന്റെ എന്തെടുക്കുക? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് വാല്യൂ എടുക്കുക. BSEയിലും NSEയിലും ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ ആണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തെയും നോക്കുക, വോളിയം ഓഫ് ട്രേഡിംഗ് നോക്കുക. ഏറ്റവും കൂടുതൽ വോളിയം ആ ഡേറ്റിൽ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ട്രേഡഡ് ആയത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രൈസിന്റെ എന്തെടുക്കുക? ആവറേജ് എടുക്കുക. ആർ യു വിത്ത് മീ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്? മനസ്സിലാവുന്നില്ലേ? ദെൻ അടുത്തത്, ഞായറാഴ്ചയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഓഫേർഡ് ആയത്. എന്നാണ്? ഞായറാഴ്ച, സൺഡേ ആണ് കമ്പനി എംപ്ലോയീസിനെല്ലാം സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കൊടുത്തതെന്ന് വിചാരിക്കുക. സൺഡേയുടെ പ്രശ്നം എന്താ? സൺഡേയിൽ എന്തില്ല? ട്രേഡിംഗ് ഇല്ല. അല്ലെങ്കിൽ സാറ്റർഡേ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. സാറ്റർഡേ എന്തില്ല? ട്രേഡിംഗ് ഇല്ല. സാറ്റർഡേ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഒഴിവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്ട് പറയുന്നു, ക്ലോസിംഗ് പ്രൈസ് ഓഫ് ദ ഷെയർ ഓഫ് ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ ദ ഡേറ്റ് ക്ലോസസ്റ്റ് ടു ദ ഡേറ്റ് ഓഫ് എക്സസൈസിംഗ് ഓപ്ഷൻ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് സച്ച് ഡേറ്റ്.
തൊട്ട് തലേ ട്രേഡിംഗ് ഡേറ്റിലെ ക്ലോസിംഗ് വാല്യൂ വേണം നിങ്ങൾ എന്തായിട്ട് എടുക്കാൻ, ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് എടുക്കാൻ. അതായത് ശനിയാഴ്ചയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് നിങ്ങൾക്ക് ഓഫേർഡ് ആയതെങ്കിൽ വെള്ളിയാഴ്ചത്തെ ആ ഷെയറിന്റെ എന്തെടുക്കുക, ക്ലോസിംഗ് പ്രൈസ് എടുക്കുക. എന്തെടുക്കുക, വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ അല്ലേ, വെള്ളിയാഴ്ച ആ LICയുടെ ഷെയർ ഏത് വാല്യൂകളാണ് ക്ലോസ്ഡ് ആയത് ആ ക്ലോസിംഗ് വാല്യൂ വേണം നിങ്ങൾ ശനിയാഴ്ചത്തെ എന്തായിട്ട് എടുക്കാൻ, വാല്യൂ ആയിട്ട് എടുക്കാൻ, ഫോർ ദ പർപ്പസ് ഓഫ് വാല്യൂവിംഗ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞായറാഴ്ചയാണ് ട്രേഡിംഗ് എങ്കിലോ എന്നത്തെ എടുക്കണം, ഞായറാഴ്ചയാണ് ട്രേഡിംഗ് എങ്കിൽ എന്നത്തെ എടുക്കണം, ഫ്രൈഡേയിലെ വാല്യൂ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് അല്ല, അവസാനത്തെ എലമെന്റ്. എന്താ അവസാനത്തെ പെർക്ക് വാല്യൂവേഷൻ ഒന്ന് വായിക്കാവുന്നത്? ഇഫ് ഷെയർസ് ആർ നോട്ട് ലിസ്റ്റഡ് ഓൺ recognized stock exchange. What do you mean by not listed on recognized stock exchange? ഇത്രയും നേരം നമ്മൾ ലിസ്റ്റഡ് ഷെയറിനെ പറ്റി അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ് ഞാൻ, JK പ്രൈവറ്റ് ലിമിറ്റഡ്. JK പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു അൺലിസ്റ്റഡ് കമ്പനിയാണ് ഞാൻ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുറച്ച് ഷെയർസ് ആണ് ആർക്ക് കൊടുത്തത്, എൻ്റെ എംപ്ലോയീസിന് കൊടുത്തത്. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലേ, ലിസ്റ്റഡ് ആണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഷെയറിന്റെ വാല്യൂവേഷൻ എങ്ങനെ ചെയ്യണം? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഫെയർ മാർക്കറ്റ് വാല്യൂ ഷാൽ ബി സച്ച് വാല്യൂ ഓഫ് ഷെയർ in the company as determined by merchant banker on specified date. ഒരു merchant banker is a person who value shares. merchant banker കൊണ്ടുവന്ന് ആ ഷെയർ നിങ്ങൾ ഒഫീഷ്യലി എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യിക്കണം. അയാൾ സർട്ടിഫൈ ചെയ്തു തരുന്ന വാല്യൂ എന്തോ ആ വാല്യൂ വേണം നിങ്ങൾ പെർക്വിസിറ്റ് വാല്യൂവേഷന് വേണ്ടി എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ. Are you with me? മെർച്ചന്റ് ബാങ്കർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് വാല്യൂർ എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ്സ് എ എക്സ്പേർട്ട് ഹൂ വാല്യൂസ് ദ ഷെയർസ്. അയാളെ കൊണ്ടുവന്ന് വാല്യൂ ചെയ്ത് അയാളുടെ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. അയാൾ ആ സർട്ടിഫിക്കറ്റിൽ ആ ഷെയറിന് എന്ത് വാല്യൂ ആണോ പറയുന്നത് അത് വേണം നിങ്ങൾ പെർക്വിസിറ്റ് വാല്യൂവേഷന് വേണ്ടി FMV ആയിട്ട് എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ. Are you with me? എന്നാൽ റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ ടെൻഷൻ വേണ്ട, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നോട്ടിഫൈഡ് പ്രൈസ് എത്രയാണെന്ന് നോക്കിയാൽ മതി. പക്ഷേ ഈ അൺറെക്കഗ്നൈസ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയറിനാണെങ്കിലേ അങ്ങനെ ഒരു പ്രൈസ് ഇല്ലല്ലോ. സോ യു ബ്രിങ് എ മെർച്ചന്റ് ബാങ്കർ, you make him value the shares. That value you can consider as the value for the purpose of perquisite valuation. Clear അല്ലേ? അല്ലേ പിള്ളേരെ? ഇവിടെ ഒരു നോട്ട് ഉണ്ട്. ഈ നോട്ട് കുറച്ച് ട്രിക്കിയാണ്. എന്താ നോട്ട്? For this purpose, specified date means the date of exercising the option or any date earlier than the date of exercising of option, not being a date which is more than 180 days earlier than the date of exercising. എന്തോ അവിടെ എഴുതി വെച്ചേക്കുന്നത് വലിയ കണക്കാ, ശ്രദ്ധിച്ചോ? അതായത് ഇന്ന് നമുക്കൊരു ഡേറ്റ് ഇടാം. ഇന്ന് സേ 1 ഡിസംബർ 2025 വിചാരിക്കുക. ഇന്ന് എത്ര ഡേറ്റ്? ഒരു ഇമാജിനറി ഡേറ്റ് 1 ഡിസംബർ 2025 ഇന്ന്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഒരു 100 ഷെയർ എൻ്റെ പ്രൈവറ്റ് കമ്പനിയുടെ 100 ഷെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. 100 ഷെയർ നിങ്ങൾക്ക് എന്തായിട്ട് തരികയാണ്? ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇന്ന് ഈ ഷെയർ തരുന്നതിന് ഒരു മെർച്ചന്റ് ബാങ്കറെ കൊണ്ടുവന്നു. ഷെയറിന്റെ ഇന്നത്തെ വാല്യൂ എത്രയാണെന്ന് വാല്യൂ ചെയ്യിപ്പിച്ചു. മെർച്ചന്റ് ബാങ്കർ ഒരു ഷെയറിന് വില പറഞ്ഞത് 1000 രൂപയാണ്. 1000 rupees പെർ ഷെയർ ആണ് ഇയാൾ പറഞ്ഞ വാല്യൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? മെർച്ചന്റ് ബാങ്കർ വന്ന് ഇന്നത്തെ ഷെയറിന്റെ വാല്യൂ ആയിട്ട് എനിക്ക് നോട്ടിഫൈ ചെയ്ത് പോയത് എത്രയാണ്? 1000 rupees പെർ ഷെയർ ആണ്. ആർ യു ഓൾ വിത്ത് മീ? ഞാൻ ഇപ്പുറത്തോട്ട് എഴുതാം. അപ്പോൾ JK പ്രൈവറ്റ് ലിമിറ്റഡ്, ശ്രദ്ധിച്ച്, JK പ്രൈവറ്റ് ലിമിറ്റഡ് 100 ഷെയർ നിങ്ങൾക്ക് സ്വെറ്റ് ഇക്വിറ്റി ആയിട്ട് തന്നു. മെർച്ചന്റ് ബാങ്കർ വന്ന് വാല്യൂ ചെയ്തത് 1000 പെർ ഷെയർ എന്നാണ് ഒരു ഷെയറിന്റെ വാല്യൂ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ 100 ഷെയർ നിങ്ങൾക്ക് തന്നു ഇൻറ്റു 1000 ഷെയർസ് എന്ന് പറയുമ്പോൾ എത്ര വരും വാല്യൂ? വാല്യൂ എത്ര വരും? 1,00,000 രൂപ വരും അതിന്റെ വാല്യൂ. അല്ലേ? അല്ലേ? ശരി, അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു മാസം കഴിഞ്ഞു, പുതിയ കുറച്ച് എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ന് 1 ജാനുവരി 2026 അല്ലേ? നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഐഡിയൽ ആക്കി ഇട്ടിരുന്നത് 1 ഡിസംബർ 2025 എന്നാണ്. അപ്പൊ ഒരു മാസം കഴിയുമ്പോൾ 1 ജാനുവരി 2026 വീണ്ടും ഞാനൊരു 100 ഷെയർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി വീണ്ടും ഞാൻ മെർച്ചന്റ് ബാങ്കറെ കൊണ്ടുവന്ന് വാല്യുവേഷൻ ചെയ്യിക്കണോ? വേണ്ട. ഡിപ്പാർട്ട്മെന്റ് പറയുന്നു നിങ്ങൾ തൊട്ട് പുറകിൽ അവസാനത്തെ വാല്യുവേഷൻ ഡേറ്റ് എന്താണെന്ന് നോക്കുക. എന്തായിരുന്നു അവസാനത്തെ വാല്യുവേഷൻ ഡേറ്റ്? ഒരു മാസം മുന്നേ, 30 ദിവസം മുന്നേ ഇല്ലേ? 30 ദിവസം മുന്നേ നിങ്ങൾ ഓൾറെഡി അതൊന്ന് വാല്യൂ ചെയ്തിട്ടില്ലേ? ആ വാല്യൂ തന്നെ വീണ്ടും നിങ്ങൾക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം.
അപ്പോൾ എത്ര ദിവസം പുറകോട്ട് ഉള്ള വാല്യുവേഷന്റെ ഡേറ്റ് വരെ എടുക്കാമെന്ന് ചോദിച്ചാൽ മാക്സിമം 180 days. നിങ്ങൾ ഇന്ന് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ അവസാന ഒരു 150 ദിവസത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും മെർച്ചന്റ് ബാങ്കറെ കൊണ്ടുവന്ന് ഓൾറെഡി വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ഉപയോഗിക്കാം. അല്ലാതെ വീണ്ടും വീണ്ടും അയാളെ കൊണ്ടുവന്ന് വാല്യൂ ചെയ്യിക്കേണ്ട ആവശ്യം ഇല്ല. ഒന്നിലെ ഇന്നത്തെ ഡേറ്റ് എടുക്കുക, അല്ലെങ്കിൽ അവസാനം 180 ദിവസത്തിനിടയിൽ എവിടെയെങ്കിലും മെർച്ചന്റ് ബാങ്കറെ കൊണ്ടുവന്ന് നിങ്ങൾ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ആയാലും എടുത്താൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെ വാല്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. Are you all here? Either the date of exercising option or a previous date which shall not be more than 180 days. പുറകോട്ടുള്ള 150 ദിവസത്തിനേക്കാളും പഴയതാവാൻ പാടില്ല. ആ ബാക്കിലോട്ടുള്ള ഒരു 180 ഡേയ്സിന് ഇടയിലുള്ള വാല്യുവേഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? വായിച്ചേ. എനി ഡേറ്റ് ഏർലിയർ ദാൻ ദ ഡേറ്റ് ഓഫ് എക്സസൈസിങ് ഓപ്ഷൻ not being the date which is more than 180 days earlier than the date of exercising. Date of exercising വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 180 ദിവസത്തിൽ പഴക്കമുള്ള ഡേറ്റ് ആവാൻ പാടില്ല. ആ 180 ഡേയ്സ് പുറകോട്ട് എവിടെയെങ്കിലും നിങ്ങൾ മെർച്ചന്റ് ബാങ്കറെ കൊണ്ടുവന്ന് വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ സഫീഷ്യന്റ്. അത് തന്നെ നിങ്ങൾ എടുത്താൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഓൾ ക്ലിയർ? ദെൻ ഇവിടെയും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഫ്രണ്ട്സ്? നെറ്റ് ഓഫ് ചെയ്യണം എന്നാണ് അവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ഇതിൻ്റെ തന്നെ തുടർച്ചയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഷെയറിന് പകരം വല്ല ഡിബഞ്ചറാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഷെയറിന് പകരം കൊടുക്കുന്ന ഡിബഞ്ചറോ ബോണ്ടോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ വേണം നിങ്ങൾ എന്തായിട്ട് എടുക്കാൻ? പെർക്ക് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. ഇഫ് യു ആർ ഗിവിംഗ് ഐദർ ഡിബഞ്ചർ ഓർ ബോണ്ട്സ് then you have to take what? The fair market value of that respective debenture or bond. ഫെയർ മാർക്കറ്റ് വാല്യൂ വേണം ആ ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ടിന്റെ വാല്യൂ ആയിട്ട് എടുക്കാനെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുക. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അവർ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു നോട്ട് കൂടെ ഉണ്ട്. ഈ നോട്ട് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. വായിക്കാവോ നോട്ട്? ടാക്സ് ഓൺ പെർക്വിസിറ്റ് ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഓർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഈസ് റിക്വയർഡ് ടു ബി പെയ്ഡ് ഇൻ ദി ഇയർ ഓഫ് എക്സസൈസിംഗ് ഓഫ് ഓപ്ഷൻ. However, where shares or securities are allotted by the current employer, being eligible startup registered, then the perquisite is taxable either after expiry of 48 months or in which the sale of security or share are made by the assessee or in which the assessee ceases to be employee of the employer, whichever is earlier. വലിയ കഥയാണ്. എന്താണ് ഈ പരിപാടി എന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചേ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ബോക്സ് ഇങ്ങനെ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. സോ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് ശ്രദ്ധിക്കുക, ഞാൻ 1 ഡിസംബർ 2025 നിങ്ങൾക്ക് ഒരു 100 ഷെയർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് തന്നു. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആയിട്ട് തന്നു എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഈ 100 ഷെയറിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 1000 രൂപ പെർ ഷെയർ ആണ്. നമ്മൾ ഒന്നിലെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡിന്റെ ആവറേജ് ആണിത്. അല്ലെങ്കിൽ മറ്റേ മെർച്ചന്റ് ബാങ്കർ വന്ന് വാല്യൂ ചെയ്ത വാല്യൂ ആണ് 1000 എന്ന് വിചാരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 1000 ഷെയറിന്റെ വാല്യൂ അല്ല 100 ഷെയറിന്റെ വാല്യൂ 1000 രൂപയാണെങ്കിൽ 1,00,000 രൂപയല്ലേ പെർക്ക്? അല്ലേ? ഈ പെർക്വിസിറ്റ് ഏത് വർഷം കിട്ടിയ പെർക്വിസിറ്റ് ആയിട്ട് വേണം നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ? ഈ 1,00,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഏത് വർഷമാണ് ടാക്സബിൾ ആകുന്നത്? അപ്പൊ ഇത് 2025-26 ഇടയിലല്ലേ നിങ്ങൾക്ക് ആ 100 ഷെയർ കിട്ടിയത്. അപ്പൊ 1,00,000 രൂപ ശരിക്കും പറഞ്ഞാൽ ടാക്സബിൾ ആവേണ്ട 2025-26 ഒരു സംശയം വേണ്ട, അങ്ങനെ തന്നെയാണ്. പക്ഷെ ആക്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കമ്പനിയില്ലേ നിങ്ങൾക്ക് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന കമ്പനി, ശ്രദ്ധിക്കുന്നുണ്ടോ? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന കമ്പനി ഒരു എലിജിബിൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ, ആക്ട് പറയുന്നു താഴെ പറയുന്ന ഈ 3 ഡേറ്റുകളിൽ ഏർലിയർ ഏതാണോ ആ സമയത്ത് ഇതിന് എന്ത് ചെയ്താൽ മതി? ടാക്സ് ചെയ്താൽ മതി. ഏതൊക്കെ 3 ഡേറ്റ്? അതിൽ ആദ്യത്തെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ ആദ്യത്തെ ബ്ലൂ ബോക്സ് ഒന്ന് വായിച്ചേ. എന്താ അത്? ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 48 months ഫ്രം ദ എൻഡ് ഓഫ് റെലവന്റ് അസസ്മെന്റ് ഇയർ. എന്താ അതിന്റെ അർത്ഥം? ഇതേ ഈ പ്രീവിയസ് ഇയർ ഏത് അസസ്മെന്റ് ഇയറിലാണ്? ഈ പ്രീവിയസ് ഇയർ ഏത് അസസ്മെന്റ് ഇയറിലാണ്? 2026-27 AY'ലല്ലേ പ്രീവിയസ് ഇയർ ഇരിക്കുന്നത് അല്ലേ? ഈ അസസ്മെന്റ് ഇയറിന്റെ എൻഡ് എന്ന് പറഞ്ഞ എന്ന് വരും? 31 മാർച്ച് 2027 അല്ലേ അസസ്മെന്റ് ഇയറിന്റെ എൻഡ് അല്ലേ? അന്ന് തൊട്ട് 48 മാസം എന്ന് പറഞ്ഞാൽ എന്ന് വരും?
31 മാർച്ച് 2020. 48 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 4 വർഷമാണ്. 31 മാർച്ച് 2031 വരും. 20ലേക്കല്ല, 31 വരും അല്ലേ? 31 മാർച്ച് 2031 എൻഡ് ചെയ്യുന്ന ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു എലിജിബിൾ സ്റ്റാർട്ടപ്പിലെയാണ് സ്വെറ്റിക്കുരി ഷെയർസ് കിട്ടിയതെങ്കിൽ ആ കിട്ടുന്ന അസസ്മെന്റ് ഇയറിൽ നിങ്ങൾ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ആ അസസ്മെന്റിന്റെ എൻഡ് തുടങ്ങി ഒരു 48 മാസത്തിന് ശേഷം മാത്രം നിങ്ങൾ അതിന് എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ഫോർ ദ നെക്സ്റ്റ് 48 മന്ത്സ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് നെക്സ്റ്റ് 48 മന്ത്സ് എന്ന് പറയുന്നത്. അപ്പൊ ടെക്നിക്കലി നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? 2031-32 നിങ്ങൾ അതിന് എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. Are you with me? 31-32 മാത്രം നിങ്ങൾ അതിനെ പെർക്കായിട്ട് വാല്യൂ ചെയ്ത് ടാക്സ് കൊടുത്താൽ മതി. സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബെനിഫിറ്റാണ്. ദിസ് ഇസ് എ ഡെഫർമെന്റ് ഓഫ് ടാക്സ്. എന്താ ഡെഫർമെന്റ് ഓഫ് ടാക്സ്? കാര്യം കിട്ടിയത് അസസ്മെന്റ് ഇയർ 26-27 ആ അസസ്മെന്റ് ഇയറിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിനെ അസസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആ അസസ്മെന്റ് ഇയറിന് എൻഡ് കൊടുക്കുന്നത് 48 മാസം കഴിഞ്ഞ് വരുന്ന AY ഏതോ അപ്പം നിങ്ങൾ അതിന് എന്ത് ചെയ്താൽ മതി? അസസ് ചെയ്താൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ദിസ് ഇസ് എ ബെനിഫിറ്റ് ഗിവൺ ടു ദ എംപ്ലോയീസ് ഓഫ് സ്റ്റാർട്ടപ്സ്. എലിജിബിൾ സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുത്തിരിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണത്. ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ 2031-32 ഇപ്പം 2031 എഴുതിയിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. 2031 ആണേ. ഓക്കെ, 2031-32 ഇപ്പം നിങ്ങൾ ഇതിന് ടാക്സ് കൊടുക്കണ്ടേ? അല്ലേ? നിങ്ങളെ 2028-29 ഈ ഷെയർ സെല്ല് ചെയ്തു വിചാരിക്കുക. ഈ ഷെയർ എന്ത് ചെയ്തു? സെല്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 28-29 തന്നെ നിങ്ങൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഈ 48 മാസത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ഷെയർ സെല്ല് ചെയ്താൽ ആ സെല്ല് ചെയ്യുന്ന വർഷം തന്നെ നിങ്ങൾ അതിന് എന്തായിട്ട് കാണിക്കേണ്ടി വരും? പെർക്കായിട്ട് വാല്യൂ ചെയ്ത് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓർ 2028-29 നിങ്ങൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്താൽ ആ വർഷം തന്നെ, റിസൈൻ ചെയ്യുന്ന വർഷം തന്നെ നിങ്ങൾ നിങ്ങളുടെ പെർക്കായിട്ട് അതിനെ എന്ത് ചെയ്യേണ്ടി വരും? വാല്യൂ ചെയ്യേണ്ടി വരും. അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആ പോയിന്റ് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. എൻ്റെ ഒപ്പം വായിക്കണം. ദാ ഈ പോയിന്റ് ആണ്, ശ്രദ്ധിച്ചേ. However, വായിച്ചേ, where such shares or securities are allotted by current employer being ആരാണ്? eligible startup registered under 80 IAC, perquisite is taxable whichever is earlier. ഈ 3 ഡേറ്റിൽ ഏതാണോ ആദ്യം വരിക അപ്പോഴായിരിക്കും പെർക്ക് വാല്യൂ ചെയ്യേണ്ടത്. ഒന്നെന്താ? ആഫ്റ്റർ എക്സ്പയറി ഓഫ് 48 months ഫ്രം ദ എൻഡ് ഓഫ് റെലവന്റ് അസസ്മെന്റ് ഇയർ. ഒന്നിലെ ആ അസസ്മെന്റ് ഇയറിന് എൻഡ് തുടങ്ങി 48 മാസത്തിന് ശേഷം. ഓർ in which sale of such security or share are made by the assessee. ആ 48 മാസത്തിനിടയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾ ആ അസറ്റ് ഷെയർ വിറ്റാൽ വിൽക്കുന്ന വർഷം തന്നെ നിങ്ങൾ അതിനെ വാല്യൂ ചെയ്ത് എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ഓർ in which the assessee ceases to be employee of the employer. എന്താ ceases to be employee? നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് ആ 48 മാസത്തിനകം രാജിവെച്ചാലും രാജിവെക്കുന്ന വർഷം നിങ്ങൾ അത് എന്തായിട്ട് കാണിക്കേണ്ടി വരും? നിങ്ങളുടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്കായിട്ട് കാണിക്കേണ്ടി വരും. നിങ്ങൾ രാജിയും വെച്ചിട്ടില്ല, ഷെയർ വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏർലിയർ ഏതായിരിക്കും? 48 മാസമായിരിക്കും അല്ലേ? 48 മാസത്തിന് മുന്നേ തന്നെ നിങ്ങൾ രാജിവെച്ചാൽ ആ രാജിവെക്കുന്നതായിരിക്കും ഏർലിയർ. അല്ലെങ്കിൽ 48 മാസം എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഷെയർ വിറ്റാൽ ഷെയർ വെക്കുന്നതായിരിക്കും ഏർലിയർ അല്ലേ? സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്ക്, എലിജിബിൾ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഡെഫർമെന്റ് ഓഫ് 48 months. പക്ഷേ ആ 48 monthsiനുള്ളിൽ നിങ്ങൾ ഷെയർ വിൽക്കുവോ, നിങ്ങൾ കമ്പനിയിൽ റിസൈൻ ചെയ്യുകയോ ചെയ്താൽ വിൽക്കുന്ന അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്ന വർഷം തന്നെ നിങ്ങൾ അതിന് എന്ത് കൊടുക്കേണ്ടി വരും? ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ഇത് ആരോടാ പറഞ്ഞേക്കുന്നത്? എംപ്ലോയീസിനോട്. എലിജിബിൾ സ്റ്റാർട്ടപ്പിലെ എംപ്ലോയീസിനോട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണത്. ആർ യു ഓൾ ഹിയർ? അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജേർണിയുടെ എന്താണിത്? എന്തായിരുന്നു നമ്മുടെ വലിയ ജേർണി? പെർക്വസിറ്റ്സ്. നമ്മൾ പെർക്വസിറ്റ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ ടോപ്പിക് ആയിരുന്നു കുറേ നേരമായിട്ടുള്ള നമ്മുടെ ഡിസ്കഷൻ. ഓൾ ദ പെർക്വസിറ്റ്സ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ഡിസ്കസ്ഡ്. എല്ലാ പെർക്വസിറ്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഓൾ ദ പെർക്സ് ആർ ക്ലിയർ ഫോർ യു. പറഞ്ഞതെല്ലാം തന്നെ ക്ലിയർ അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. പെർക്വസിറ്റ് വാല്യുവേഷൻ കുറെ നമ്മൾ പഠിച്ചു, അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. പേജ് നമ്പർ 8, ക്വസ്റ്റ്യൻ നമ്പർ 21. നിങ്ങളുടെ ഷീറ്റിൽ പേജ് നമ്പർ 8 എടുക്കുക, ക്വസ്റ്റ്യൻ 21 എടുത്ത് വായിക്കുക. 21ന്റെ അടുത്ത പേജിലൂടെ ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. 22ലും നോട്ട് പേജ് നമ്പർ 21, പേജ് നമ്പർ 8. പേജിൽ 9ലും കൂടെ കുറച്ച് കിടപ്പുണ്ട്, പേജ് മറിച്ച് നോക്കണം. അപ്പൊ പേജ് നമ്പർ 8ൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 21 എടുത്തിട്ട് പെട്ടെന്നൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 21 നമുക്കൊന്ന് വായിക്കാം. ശ്രീ ബാല, എംപ്ലോയിഡ് ഇൻ ABC കമ്പനി ലിമിറ്റഡ്,
as a finance manager, gives you the list of perquisites provided by the company to him for entire financial year 25-26. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കുക, അവൻ സ്പെസിഫൈഡ് എംപ്ലോയി ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഇപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ 50,000 രൂപയുടെ മുകളിലോട്ട് ആനുവൽ സാലറി ഉള്ളവന്മാരെല്ലാം സ്പെസിഫൈഡ് എംപ്ലോയി ആയിരുന്നു. ഇപ്പൊ 50,000 ലിമിറ്റ് മാറ്റിയിട്ട് അവർ എന്ത് പറഞ്ഞു, എമൗണ്ട് പ്രിസ്ക്രൈബ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ആ പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് എത്രയാണെന്ന് ഇതുവരെ അവർ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ മോസ്റ്റ് പ്രോബബ്ലി സ്പെസിഫൈഡ് എംപ്ലോയി ആവാനാണ് ചാൻസ്. അപ്പൊ ഐ ആം അസ്യൂമിങ് this employee as a specified employee. സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് ഞാൻ അങ്ങ് അസ്യൂം ചെയ്തിട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താണ്. ഡൊമസ്റ്റിക് സർവന്റ് ഹാസ് പ്രൊവൈഡഡ് അറ്റ് റെസിഡൻസ് ഓഫ് ബാല സാലറി ഓഫ് ഡൊമസ്റ്റിക് സർവന്റ് 1,500 പെർ മന്ത്. പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ എംപ്ലോയർ അല്ലേ അപ്പോയിന്റ് ചെയ്തേക്കുന്ന ഡൊമസ്റ്റിക് സർവന്റിനെ അല്ലേ. എംപ്ലോയർ അപ്പോയിന്റ് ചെയ്ത് എംപ്ലോയിക്ക് വെച്ചു കൊടുത്തു എന്നല്ലേ അതിന്റെ അർത്ഥം. And the servant was engaged by him. Engaged by him എന്ന് പറഞ്ഞാൽ അല്ലല്ല അങ്ങനെയല്ല. engaged by him എന്ന് പറഞ്ഞാൽ ഇപ്പൊ എംപ്ലോയി തന്നെയാണ് കേട്ടോ. engaged by him means എംപ്ലോയി തന്നെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എംപ്ലോയി തന്നെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. engaged by him എന്ന് എടുത്ത് പറയുന്നുണ്ട്, അപ്പൊ വേണ്ട. സാലറി is reimbursed by the company employer. അപ്പോൾ നമുക്കറിയാം 1,500 ഇൻറ്റു എങ്ങനെയാണ് അതിന്റെ വാല്യൂ ചെയ്യണ്ടേ, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാം ആൻസർ. സോ വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ്, വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ്. പെർക്വിസിറ്റ്സ് നമുക്ക് വാല്യൂ ചെയ്യാം എന്താണെന്ന്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡൊമസ്റ്റിക് സെർവൻ്റ് ആണ്. ഡൊമസ്റ്റിക് സെർവൻ്റ് എങ്ങനെ വാല്യൂ ചെയ്യേണ്ട ഫ്രണ്ട്സ്? സിമ്പിൾ, 1,500 പെർ മന്ത് അല്ലേ അല്ലേ, ഇൻറ്റു എത്ര മാസം, 12 മാസം, എത്ര വരും 18,000 rupees shall be the value of perquisites. Now ഇനി ഒരു ചോദ്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. In case the company has been employed the domestic servant and what is the value of perquisite? കമ്പനി ആയിരുന്നു ഡൊമസ്റ്റിക് സെർവന്റിനെ എംപ്ലോയ് ചെയ്തതെങ്കിൽ പെർക്വിസിറ്റ് എത്ര വന്നേനെ? സെയിം വന്നേനെ, because we are assumed that he is a specified employee. And what if we are assuming that he is a non-specified employee? Nothing shall be taxable എന്ന് വന്നേനെ ആൻസർ അല്ലേ. നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ആൻസർ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നോ ചേഞ്ച് ഇൻ ദ ആൻസർ. നോ ചേഞ്ച് ഇൻ ആൻസർ. അവൻ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അവന്റെ കയ്യിൽ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ പറഞ്ഞത് അല്ലേ? ശരി, സെക്കൻഡ് പോയിന്റ് എന്താ? ഫ്രീ എഡ്യൂക്കേഷൻ വാസ് പ്രൊവൈഡഡ് ടു 2 children, ആരതി ആൻഡ് അശോക്, ഇൻ എ സ്കൂൾ മെയിൻറ്റൈൻഡ് ആൻഡ് ഓൺഡ് ബൈ ദ കമ്പനി. അപ്പൊ ട്രിപ്പിൾ കണ്ടീഷൻ ഉണ്ടോ? സ്കൂൾ ഓൺഡ് ബൈ ദ കമ്പനി, പഠിച്ചത് പിള്ളേര്, 1,000 rupees താഴെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും ടാക്സബിൾ അല്ലല്ലോ, പഠിച്ചതല്ലേ. നോക്കിയേ, the cost of education for Arathi is 900. അപ്പൊ അത് ടാക്സബിൾ അല്ല. For Ashok it is 1,200. No amount was recovered by the company for such education facility from Bala. അപ്പൊ 1,200 200 എന്തായി മാറും, ടാക്സബിൾ ആയി മാറും. അപ്പൊ നമുക്ക് നോക്കാം ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ്. ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ് നമുക്ക് 200 പെർ മന്ത് ഇൻടു 12 months എത്ര വരും? 2,400 rupees വരും. ആ 900 എന്തുകൊണ്ടാണ് ടാക്സബിൾ അല്ലാത്ത? 1,000 താഴെ ആയതുകൊണ്ട് അല്ലേ. ആ 1,200 1000 1,000 താഴെ ആയതുകൊണ്ട് അത് ടാക്സബിൾ അല്ല. അതിൽ 200 മാത്രമായിരിക്കും ടെക്നിക്കലി എന്താകുക, ടാക്സബിൾ ആകുക. ക്ലിയർ അല്ലേ അല്ലേ? ഓർക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രീ എഡ്യൂക്കേഷന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഓൾസോ വാസ് ക്ലിയർ. അടുത്തെന്താ? Employer has provided movable assets such as TV, fridge, AC at a residence of Bala. Actual cost of assets provided to the employees 1,10,000. അപ്പൊ എംപ്ലോയർ ഉപയോഗിക്കാൻ ഫ്രിഡ്ജ്, TV, AC കൊടുത്തു എന്നല്ലേ പറയുന്നേ. അതിന്റെ ഒക്കെ വാല്യൂ ഒറിജിനൽ കോസ്റ്റ് മൊത്തത്തിന്റെയും കൂടെ 1,10,000. എങ്ങനെ വാല്യൂ ചെയ്യണ്ടേ? 10% അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നില്ല കേട്ടോ. പ്രൊവൈഡഡ് മൂവബിൾ അസറ്റ്സ് എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ കൊടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് അല്ല. അപ്പോൾ നമുക്ക് മൂവബിൾ അസറ്റ്സിന്റെ വാല്യൂ 1,10,000 ഇൻറ്റു 10% വിൽ ബി ഹൗ മച്ച് ഫ്രണ്ട്സ്? 11,000. വാട്ട് ഇസ് നെക്സ്റ്റ്? Gift voucher worth 10,000 given on occasion of his marriage anniversary. It is given by company to all employees above certain grade.
10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കൊടുത്താൽ അതിൽ 5,000 എക്സംഷൻ കിട്ടും, ബാക്കി 5,000 അല്ലേ ടാക്സബിൾ ആകുകയുള്ളൂ. അപ്പൊ എഴുതി വെച്ചു, ഗിഫ്റ്റ് ബൈ എംപ്ലോയർ, employer 5,000 shall be taxable. Over and above 5,000 shall be taxable എന്നാണ് നമ്മൾ സ്റ്റാൻഡ് എടുത്തേക്കുന്നത്. What is next? Telephone provided at a residence of Sri Bala, bill aggregating to 25,000 paid by the employer. Telephone എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡേ പെർക്വിസിറ്റ് തുടങ്ങിയ ആദ്യത്തെ ദിവസം നമ്മൾ കുറെ എക്സംഷന്റെ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതിനകത്ത് വൺ ഓഫ് ദ ഐറ്റം ആയിരുന്നു എന്ത്? ടെലിഫോൺ. എംപ്ലോയർ എംപ്ലോയിക്ക് വീട്ടിൽ ടെലിഫോൺ വെച്ച് കൊടുത്താൽ അതൊരിക്കലും പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ടെന്ന് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇതിന് വാല്യുവേഷൻ ഉണ്ടോ? ഇല്ല. നോട്ട് ടാക്സബിൾ, നോട്ട് ടാക്സബിൾ എന്ന് എഴുതിയാൽ മതി. ടെലിഫോൺ പ്രൊവൈഡഡ് അറ്റ് റെസിഡൻസ് ഓഫ് എംപ്ലോയീസ് ആർ നോട്ട് ടാക്സബിൾ പെർക്വിസിറ്റ്സ്. അത് കഴിഞ്ഞു അടുത്തെന്താ? ഹൗസിംഗ് ലോൺ. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ളത്. ഹൗസിംഗ് ലോൺ 6% per annum. Amount outstanding as on 1st April 2025 is 6 lakh. Sri Bala pays 12,000 per month towards principal on 5th of each month. Compute the chargeable perquisite in the hands of Mr. Bala for assessment year 26-27. The lending rate of State Bank of India as on 1st April 2025 for housing loan may be taken as 10%. 10% SBIയുടെ സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ SBIയുടെ സ്റ്റാൻഡേർഡ് റേറ്റ് 10, എംപ്ലോയറിന്റെ റേറ്റ് എത്രയാണ് ഫ്രണ്ട്സ്? 6 അല്ലേ? 6 അല്ലേ? അപ്പൊ എത്ര ബെനിഫിറ്റ്? 4% ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ബാലൻസ് ഓഫ് ഈച്ച് മന്തിന്റെ എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നേ അല്ലേ? അപ്പൊ അതിനൊരു വർക്കിംഗ് നോട്ട് എഴുതാം, കുറച്ച് പണിയുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന് ഇപ്പുറത്തോട്ട് സെപ്പറേറ്റ് ഒരു വർക്കിംഗ് നോട്ട് എഴുതാം. വർക്കിംഗ് നോട്ട് 1. ഇനി ആദ്യം എത്രയാ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ബാലൻസ് മൊത്തത്തിൽ എത്രയാ ഫ്രണ്ട്സ്? നോക്കിയേ, മൊത്തം അവന്മാർക്ക് 1st April 2025 എത്ര ബാലൻസ് ഉണ്ടെന്ന് പറയുന്നത്? 6 ലക്ഷം അല്ലേ ഉണ്ടെന്ന് പറയുന്നേ അല്ലേ? പക്ഷെ 5th April 2025 എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ ഒരു റീപേയ്മെന്റ് സംഭവിച്ചിട്ടില്ലേ? ഇല്ലേ? 5th April 2025 അവിടെ ഒരു റീപേയ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. യെസ്. അപ്പോ 5th April 2025 എത്രയാ പ്രിൻസിപ്പളിലേക്കുള്ള റീപേയ്മെന്റ്? 12K അല്ലേ? അപ്പോ എന്റെ ചോദ്യം 30th April 2025 എത്രയാ അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ്? 588 അല്ലേ ക്ലോസിംഗ് ബാലൻസ്? അതിന്റെ മുകളില് 4% അല്ലേ ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് അല്ലേ? ഇൻറ്റു 1/12 ഫോർ എ മന്ത് എത്ര വരും? 1960. ദെൻ അടുത്തത് 5th May അല്ലേ അടുത്ത റീപേയ്മെന്റ്? അത് 12 അല്ലേ? അത് കുറച്ച് കഴിയുമ്പോൾ ബാലൻസ് എത്ര വരും? 5,76,000. That is on 31st May. That into 4% into 1/12. And can you help me with the math? എത്ര വരും value? 1920 അല്ലേ? ഓർമ്മോടെ ചെയ്യാം. So on 5th June ആണ് അടുത്ത പ്രിൻസിപ്പൽ റീപേയ്മെന്റ്, another 12K. അപ്പൊ ബാലൻസ് എത്ര വരും? 564 വരും അല്ലേ? That is on 30th June into 4% into 1/12. Can you help me? എത്ര വരും വാല്യൂ? 1880. ഇനി 31st July നേരെ ഇതൊരു പ്രോഗ്രഷൻ ആയി നോക്കിയാൽ മതി. എത്ര വരും? 40 വ്യത്യാസമല്ലേ വരണേ? 1840 1800 1760 1720 1680 then 1640 1600 ആയോ നോക്ക്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ. കറക്റ്റ് അല്ലേ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ. ഇനി ഫെബ്, മാർച്ച്. 1560 1520 ഇത്രയല്ലേ ഇൻട്രസ്റ്റ് ബെനിഫിഷ്യൽ വരുന്നേ അല്ലേ? അപ്പൊ ആ ഒരു പ്രോഗ്രഷൻ നിങ്ങൾ അങ്ങ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോ എല്ലാത്തിനും ഇതുപോലെ കണക്കെഴുതി തീർക്കണം എന്നില്ല കേട്ടോ. യു ക്രിയേറ്റ് ദാറ്റ് പ്രോഗ്രഷൻ. ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് റിസീവ്?
മൊത്തം ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് എത്ര വരും? Come again? 20,880 ആണോ? 20,880 is the total value of benefit received by the employee. അപ്പോൾ അത് നിങ്ങൾ ആ പെർക്ക് വാല്യുവേഷനിലേക്ക് അങ്ങ് ആഡ് ചെയ്താൽ മതി. സോ ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് റിസീവ്ഡ്, വർക്കിംഗ് നോട്ട് നമ്പർ 1, 20,880 എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്ര വരും മൊത്തം പെർക്ക് വാല്യൂ എന്ന് പറഞ്ഞേ? എത്ര വരും വാല്യൂ ടോട്ടൽ പറഞ്ഞേ? ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ വാല്യൂ? 57,280 shall be the taxable perquisite. ക്ലിയർ അല്ലേ പറഞ്ഞത്? നമ്മൾ പഠിച്ച കുറെ പെർക്വിസിറ്റിന്റെ ഡിഫറെന്റ് പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷനിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവരിവൺ. ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. നമുക്ക് 20 ഒന്ന് വായിക്കാം. സോ 20 വായിച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാം. ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദിസ് ഇസ് എ പ്രോപ്പർ പാസ്ഡ് എക്സാം ക്വസ്റ്റ്യൻ മോഡൽ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം. ശ്രദ്ധിക്കാം. മിസ്റ്റർ എക്സ് റിട്ടയർഡ് ഫ്രം ദ സർവീസസ് ഓഫ് മെസ്സേഴ്സ് വൈ ലിമിറ്റഡ് ഓൺ 31st January 2026. After completing 30 years and 1 month, he had joined the company on 1/1/1996 at the age of 30 years and received the following on his retirement. ഗ്രാറ്റുവിറ്റി കിട്ടി, ലീവ് എൻകാഷ്മെന്റ് കിട്ടി, ഒരു കാറ് കിട്ടി എന്ന് പറയുന്നു, പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു, കമ്പനി ഗിഫ്റ്റ് കൊടുത്തു, ഫ്രണ്ട്സും ഗിഫ്റ്റ് കൊടുത്തു. ഒരു 1 2 3 4 5 6 പോയിന്റുകളുണ്ട്. ഫോളോയിങ് ആർ അതർ പെർട്ടിക്കുലേഴ്സ്. വേറെയും കുറെ ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹി ഹാസ് drawn basic salary of 20,000 and 50% Dearness Allowance per month for a period from 1st April 25 to 31st January 2026. Received pension of 5,000 per month for a period 1st February 2026 to 31st March 2026 after commutation of pension. Compute his gross salary from the above for assessment year 26-27, assuming he exercises the option of shifting out of default tax range provided in the 115 BAC. And the shifting out of provisions under 115 BAC, normal provision എന്നാണ് അർത്ഥം. നമ്മൾ നോർമൽ പ്രൊവിഷനെ പഠിച്ചിട്ടുള്ളൂ, BAC നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവന്മാർ ഷിഫ്റ്റ് ഔട്ട് ചെയ്താൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്ന് ചോദിച്ചേക്കുന്നത്. അവർ ഓപ്റ്റ് ചെയ്താൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇതൊന്ന് വായിച്ചിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാം. അപ്പൊ ഗ്രോസ് സാലറി അല്ലേ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണ്ടേ? അല്ലേ? അപ്പൊ നമുക്ക് ഒരു ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് സാലറി ഫോർ പ്രീവിയസ് ഇയർ 2025-26 25-26 ഗ്രോസ് സാലറി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താ? ബേസിക് സാലറി അവർ പറയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ബേസിക് സാലറി, ടെൽ മി ഹൗ മച്ച് ഇസ് ദ ബേസിക് സാലറി? 20,000 അല്ലേ ബേസിക് സാലറി? ഇൻറ്റു എത്ര മാസം അവൻ ബേസിക് സാലറി മേടിച്ചിട്ടുണ്ട്? ഇൻറ്റു 12 എടുക്കരുത്, കാരണം ഇയറിന്റെ ഇടയ്ക്ക് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ തൊട്ട് ജാനുവരി വരെ അല്ലേ അവന് ബേസിക് സാലറി കിട്ടിയിട്ടുള്ളത്. അപ്പൊ എത്ര മാസം ഉണ്ട്? 10 മാസം. എത്ര വരും അത്? 2 lakh അല്ലേ? Dearness Allowance മൊത്തം എത്ര ഉണ്ട്? Dearness Allowance ഇതിന്റെ പകുതി എന്നല്ലേ പറഞ്ഞേക്കുന്നത്? 50% on 2 lakh എന്ന് പറയുമ്പോൾ എത്ര വരും? 1 ലക്ഷം shall be the Dearness Allowance. Then അടുത്ത എന്താ? പിന്നെ he received pension of 5,000. Uncommuted pension ആണ്. Uncommuted pension fully taxable അല്ലേ? അല്ലേ? എത്ര മാസം കിട്ടിയിട്ടുണ്ട് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ? 2 മാസം അല്ലേ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയത്? എത്ര? 5,000 into 2. അതെന്താ 2 മാസം? ഇവൻ ജാനുവരി 31 റിട്ടയർ ചെയ്തേ. അപ്പൊ ഫെബ്രുവരിയിലെയും മാർച്ചിലെയും പെൻഷൻ അല്ലേ ഇവന് കിട്ടിയിട്ടുള്ളത്? അല്ലേ? അപ്പൊ അത് രണ്ടും ടാക്സബിൾ ആവും. എത്ര അത്? 10,000. പെൻഷൻ മൊത്തം കമ്മ്യൂട്ട് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കിയേ. പെൻഷൻ മൊത്തം കമ്മ്യൂട്ട് ചെയ്യുന്നതാണോ പറയുന്നത്? അല്ല. നോക്കിയേ, an amount of 3 lakh as commutation of pension by for 2/3 of pension commutation. മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തിട്ടില്ല, 2/3 കമ്മ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി അൺകമ്മ്യൂട്ടഡ് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും. ആ 1/3 അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണ് എത്ര? അത് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, നോക്ക്. ആഫ്റ്റർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ കമ്മ്യൂട്ടേഷന് ശേഷം 5,000 രൂപ കിട്ടി
ഫെബ്രുവരിയിലും മാർച്ചിലും. അവിടെ യാതൊരു അസംഷനും ആവശ്യമില്ല, യാതൊരു ഓൾട്ടർനേറ്റ് പോസിബിലിറ്റി ഇല്ല. വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂട്ടേഷന് ശേഷം കിട്ടിയതാണ് 5000. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ ദാറ്റ് ഫുൾ 5000 is uncommuted pension received by the employee. ഓർക്കുക. നൗ അടുത്തെന്താ? അപ്പോൾ നമ്മൾ ആ അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ് 3 നമ്മൾ എഴുതി. ഇനി നമുക്ക് ഗ്രാറ്റുവിറ്റിയിലേക്ക് നോക്കാം. ഗ്രാറ്റുവിറ്റി 6 lakhs was covered under payment of gratuities act 1972. അപ്പോൾ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട് പ്രകാരം ഗ്രാറ്റുവിറ്റി കിട്ടിയെന്ന് പറയുന്ന 6 ലക്ഷം. നമുക്ക് ആ കിട്ടിയ ഗ്രാറ്റുവിറ്റി ആദ്യം ഒന്ന് എഴുതി വെക്കാം. ഇനി അതിന് എക്സംഷൻ കിട്ടില്ലേ? ഇല്ലേ? ഏത് സെക്ഷനിലാണ് നമുക്ക് ഗ്രാറ്റുവിറ്റിയുടെ എക്സംഷൻ? അപ്പോൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി എങ്ങനെയാ ഗ്രാറ്റുവിറ്റിക്ക് എക്സംഷൻ? വെദർ ഹീസ് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട്, ദ ആൻസർ ഇസ് യെസ്. പുള്ളി 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട് പ്രകാരം കവേർഡ് ആയിട്ടുള്ള എംപ്ലോയി അല്ലേ? എങ്ങനെ എക്സംഷൻ എടുക്കണ്ടേ? ആദ്യം ആക്ച്വൽ ഗ്രാറ്റുവിറ്റി. എത്ര ആക്ച്വൽസ്? 6 lakhs തന്നെ. രണ്ടാമത്തെ ലിമിറ്റ് എന്താ? ₹20 lakh, ദാറ്റ് ഇസ് ദ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. ആൻഡ് മൂന്നാമത്തെ ലിമിറ്റ് എന്താ? 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ ബേസിക് സാലറി പ്ലസ് DA. എത്ര ലാസ്റ്റ് ഡ്രോൺ ബേസിക് സാലറി പ്ലസ് DA? 20,000 രൂപയല്ലേ ലാസ്റ്റ് ഡ്രോൺ ബേസിക് സാലറി. DA അതിന്റെ പകുതി 10,000 അല്ലേ? അപ്പൊ 20,000 പ്ലസ് 10,000, that will be 30,000 into completed year of service or part thereof in excess of 6 months. ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളേ? എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? 30 വർഷത്തെ സർവീസ് അല്ലേ ഇവനുള്ളേ? അപ്പൊ അവസാനത്തെ മാത്ത് എത്ര വരും ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. 15/26 into 30,000 into 30, 5,19,231. അപ്പൊ അതായിരിക്കും ലോവർ അല്ലേ? അതായിരിക്കും ലോവർ എന്നല്ല, അതാണ് ലോവർ. ഓക്കെ, നൗ അപ്പോൾ 5,19,231 നമ്മൾ എക്സംപ്റ്റ് ചെയ്താൽ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്ര വരും? ടാക്സബിൾ കോമ്പണന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി 80,729 അല്ലേ? സോറി 769. സോറി 769 ഷാൽ ബി ദ ടാക്സബിൾ കോമ്പണന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. ക്ലിയർ അല്ലേ? അത് ഈ പോർഷൻ അല്ലേ നമ്മളൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനു മുമ്പ് ചെയ്തേ? അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല വരിക, ഇത് വെച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും വരിക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? നൗ അടുത്ത എന്താ കിട്ടിയത്? ലീവ് എൻകാഷ്മെന്റ് ആണ്. ലീവ് എൻകാഷ്മെന്റ് എത്രയാ മൊത്തം എമൗണ്ട് കിട്ടിയത്? ലീവ് എൻകാഷ്മെന്റ് 3,30,000 കിട്ടിയെന്നല്ലേ ക്വസ്റ്റ്യൻ പറയുന്നേ അല്ലേ? ഇനി ലീവ് എൻകാഷ്മെന്റിന് എക്സംഷൻ ഏത് സെക്ഷനിലാ? അണ്ടർ സെക്ഷൻ 10(10)(a)(a). 10(10)(a)(a)ലല്ലേ എക്സംഷൻ അല്ലേ? ഇനി എക്സംഷന് 4 ലിമിറ്റുകളുണ്ടല്ലോ ലീവ് എൻകാഷ്മെന്റിന്. എന്തൊക്കെയാ 4 ലിമിറ്റ്? 1, 25 lakhs സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് അല്ലേ? 2, ആക്ച്വൽ ലീവ് എൻകാഷ്മെന്റ് 3,30. 3, അവസാനത്തെ 10 months സ്റ്റാൻഡേർഡ് സാലറി അല്ലേ? എന്തായിരുന്നു സ്റ്റാൻഡേർഡ് സാലറി? ബേസിക് സാലറി പ്ലസ് DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലസ് കമ്മീഷൻ ഇഫ് ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് ഫിക്സഡ് പെർസെന്റേജ് ഓഫ് യുവർ ടോട്ടൽ ടേൺ ഓവർ എന്നല്ലേ പഠിച്ചിട്ടുള്ളേ? ഈ ക്വസ്റ്റ്യനിലെ കമ്മീഷനെ പറ്റി അവരൊന്നും പറയുന്നില്ല, അപ്പൊ അത് പോയി. DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണോ? ഒന്നും പറയുന്നില്ല, അപ്പോ അല്ല. അതാണ് നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാൻ നമുക്ക് എളുപ്പം. അപ്പൊ ബേസിക് സാലറി മാത്രം എടുത്താൽ പോരെ? ഇനി എത്ര ബേസിക് സാലറി? 20,000 അല്ലേ ബേസിക് സാലറി? ഇൻറ്റു 10 months എന്ന് പറയുമ്പോൾ എത്ര വരും? 2 lakh. ഇനി അവസാനത്തെ ലിമിറ്റ് എന്താ? 1 വർഷത്തെ ആനുവൽ ലീവ് ക്രെഡിറ്റ് 30 കിടക്കാത്ത രീതിയിൽ വേണം നമ്മൾ അവസാനത്തെ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ അല്ലേ? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ആ കമ്പനിയിലെ ലീവ് എൻടൈറ്റിൽമെന്റ് 30 days തന്നെയാണ്. അപ്പൊ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഇനി എത്ര ഉണ്ട് പുള്ളിക്ക് ലീവ് ക്രെഡിറ്റ്? 330 ലീവ് ബാലൻസ് ഉണ്ടെന്നല്ലേ പറയുന്നേ അല്ലേ? 330 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സ്റ്റാൻഡേർഡ് സാലറി ബേസ്ഡ് ഓൺ ലാസ്റ്റ് 10 months ആവറേജ്. കഴിഞ്ഞ 10 മാസത്തെ ടോട്ടൽ സാലറി 2 ലക്ഷം അല്ലേ? അപ്പൊ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 10, ദാറ്റ് വിൽ ബി 20,000 ഇറ്റ് സെൽഫ്. അതായത് ഈ കഴിഞ്ഞ 10 മാസം സാലറിയിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലേ ലാസ്റ്റ് ഡ്രോൺ സ്റ്റാൻഡേർഡ് സാലറി തന്നെ ആയിരിക്കില്ലേ കഴിഞ്ഞ 10 മാസത്തെ ആവറേജ് അല്ലേ? ആണ്. അപ്പൊ എത്ര വരും? 330/30 ഇൻറ്റു 20,000, 2,20,000. അപ്പൊ ഏതാ ലോവർ? 2 lakh അല്ലേ ലോവർ?
അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അത് എക്സംഷൻ ആയിട്ട് എടുത്താലേ ബാക്കി ടാക്സബിൾ കമ്പോണന്റ് എത്ര വരും? 1,30,000. അടുത്തെന്താ? ആസ് പെർ ദ സ്കീം ഓഫ് ദ കമ്പനി ഹി വാസ് ഓഫർഡ് എ കാർ. അപ്പോ ട്രാൻസ്ഫർ ഓഫ് കാർ പെർക്ക് വാല്യുവേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓഫർഡ് എ കാർ which was purchased on 31/2023. കമ്പനി ആ കാർ മേടിച്ചത് 2023 ബൈ ദ കമ്പനി ഫോർ 5 lakhs. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഫോർ ദ കമ്പനി, ഒറിജിനൽ കോസ്റ്റ് ഫോർ ദ കമ്പനി എത്ര? ഒറിജിനൽ കോസ്റ്റ് ഫോർ ദ കമ്പനി 5 ലക്ഷം അല്ലേ ഒറിജിനൽ കോസ്റ്റ് ഫോർ ദ കമ്പനി. ദെൻ ഇവൻ എത്ര വർഷം ആ കാർ ഉപയോഗിച്ചു? റിട്ടയർമെന്റിന്റെ ഡേറ്റ് കൊടുത്തു എന്നല്ലേ പറയുന്നേ? അല്ലേ? കാർ കമ്പനി മേടിച്ചതെന്നാ? 30/1/2023. ഇനി ഇവൻ റിട്ടയർ ചെയ്തെന്നാ? 31 ജാനുവരി 2026. അപ്പൊ എത്ര കംപ്ലീറ്റഡ് ഇയർ വണ്ടി നമ്മുടെ കമ്പനി ഉപയോഗിച്ചിട്ടുണ്ട്? 23 തൊട്ട് 24, 25, 26. 3 കംപ്ലീറ്റഡ് ഇയർ ആ കമ്പനി ഉപയോഗിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ വാല്യുവേഷനിൽ പഠിച്ചത്? ഓരോ കംപ്ലീറ്റഡ് ഇയറിനും 20% WDV ബേസിസിൽ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള റിക്കവറിയും കൂടെ കുറച്ചിട്ടല്ലേ പെർക്ക് വാല്യൂ ചെയ്യണ്ടേ? അല്ലേ? കമ്പനി ആ കാർ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത്? 15% SLM ആണെന്നാ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. വി ഡോണ്ട് കെയർ. കമ്പനി അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അവന്മാർക്ക് സൗകര്യമുള്ള പോലെ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യും. അത് നമ്മുടെ വിഷയമല്ല. പെർക്വിസിറ്റ് എങ്ങനെയാണോ ആക്ടിൽ വാല്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ വേണം നമ്മൾ വാല്യുവേഷൻ ചെയ്യാൻ. അല്ല കമ്പനി ചെയ്യുന്നത് കണ്ടിട്ട് തുള്ളാനല്ല നമ്മൾ ഇരിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമുക്ക് വാല്യുവേഷൻ അങ്ങ് ചെയ്തേക്കാം. മൊത്തം 5 lakh. ഇയർ 1 20% ഓഫ് 5 lakh എന്ന് പറഞ്ഞാൽ 1 ലക്ഷം അല്ലേ? എത്ര വരും ബാലൻസ് വാല്യൂ? 4 ലക്ഷം. ഇയർ 2 വീണ്ടും 20% ഓഫ് 4 ലക്ഷം 80,000. 3,20,000 ബാലൻസ്. ഇയർ 3 വീണ്ടും അതേ കഥ തന്നെ. 20% ഓൺ 3,20,000. അത് എത്ര വരും? 64,000. ബാലൻസ് എത്രയാ? 56,000. കമ്പനി അവന്റെ കയ്യിൽ നിന്ന് എത്ര മേടിച്ചു? റിക്കവറി 2 ലക്ഷമാണ്. അപ്പൊ ആ 2 ലക്ഷം രൂപ കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? ടാക്സബിൾ പെർക്വിസിറ്റ് 56,000 ഷാൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ക്ലിയർ അല്ലേ ഇത്? അല്ലേ? ഇതൊക്കെ ഭയങ്കര ടഫാണോ? അയ്യോ ഒന്നുമില്ല. നമ്മൾ പല പല സ്ഥലങ്ങളിലായിട്ട് പഠിച്ച സാധനം എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? ദിസ് ഇസ് ദ റിവിഷൻ. നമ്മൾ ബാക്കിയുള്ളൊരു സബ്ജക്ട് പോലെ അല്ല. ഡയറക്ട് ടാക്സ് നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ പിന്നെ എത്തുക. നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ നമ്മൾ പിന്നെ എത്തും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ശ്രദ്ധിക്കുന്നുണ്ടോ? അടുത്തെന്താ? എത്ര കഴിഞ്ഞു? കാറാണ് കഴിഞ്ഞത്. ദ എമൗണ്ട് ഓഫ് 3 lakh വാസ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ. അപ്പോൾ പെൻഷൻ അതും കമ്മ്യൂട്ടഡ്. എത്രയാ കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയത്? 3 lakhs. ഇനി എങ്ങനെ എക്സംഷൻ? ഏത് സെക്ഷനിലായിരുന്നു എക്സംഷൻ? അണ്ടർ സെക്ഷൻ 10(10)(a). എത്ര എക്സംഷൻ? ഗ്രാറ്റുവിറ്റി കിട്ടിയ ഒരാളാണെങ്കിൽ എങ്ങനെയാ? 1/3 ഓഫ് പെൻഷൻ that he would have received had he commuted his entire pension. മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യാറുണ്ടെങ്കിൽ എത്ര കിട്ടുമായിരുന്നു? അതിന്റെ 1/3 എക്സംഷൻ ആയിട്ട് എടുക്കണം എന്നല്ലേ പഠിച്ചേക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര കമ്മ്യൂട്ട് ചെയ്തേ? 2/3 അല്ലേ കമ്മ്യൂട്ട് ചെയ്തേ? അപ്പൊ 3 ലക്ഷം കിട്ടി. അപ്പൊ മൊത്തം കമ്മ്യൂട്ട് ചെയ്യാറുണ്ടെങ്കിൽ എത്ര കിട്ടിയാനെ? 3 lakh ഡിവൈഡഡ് ബൈ 2/3. അതായത് 3 lakh into 3/2 അല്ലേ? നോക്കിയേ, 100% കമ്മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനായിട്ട് 2/3 കമ്മ്യൂട്ട് ചെയ്തപ്പോൾ 3 ലക്ഷം കിട്ടി. സോ 3 lakh ഡിവൈഡഡ് ബൈ 2/3 എന്ന് പറഞ്ഞാൽ 3 lakh into 3/2. മറ്റേ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ നമ്മൾ പറയും. എത്ര വരും? 4,50,000. അതിന്റെ 1/3 അല്ലേ ഗ്രാറ്റുവിറ്റി കിട്ടുന്ന കാരണമുള്ള എക്സംഷൻ. അത് എത്ര വരും? 1.5 ലക്ഷം വരും. എത്ര വരും? 3 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം കുറയ്ക്കുമ്പോൾ 1,50,000 ഷാൽ ബി ദ ടാക്സബിൾ പോർഷൻ ഓഫ് വാട്ട്? നമ്മുടെ പെൻഷൻ. കമ്പനി പ്രസന്റഡ് എ ഗിഫ്റ്റ് വൗച്ചർ വർത്ത് 6,000. സോ ഗിഫ്റ്റ് വൗച്ചർ ഓഫ് 6,000 ഓൺ ഹിസ് റിട്ടയർമെന്റ്. അപ്പോൾ 6,000 വൗച്ചർ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 5,000 രൂപ വരെ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. സോ ദ റെസ്റ്റ് ഓഫ് 1,000 ഷാൽ ബി ദ ടാക്സബിൾ അല്ലേ? ഹിസ് കൊളീഗ്സ് ഓൾസോ ഗിഫ്റ്റഡ് എ ടെലിവിഷൻ LCD worth 50,000 from their own contribution. ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് ഫ്രം ഫ്രണ്ട്സ്.
അതൊരിക്കലും സാലറിയിൽ വരില്ല. കാരണം there is no employer employee relationship. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലുള്ള റെസിപ്റ്റുകൾ മാത്രമല്ലേ സാലറിയിൽ വരുള്ളൂ. കൊളീഗ്സ് കൊടുക്കുന്ന ഗിഫ്റ്റ് ഒരിക്കലും എവിടെ വരില്ല, സാലറിയിൽ വരില്ല. അപ്പൊ എവിടെ പോകും? ശരിക്കും IFOSലാണ് വരേണ്ടത്. പക്ഷേ ഇത് IFOSൽ ടാക്സബിൾ ആവില്ല. അത് നമുക്ക് IFOS വരുമ്പോൾ പഠിക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ? തൽക്കാലത്തേക്ക് സാലറിയിൽ വരില്ല. ഗ്രോസ് സാലറി ആണല്ലോ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സാലറിയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ അവസാനിപ്പിക്കാം. സോ കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. കമ്പ്യൂട്ട് ചെയ്തോ ഗ്രോസ് സാലറി 7,37,000. Sorry, 27. Okay, 27,769 shall be the final answer to the question. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തേക്കാം. 21 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 22 എടുത്തങ്ങ് ചെയ്തോ. 22 സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിന്റെ നമ്മൾ വാല്യുവേഷൻ പെർക്കോ അടിച്ചായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. 22 ഒരുപാട് സമയം വേണ്ട, പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടെ വായിച്ചിട്ട് ആൻസർ ചെയ്യാം. AB Company Limited allotted 1,000 sweat equity shares to Sri Chand in June 2025. The shares were allotted at 200 per share as against the fair market value of 300 per share. ഷെയർ 200 രൂപയ്ക്കാണ് അലോട്ട് ചെയ്തത്. ആ അലോട്ട് ചെയ്ത ഷെയറിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 300 രൂപയാണ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നേ? അല്ലേ? എത്ര ഷെയർ ഇഷ്യൂ ചെയ്തു? 1000 ഷെയർ. ശരി. നൗ on the date of exercise of option by allotee, that is Sri Chand, the fair market value was computed in accordance with the method prescribed under the act. നമ്മൾ ആക്ടിൽ പറഞ്ഞിട്ടുള്ള പോലെയാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ അവിടെ കമ്പ്യൂട്ട് ചെയ്ത് തന്നിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. ഇനി എന്നിട്ട് 2 സബ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക. വാട്ട് ഇസ് ദ പെർക്വിസിറ്റ് വാല്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് അലോട്ടഡ് ടു ശ്രീചന്ദ്? ശ്രീചന്ദിന് പെർക്വിസിറ്റ് ആയിട്ട് വാല്യൂ ചെയ്യേണ്ടത് എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയാ? മൊത്തം നിങ്ങൾ ആലോചിച്ചേ, 300 രൂപയല്ലേ ഷെയറിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ? 200 രൂപയല്ലേ അവൻ കൊടുത്തത്? ഇൻറ്റു അങ്ങനെ എത്ര ഷെയർ ഉണ്ട്? 1000 ഷെയർ. അപ്പോൾ 100 രൂപ ഒരു ഷെയറിന് വാല്യൂ ഇൻറ്റു 1000 ഷെയർ വിൽ ബി 1 lakh. This shall be the taxable perquisite. അല്ലേ? അല്ലേ? വെരി സിമ്പിൾ. 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് സബ്സിക്വന്റ് സെയിൽ ഓഫ് ദോസ് ഷെയർസ് ബൈ ശ്രീചന്ദ് ആ ഷെയർ പിന്നീട് വിൽക്കുകയാണെങ്കിൽ വാട്ട് കുഡ് ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദോസ് ഇക്വിറ്റി ഷെയർസ്? ശ്രീചന്ദ് ആ ഷെയർ പിന്നീട് വിൽക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എത്ര കാണിക്കണം എന്നാണ് ചോദ്യം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റൽ ഗെയിനിലായിരിക്കും. നമ്മൾ ഇതുവരെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ടേഷനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ല. ക്യാപിറ്റൽ ഗെയിൻ വരുമ്പോൾ പഠിക്കും. ഇനി ക്യാപിറ്റൽ ഗെയിനിൽ എന്താ പഠിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോഴേ ഒന്ന് പറയാം. ഇങ്ങനെ ആ ഷെയർ വിറ്റാൽ നിങ്ങൾ ആ ഷെയറിന് 200 രൂപ മുടക്കിയിട്ടില്ലേ? 200 രൂപ നിങ്ങൾ പേ ചെയ്തിട്ടില്ലേ? 100 രൂപ ഷെയർ കിട്ടിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ പെർക്കായില്ലേ? ഇല്ലേ? അപ്പൊ 200 100 കൂടെ കൂട്ടി ഒരു ഷെയറിന് 300 രൂപയാണ് നിങ്ങൾ എന്തായിട്ട് കാണേണ്ടത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കാണേണ്ടത്. ഇൻറ്റു അങ്ങനെ എത്ര ഷെയർ? 1000 ഷെയർ. മൊത്തം എത്ര വരും? 3 ലക്ഷം വരും. ഇത് നമ്മൾക്ക് ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ വരുമ്പോൾ പഠിക്കാം. തൽക്കാലത്തേക്ക് ഇങ്ങനെയാണ് പരിപാടി എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാപിറ്റൽ ഗെയിൻസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻസ് പഠിക്കും. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി എന്ത് ചെയ്യാം? കൂടുതൽ ഡിസ്കഷൻ ചെയ്യാം. തൽക്കാലത്തേക്ക് 3 ലക്ഷം എന്നൊന്ന് എഴുതി വെച്ചാൽ മതി. അതങ്ങനെ വരാനുള്ള കാരണം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ വരുമ്പോൾ ഒറ്റയടിക്ക് മനസ്സിലാവും. വെറുതെ ഇപ്പം നമ്മൾ സംസാരിച്ചതിനെപ്പറ്റി സമയം കളയേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ആണോ? ചുമ്മാ 3 lakhs എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 23 ഒന്ന് വായിച്ച് ചെയ്തേ. ക്വസ്റ്റ്യൻ 23. സോ ഫ്രണ്ട്സ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടെ വായിച്ച് ആൻസർ ചെയ്യാം. ശ്രദ്ധിച്ചേ. എക്സ് ലിമിറ്റഡ് പ്രൊവൈഡഡ് ദ ഫോളോയിങ് പെർക്വിസിറ്റ്സ് ടു ഇറ്റ്സ് എംപ്ലോയി മിസ്റ്റർ വൈ ഫോർ ദ പ്രീവിയസ് ഇയർ 25-26. അപ്പോൾ ബേസിക്കലി നമ്മൾ കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ചാർജബിൾ ടു ടാക്സ് ഫോർ അസസ്മെന്റ് ഇയർ 26-27 അസ്യൂമിംഗ് എ സാലറി ഫോർ പെർക്വിസിറ്റ് വാല്യുവേഷൻ ടു ബി 15 lakh. പെർക്വിസിറ്റ് വാല്യുവേഷന് വേണ്ടി സാലറി ആയിട്ട് 15 ലക്ഷമായിട്ട് എടുക്കാനാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. ഞാൻ ഇങ്ങോട്ടേക്ക് നമുക്ക് മാറ്റി എഴുതാം. കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, 4 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. മാറ്റി അപ്പുറത്തോട്ട് എഴുതാം. അപ്പോൾ എന്താ ഫസ്റ്റ് ഐറ്റം? അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ബൈ എക്സ് ലിമിറ്റഡ് 15,000 പെർ മന്ത്. 5,000 പെർ മന്ത് ഇസ് റിക്കവേർഡ് ഫ്രം ദ സാലറി ഓഫ് മിസ്റ്റർ വൈ. അപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൺസെഷണൽ റെന്റ് ആണ്, കുഴപ്പമില്ല. റെന്റ് ഫ്രീ അക്കോമഡേഷൻ നമുക്ക് എഴുതാം. എത്രയാ നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ വരുമ്പോൾ വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒന്നിലെ ആക്ച്വൽ റെന്റ് 15,000 ഇൻറ്റു 12 months എത്ര വരും? അത് 1,80,000. അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ
10% സാലറി ആയിട്ട് ഇവിടെ 1.5 എടുക്കാനല്ലേ, സോറി 15 ലക്ഷം എടുക്കാനല്ലേ അവന്മാർ പറഞ്ഞേക്കുന്നത്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 1.5 ലക്ഷം. വിച്ച് എവർ ഇസ് ലോവർ. അപ്പൊ എത്ര വരും? 1.5 അല്ലേ വരിക, അല്ലേ? ഇനി എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്രയാ റിക്കവറി? 5,000 into 12 months. 5,000 per month റിക്കവറി ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. 60,000 റിക്കവറി എന്ന് പറഞ്ഞാൽ ബാലൻസ് എത്രയുണ്ട്? 90,000 അല്ലേ ടാക്സബിൾ വാല്യൂ ഓഫ് ദാറ്റ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അല്ലേ? ശരി, ഇനി എന്താ ബാക്കി? ഫർണിച്ചറൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫർണിഷ്ഡ് അക്കോമഡേഷൻ, ആ ഫർണിച്ചറിന്റെ എഫക്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഫർണിച്ചർ ഹയർ ആണ്, വാടകയ്ക്ക് എടുത്താൽ കൊടുത്തേക്കുന്നത്, അല്ലേ? 3,000 per month into 12 months എന്ന് പറയുമ്പോൾ എത്ര വരും? 36,000 അല്ലേ വരിക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,26,000 shall be the taxable value of furnished accommodation. 126. ഇനി കാർ ഉണ്ട്, 1200 cc കാറാണ്, ഓൺഡ് ബൈ എക്സ് ലിമിറ്റഡ്. കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ. മെയിൻ്റനൻസ് റണ്ണിംഗ് ചാർജസ് മീറ്റ് ചെയ്യുന്ന ആരാ? എംപ്ലോയർ. കാർ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ബോത്ത് ഒഫീഷ്യൽ ആസ് വെൽ ആസ് പേഴ്സണൽ. രണ്ടാമത്തെ ചാർട്ട് അല്ലേ, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതിലെ മൂന്നാമത്തെ പോയിന്റ്, അതിലെ ലെഫ്റ്റ് സൈഡ്, അല്ലേ? അല്ലേ? ഈ ചാർട്ടായിട്ട് പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയോ? ആ ചാർട്ട് ഒരു 3-4 തവണ നിങ്ങൾ വായിച്ചാൽ ആ ചാർട്ട് അങ്ങനെ തലയിൽ ഓർമ്മ വരും. ഏത് ചാർട്ട്, ആദ്യത്തെ ചാർട്ടാണോ രണ്ടാമത്തെ ചാർട്ടാണോ, ആ ചാർട്ടിന്റെ ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ, ആ പിക്ചറായിട്ട് നമുക്ക് ഓർമ്മ വരും. നമ്മൾ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ബുക്ക് ഇങ്ങനെ ആക്കിയത്. നമ്മുടെ നോർമൽ പാരഗ്രാഫ്സ് കമ്പാരിറ്റീവ്ലി നിങ്ങൾ വേറൊരു ബുക്ക് വെച്ച് കമ്പയർ ചെയ്യുക, നമ്മുടെ പാരഗ്രാഫ്സും ഈ ലെങ്തി പാരഗ്രാഫ്സ് നമുക്ക് കുറവാണ്. നമ്മളെല്ലാം ചാർട്ടുകളാക്കിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിലിം കാണുമ്പോൾ, ഇപ്പോൾ ആ സിനിമയുടെ കഥ പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആ ഒറ്റ തവണ കണ്ടാൽ നിങ്ങൾ ആ സിനിമയുടെ കഥ മുഴുവൻ പറയും. കാരണം എന്താ? നിങ്ങളത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്, അല്ലേ? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. എന്നാൽ കേൾക്കുമ്പോഴും നിങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ചാർട്ടായിട്ട് ഇത് പ്രസന്റ് ചെയ്താലുള്ള ഗുണം, ആ ചാർട്ടുകൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ചാർട്ട് ഫോംസിലാക്കിയേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആ കാറ് എങ്ങനെയാ വാല്യുവേഷൻ ചെയ്യേണ്ടത്. എങ്ങനെ നമ്മൾ പറഞ്ഞേ? 1,800 per month. ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവറിനെ പറ്റി വിത്ത് ഷോഫർ ആണ്. അപ്പോ നമുക്ക് വാല്യുവേഷൻ ഓഫ് MC മോട്ടോർ കാർ 1,800 പ്ലസ് 900 ഡ്രൈവർ ഉള്ളത് കാരണം ഇൻറ്റു 12 months കൂട്ടി പറഞ്ഞ എത്ര വരും? 32,400. ദെൻ അടുത്ത എന്താ സാധനം? ഗിഫ്റ്റ് അല്ലേ? ഗിഫ്റ്റ് വൗച്ചർ 10,000 വൗച്ചർ. അപ്പൊ 5,000 എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. കൂട്ടിക്കോ. 126 പ്ലസ് 32,400 പ്ലസ് 5,000 എത്ര വരും? 1,63,400 shall be the taxable value of perquisite. Taxable perquisite. കഴിഞ്ഞു. This is it. I hope it is clear. Clear അല്ലേ എല്ലാവർക്കും? അല്ലേ? വെരി ഗുഡ്. സോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ചുകൂടെ കോൺസെപ്റ്റുകൾ പറയാനുണ്ട്. നമ്മൾ പെർക്വസിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം പറയാം. ഗ്രോസ് സാലറിയിൽ ഇനി ഒന്നും നമുക്ക് പറയാൻ പെൻഡിങ് ഇല്ല. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ചില ഡിഡക്ഷൻസ് എടുക്കാം. ആ ഡിഡക്ഷൻസിനെ പറ്റിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. വി ആർ അബൌട്ട് ടു ഡിസ്കസ് ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് സാലറി. എങ്ങനെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത്? ബേസിക് സാലറി പ്ലസ് DA പ്ലസ് കമ്മീഷൻ, ബോണസ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് എൻഗേജ്മെന്റ്, പെർക്വിസിറ്റ്സ് എല്ലാം കൂടെ കൂട്ടി ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നു. ആ ഗ്രോസ് സാലറിയിൽ നിന്നും താഴെ പറയുന്ന 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നാമത്തെ പോയിന്റ് എന്താ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. എന്താ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? ബ്ലൈൻഡ് ആയിട്ട് ഗ്രോസ് സാലറിയിൽ നിന്ന് നിങ്ങൾക്കൊരു 50,000 രൂപ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബ്ലൈൻഡ് ഡിഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഗ്രോസ് സാലറി 10 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബാക്കി 9,50,000 രൂപ മാത്രം നിങ്ങൾ നെറ്റ് ഇൻകം ഫ്രം ദ ഹെഡ് സാലറി ആയിട്ട് കാണിച്ചാൽ മതി. ആർ യു വിത്ത് മീ? പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഗ്രോസ് സാലറി 40,000 രൂപയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതാണ് അവന്മാർ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. വായിച്ചേ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 50,000 ഓർ എമൗണ്ട് ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലോവർ. നിങ്ങളുടെ ഗ്രോസ് സാലറി 50,000 രൂപയിലും താഴെയാണെങ്കിൽ ആ ഗ്രോസ് സാലറിയാണ് മാക്സിമം നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുക? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. അല്ലാതെ 40,000 രൂപ ഗ്രോസ് സാലറി,
50,000 രൂപ സ്റ്റാൻഡ് ഡിഡക്ഷൻ സാലറി ഹെഡിൽ ലോസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. അത് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. യുവർ മാക്സിമം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഷാൽ ബി അപ് ടു ദ വാല്യൂ ഓഫ് ഗ്രോസ് സാലറി. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓൾ റൈറ്റ്. നൗ വാട്ട്സ് നെക്സ്റ്റ്? അടുത്ത പോയിന്റ് എന്താ നോക്കിയേ. അടുത്തത് എന്റർടൈൻമെന്റ് അലവൻസ്. നമുക്ക് നോക്കാം എന്റർടൈൻമെന്റ് അലവൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ എംപ്ലോയിക്ക് എന്റർടൈൻമെന്റ് അലവൻസ് കൊടുക്കാന്ന് വിചാരിക്കുക. സിനിമ കാണുക, പുറത്തൊക്കെ ഒന്ന് പോവുക, എന്റർടൈൻമെന്റ് അലവൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ താഴെ പറയുന്നത് പോലെ എന്റർടൈൻമെന്റ് അലവൻസ് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. നിങ്ങൾ ആരാണെങ്കിലാ? ഗവൺമെന്റ് എംപ്ലോയി. ഒന്ന് ശ്രദ്ധിക്കുക, ഈ എന്റർടൈൻമെന്റ് അലവൻസ് ടാക്സബിൾ അലവൻസ് ആണോ എക്സംപ്റ്റഡ് അലവൻസ് ആണോ? ടാക്സബിൾ അലവൻസ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു അലവൻസിനെ പറ്റി എക്സംഷൻസിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അലവൻസ് 3 തരം ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞേ? എന്തൊക്കെയായിരുന്നു? ഫുള്ളി എക്സംപ്റ്റഡ്, പാർട്ട്ലി എക്സംപ്റ്റഡ് അല്ലെങ്കിൽ പാർട്ട്ലി ടാക്സബിൾ. ബാക്കിയുള്ള എല്ലാം ഫുള്ളി ടാക്സബിൾ അല്ലേ? ഫുള്ളി എക്സംപ്റ്റഡിനകത്തും പാർട്ട്ലി എക്സംപ്റ്റഡിനകത്തും നമ്മൾ എന്റർടൈൻമെന്റ് അലവൻസ് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്റർടൈൻമെന്റ് അലവൻസ് ഇസ് ഫുള്ളി ടാക്സബിൾ. പക്ഷെ ഗവൺമെന്റ് എംപ്ലോയി ആണ് നിങ്ങളെങ്കിൽ ഗ്രോസ് സാലറിക്കകത്ത് മൊത്തം എന്റർടൈൻമെന്റ് അലവൻസും കയറി കിടക്കും. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഈ താഴെ പറയുന്ന ലിമിറ്റുകൾക്ക് അനുസരിച്ച് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. താഴെ പറയുന്ന ലിമിറ്റുകളിൽ ഏതാണോ ലോവർ അത് നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ശ്രദ്ധിക്കുന്നുണ്ടോ പിള്ളേരെ? സിമ്പിളാണത്. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. നിങ്ങൾ മറ്റേ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ മൊത്തം എന്റർടൈൻമെന്റ് അലവൻസ് നിങ്ങളുടെ കയ്യിൽ ഫുള്ളി എന്താണ്? ടാക്സബിൾ ആണ്. ഇനി എങ്ങനെ ഡിഡക്ഷൻ? ഒന്നിലെ 1/5 ഓഫ് ബേസിക് സാലറി. എന്താ 1/5 ഓഫ് ബേസിക് സാലറി? നിങ്ങളുടെ മൊത്തം ബേസിക് സാലറിയുടെ 1/5, or rather we can say 20% of basic salary എന്ന് പറയാം. രണ്ട് സെയിം അല്ലേ? 1/5 of basic salary അല്ലേ 20% of basic salary. Then രണ്ടാമത്തെ ലിമിറ്റ് എന്താ? ₹5,000 പെർ മന്ത് അല്ല, ഒരു വർഷത്തേക്ക് ₹5,000. തേർഡ് ലിമിറ്റ് എന്താ? ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ് വിച്ച് എവർ ഇസ് ലോവർ. ഹയർ അല്ല, ലോവർ. ഒന്നുകൂടെ പറഞ്ഞ ലിമിറ്റ് ഏതൊക്കെയാ? 1/5 or 20% of basic salary. 2 ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ്. 3 5,000 വിച്ച് എവർ ഇസ് ലോവർ. നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സിമ്പിൾ അല്ലേ? അത് കഴിഞ്ഞു. മൂന്നാമത്തെ ഡിഡക്ഷൻ എന്താ? ഡിഡക്ഷൻ ഫോർ പ്രൊഫഷണൽ ടാക്സ്. കേക്ക്, ഇന്ത്യയിലെ സാലറിഡ് ആയിട്ടുള്ള എല്ലാവരും കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം നിങ്ങൾ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കണം എന്നാണ് ഇന്ത്യയിലെ നിയമ വ്യവസ്ഥ. So every employed person is supposed, every employee is supposed to pay professional tax from his pocket. ആ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്ന എമൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് ഗ്രോസ് സാലറിയിൽ നിന്ന് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സാധാരണ 2,000-2,500 രൂപയ്ക്ക് പ്രൊഫഷണൽ ടാക്സ് ഒരു വർഷത്തേക്ക് വരുള്ളൂ. ആ അടയ്ക്കുന്ന 2,000-2,500 രൂപ നിങ്ങൾക്ക് ഗ്രോസ് സാലറിയിൽ നിന്നും എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ക്ലിയർ അല്ലേ പറഞ്ഞ 3 ഡിഡക്ഷനും? പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ ട്വിസ്റ്റ്? ഈ നോട്ടാണ്. എന്താ അത്? ഈ പ്രൊഫഷണൽ ടാക്സ് ഇസ് റീഇംബേഴ്സ്ഡ് ഓർ ഡയറക്ട്ലി പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി. ദി എമൗണ്ട് സോ പെയ്ഡ് ഫസ്റ്റ് ഇൻക്ലൂഡഡ് ആസ് സാലറി ഇൻകം ആൻഡ് അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ, നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി 2,000 രൂപ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തു. ഇത് ശരിക്കും ആര് പേ ചെയ്യേണ്ടതാ? എംപ്ലോയി പേ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ആര് പേ ചെയ്തു? എംപ്ലോയർ പേ ചെയ്തു. അപ്പൊ എംപ്ലോയിയുടെ പോക്കറ്റിൽ നിന്ന് പോകേണ്ട ഒരു എമൗണ്ട് എംപ്ലോയർ അല്ലേ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ഇത് എംപ്ലോയിയുടെ കയ്യിൽ ഡാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്താ ഡാഷ്? പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. വെരി ഗുഡ്. ഇത് എംപ്ലോയിയുടെ കയ്യിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? നമ്മൾ പറഞ്ഞില്ലായിരുന്നു രാവിലെ അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ സെഷനിൽ, ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അതിന്റെ നോർമൽ ആംസ് ലെന്ത് പ്രൈസ് എന്തോ അത് നിങ്ങൾ പെർക്കായിട്ട് വാല്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ 2,000 രൂപ എംപ്ലോയർ ആണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോസ് സാലറിക്കകത്ത് അത് പെർക്വിസിറ്റ് ആയിട്ട് കയറി വരും. എന്നിട്ട് ആ 2,000 രൂപ നിങ്ങൾക്ക് പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ് എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് 2,000 രൂപ നിങ്ങൾ സാലറിക്കകത്തേക്ക് ആഡ് ചെയ്തിട്ട് ആ 2,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അയ്യോ വിത്ത് മീ, ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ എക്സാമിന് എന്ത് കിട്ടുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ. അതായത് ആ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ അത് നിങ്ങൾ ഗ്രോസ് സാലറിക്കകത്തേക്ക് ഒരു ടാക്സബിൾ കോമ്പണന്റ് ആയിട്ട് ആഡ് ചെയ്യണം. പിന്നീട് നിങ്ങൾക്ക് അത് എന്തായിട്ടും ക്ലെയിം ചെയ്യാം? ഒരു ഡിഡക്ഷൻ ആയിട്ടും ക്ലെയിം ചെയ്യാമെന്നാണ് ആര് പറയുന്നത്? IT ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു ഓൾ വിത്ത് മീ? ഹാവ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്? അപ്പം നമുക്കേ ഈ 3 ഡിഡക്ഷനും വെച്ചിട്ടൊരു ചെറിയ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആ ഡിഡക്ഷൻസ് ഒന്ന് ക്ലിയർ ആയിക്കോളും. ക്വസ്റ്റ്യൻ നമ്പർ 24 വായിച്ചിട്ട് പെട്ടെന്നൊന്ന് ആൻസർ തന്നേ.
യെസ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യനോട് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. മിസ്റ്റർ ഗോയൽ റിസീവ്സ് ദ ഫോളോയിങ് ഇമോൾമെന്റ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 31st March 2026. താഴെ പറയുന്ന സാധനങ്ങൾ കിട്ടിയ സാധനങ്ങൾ നമുക്ക് ആദ്യം എഴുതി വെക്കാം. ബേസിക് പേ എത്ര കിട്ടിയത്? 40,000 പെർ മന്ത് എന്നാണോ 40,000 എന്നാണോ പറഞ്ഞേക്കുന്നത്? 40,000. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 40,000. ദെൻ ഡിയർനെസ് അലവൻസ് എത്ര കിട്ടി? 15,000. അത് ഫുള്ള് ടാക്സബിൾ ആയിരിക്കും. കമ്മീഷൻ എത്ര കിട്ടി? 10,000. ദെൻ എന്റർടൈൻമെന്റ് അലവൻസ് എത്ര കിട്ടി? 4,000. അതും ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ദെൻ മെഡിക്കൽ എക്സ്പെൻസസ് റീഇംബേഴ്സ്ഡ്. എന്താ അത്? അവന് കുറച്ച് മെഡിക്കൽ എക്സ്പെൻസ് ഇൻകർ ചെയ്തു, അത് എംപ്ലോയർ എന്ത് ചെയ്ത് കൊടുത്തു? റീഇംബേഴ്സ് ചെയ്ത് കൊടുത്തു. ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ? ടാക്സബിൾ, ഒരു സംശയം വേണ്ട. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പ്രിസ്ക്രൈബ് ഡിസീസസ് ആണ്, നോട്ടിഫൈഡ് ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ എംപ്ലോയർ ഓൺഡ് ഹോസ്പിറ്റലാണ് എന്നൊക്കെ ആണെങ്കിൽ എക്സംഷൻ. ഇത് വെറുതെ മെഡിക്കൽ എക്സ്പെൻസസ് റീഇംബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി എന്താണ്? ടാക്സബിൾ ആണ്. എത്ര എമൗണ്ട്? 25,000. ദെൻ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്. അവിടെ ബ്രാക്കറ്റിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടല്ലോ, എന്താ? 1,000 വാസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. അപ്പോ പെയ്ഡ് ബൈ എംപ്ലോയർ ആ പോർഷൻ ഓഫ് പ്രൊഫഷണൽ ടാക്സ് നിങ്ങൾ ബേസിക്കലി പെർക്കായിട്ട് വാല്യൂ ചെയ്യണ്ടേ? വേണ്ടേ? നൗ മിസ്റ്റർ ഗോയൽ കോൺട്രിബ്യൂട്ട്സ് 5,000 ടുവേർഡ്സ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഹി ഹാസ് നോ അതർ ഇൻകം. 5,000 രൂപ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ചാപ്റ്റർ 6A റിഡക്ഷൻ കിട്ടുക. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടുന്ന ഐറ്റം അല്ലേ? അപ്പൊ ഈ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. അത് നിങ്ങൾക്ക് ചാപ്റ്റർ 6A ഡിഡക്ഷൻ ആണ്. 5 ഹെഡിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് വേണം അത് എന്ത് ക്ലെയിം ചെയ്യാൻ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ. അപ്പൊ അതിനെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ ഹി ഹാസ് നോ അതർ ഇൻകം, ഡിറ്റർമൈൻ ഇൻകം ഫ്രം സാലറി. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഗ്രോസ് സാലറി എത്ര വരും എന്ന് പറഞ്ഞേ? ഗ്രോസ് സാലറി 95,000 ആണോ? ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാം. എത്ര സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? 50,000 അല്ലേ? അല്ലേ? ഇനി 11 ഗവൺമെന്റ് എംപ്ലോയി വല്ലതും ആണോ? ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി അല്ലേ? അപ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് റിഡക്ഷൻ എടുത്തൂടെ? എത്ര എന്റർടൈൻമെന്റ് അലവൻസ് റിഡക്ഷൻ? 40,000ന്റെ അപ്പോ എത്രയാ? 1/5 ഓഫ് ബേസിക് സാലറി. 40,000ന്റെ 1/5 എന്ന് പറഞ്ഞാൽ എത്ര വരൂടെ? 8,000 അല്ലേ? അല്ലേ? ഓർ 5,000 ഓർ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് 4,000 whichever is lower. ഏതാ ലോവർ? 4,000. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് എത്രയുണ്ട്? പ്രൊഫഷണൽ ടാക്സ് മൊത്തം പെയ്ഡ് 2,000 അല്ലേ മൊത്തം പേ ചെയ്തേക്കുന്നത്? 1,000 എംപ്ലോയർ പേ ചെയ്തു, നമ്മൾ പെർക്കായിട്ട് ആഡും ചെയ്തു, ലെസ്സും ചെയ്യണം. 1,000 അവൻ്റെ പോക്കറ്റിൽ നിന്നും പേ ചെയ്തിട്ടില്ലേ? അപ്പൊ 2,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് മൂന്നും കുറച്ച് കഴിഞ്ഞാലേ എത്ര വരൂടെ? ഇൻകം ഫ്രം സാലറി കുട്ടിപ്പറ 39,000 shall be the income taxable under the head salary. ഇത് ചെയ്ത് മനസ്സിലായോ എല്ലാവർക്കും? ഈ ചാപ്റ്ററിലെ അവസാന കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. എക്സാം പെർസ്പെക്റ്റീവിൽ ഇതും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ അതായിട്ട് പഠിക്കാതെ പോകണ്ട. എന്താണ് സെക്ഷൻ 89 ആണ്. എന്താ ഹെഡിങ്? റിലീഫ്. എന്താണ് 89ലെ റിലീഫ് എന്ന് നമുക്ക് നോക്കാം. എന്താ റിലീഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നമ്മൾ മലയാളത്തിലേക്ക് പറഞ്ഞാൽ ആശ്വാസം എന്ന് നമ്മൾ പറയും അല്ലേ? ശരിക്കും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആശ്വാസം. ഒരു ടൈപ്പ് ഓഫ് ആശ്വാസമാണ് റിലീഫ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ തിയറി ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുന്തോ മനസ്സിലാവില്ല. കാരണം ഇത് അങ്ങനെയാണ് ആ തിയറി എന്ന് പറയുന്നത്. ഈ തിയറി വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പകരം ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? ഒരു ന്യൂമറിക്കൽ മാത്ത് ഇട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാവും. നമുക്ക് ആദ്യം ചുമ്മാ തിയറി ഒന്ന് വായിക്കാം. ഒന്നും മനസ്സിലായില്ലെങ്കിലും നമുക്കൊന്ന് വായിക്കാം. എന്താ എഴുതിയിരിക്കുന്നത്? സെക്ഷൻ 89 റിലീഫ്. Where by reason of any portion of an assessee's salary being paid in arrear or in advance or by a reason of his having received in any one financial year salary for more than 12 months or a payment of profit in lieu of salary under section 17 subsection 3, his income is assessed at a rate higher than the rate at which it would otherwise have been assessed. The assessing officer shall, on application made to him in this behalf, grant such relief as prescribed. ഒന്നും മനസ്സിലായില്ലല്ലോ? ഡോണ്ട് വറി. നമുക്കിത് എന്താണെന്ന് തിയറി നമുക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല.
പകരം ന്യൂമറിക്കൽ എന്താണെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. നോട്ട് 1. Similar tax relief is extended to assessee who receives arrear of family pension as defined in explanation to clause 2A of section 57. Family pension means a regular monthly amount payable by the employer to the person belonging to the family of an employee in the event of his death. വിധവാ പെൻഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കാനേ ഇതൊരു ചെറിയ എക്സാമ്പിൾ നമുക്ക് തരാൻ പറ്റില്ല കേട്ടോ. കാര്യം ആ സെന്റൻസ് 4 സെന്റൻസേ ഉള്ളെങ്കിലും അത് നിങ്ങളെ തലയിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ വലിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം ഞാനൊരു വലിയ കഥ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന കഥയുടെ എൻഡിൽ കോൺസെപ്റ്റ് മനസ്സിലാവും. ആർ യു ഓൾ ലിസ്ണിംഗ്? അപ്പം നമുക്ക് ഒരറ്റത്തൊന്ന് കഥ പറയാൻ തുടങ്ങാം. ശ്രദ്ധിച്ചേ. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, JK പ്രൈവറ്റ് ലിമിറ്റഡ്. ഇങ്ങനൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ എ. ഈ കമ്പനിയിലെ എംപ്ലോയി ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇവൻ്റെ ഇയർലി സാലറി, ഒരു വർഷം ഇവന് സാലറി ആയിട്ട് കിട്ടുന്നത് ഒരു 9 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. 9 lakh റുപ്പീസാണ് ഇവൻ്റെ സാലറി പെർ ആനം. ഇത് കമ്പ്യൂട്ടഡ് സാലറിയാണേ. എന്താ കമ്പ്യൂട്ടഡ് സാലറി എന്ന് പറഞ്ഞാൽ എല്ലാം വാല്യൂ ചെയ്ത് ഡിഡക്ഷനും ബാക്കിയുള്ള അല്ലറ ചില്ലറെല്ലാം കുറച്ചിട്ടുള്ള നെറ്റ് ഇൻകം ഫ്രം ദ ഹെഡ് സാലറിയാണ് 9 ലക്ഷം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതിപ്പോൾ 2024-25 ഇവൻ 24-25 കമ്പനി പോയിട്ട് പറഞ്ഞു എനിക്ക് എന്ത് വേണം, ഇൻക്രിമെന്റ് വേണം എന്ന് പറഞ്ഞു. എന്ത് വേണം? ഇൻക്രിമെന്റ് വേണം. എത്ര ഇൻക്രിമെന്റ് വേണം? എനിക്ക് ഇൻക്രിമെന്റ് ഒരു 2 ലക്ഷം വേണം എന്നിവൻ പോയി പറഞ്ഞു. കമ്പനി ഡിനൈ ചെയ്തു. കമ്പനി എന്ത് ചെയ്തു? ഡിനൈ ചെയ്തു. അയ്യോ വിത്ത് മീ. എന്താ കമ്പനി ഡിനൈ ചെയ്യാന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല, ഓടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ മിസ്റ്റർ എ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മിസ്റ്റർ എ മറ്റേ നമ്മുടെ ലേബർ ഓഫീസർക്ക് കൊണ്ട് പരാതി കൊടുത്തു. നമ്മൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള ലേബർ ഓഫീസറുണ്ട്, അവർക്ക് കൊണ്ട് എന്ത് കൊടുത്തു? പരാതി കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് അർഹമായ ശമ്പളം ഈ കമ്പനി തരുന്നില്ല എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കി. അങ്ങനെ അടിയുണ്ടാക്കി ലേബർ കമ്മീഷൻ 2025-26 തൊട്ടടുത്ത വർഷം അവിടുത്തെ തർക്കം പരിഹരിച്ചിട്ട് ലേബർ കമ്മീഷൻ പറഞ്ഞു ഇവൻ എന്ത് കൊടുക്കണം? ഇവന് 2 ലക്ഷം സാലറി ഇൻക്രിമെന്റ് കൊടുക്കണം. ഏതൊക്കെ വർഷം? 2024-25 തൊട്ട് ഇവന് 2 ലക്ഷം രൂപ എന്ത് കൊടുക്കണം? സാലറി ഇൻക്രിമെന്റ് കൊടുക്കണം. കഴിഞ്ഞ വർഷത്തെ ഇൻക്രിമെന്റ് നിങ്ങൾ ഈ വർഷം കൊടുക്കണം എന്ന് ആര് പറഞ്ഞു? ലേബർ കമ്മീഷണർ പറഞ്ഞു. അയ്യോ വിത്ത് മീ. ലേബർ കമ്മീഷണർ തന്നെ പറയണമെന്നില്ല കേട്ടോ, കോടതി പറഞ്ഞാലും മതി. ഒരു തർക്കം ഉണ്ടായിരുന്ന തർക്കം പരിഹരിച്ചു. അങ്ങനെ കമ്പനി തൊട്ടടുത്ത വർഷമായിട്ടുള്ള 25-26 ഇദ്ദേഹത്തിന് എത്ര കൊടുത്തു? സേ ഫോർ എക്സാമ്പിൾ ആ വർഷത്തെ 11 ലക്ഷം രൂപ സാലറി. ആ വർഷം 11 ലക്ഷം രൂപ സാലറി പ്ലസ് കഴിഞ്ഞ വർഷത്തെ 2 ലക്ഷം രൂപയും കൂടെ ചേർത്ത് മൊത്തം എത്ര കിട്ടി? 13 ലക്ഷം രൂപ കിട്ടി. ശ്രദ്ധിക്കുന്നുണ്ടോ? മൊത്തം എത്ര കിട്ടി? 13 ലക്ഷം രൂപ കിട്ടി. 13ന്റെ സ്പ്ലിറ്റ് എന്താ? ശരിക്കും 9 ലക്ഷം അല്ലായിരുന്നു അവന്റെ സാലറി. 9 + 2 25-26 ആ സാലറി എത്രയാക്കി? 11 ആക്കി. പിന്നെ 24-25 തർക്കമില്ലായിരുന്നോ 2 അഡീഷണൽ വേണമെന്ന്? അതും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മൊത്തം ആ 11 + 2 13 ലക്ഷം രൂപ അവന് എന്ത് കിട്ടി? സാലറി കിട്ടി. അയ്യോ വിത്ത് മീ. അപ്പൊ എന്റെ ചോദ്യം, ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? 13 എങ്ങനെയാ കിട്ടിയെന്ന്? കഴിഞ്ഞ വർഷത്തെ 2 ലക്ഷം ഇൻക്രിമെന്റും ഈ വർഷത്തെ ഇൻക്രിമെന്റും കൂടെ ചേർത്ത് 11 + 2 13 ലക്ഷം രൂപ ഇവന് എന്തായിട്ട് കിട്ടി? മൊത്തം സാലറി ആയിട്ട് കിട്ടി. ഇത്രയും ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇവനെ ഈ 13 ലക്ഷം രൂപ സാലറി കിട്ടുമ്പോൾ ഇവന്റെ ടാക്സ് ലയബിലിറ്റി എത്ര വരും? ബേസിക് ടാക്സ് ലയബിലിറ്റി എത്ര വരും? നമ്മൾ പഠിച്ചതാണ്. ബേസിക് ടാക്സ് ലയബിലിറ്റി ഓൾഡ് സ്ലാബ് റേറ്റ് അപ് ടു 2.50 lakhs nil, 2.502 5 lakh 5%, that will be 12,500. 5 lakhs to 10 lakh 20%, that will be 1 lakh. 10 lakhs above, that 3 lakh subject to 30%, and that will be 90,000. So altogether when the total tax liability എത്ര വരും? 2 lakh 2,500 plus സെസ്സോ 4% സെസ് എത്ര വരും? 2,02,500 മുകളിൽ 4% സെസ് 8,100. എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്ര വരും? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 2,10,600. ശരിക്കും 2,10,600 രൂപ അല്ലേ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി വരുന്നത്? പക്ഷേ അവൻ ഇപ്പോഴും പോയിട്ടൊരു പരാതി പറയും.
എന്തായിരിക്കും അവൻ്റെ പരാതി? ഈ 2 ലക്ഷം 24-25 കിട്ടുകയായിരുന്നെങ്കിൽ 24-25 സാലറി 11 ആയേനെ, 25-26 സാലറിയും 11 ആയേനെ അല്ലേ? ഇതിപ്പോൾ എല്ലാം കൂടെ ചേർന്ന് 25-26 കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ ടാക്സ് ലയബിലിറ്റി വന്നു എന്ന് പറഞ്ഞ അവൻ മോങ്ങിക്കൊണ്ട് വരികയല്ലേ? ഇല്ലേ? ഇനി വേണ്ട, മനസ്സിലായില്ലെങ്കിൽ വേണ്ട, നമുക്ക് മൊത്തം കണക്കുണ്ടാക്കാം. എല്ലാത്തിനും നമുക്ക് കണക്കുണ്ടാക്കാം, ഒരു 4-5 കണക്കുണ്ടാക്കാം, പ്രശ്നമില്ല. ശ്രദ്ധിക്കുക. അതായത് ഉദാഹരണം, ഇവന് ശരിക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരണേ. ഇവന്റെ 2024-25 സാലറി എത്രയാ? അവൻ എത്ര കിട്ടി? 9 കിട്ടിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അവന്റെ ടോട്ടൽ ഇൻകം നമുക്ക് 9 എന്നെടുക്കാം. ആ 9 മുകളിലുള്ള ടാക്സ് ലയബിലിറ്റി, ബേസിക് ടാക്സ് ലയബിലിറ്റി എത്രയാ? ബേസിക് ടാക്സ് ലയബിലിറ്റി എത്ര വരും? അപ് ടു 2,50,000 നിൽ, 2.50 to 5 lakh, 5%, that will be 12,500. 5 above, ആ 4 ലക്ഷം വരും. That is subjected to 20%, and tell me that will be 80,000. So altogether 92,500. Cess at 4%, that will be how much? 8,000? 3,700. എല്ലാം കൂടെ കൂട്ടി എത്ര വരും? 96,200 rupees. 96,200 രൂപയല്ലേ ഉണ്ട് ടാക്സ് ലയബിലിറ്റി വരിക അല്ലേ? അപ്പൊ ഇവന്റെ പരാതി എന്തായിരിക്കും ഇവിടെ? ഇവൻ കഴിഞ്ഞ വർഷം 96,200 രൂപ ടാക്സ് അടച്ചു, ഈ വർഷം 2,10,600 രൂപ ടാക്സ് അടക്കേണ്ടി വന്നു അല്ലേ? ഇപ്പൊ ഇവൻ ചിന്തിക്കുക, എനിക്ക് കഴിഞ്ഞ വർഷം 24-25 ഒരു 2 ലക്ഷം ഇപ്പൊ ഇൻക്രിമെന്റ് കിട്ടിയത് അല്ലേ? അത് 24-25 തന്നെ കിട്ടുകയായിരുന്നെങ്കിൽ, അത് 24-25 തന്നെ കിട്ടുകയായിരുന്നുവെങ്കിൽ എൻ്റെ 24-25 ടോട്ടൽ ഇൻകം എത്രയായേനെ? 11 ആയേനെ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് കണക്കൂട്ടി നോക്കാം. ഇഫ് that 2 lakh would have received in 24-25 itself, total income would have been എത്രയായനെ? 11 lakh ആയനെ അല്ലേ? അതിൻ്റെ ടാക്സ് ലയബിലിറ്റി എത്ര വന്നേനെ? അപ്പോ അപ് ടു 2.50 lakh നിൽ, 2.50 to 5 lakh, 5% will be 12,500. 5 lakh to 10 lakh at 20% it would be 1 lakh. 1 lakh above, sorry, 10 lakh above will be 1 lakh into 30% and that would be 30,000. So add everything and tell me the total figure. 1 lakh 42,500. Cess at 4% and can you tell me how much is 4% on 142,500? 5,700. So altogether എല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര വന്നേനെ ലയബിലിറ്റി? 1,48,200 വന്നേനെ അല്ലേ? അല്ലേ? ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ കറക്റ്റ് വരികയായിരുന്നെങ്കിൽ ഞാൻ എത്ര അഡീഷണൽ ഇൻകം ടാക്സ് അടക്കണമായിരുന്നു? 96,200 ഞാൻ അടച്ചിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം തന്നെ വരികയായിരുന്നെങ്കിൽ എൻ്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി അഡീഷണലി എത്ര വരും? എത്ര വരും? അഡീഷണൽ ലയബിലിറ്റി എത്രയാണ്? 52,000 വരും അല്ലേ? അല്ലേ? ഇനി 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 ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 2 ലക്ഷം 2024-25 പോവുകയായിരുന്നെങ്കിൽ എൻ്റെ 25-26 ഇൻകം കൂടെ കുറയല്ലേ? ഇപ്പം എൻ്റെ 25-26 ഇൻകം 13 അല്ലേ? അത് എത്ര ആയനെ? 11 ആയനെ അല്ലേ? അപ്പോ if 2 lakh would have received in 24-25, then my total income in 25-26 would have been എത്രയായനെ?
11 lakh ആയേനെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ടാക്സ് ലയബിലിറ്റി എത്ര വന്നേനെ? സെയിം ഫിഗർ തന്നെ. ബേസിക് ടാക്സ് 1,42,500 സെസ് 5,700 ടോട്ടൽ ഇൻകം വിൽ ബി 148,200 ആയേനെ അല്ലേ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് ടാക്സ് സേവിങ്സ് എത്ര വരുമായിരുന്നു? അങ്ങനെ വരുമായിരുന്നെങ്കിൽ വാട്ട് ഇസ് മൈ സേവിങ്സ്? ഇപ്പൊ 2,10,600 വന്ന് കിടക്കുന്നേ. അത് കഴിഞ്ഞ വർഷത്തേക്ക് പോവായിരുന്നെങ്കിൽ ഈ വർഷത്തെ എന്ത് കുറഞ്ഞേനെ? എൻ്റെ ടാക്സ് ലയബിലിറ്റി കുറഞ്ഞേനെ. അങ്ങനെ എത്ര എനിക്ക് സേവിങ്സ് ഉണ്ടായേനെ? 62,400. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോ ഒന്ന് ശ്രദ്ധിച്ചേ, ഇനി നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചേ? 24-25 കിട്ടേണ്ട ഒരു 2 ലക്ഷം 25-26 കിട്ടി. അങ്ങനെ 25-26 ടോട്ടൽ ഇൻകം എത്രയായി മാറി? 13 ലക്ഷമായി മാറി. അതല്ലേ ഇവിടുത്തെ പ്രശ്നം അല്ലേ? ഇനി എന്താ അവന്റെ സങ്കടം? എന്താ, എന്തിനാ അവൻ മുങ്ങിക്കൊണ്ട് നടക്കണേ? അവൻ പറയാണ് 25-26 ഇതെല്ലാം കൂടെ കിട്ടിയപ്പോ എന്റെ മൊത്തം ലയബിലിറ്റി 25-26 ഇപ്പൊ എത്ര കിടക്കുന്നത്? ഇതെന്റെ മൊത്തം ലയബിലിറ്റി ഇപ്പൊ കിടക്കുന്നത് ഏതാണ്ട് 2,10,600 എന്റെ ലയബിലിറ്റി മൊത്തം കിടക്കുന്നതെന്നല്ലേ അവൻ മുങ്ങിക്കൊണ്ട് നടക്കുന്നേ അല്ലേ? അപ്പൊ അവൻ പറയുന്ന ന്യായം എന്താ? ഞാൻ കഴിഞ്ഞ വർഷം 96,200 ശരിക്കും ടാക്സ് അടച്ചത്. ഈ 2 ലക്ഷം കഴിഞ്ഞ വർഷം കിട്ടുകയായിരുന്നെങ്കിൽ 1,48,200 എനിക്ക് എന്ത് വന്നേനെ? കഴിഞ്ഞ വർഷം തന്നെ ലയബിലിറ്റി വന്നേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ വർഷത്തെ എന്റെ ലയബിലിറ്റി 1,48,200 കുറഞ്ഞേനെ അല്ലേ? 1,48,200 കുറയുമ്പോൾ എനിക്ക് ടാക്സിൽ ഉണ്ടാകുന്ന ലാഭം 62,400 ആയേനെ. അപ്പൊ തന്നെ എന്റെ കഴിഞ്ഞ വർഷത്തെ അഡീഷണൽ ലയബിലിറ്റി 52,000 എക്സ്ട്രാ ഞാൻ അടയ്ക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, കഴിഞ്ഞ വർഷത്തേക്ക് ഇത് പോവായിരുന്നെങ്കിൽ 52 അഡീഷണൽ ടാക്സ് വരും അല്ലേ? ഈ വർഷം 62,400 സേവും ചെയ്യും അല്ലേ? അപ്പം ഈ 2 ലക്ഷം ഈ വർഷത്തേക്ക് വന്നത് കാരണം ഉണ്ടായ ടാക്സ് ഇൻക്രിമെന്റ് എത്രയാണ്? 10,400. അതെങ്ങനെ 10,400 കിട്ടിയത്? 62,400 മൈനസ് 52,000. ഇതല്ലേ ശരിക്കും പറഞ്ഞ ഈ 2 ലക്ഷം കഴിഞ്ഞ വർഷം ടാക്സ് ആവാതെ ഈ വർഷത്തേക്ക് കയറി വന്നത് കാരണം ഉണ്ടായ എക്സാക്ട് ഇൻക്രിമെന്റ് ഇൻ ടാക്സ് ലയബിലിറ്റി അല്ലേ? അതെത്രയാണ്? 10,400. ശരിക്കും ഇതല്ലേ ഇവന്റെ നഷ്ടം? ആ 2 കഴിഞ്ഞ വർഷം വരാതെ ഈ വർഷം വന്നത് കാരണം ഉണ്ടായ അവന്റെ നഷ്ടം 10,400 അല്ലേ? ഡിപ്പാർട്ട്മെന്റ് പറയും മോങ്ങണ്ട, ആ 10,400 നീ എന്തായിട്ട് എടുത്തോ? ഈ വർഷത്തെ ടാക്സ് ലയബിലിറ്റി റിലീഫായിട്ട് എടുത്തോ. നിന്റെ കുഴപ്പം കൊണ്ടല്ലോ, നിങ്ങളുടെ എംപ്ലോയർ തരാത്തോണ്ടല്ലേ. പിന്നീട് ലേബർ കമ്മീഷന്റെ അടുത്ത് പോയിട്ടല്ലേ നീ ഇത് മേടിച്ചെടുത്തത്. കരയണ്ട, നീ എന്ത് ചെയ്തോ? ഈ വർഷത്തെ ഇപ്പോഴത്തെ ലയബിലിറ്റി എത്രയായിരുന്നു? 2,10,600 ഈ വർഷത്തെ മൊത്തം ഇപ്പോഴത്തെ ലയബിലിറ്റി അല്ലേ? ഈ വർഷം ആ 2 കൂടെ കിട്ടിയത് കാരണം 2,10,600 നീ ആ 10,400 എന്തായിട്ട് ക്ലെയിം ചെയ്തോ? റിലീഫായിട്ട് ക്ലെയിം ചെയ്തു അണ്ടർ സെക്ഷൻ 89. സോ ബാക്കി എത്ര വരും അപ്പോൾ? 2,200,000 would have been is your final tax liability. 2,200,000 okay. 2,200,000 will be your final tax liability. ഈ പറഞ്ഞത് മനസ്സിലായോ? ഇതൊന്ന് കോപ്പി ചെയ്യണേ, ഇതൊന്ന് കോപ്പി ചെയ്യണം. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇതെന്താണെന്നോ ഇതെങ്ങനെ വന്നു എന്നോ യാതൊരു ഐഡിയയും കിട്ടില്ല. സോ ഇതൊന്ന് കോപ്പി ചെയ്ത് എല്ലാവരും. ഞാൻ 1-2 കാര്യങ്ങളോട് ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ JK പ്രൈവറ്റ് ലിമിറ്റഡ് 24-25 2 ലക്ഷം സാലറി per annum കൊടുത്തു. Then 2 lakh increment. Employee asked 2 lakh increment, denied by company. Then company paid increment of 2 lakh plus arrear of 2 lakh, total 13 lakh in 25-26. 13 lakh in 25-26. എന്നിട്ട് ഈ ടാക്സ് ലയബിലിറ്റികൾ നിങ്ങൾ എഴുതിയാൽ മതി. ഈ സാധനം കൂടെ ഒന്ന് എഴുതി വെച്ചോ, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പ്രീ സ്റ്റോറി എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് സാലറി ചാപ്റ്ററിൽ പറയാനുള്ളത്. നമ്മുടെ തിയറി ആസ് ഇറ്റ് ഇസ് നമുക്കിനി ഒന്നും തന്നെ പെൻഡിങ് ഇല്ല.
we have completed all the theory in this chapter. Salary il ini namakku theory aayittu onnum thanne parayanilla. Nammal questions endu cheyidu solve cheyidu. Hello my dear ones, this is CA Jose Kurian and this video is to inform you about how to purchase our recorded lectures and textbooks from the website. Very simple, you log on to www.cajosekurian.com and in the website you scroll down and you can see all our books. That is handbook multicolor for CA, CMA final as well as for inter. Then we have workbook which contains past exam 30 plus question papers as well as RTPs. That is also for CA final, CMA final and CA as well as CMA inter. Now for the recorded lectures, you go up, take the website, then click on the classroom. And in the classroom, you can scroll down and you can see all the courses that we are offering. Select your course, make payment, and the course is all yours. It is instant access. Now, what are the courses that we are offering? We are offering CA Final English as well as Malayalam, CMA Final English as well as Malayalam, CA Inter English as well as Malayalam. Now, friends, what are you waiting for? Get your access today and unlock the pathway to your success. All the very best. Take care and bye-bye.